യെസ്. അസ്സലായി അലക്കും വറഹ്മത്തുഡിങ്ക. എന്താണ് ജസീം വിശേഷങ്ങൾ? അതെ, അസ്സലായി അലക്കും. ഇജ്ജും നന്നായിട്ട് അലക്കൂലേ? അതെ, ഞങ്ങളും അലക്കും. ഓക്കെ. എല്ലാരും അതെ. അലക്കട്ടെ. എല്ലാവരും അലക്കട്ടെ. അപ്പോൾ അലക്കലക്കത്തും അലക്കത്തും. അതെ. നമ്മളിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരുപാട് സംസാരിച്ച് നേരം കളയുന്നില്ല. കാരണം നമ്മൾ വെള്ളിയാഴ്ചത്തെ പരിപാടി നമ്മൾ വിഷയം അവതരിപ്പിച്ച് ഒരുപാട് വൈകുന്നു എന്നൊരു പരാതി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊന്ന് ചുരുക്കി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മളുടെ ഓഡിയൻസിലേക്ക് പോകാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലിങ്ക് ഇവിടെ ഞാൻ ഇപ്പം തന്നെ ഇടുകയാണ്. അപ്പോൾ അവിടെ പിൻ ചെയ്ത് വെക്കാൻ ചെയ്യാം. അപ്പോൾ മുകളിലേക്ക് വരേണ്ട ആളുകൾ മുകളിലേക്ക് കയറി വരിക. പ്രത്യേകിച്ച് ഈ ലിങ്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബാസിൽ തന്നെയാണ്. ഡെഡിക്കേറ്റഡ് ടു ബാസിൽ. ഓക്കെ. അപ്പോൾ അൺമാസ്കിങ് ആനിമൽസ് ആനിമൽസ് അല്ലല്ലോ, എന്താണ് അൺമാസ്കിങ്? ആനമയിലൊട്ടകം, സോറി. അതെ. അപ്പോൾ അൺമാസ്കിങ് ആനമയിലൊട്ടകം ആ ടീമിലെ ബാസിലിന് വേണ്ടിയിട്ടുള്ള ആ ലിങ്ക് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് ബാസിലിന് മാത്രമല്ല, നമ്മളെ തോപ്പിക്കാൻ കെൽപ്പുള്ള ആർക്ക് വേണമെങ്കിലും കടന്നു വരാം. നമ്മൾ അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിക്കുന്ന അതേ ടീം തന്നെയാണ്. അപ്പോൾ നമ്മളും സംവാദത്തിനുണ്ടോ എന്ന് നമ്മൾ ചോദിച്ച് നടക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാനിവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ. ഞാനിവിടെ ഓൾറെഡി ഒരു ലിങ്ക് ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേറൊരു വിഷയമാണ് അവിടെ പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇല്ലെങ്കിൽ ഞാൻ അതൊന്ന് എടുത്ത് പറയാം. ഒരു മെയ് മാസത്തിന് ശേഷമുള്ള വീഡിയോകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ജൂണിന് ശേഷം നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ തോതിലുള്ള റിപ്പോർട്ടിങ്ങിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചാനൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പല വീഡിയോകളും അതിനകത്ത് ആഡ് റെസ്ട്രിക്ഷൻ വരികയും അതോടൊപ്പം തന്നെ മറ്റ് പല രീതിയിലുള്ള പ്രശ്നങ്ങളും അവിടെ ഫേസ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കിട്ടുന്ന ഒരു മുന്നറിയിപ്പ്. അത് മെയ് മാസത്തിന് ശേഷമാണ് അത് കൂടുതലായിട്ട് കാണുന്നത്. ജൂണിന് ശേഷമുള്ള വീഡിയോയിൽ വ്യാപകമായിട്ടുണ്ട്. ജൂലൈയിൽ ഒന്നും പറയണ്ട, കട്ടപ്പുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ചാനൽ അഫക്റ്റഡ് ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഈ റിപ്പോർട്ടിംഗ് ജിഹാദ് എന്ന് പറയുന്ന സാധനം ചില്ലറ കാര്യമല്ല. നമുക്കറിയാലോ, ഉത്തരം മുട്ടി കഴിയുമ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളിൽ നുണയൊക്കെ അവർ പൊളിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ ജിഹാദ്, ഈ റിപ്പോർട്ടടി നടത്തുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങൾ നുണ പൊളിക്കുന്നുണ്ടല്ലോ, നമ്മൾ മാപ്പും പറഞ്ഞു, ദേ ഇവിടെ ഞാൻ വന്നിരിക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ ആ മാപ്പ് അപേക്ഷയുമായിട്ട്, നുണ ഇനി പറയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞ നുണ എന്നുള്ളത് നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്യാം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നുണകൾ. എന്ത് പറയുന്നു ജസീം? തീർച്ചയായിട്ടും നമ്മൾ തോൽക്കാൻ തയ്യാറായിട്ടാണ് വന്നിട്ടുള്ളത്. തോൽക്കാൻ തയ്യാറാണ്. യെസ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ നുണ ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ടുള്ള നുണ എന്ന് പറയുന്നത് നമ്മളുടെ മുഹമ്മദ് നബി ഒരു പെണ്ണിനെ കയറി പിടിച്ചു എന്നുള്ള സംഗതിയാണ്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ടാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. ഞാനും അത് ആലോചിച്ചപ്പോൾ ശരിയാണെന്ന് തോന്നി. ഇത്രയ്ക്ക് കടുത്ത കൈയൊന്നും പറയേണ്ടതില്ലായിരുന്നു. ഒന്നില്ലെങ്കിൽ ഇതുപോലൊരു മാനവരിൽ മഹാ ഉള അല്ല, എന്തായിരുന്നു? എന്തും വിളിക്കാം. അതെ, മാനവരിൽ മഹാ ഡാഷ് മോൻ ആയിട്ടുള്ള നമ്മളുടെ മുഹമ്മദ് നബിയെ ഇതുപോലെ പുന്നാരമോൻ എന്നാണ് ഉദ്ദേശിച്ചത്. ഇനി അത് വേറെ തെറിയാണെന്നൊന്നും ആരും പറഞ്ഞേക്കരുത്. മാനവരിൽ സ്നേഹം കൊണ്ടാണ്. മാനവരിൽ പുന്നാരമോനായിട്ടുള്ള മഹാപുന്നാരമോനായിട്ടുള്ള മുഹമ്മദ് നബിയെ നമ്മൾ ഇതേപോലെ ഒരു പെണ്ണുപിടിയനായിട്ട് ചിത്രീകരിച്ചു എന്നതാണ് പ്രശ്നം. അല്ലെങ്കിൽ ഒരു സ്ത്രീ ലംബടനായിട്ട് ചിത്രീകരിച്ചു, അതല്ലെങ്കിൽ ഒരു കാമപ്രാന്തനായിട്ട് നമ്മൾ ചിത്രീകരിച്ചു. അതുമല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളത്തുണിയുമായിട്ട് കറങ്ങി നടന്ന് ഇതുപോലെ കൂടാരങ്ങളിൽ ചെന്ന് അവിടെ ഉള്ള പെണ്ണുങ്ങളെ തപ്പി അവിടെ ചെന്ന് അവരിൽ നിന്നും ആട്ട് വാങ്ങിക്കുന്ന, വെറുതെ ആട്ടൊന്നുമല്ല, നമ്മൾ സാധാരണ ഔദു ബില്ല എന്നൊക്കെ പറയുന്നത് ചെകുത്താന് വേണ്ടിയിട്ട് കരുതി വെച്ചിരിക്കുന്ന സാധനമാണ്. ആ സാധനം മുഹമ്മദ് നബി പോലും നേരിട്ട് വാങ്ങുന്ന അവസ്ഥ. അതും ഒരു പെണ്ണിന്റെ അടുത്തൊന്നല്ല, വിവിധ പല തരത്തിലുള്ള പെണ്ണുങ്ങളുടെ ഭാഗത്തു നിന്നും ഇതുപോലെ ആട്ട് വാങ്ങിക്കുകയും പടച്ചോനിൽ നിന്നും രക്ഷ തേടുകയും ചെയ്യപ്പെടുന്ന ഒരു പിശാചിന്റെ ഒരു ആ ഭാഗത്ത് വന്ന് നിൽക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ പിശാചിൽ നിന്നും എങ്ങനെയാണോ നമ്മൾ രക്ഷ തേടുന്നത്, സമാനമായ രീതിയിൽ മുഹമ്മദ് നബിയിൽ നിന്നും സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നും രക്ഷ തേടുന്ന തിരുനബി, നമ്മുടെ രാഹുൽ ഈശ്വരുടെ ഭാഷയെ പറഞ്ഞ തിരുനബി സല്ലല്ലാഹു അലൈഹി തിരുമേനി തിരുമേനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്നും സല്ലമയെ അള്ളാഹുവിൽ നിന്നും കാത്തുരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിൽ പെണ്ണുങ്ങളെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എമ്മാതിരി പ്രവാചകനാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ബാസിൽ പറഞ്ഞു വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന് തറപ്പിച്ച് പറയാണ്. നമ്മൾ വിവാഹം കഴിച്ചത് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഏതായാലും പിന്നെ ഞാൻ കൂടുതൽ തപ്പി നോക്കിയപ്പോൾ സംഗതി നേരാ തിരുമേനി.
വിവാഹം കഴിച്ചിട്ടുണ്ട്. ആ വിവാഹം ഒരു മൂത്ത കല്യാണമായിരുന്നു എന്നതാണ് നമുക്ക് പിന്നീട് മനസ്സിലായത്. മുത്തവ കല്യാണം എന്നൊക്കെ നമ്മൾ വേണമെങ്കിൽ പറയും. എന്താ അവിടെ എഴുതി കാണിക്കുന്ന സ്ക്രീനിൽ? ഓക്കെ, വേറെ എന്തോ തോന്നുന്നു. ഇല്ല, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു മുത്തവ കല്യാണമായിരുന്നു മുഹമ്മദ് നബി അവിടെ നടത്തിയത് എന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. എന്നുവെച്ചാൽ നിങ്ങൾ ഒരു സമയം നിശ്ചയിച്ച് അവിടെ കൃത്യമായ ചില മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് ഇത്ര നേരത്തേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നടത്തപ്പെടുന്ന ഒരു തരം കല്യാണമാണ് ഈ ഇസ്ലാമിൽ മുത്തവ കല്യാണം എന്ന് പറയുന്നത്. അത് മുഹമ്മദ് നബി നിരോധിച്ചു എന്നൊക്കെയാണ് ഇവർ പറയാറുള്ളത്. മുഹമ്മദ് നബി നിരോധിച്ചിട്ടൊന്നുമില്ല. മുഹമ്മദ് നബി മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഉമറും അബൂബക്കറും ഒക്കെ കുറേ കാലം ഇത് കൊണ്ടു നടന്നു എന്നുള്ളതിൻ്റെ ഒക്കെ തെളിവ് നമുക്ക് ഹദീസിൽ നിന്നൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു കല്യാണം, ഇനി അതിൻ്റെ തെളിവൊക്കെ പറയണമെങ്കിൽ നിങ്ങളത് എടുത്ത് ഇതേപോലെ എൻ്റെ നുണ വീണ്ടും പൊളിക്കുമ്പോൾ നമുക്കത് അപ്പോൾ പറയാം. അപ്പോൾ മുത്തവ കല്യാണം എന്ന് പറയുന്ന ഒരു കല്യാണം നമ്മളെ നാട്ടിലുള്ള മുസ്ലിങ്ങൾക്ക് അറിയാത്തൊരു സാധനമാണ്. അവർ വലിയ തോതിൽ പറയുന്ന ഒരു കാര്യമാണ്. ഇസ്ലാമിൽ കുടുംബ ജീവിതത്തിന് വലിയ പ്രാധാന്യമാണ്, വലിയ തോതിലുള്ള ഒരു മഹത്വവൽക്കരണം അതിൻ്റെ പേരിൽ നടത്താറുണ്ട്. ഈ കല്യാണം എന്ന് പറയുന്നത് കണ്ടു പഠിക്കണം, ഞങ്ങളുടെ ഇസ്ലാമിലെ കല്യാണം എന്നൊക്കെയാണ് പറയാറ്. ആ ഇസ്ലാമിലെ കല്യാണത്തിൻ്റെ കഥയാണ് ഈ പറയുന്നത്. മുത്തവ കല്യാണം എന്ന് പറയുന്ന ഒരു സാധനം. അതിങ്ങനെ സമയം നിശ്ചയിച്ച് ഒരു ബാപ്പയൊന്നും വേണമെന്നില്ല, അതൊക്കെ ഏർപ്പാടാക്കാൻ വേണ്ടിയിട്ട് ചില എന്താണ് പള്ളിയിലെ ഉസ്താദുമാർ വരെ അവിടെ ചമ്മറം പടിഞ്ഞ് ഇരിക്കും. അവരാണ് ഏർപ്പാടാക്കി കൊടുക്കുക. അങ്ങനെ പെണ്ണുങ്ങൾ വന്ന് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടും കൂടി, അതായത് സാമ്പത്തികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മളിവിടെ സത്യത്തിൽ പറഞ്ഞാൽ നമ്മളിവിടെ പെയ്ഡ് സെക്സ് വർക്കർ എന്താണോ ചെയ്യുന്നത്, ഇത് തന്നെയാണ് സത്യത്തിൽ ഈ മുത്തവ കല്യാണം എന്ന അറബിയിൽ പറയുമ്പോൾ അതെന്തോ വലിയ സംഭവമായിട്ട് നമുക്ക് തോന്നും. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അറബി അങ്ങനെ ഒരു ഹോളി ലാംഗ്വേജ് ആണെന്നാണല്ലോ പറയാറ്. നമ്മൾ സാധാരണ പറയാറുണ്ട് ഇവിടെ മൂത്രം ഒഴിക്കരുത് എന്ന്. വേറെ ഭാഷയിൽ എഴുതിയാലൊന്നും അത് ഒഴിക്കാതിരിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്ന ആളുകൾ അത് അറബിയിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് ഹോളി ലാംഗ്വേജിൽ എഴുതി എന്നതുകൊണ്ട് മാത്രം അവിടെ പിന്നെ മൂത്രം ഒഴിക്കില്ല. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് പോലും മൂത്രം ഒഴിക്കാത്ത അവസ്ഥയൊക്കെ ഇവിടെ ഉണ്ട്. അതാണ് ഈ അറബി ഭാഷയുടെ ഒരു ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മുത്തവ കല്യാണം എന്ന് പറയുമ്പോൾ അതെന്തോ വലിയ സംഭവമാണ്, മാഷാ തള്ള എന്ന് പറയും. എന്നാൽ ഇവിടെ സെക്സ് വർക്കർ അല്ലെങ്കിൽ ഇപ്പോൾ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അയ്യേ എന്നും പറയും. ഇത്ര വ്യത്യാസമുള്ളൂ. ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് നമ്മളങ്ങ് പച്ചയ്ക്ക് പറയുകയാണ്. അപ്പോൾ ഈ സാധനം പച്ചയായ വ്യഭിചാരം നടന്നിരുന്ന, നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ വെക്കുന്ന ആ ഒരു ഡെഫിനിഷൻ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പച്ചയായ വ്യഭിചാരം, ആ വ്യഭിചാരം നടന്നിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ഈ സാക്ഷാൽ മുഹമ്മദ് നബി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നടത്തിയ ഒരു മുത്തവ കല്യാണത്തിന്റെ കഥയാണ് സത്യത്തിൽ ഈ പറയുന്ന സാമാനം. ഇതിൻ്റെ ഇടയിൽ ഒരു കോൾ വിളിക്കുന്നത്, കോളിംഗ് വല്ലതും ആണോ? ഓക്കെ, അതായിരുന്നു ആ സംഗതി. അപ്പം എന്തായാലും നമ്മൾ ഇപ്പോൾ പറഞ്ഞു വെക്കുന്ന വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഓരോ വിഷയത്തിലും പിന്നിൽ ഇങ്ങനെ ഒരു സത്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇതറിയാതെയായിരുന്നു നമ്മൾ ഇവിടെ നുണ പറഞ്ഞ് നടന്നിരുന്നത്. അപ്പം ഇനി മേലെ ഞാനത് പറയില്ല. മുഹമ്മദ് നബി അത് കല്യാണമായിരുന്നു, നബിയുടെ ഭാര്യയായിരുന്നു, അതൊരു മുത്തവ കല്യാണമായിരുന്നു എന്ന് നമ്മളങ്ങ് സമ്മതിക്കുകയാണ്. അപ്പോൾ ആ നുണ ഞാൻ അവിടെ തിരുത്തുകയാണ്. നിങ്ങൾ കണ്ടുപിടിച്ച് തന്ന് നമ്മളെ തിരുത്തിയതിന് വലിയ ഉപകാരം. ഒരു സെക്കൻഡ്, ഏതിൽ കോളിംഗ് ആണോ നോക്കാം, ചുമ്മാ ജസ്റ്റ് ഫോർ ഹൊറർ. ഹലോ യെസ്, ആരാണ്? ഞാൻ 2-3 പ്രാവശ്യം വിളിച്ചിട്ടുള്ള ഒരാള് തന്നെയാണ്. പേര് പറ. ഓ, ഹലോ, പേര് പറയൂ. ജയകുമാർ. ഇപ്പൊ തിരക്കിലാണ്. നിങ്ങൾ സമയമൊക്കെ നോക്കിയിട്ട് വേണ്ട വിളിക്കാൻ. ആണോ, തിരക്കിലാണ്? കോളിംഗ് അല്ല, അല്ലെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു ലൈവായിട്ട്. കൈന്ന് പോയി, അവസരം നഷ്ടമായി. കോളിങ്ങിലുള്ള ആളുകൾക്കും വിളിക്കാം കേട്ടോ. ഇന്ന് ജസ്റ്റ് ഫോർ ഹൊറർ നിങ്ങൾക്ക് ലൈവായിട്ട് വിളിക്കാം. എന്ത് പറയുന്നു അല്ലേ? നമ്മൾ 9072250001. യെസ്. അപ്പോൾ ഏതായാലും നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഞാൻ ചുരുക്കി പറയാണ്, എന്നിട്ട് നമുക്ക് ജസീമിലേക്ക് പോകാം. അതായത് നുണകൾ നമ്മൾ ആവർത്തിക്കുന്നു. മുത്തവ കല്യാണം നടന്നില്ല എന്ന് ഞാൻ പറഞ്ഞു പോയത് തെറ്റാണ്, മാപ്പാക്കണം. ഒരു വലിയ പിഴ, എൻ്റെ പിഴ, അതൊരു വലിയ പിഴയാണ്. അത് മാപ്പാക്കണം എന്ന് ഞാൻ പറയാണ്. ഇനി ഞാൻ ആവർത്തിക്കില്ല. ലേലുവല്ലു. ഓക്കെ, എത്ര 101 വട്ടം വേണോ? അത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇട്ടോളാം. ഓക്കെ, അപ്പോൾ അത് ചെയ്യാം. പിന്നെ 72 വട്ടം. ഓക്കെ, അത് നമുക്ക് ചെയ്തിരിക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാനത് വീഡിയോ റെക്കോർഡ് ചെയ്തിടുന്നതായിരിക്കും. ഓക്കെ, 72 വട്ടം ഞാൻ ഏത്തമിടും. പിന്നെ ഇതേപോലെ ഒരു നുണ നമ്മൾ പറഞ്ഞത് പണ്ട് പിടിച്ചൊരു കഥയാണ് എനിക്ക് ഓർമ്മ വന്നത്. അത് നമ്മളുടെ അലിയാർ കാസിമിയാണ്. നമ്മളെല്ലാവരും ആയിഷയുടെ കല്യാണം 6-ാം വയസ്സിലാണെന്ന് പറഞ്ഞ് നുണ പറഞ്ഞ് നടന്നു. അന്ന് നമ്മളുടെ ആ ഒരു അലിയാർ കാസിമി വന്ന് അത് നമ്മളെ തിരുത്തിയപ്പോൾ അന്ന് നമ്മൾ തിരിച്ചറിയണമായിരുന്നു ഇങ്ങനെ നുണ പറയുന്നത് ശരിയല്ല. എന്നാൽ അലിയാർ കാസിമി പറഞ്ഞ ആ ഒരു വാചകം, ഒറ്റ വാചകം, അതിലാണ് സത്യത്തിൽ എൻ്റെ ആ ഉള്ളം പെടഞ്ഞത്. 6-ാം വയസ്സിലാണോ? 6-ാം വയസ്സ്. കല്യാണം 6-ാം വയസ്സിലാണോ നടന്നത്? 10-ാം വയസ്സിലല്ലേ എന്ന് ചോദിച്ച ആ ചോദ്യം, അത് സത്യത്തിൽ എൻ്റെ നെഞ്ചിലാണ് കൊണ്ടത്.
10ാം വയസ്സിലായിരുന്നു. 10ാം വയസ്സിൽ നടന്ന കല്യാണം അത് 6ാം വയസ്സിൽ നടന്നു എന്ന് പറഞ്ഞ് നുണ പറഞ്ഞ് നടന്ന് എന്നെ എന്ത് ചെയ്യണം നിങ്ങൾ പറയൂ. ഞാൻ വീണ്ടും 72 വട്ടം ഏത്തവിടാൻ ഞാൻ തയ്യാറാണ്. ഇപ്പം ഇതേപോലെ മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തു, അല്ലെങ്കിൽ പറയാറുള്ളൊരു സാധനം സ്ഥിരമായിട്ട് മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ 72 എന്നുള്ള നമ്പർ തന്നെ വരുന്നത് 44 സ്ത്രീകളെ കുറിച്ചിട്ടുള്ള ഒരു കണക്ക് നമ്മൾ പറയാറുണ്ട്. അത് വലിയ തെറ്റാണ്, നുണയാണ് ഞാൻ പറഞ്ഞതെന്നാണ് പറഞ്ഞത്. ആ വീഡിയോ എനിക്ക് മുഴുവൻ കാണാനൊന്നും പറ്റിയിട്ടില്ല, സമയമില്ല. അത് നമുക്ക് വേറെ ദിവസം റിയാക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങൾ അതിന് വലിയ സംശയം പ്രകടിപ്പിക്കുന്നതായിട്ട് കണ്ടു. ഞാൻ നുണയാണ് പറയുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും വീഡിയോ മുഴുവൻ കണ്ടിട്ട് ഞാനത് റിയാക്ട് ചെയ്യാം. ഏതായാലും നിങ്ങൾ എണ്ണിക്കഴിഞ്ഞാൽ ഇനി അതും നിങ്ങൾ പുറത്തേക്ക് ഇടാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ കുടുങ്ങും. കാരണം 44 ഞാനൊരു സുമാർ എടുത്തിട്ട് വെച്ചതാണ്. അത് 44 മുകളിലേക്കേ പോകുള്ളൂ, ഒന്നാമത്തെ കാര്യം. ഇനി അതല്ല, നിങ്ങൾ 44 തെറ്റാണ്, 6ാം വയസ്സല്ലല്ലോ 10ാം വയസ്സല്ലേ എന്ന് ചോദിക്കുന്നത് പോലെ അതിനകത്ത് ഈ 44 അല്ല, അതൊരു 35 എന്ന് വിചാരിക്കാം. എന്തായിരിക്കും നിങ്ങൾ അതിനകത്ത് പറയാൻ പോകുന്നത്? വെറും 35 പെണ്ണുങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, അതിനാണ് ആരിഫ് ഹുസൈൻ 44 പറഞ്ഞത് എന്നാണോ പറഞ്ഞു വെക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാനത് ഏക്കും. അതെന്തായാലും അഡ്വാൻസ് ഏത്തമിടൽ ഞാനിവിടെ ഇട്ട് വെക്കുകയാണ്. 72 ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ മാപ്പാക്കണം, ആ നുണയും ഞാൻ പിൻവലിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യേണ്ട ഒരു ചെറിയൊരു കാര്യമുണ്ട്. അതായത് ഞാൻ ഞാൻ മാത്രമൊന്നുമല്ല, ഒരുപാട് ആളുകൾ വെക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനകത്ത് പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിൽ തട്ടിയത് ഇതാണ്. അതായത് ഈ പറയുന്ന സാധനം അത് നിരീശ്വരവാദികളുടെ ബുക്കിൽ നിന്നാണ് കിട്ടിയത്, മുസ്ലിങ്ങളുടെ ബുക്കിലൊന്നും കിട്ടൂല എന്ന് പറഞ്ഞു. നിങ്ങൾ എന്ത് വാദമാണ് ഈ വെക്കുന്നത്? അള്ളാഹുവാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയത് എന്നുള്ളത് മുസ്ലിങ്ങളുടെ ബുക്കിൽ നിന്നല്ലേ നിങ്ങൾക്ക് കിട്ടുക? അത് ബാക്കിയുള്ളവരൊക്കെ അംഗീകരിക്കണമെന്ന് നിങ്ങൾ പറയുന്നു. അതൊരു സർക്കുലർ ഫാലസി ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങളത് മനസ്സിലാക്കില്ല. ഇപ്പോൾ നിരീശ്വരവാദിയുടെ ബുക്കിൽ നിന്നൊരു സാധനം പുള്ളിയുടെ പഠനത്തിലൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ എവിടെയും എഴുതി വെച്ചപ്പോൾ, അത് ഒന്നാമത് പുള്ളി മാത്രമൊന്നുമല്ല എഴുതിയിരിക്കണം, അത് ഇഷ്ടംപോലെ ആളുകൾ, സെയ്ദ് മുഹമ്മദ് അനക്കയത്തിൻ്റെ പുസ്തകത്തിലുണ്ട്. അത് പുള്ളി എവിടെയോ ആകാശത്ത് നോക്കി എഴുതിയതാണെന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല ഉള്ളത്. അത് മലയാളത്തിൽ അത് കിട്ടിയതുകൊണ്ട് നമ്മൾ എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. അതല്ലാതെയും ഇഷ്ടംപോലെ സോഴ്സസിൽ നിന്ന് നിങ്ങൾക്കത് കിട്ടും. ഇനി ഒന്നും വേണ്ട, നമ്മൾ BK ഇസ്ലാമിൽ കയറിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ അതിനകത്ത് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈഫ്സ് ഓഫ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് അതിനകത്ത് കിടപ്പുണ്ട്. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് നമുക്ക് ഇപ്പം ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് മറിച്ച് നോക്കാം. എന്ത് പറയുന്നു? നല്ലതായിരിക്കില്ലേ? അതെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ സ്ത്രീകളുടെയും പേരെടുക്കുക, എന്നിട്ട് നമ്മളത് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുമ്പോൾ ആരാണവർ എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്കൊരു ഒരു ധാരണ അതിനകത്ത് വരാൻ എളുപ്പമാണ് എന്നതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, നമുക്ക് ഏതായാലും അതിലേക്ക് അങ്ങ് പോയി കളയാം. ഓക്കെ, ദയവ് വരുന്നു കേട്ടോ. ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ജസീമിനെ ആഡ് ചെയ്യാനുണ്ടോ? അപ്പോഴേക്കും ഇല്ലല്ല, നമുക്ക് തുടരാം. എന്തായാലും നമ്മൾ ഇന്ന് പെട്ടെന്ന് ആളുകൾ ഇവിടെ വന്ന് ഇരിപ്പുണ്ട്, അവരിലേക്ക് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ഒരു 5 മിനിറ്റ്സും കൂടി. ഓക്കെ, ലിങ്ക് ഇട്ടിട്ടുണ്ടോ അവിടെ? ഏതാ ജോയിനിങ് ലിങ്ക് ഇട്ടിട്ടുണ്ടോ? ഇട്ടിട്ടുണ്ട്. അതൊക്കെ അവിടെ എപ്പോഴേ നമ്മൾ പിൻ ചെയ്ത് വെച്ചു. ഓക്കെ, ഈ സൈറ്റ് നിങ്ങളൊന്ന് നോക്കണം, നല്ലതാണ്. ഓക്കെ, BK ഇസ്ലാം എന്ന് പറയുന്നത് ഇന്ന് അത് മാനേജ് ചെയ്യുന്നത് അത് നമ്മളുടെ എക്സ് മുസ്ലിംസ് ഓഫ് നോർത്ത് അമേരിക്ക, അവരുടെ മേൽനോട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് എക്സ് മുസ്ലിങ്ങൾ തന്നെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ഇനി അത് എടുക്കില്ല എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് പള്ളി പറഞ്ഞാൽ മതി. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാര്യം, ഇതേതായാലും ഇപ്പോൾ നമ്മളിപ്പോൾ മുഹമ്മദ് നബി ബലാത്സംഗം ചെയ്ത ഹദീസ് നമ്മൾ എടുത്തു വെക്കുമ്പോൾ വിശ്വാസികൾ ആദ്യം ചോദിക്കുന്നത്, ഞങ്ങൾ മദ്രസ പഠിച്ചല്ലോ എന്നിട്ട് ഞങ്ങൾ ഇതെവിടെയും കണ്ടില്ലല്ലോ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ ലോകം മാറിയില്ല അല്ലേ? സോറി, ഞങ്ങൾ മദ്രസ പഠിച്ചിട്ട് ഞങ്ങൾ ഈ പറയുന്ന ഹദീസ് കണ്ടില്ലല്ലോ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഏതെങ്കിലും മദ്രസയിൽ മുഹമ്മദ് നബി ഒരു ബലാത്സംഗത്തിന് പോയ കഥ പഠിപ്പിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ജസീമിന് എന്താ പറയാനുള്ളത്? ഇല്ല, നമ്മള് അറബിയിൽ അങ്ങനെയല്ലല്ലോ പറയുന്നത്. അറബിയിൽ സമ്മാനം വേറെ കുറെ വാക്കുകളൊക്കെ. അപ്പൊ നിന്നെ എനിക്ക് സമർപ്പിക്കൂ, നീ ഇങ്ങോട്ട് വന്നേ, നീ വാ പെണ്ണേ, എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ അതാ പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഇത് ഒരിക്കലും മദ്രസയിൽ നിങ്ങൾ പഠിക്കില്ല, നിങ്ങൾ കാണില്ല എന്നുള്ളതാണ്. ഇനി മാത്രമല്ല, നമ്മളുടെ ആ ഒരു ഹദീസ്, നമ്മുടെ ശുക്ലം പുറത്ത് കളയുന്നതുമായി ബന്ധപ്പെട്ടിട്ട് മുഹമ്മദ് നബി കൊടുത്ത ആ ഒരു ഈ നൂറ്റാണ്ടിലെ ആ പ്രഖ്യാപനം, അത് സംബന്ധിച്ചിട്ടുള്ള ആ ഒരു സാധനം നിങ്ങൾ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം, ആ ഹദീസ് മുസ്ലിം സെറ്റിങ്സിൽ, ഇസ്ലാമിക് സെറ്റിങ്സിൽ ഉപയോഗിക്കുന്നത് തന്നെ ഇസ്ലാമിൽ കോൺട്രാസെപ്ഷൻ ഉണ്ട്, അതിനുള്ള സ്ഥാനമുണ്ടെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ആ ഹദീസ് ഒരു ഇസ്ലാമിക് സെറ്റിങ്ങിൽ ഇരുന്ന് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും ഇത് ഇത്രയ്ക്ക് ചീപ്പാണോ ആർട്ടിസ്റ്റ് പ്രവാചകൻ എന്ന് നിങ്ങൾക്ക് തോന്നില്ല. അതേസമയം നിങ്ങളത് ഒരു ഒന്ന് വിട്ടു നിന്നിട്ട് മതത്തിന്റെ ഒരു ഇങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട്, അൺബയസ്ഡ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കിയേ. അയ്യേ എന്ന് നിങ്ങൾ അറിയാതെ പറഞ്ഞു, ഇതാണ് അതിൽ സംഭവിക്കുക. അല്ലാത്ത കാലത്തോളം ഓഹോ മാഷാത്ത് അല്ലാ എന്ന് നിങ്ങൾ പറയും. അതാണ് അതിലെ വ്യത്യാസം. ഇനി ഇവിടെ നിങ്ങൾക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഴ്സ് ആയിട്ട് ഞാൻ ഇവിടെ എടുത്ത് കാണിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഓരോ പുസ്തകത്തിലേക്ക് ഇറങ്ങി തിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് തപ്പി എടുക്കാം. പക്ഷേ എക്സ് മുസ്ലിങ്ങൾ എന്താ ചെയ്യണത്? അവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ക്രോഡീകരിച്ച് ഇതൊരു സ്ഥലത്ത് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവച്ച് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ എളുപ്പമാക്കി തരുന്ന ടീമാണ് എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഒന്ന് വായിക്കാം. ഇതിൽ മുഹമ്മദ്സ് മാരേജസ് ആൻഡ് പുവർ വിഡോസ് എന്ന് പറയുന്ന ഒരു സാധനം. അപ്പോൾ ഇതിലത് 17 ഹെഡിങ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ ഓരോന്നിലൂടെ നമുക്ക് പോകാം. ജസ്റ്റ് ഒന്ന് വായിച്ച് നമുക്ക് പോവാം. കാണാൻ സാധിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത് ഏത് സോഴ്സ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം കേട്ടോ. ഖദീജ ആദ്യത്തെ പെണ്ണ്, അത് ആദ്യത്തെ ഭാര്യ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇത് വൈഫാണ് കേട്ടോ. ഇത് നമുക്ക് ഈ പറയുന്ന എല്ലാ സ്ഥലത്തും കാണാം. ഇബിൻ ഇഷാഖിൽ, ഇബിൻ ഹിഷാം അൽ തബരി, ഇബിൻ സാദ്, ഇതിലകത്തൊക്കെ കാണാൻ പറ്റും. ഷി വാസ് വെൽത്തി മെർച്ചന്റ് ഫ്രം മെക്ക who employed the 24-year-old Muhammad and then proposed marriage. ആ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്താണ്? മാണിക്യ മലരായ പൂവി എന്ന് പറയുന്ന പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ പൂവി ആണ് ഈ പറയുന്ന ഖദീജ. ഇനി അടുത്തത് സൗദ ബിന്ത് ജമ. ഓക്കെ, ഇത് മറ്റൊരു ഭാര്യ. പിന്നെ അടുത്തത് ആയിഷ ബിന്ത് അബൂബക്കറിന്റെ മകൾ ആയിഷ, അടുത്ത ഭാര്യയാണ്. പിന്നെ ഹഫ്സ ബിന്ത് ഉമർ, സൈനബ് ബിന്ത് ഹുസൈമ, പിന്നെ ഹിന്ദ്, സൈനബ് ബിന്ത് ജഷ്. ഓക്കെ, പിന്നെ ജുവൈരിയ 8ാമത്തത്, റംല 9, സഫിയ 10, മൈമുന 11, മുലൈക്ക ബിന്ത് കാബ് 12. അത് ഡിവോഴ്സ് ചെയ്തതാണ് കേട്ടോ. അതിന്റെ കാരണം ഹെർ ഫാമിലി റെസിസ്റ്റഡ് ദ മുസ്ലിം ഇൻവേഷൻ ഓഫ് മെക്ക, നീഡിങ് ടു അപ്പീസ് ദ കോൺകറർ. ദ ഗേവ് ഹിം ദ ബ്യൂട്ടിഫുൾ മുലൈക്ക ആസ് എ ബ്രൈഡ്. മുഹമ്മദ് നബി എന്തിനാണ് കല്യാണം കഴിക്കുന്ന പറയുന്നത്? സംരക്ഷിക്കാൻ അല്ലേ? ഇതെന്താണ് കാണുന്നത്? ഒരു സ്ഥലം അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിന്നപ്പോൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട്. വെൻ ഷി റിയലൈസ് ദാറ്റ് മുഹമ്മദ്സ് ആർമി ഹാഡ് കിൽഡ് ഹെർ ഫാദർ, ഷി ഡിമാൻഡഡ് എ ഡിവോഴ്സ് വിച്ച് ഹി ഗ്രാൻഡഡ് ഹെർ. ഷി ഡൈഡ് ഇൻ എ ഫ്യൂ വീക്സ് ലേറ്റർ. അപ്പോൾ നമ്മളുടെ സഫിയെ നമ്മളുടെ ഹൈബറിൽ പിടിച്ചുകൊണ്ടുപോയി കല്യാണം ചെയ്ത കഥയൊക്കെ നമ്മളെപ്പോഴും പറയാറുണ്ട്. ഒരുപാട് കഥകളുണ്ട് അതിൻ്റെ ഒക്കെ പിന്നിൽ പറയാൻ പോയി കഴിഞ്ഞാൽ. അതിൽ ആ സ്വന്തം ഭർത്താവിനെയും സ്വന്തം അച്ഛനെയൊക്കെ കൊന്ന് ആ രാത്രി തന്നെ മണിയറ കൂടുകയാണ് ഈ സഫിയയുമായിട്ട്. അപ്പോൾ കൂടെയുള്ള സഹാബികൾക്ക് സംശയം, സത്യത്തിൽ സഫിയെ കൈക്കലാക്കുന്ന തന്നെ എങ്ങനെയാണ്? സഫിയ വേറെ ആരോ കൊണ്ടുപോയി, അടിമ സ്ത്രീയായിട്ട് പിടിച്ചുകൊണ്ടുപോയി സഫിയെ. അത് മുഹമ്മദിന് അറിയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സഫിയ വേറൊരു ചങ്ങാതി കൊണ്ടുപോയിരുന്നു. അവളെക്കുറിച്ചുള്ള വർണ്ണനകൾ കേൾക്കുന്നു. അപ്പോൾ മുഹമ്മദ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് അടിമകളെ അങ്ങോട്ട് കൊടുത്തിട്ട് സഫിയെ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അടിമകളെ കൊടുത്ത് വാങ്ങിക്കുന്ന സഫിയാണ്. ആ പ്രവൃത്തി ചെയ്ത പ്രവാചകനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇപ്പോൾ അടിമ വിമോചനം പ്രോത്സാഹിപ്പിച്ച പ്രവാചകൻ എന്ന് നമ്മൾ പറയുന്നത്. ഇങ്ങനെയാണ് കേട്ടോ അത് അടിമ വിമോചനമൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. പറഞ്ഞോളൂ. ഇവര് തമ്മിൽ പ്രേമത്തിലാണെന്നുള്ളൊരു കഥയുണ്ട് എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ അടിമയെ കൊടുത്ത് മോചിപ്പിക്കേണ്ടി വന്നത്. അതെ അതെ. ഇത് മദ്രസകളില് നമ്മൾ പറഞ്ഞില്ലേ ബലാത്സംഗം, അവര് ഇത് വിവാഹമാക്കി മാറ്റി. കാരണം വിവാഹ വിരുന്ന് കൊടുത്തിട്ടുണ്ട്, തെളിവുകളുണ്ട്. വിവാഹ വിരുന്ന് കൊടുത്തിട്ടുണ്ട്. അവരപ്പം തന്നെ എന്തൊക്കെ അപ്പം ചുട്ടിട്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു. പിന്നെ ആ സമയത്ത് ആളുകളൊക്കെ വിളിച്ചുകൂട്ടി ഇത് വിവാഹമാണെന്ന് പ്രഖ്യാപിച്ചു. എന്നിട്ട് പിന്നെ അറകൂടി. ഇത് ആ യുദ്ധം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ തന്നെയാണ് അറകൂടുന്നതിന്റെ കഥയിലൊക്കെ നമ്മൾ വരുന്നത്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സഹാബികൾക്ക് ഒരു സംശയം, സത്യത്തിൽ ഇത് മുഹമ്മദ് നബി അടിമയായിട്ടാണോ പിടിച്ചത് അതോ ഭാര്യയാക്കിയിട്ടാണോ പിടിച്ചത് എന്നൊരു സംശയം.
അപ്പോൾ ഇവർ തന്നെ പറഞ്ഞു വെക്കുന്ന ഒരു ഉപായമാണ് ഹദീസിൽ നമ്മൾ വായിക്കുക. അതെന്താണ്? അതായത് നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം, അടുത്ത ദിവസം നേരം വെളുക്കുമ്പോൾ ഇവർ പുറത്തിറങ്ങുന്ന സമയത്ത് ഈ സഫിയ തലയിൽ തട്ടം വിട്ട് ഹിജാബ് ഇട്ടിട്ടുണ്ട് എങ്കിൽ അവൾ സ്വതന്ത്ര സ്ത്രീ, ഹിജാബ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൾ അടിമ സ്ത്രീ എന്നും പറഞ്ഞ് അവരിങ്ങനെ കാത്തിരുന്നു. ഓക്കെ, ഇതൊക്കെ അടുത്ത ദിവസം വരാനുള്ളതാണ് ആരിഫിന്റെ നുണയായിട്ട്. ഓക്കെ, കാത്തിരുന്നപ്പോൾ അടുത്ത ദിവസം നേരം വെളുക്കുന്നു, കോഴി കൂകുന്നു. സോറി, കോഴിയല്ലല്ലോ, അവിടെ ഏതാ ഉള്ളത്? ഗിരിരാജൻ കോഴി. ഒട്ടകം കൂവില്ലല്ലോ. എവിടുന്ന് വരുന്നത്? ഗിരിരാജൻ കോഴി കൂവി, അങ്ങനെ പറയണം തൽക്കാലം. അങ്ങനെ ഗിരിരാജൻ കോഴി രാവിലെ തന്നെ കൂകുന്നു. കൂവി കഴിഞ്ഞപ്പോൾ ദേ ഇറങ്ങുന്നു സഫിയ തലയിൽ തട്ടമിട്ടിട്ട്. അപ്പോൾ പോരെ എല്ലാം ശരിയായി, ഇനി നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, അവൾ മുഹമ്മദിന്റെ ഭാര്യയായി കഴിഞ്ഞു. അപ്പോൾ അതായത് ഒറ്റ രാത്രി കൊണ്ട് അവിടെ സ്വന്തം വാപ്പനെയും മറ്റേ ആങ്ങളമാരെയൊക്കെ കൊന്നിട്ട് സ്വന്തം ഭാര്യയാക്കിയിട്ട് ഇല്ല ഒന്നുമില്ല, അത് അവർക്ക് ബാധകമൊന്നുമല്ല. അത് അന്ന് രാത്രി തന്നെ വരുന്ന വഴിക്ക് തന്നെ ഇതേപോലെ ഈ കാമപ്രാന്ത് കൂടി കഴിയുമ്പോണ്ടാവുന്ന പ്രശ്നമാണ്. അത് നടത്തി കഴിഞ്ഞിട്ട് രാവിലെ ഇവർ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഇതൊക്കെയാണ് ഇതിനകത്ത് ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരാളെ മാത്രമല്ല, സഫിയുടെ കാര്യത്തിൽ മാത്രമല്ല, പല ആളുകൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ വായിച്ച ആള്. ഓക്കെ, അതായത് മുലൈഖ ബിന്ത് കാബ്, 12ാമത്തെ വൈഫ്. ഇനി ഫാത്തിമ അൽ ആലിയ, അത് ഷി വാസ് ദ ഡോട്ടർ ഓഫ് എ മൈനർ ചീഫ് ഹു ഹാഡ് കൺവേർട്ടഡ് ടു ഇസ്ലാം. മുഹമ്മദ് ഡിവോഴ്സ്ഡ് ഹർ ആഫ്റ്റർ ഓൺലി എ ഫ്യൂ weeks because she peeked at men in the mosque courtyard. Fatima had to work for the rest of her life as a dung collector and she outlived all Muhammad's widows. അതായത് പുള്ളിക്കാരി എന്താണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്. അങ്ങനെ മുഅ്മിനീനായിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ പുള്ളിക്കാരി വേറെ ആണുങ്ങളെയൊക്കെ ഒളിഞ്ഞു നോക്കി എന്നതാണ് അവിടുത്തെ കാണുന്ന കാരണമായിട്ട് പറയുന്നത്. ഇതൊക്കെ അതെ അൽ തബരിയിലുണ്ട്, ഇബ്നു സാദിലുണ്ട്, ഒക്കെ നിങ്ങൾക്ക് പോയിട്ട് വെരിഫൈ ചെയ്യാം. എന്നിട്ട് നുണയാണെങ്കിൽ പറയാം, നമ്മൾ തിരുത്താം, മാപ്പ് പറയാൻ നമ്മൾ തയ്യാറാണ്. എനിക്കിത് ഇനി പോയിട്ട് വെരിഫൈ ചെയ്യാനൊന്നും വയ്യാഞ്ഞിട്ടാണ്, സമയമില്ല. അപ്പോൾ നിങ്ങൾ ഏതായാലും ഇതൊക്കെ വെരിഫൈ ചെയ്ത് തരുന്നുണ്ട്, നമ്മളിനി എടുത്ത് വീഴ്ചയുള്ളൂ, ബാക്കി നിങ്ങളെ പാടായി. നുണയൊക്കെ നമ്മളിനി ചറപറ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ്. ഒരു വെരിഫിക്കേഷൻ ഇനി നമ്മൾ നടത്താൻ പോകുന്നില്ല. അസ്മ ബിന്ത് നുഅ്മാൻ, ഇതാണ് വേറൊരാൾ, ഡിവോഴ്സ്. ഷി വാസ് എ പ്രിൻസസ് ഫ്രം യമൻ ഹൂസ് ഫാമിലി ഹോപ്ഡ് ദ മാരേജ് അലയൻസ് വുഡ് വാർഡ് ഓഫ് എ മിലിറ്ററി ഇൻവേഷൻ ഫ്രം മെദീന. വീണ്ടും ഇത് എന്തിനാണെന്നുള്ളതാണ്. ബട്ട് മുഹമ്മദ് ഡിവോഴ്സ് ഹർ ബിഫോർ കൺസ്യൂമേഷൻ ആഫ്റ്റർ ആയിഷ ട്രിക്ഡ് ഹർ ഇൻ ടു റിസൈറ്റിംഗ് ദ ഡിവോഴ്സ് ഫോർമുല. അടിപൊളി. ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ് കേട്ടോ. അസ്മ ലേറ്റർ മാരിഡ് എ ബ്രദർ ഓഫ് ഉമ്മ സലാമ. അടിപൊളി. ഇനി 15ാമത്തത് അംറ ബിന്ത് യസീദ്, അതും ഡിവോഴ്സ് ചെയ്തതാണ്. ഷി വാസ് എ ബിഡോയിൻ ഓഫ് നോ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ്. മുഹമ്മദ് ഡിവോഴ്സ് ബിഫോർ കൺസ്യൂമേഷൻ വെൻ ഹി സോ ഷീ ഹാഡ് സിംറ്റംസ് ഓഫ് ലെപ്രസി. ഓക്കെ, അതായത് മുഹമ്മദ് നബി ഡിവോഴ്സ് ചെയ്തതിന്റെ കാരണങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, വെള്ളപ്പാട്, ഇതുപോലെ ലെപ്രസി, ഇമാതിരി സാധനങ്ങളൊക്കെ കണ്ടതിനാണ് ഡോക്ടർ ആയതുകൊണ്ട് വേറെ അഭിപ്രായം പറയാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ ഒരു സയൻസ് എടുത്ത് വരും, ലെപ്രസി ഉള്ള ആളെ തൊടുന്നത് ഇപ്പൊ തന്നെ ഞാൻ ഭിത്തിയിലായിരുന്നു. അതായത് ലെപ്രസി എന്ന് പറയുന്നത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു അസുഖം തന്നെയാണ്, ഒരു സംശയമില്ല. അത് നമ്മൾ സൂക്ഷിക്കണം. നമ്മളൊക്കെ അത് ഒരു വിധമാണത് നമ്മുടെ സമൂഹത്തിൽ അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ മുഹമ്മദ് നബി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മരണമൊഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിനും മരുന്നാണ് എന്ന് പറയുന്ന സാധനം സ്വന്തം കയ്യിൽ കൊണ്ടു നടന്നിരുന്ന വ്യക്തിയാണ് മുഹമ്മദ് നബി. എന്തായിരുന്നു അത്? കരിഞ്ജീരകവും അതുപോലെ പിന്നെ തന്നെ തേനോ, ഇങ്ങനെ 2 സാധനങ്ങളാണല്ലോ കൊണ്ടുവരുന്നത്. കരിഞ്ജീരകം, ആ കരിഞ്ജീരകം കൊടുത്ത് സ്വന്തം ഭാര്യയുടെ ലെപ്രസി പോലും മാറ്റാൻ കഴിവില്ലാത്ത ചങ്ങാതിയാണ്. ഇത് നാട്ടുകാർക്ക് കുടിപ്പിച്ചിട്ട് ഇന്നിപ്പോൾ എല്ലാവരുടെയും അസുഖം മാറ്റാൻ കഴിയും, മരണമൊഴിച്ച് എല്ലാത്തിനെയും മാറ്റാൻ കഴിയും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. ഇതെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതായത് കല്യാണം കഴിഞ്ഞു, നിക്കാഹ് മീൻസ് അവിടെ വാങ്ങിച്ചു കഴിഞ്ഞ് കൺസ്യൂമേഷൻ, ലൈംഗിക ബന്ധം, അത് അവിടെ നടക്കുന്നതിന് മുന്നെയാണ്, തുണി അഴിച്ചപ്പോഴാണ് അവിടെ ആ അരണ്ട വെളിച്ചത്തിൽ മുഹമ്മദ് നബി ഒരു മിന്നായം പോലെ ഒരു പാട് കാണുന്നു. അപ്പൊ ഇനി പറയും, എവിടെ അരണ്ട വെളിച്ചം എന്നത്, എവിടെ ഹദീസിൽ? അവിടെ നല്ല വെളിച്ചം ഉണ്ടായിരുന്നു, ആരിഫ് നുണ പറഞ്ഞു എന്ന് പറഞ്ഞു വരും. ശരിയാണ്, അരണ്ട വെളിച്ചം തന്നെയായിരുന്നു കേട്ടോ. കാരണം മദീനയിൽ അന്ന് വലിയ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അവിടെ സംഭവിച്ചത്. ആ വെളിച്ചത്തിലാണ് ഈ ലെപ്രസിയുടെ പാട് കാണുന്നത്. ഉടനെ തന്നെ മുഹമ്മദ് അടുക്കളയിലേക്ക് ഓടി കരിഞ്ജീരകം എടുത്ത് പൊടിച്ച് അത് തേനിൽ ചാലിച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്ന വഴിക്കാണ് ആലോചിച്ചത്, എന്തിനാ ഇതിനൊക്കെ നിൽക്കുന്നത്? നമുക്കറിയാലോ ഇതൊന്നും മാറാൻ പോകുന്നില്ല, തൽക്കാലം ഡിവോഴ്സ് ചെയ്തേക്കാം, വെറുതെ ആരോടും പറയണ്ട എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ
അപ്പം തന്നെ ഡിവോഴ്സ് ചെയ്തു, ഇജ്ജ് പൊക്കള എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിനെ അവിടെ പറഞ്ഞു വിടുന്നു. ഇതാണ് അമ്ര ബിന്ത് യസീദ് നേരിട്ട കാര്യം. ഇനി ഇതിപ്പോൾ നമ്മൾ 15 പേരുടെ ലിസ്റ്റാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഡിവോഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് വേറെ ഉണ്ട്. അത് നമ്മൾ മീൻസ് ഇത് രണ്ടും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെവിടെയും ഈ 2 ലിസ്റ്റും കൂടി കമ്പൈൻ ചെയ്താൽ പോലും മുഹമ്മദ് നബി ഊക്കിയിട്ടുള്ള ആളുകളുടെ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുള്ള സ്ത്രീകളുടെ ലിസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് എവിടെയും നമ്മളുടെ ആ തോട്ടത്തിൽ വെച്ച് മുത്തക കല്യാണം നടത്തിയ ആളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയില്ല എന്നതും കൂടി നിങ്ങൾക്ക് ഇവിടെ ഒന്ന് സാന്ദർഭികമായിട്ട് ഒന്ന് മനസ്സിലാക്കാം. ഇനി ഇത് കൂടാതെ കോൺക്യുബൈൻസ് ഓഫ് ദി പ്രോഫറ്റ്. കോൺക്യുബൈൻസ് എന്ന് പറഞ്ഞാൽ ലൈംഗിക അടിമ എന്ന് നിങ്ങൾക്ക് പച്ച മലയാളത്തിൽ വായിക്കാം മനസ്സിലാക്കാൻ വേണ്ടി. അങ്ങനെ പറയല്ലേ, സോറി 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 സോറി, നമ്മൾ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണ്ടേ, നമ്മൾ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണ്ടേ. ഞാൻ പറഞ്ഞു തിരിച്ചെടുത്തിരിക്കുന്നു. ഞാൻ എന്റെ പേരിൽ എല്ലാ യുക്തിവാദി അസോസിയേഷന്റെ പേരിൽ മാപ്പ് പറയും. വെപ്പാട്ടി എന്ന് പറയാൻ പാടില്ലാത്തായിരുന്നു. വെപ്പാട്ടി, മുഹമ്മദ് നബിയുടെ വെപ്പാട്ടി എന്ന് ഞാൻ പറയാൻ പാടില്ലായിരുന്നു. മുഹമ്മദ് നബിയുടെ വെപ്പാട്ടി എന്ന് പറഞ്ഞതിൽ ഞാൻ ഖേദിക്കുന്നു. ഇനി മേലാൽ ഞാൻ മുഹമ്മദ് നബിയുടെ വെപ്പാട്ടി എന്ന് പറയില്ല. മുഹമ്മദ് നബിയുടെ വെപ്പാട്ടി എന്ന വാക്ക് ഇനി ഞാൻ മേലാൽ ഉപയോഗിക്കില്ല. മുഹമ്മദ് നബിയുടെ വെപ്പാട്ടികളെ ഇനി മുതൽ മുഹമ്മദ് നബിയുടെ ലൈംഗിക അടിമകൾ എന്ന് മാത്രമേ ഞാൻ ഇനി വിളിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മുഹമ്മദ് നബിയുടെ വെപ്പാട്ടികൾ എന്ന് ഞാൻ ഇനി പറയില്ല. ഓക്കെ അല്ലേ? ശരി. അപ്പോൾ ഇനി ആരൊക്കെയാണ് ഇതിനകത്തുള്ളത് കാണാം. ഒന്ന് റൈഹാന ബിന്ത് സെയ്ദ് ബിൻ അംർ, സെക്ഷുവൽ സ്ലേവറി. ഓക്കെ, ഇതിനകത്ത് സോഴ്സസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇബിൻ ഇഷാഖ് ഉണ്ട്, തബരി ഉണ്ട്, ഇബിൻ സാദ് ഉണ്ട്. വെരിഫൈ ചെയ്തിട്ട് നുണയാണോ അല്ലയോ എന്ന് പറഞ്ഞുതരാം. നുണയാണെങ്കിൽ മാപ്പ് ഓൺ ദ സ്പോട്ട് നമ്മൾ പറഞ്ഞിരിക്കും. അപ്പോൾ അതിൽ പറയുന്നത് ഹെർ ഫസ്റ്റ് ഹസ്ബൻഡ് വാസ് വൺ ഓഫ് ദ 600 to 900 ഖുറൈസ മെൻ ഫ്രം മുഹമ്മദ് ബിഹെഡഡ് ഇൻ April 627. നമ്മുടെ ബനു ഖുറൈല. He enslaved all the women and selected Rayhana for himself because she was the most beautiful. When she refused to marry him, he kept her as a concubine instead. കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെ ലൈംഗിക അടിമയായിട്ട് വെച്ചു. ഷീ ഡൈഡ് ഷോർട്ട്ലി ബിഫോർ മുഹമ്മദ് ഇൻ 632. ഇനി അടുത്തത് മാരിയ ബിന്ത് കിബിത്തിയ. ഓക്കെ, മാരിയ കിബിത്തിയ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് എപ്പോഴും. ഷീ വാസ് വൺ ഓഫ് ദ സെവറൽ സ്ലേവ്സ് whom the governor of Egypt sent as a present to മുഹമ്മദ്. സമ്മാനമായിട്ട് മുഹമ്മദ് നബിക്ക് കൊടുത്തതാണ്. ഒരുപാട് സ്ത്രീകളുടെ കൂട്ടത്തിൽ, അടിമ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു മാരിയത്ത് കിബിത്തിയ എന്ന് പറയുന്നത്. He kept her as a concubine despite the objections of his official wives who feared her beauty. Maria bore Muhammad a son Ibrahim. ആ ഇബ്രാഹിം സത്തുപോന, അതും മരിച്ചു പോവുകയും ചെയ്തു. ഇന്നാലില്ല. എന്താ സംഭവിച്ചത്? ഈ മാരിയത്തുൽ കിബിത്തിയെ മുഹമ്മദ് നബിക്ക് വലിയ താല്പര്യമായിരുന്നു. ലൈംഗികമായിട്ട് വലിയ തോതിൽ ഉപയോഗിച്ചിരുന്ന ഒരു ലൈംഗിക അടിമ തന്നെയായിരുന്നു. നമ്മുടെ ഹഫ്സയുടെ കഥ നിങ്ങൾ എപ്പോഴും കേൾക്കാറുണ്ടാവും. ഹഫ്സ വീട്ടിലുള്ള സമയത്ത് മാരിയത്തുൽ കിബിത്തിയെയും അവിടെ ഉള്ള സമയത്ത് മുഹമ്മദിന് ഹഫ്സയേക്കാൾ കൂടുതൽ മാരിയത്തുൽ കിബിത്തിയെ പൂശണം എന്ന് ആഗ്രഹം ഉദിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഹഫ്സയെ വീട്ടിൽ നിന്നും ഒന്ന് പുറത്താക്കണമല്ലോ. അപ്പോൾ ഹഫ്സയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിന്റെ ബാപ്പ വിളിക്കുന്നുണ്ട്, ഒന്ന് പോയിട്ട് വാ, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നിന്നെ അന്വേഷിച്ചു. മുഹമ്മദ് നബി നുണ പറഞ്ഞു. ഓക്കെ, ഞാൻ മാത്രമല്ല, മുഹമ്മദ് നബി നുണ പറയാറുണ്ട്. അങ്ങനെ ഹഫ്സയെ പറഞ്ഞു വിടുന്നു. അങ്ങനെ ഹഫ്സയെ പറഞ്ഞു വിട്ട് അവിടെ ചെന്ന് വീട്ടിൽ ചെന്ന് അന്വേഷിക്കുമ്പോൾ ഞാൻ എന്നെ വിളിച്ചൊന്നുമില്ലല്ലോ എന്ന് ബാപ്പ പറയാണ്. അങ്ങനെ ഒരു സംഭവം. അപ്പോൾ ഓഹോ, അപ്പോൾ ഈ ചെങ്ങായി നമ്മളെ പറ്റിക്കുകയായിരുന്നു അല്ലേ എന്നും പറഞ്ഞിട്ട് ഹഫ്സ നേരെ തിരിച്ചു വരുന്ന വഴിക്ക് കാണുന്ന കാഴ്ച എന്താണ്? അവിടെ ഹഫ്സയുടെ കട്ടിലിൽ വെച്ച് മാരിയത്തുൽ കിബിത്തിയുമായിട്ട് അവിടെ അൽ ഡിങ്കോൾഫി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കയ്യോടെ പിടികൂടി. ഓഹോ, നിങ്ങൾ ഇതായിരുന്നു അല്ലേ നിങ്ങളുടെ ഉദ്ദേശം, എന്നെ പറഞ്ഞു വിട്ടിട്ട് എൻ്റെ കട്ടിലിൽ വെച്ച് നിങ്ങൾ അവളെ പൂശുകയായിരുന്നല്ലേ എന്ന് അവിടെ ഹഫ്സ കയ്യോടെ പിടികൂടുന്ന അവസ്ഥ. അന്നാണ് മുഹമ്മദ് നബി അവിടെ വേറൊരു ആയത്തും കൂടി പറഞ്ഞത്, നിങ്ങൾ വേറൊരാളുടെ ബെഡ്റൂമിലേക്ക് കിടക്കുമ്പോൾ നോക്ക് ചെയ്തിട്ട് വേണം കയറാൻ എന്ന് പറയുന്ന ആയത്ത്. എനിക്ക് തോന്നി ഈ സന്ദർഭത്തിലാണ്, അത് വേറെ ഏതെങ്കിലും ആയിരുന്നു? ഈ സന്ദർഭത്തിൽ ഇറങ്ങിയതാണ്. മറ്റേത് നിങ്ങളെ വേണമെങ്കിൽ ഇദ്ദേഹത്തിന് കാര്യം ഒഴിവാക്കാം, പക്ഷെ അത് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു വചനമുണ്ട്. പിന്നെ കുറെ കുടുംബകലവും കുശുമ്പൊക്കെ ഉണ്ട്. അത് ഹദീസിൽ വരുന്നതാണ്. മുസ്ലിങ്ങൾക്ക് നോവുന്നുള്ളത് കൊണ്ട് മാത്രം നമ്മളൊന്നും പറയുന്നില്ല. യെസ്, എന്തായാലും അവിടെ കൈയോടെ പിടികൂടി. അങ്ങനെ മാരിയത്തുൽ കിബിത്തിയെയും തുണിയില്ലാത്ത രണ്ടുപേരെ അവിടെ പൊക്കി നിർത്തി ഹഫ്സ. എന്നിട്ട് അവിടെ ഏത്തം ഇടിക്കുന്ന ഒരു കാഴ്ച ഉണ്ട്. അന്ന് മുഹമ്മദ് നബി 72 ഏത്തം ഇട്ടു എന്നാണ് കണക്ക് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഇനി ഹദീസ് പൊക്കിക്കൊണ്ട് വന്നിട്ട് 72 ഇട്ടില്ല, 55 ഇട്ടുള്ളൂ, അതല്ല 101 ഇട്ടു എന്ന് നിങ്ങൾ പറഞ്ഞ് നുണയാണെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കട്ടോ, ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പം അന്ന് ഇതേപോലെ രണ്ടുപേരെ അവിടെ മുൾമുനയിലാണ് നിർത്തിയത്. 4 കാലിൽ മുട്ടുകുത്തി നിർത്തിയെന്നാണ് പറയപ്പെടുന്നത്.
നിങ്ങൾ എന്ത് പോക്കിരിത്തനാണ് കാണിച്ചത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇതൊരു തവണയല്ല, ഇതൊരു തവണ പിടിക്കുന്നു. ഒരു തവണ പിടിച്ചപ്പോൾ ഇത് മുഹമ്മദ് നബി കേണ് പറയാണ്, ഇത് ദയവായിട്ട് നീ ബാക്കി ഭാര്യമാരുടെ അടുത്ത് പറയരുത് എന്ന് ഹഫ്സയെ ചട്ടം കെട്ടുന്നു. ഹഫ്സയ്ക്ക് അത് പിടിച്ചു വെക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. ഹഫ്സ പോയിട്ട് ബാക്കിയുള്ള ആളുകളുടെ അടുത്തൊക്കെ പറയുന്നു. അങ്ങനെ വീണ്ടും ഇത് സംഭവിക്കുന്നു. ഇതേപോലെ വീണ്ടും പിടിക്കപ്പെടുന്ന സമയത്ത് ബാക്കിയുള്ള ആളുകൾ അറിയുന്നു എന്നൊക്കെ വന്നോടത്താണ് വീണ്ടും ഈ ചില ആയത്തുകളൊക്കെ ഇറക്കിയിട്ട് ഇനിമേൽ ഇതുപോലെയുള്ള പരിപാടി നടക്കില്ല എന്ന് ഒരു ആയത്ത് ഇറക്കുന്നു. അങ്ങനെ ഇറക്കി കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, അങ്ങനെയല്ല, നീ എന്തിനാണ് നിന്റെ മനസ്സിലുള്ള ആഗ്രഹം അവിടെ വെച്ചിട്ട് ഇവർ പറയുന്നത് കേട്ട് ഞാൻ നിനക്ക് അനുവദിച്ചു തന്ന സാധനത്തെ നീ എന്തിനാണ് നീ സ്വയം തടയുന്നത് എന്ന് ചോദിച്ചിട്ട് അടുത്ത ആയത്ത്. ഇതൊക്കെ ഒരാൾ തന്നെയാണ് കേട്ടോ. അതാണ് ഇതിലെ തമാശ. ഇത് ഈ അള്ളാഹു എന്ന് പറയുന്ന മുഹമ്മദ് നബിയുടെ ഫേക്ക് ഐഡിയ ആണ് എന്നുള്ള തെളിവാണ് ഈ പറയുന്നതൊക്കെ. മുഹമ്മദ് നബി ആദ്യം തന്നെ പറയുന്നു, അവിടെ വിലക്കുന്നു സ്വയം. അപ്പോൾ അടുത്ത ആയത്ത് ഇറങ്ങുന്നു, നീ എന്തിനാ വിലക്കുന്നത്? ഞാൻ നിനക്ക് ഇത് ഇറക്കി തന്നല്ല, ഞാൻ നിനക്ക് അനുവദിച്ചു തന്ന സാധനം നീ എന്തിനാണ് സ്വയം വിലക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഇത് പറഞ്ഞിട്ട് ഉടനെ തന്നെ ഭാര്യമാരെ അവിടെ എന്താണ് അങ്ങനെ അത് പറഞ്ഞിട്ട് അവിടെ വിലക്കാണ് കാണിച്ചത്. അപ്പോൾ ഇത് അവിടെ നമ്മൾ കാണുകയാണ്. അങ്ങനെ എന്തായാലും ഇതൊക്കെയായിരുന്നു മുഹമ്മദ് നബിയുടെ കയ്യിലിരുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാണ്. അപ്പോൾ മാരിയത്തുൽ ബിൻ കിബിത്തിയുടെ കഥ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് അന്വേഷിക്കുന്നതല്ല. നബി അസ്രിയുടെ ചാനലിൽ ഇത് സംബന്ധിച്ചിട്ടൊരു വീഡിയോ കിടപ്പുണ്ട്, നിങ്ങൾക്ക് പോയി കാണാം. എല്ലാ ഇതിൻ്റെ സോഴ്സസും ഇതിൻ്റെ എല്ലാ വിശദീകരണങ്ങളും ഇനി പറഞ്ഞിട്ട് മനസ്സിലാവാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അവിടെ ആനിമേഷൻ അടക്കമുണ്ട് എന്നും കൂടി അവിടെ നമ്മൾ പറഞ്ഞു വെക്കുകയാണ്. ഓക്കെ, ഇനി അൽ ജാരിയ സെക്ഷൽ സ്ലേവറി പേര് വായിച്ചു പോവാണ്. ഇനി തുക്കാന അൽ ഖുറൈസ. ഇനി ഇതേപോലെയുള്ള എൻഗേജ്മെന്റ്സ് ആൻഡ് ബ്രോക്കൺ കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞിട്ട് വേറെയുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം എത്ര പേരുണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് ഇവിടെ തൽക്കാലം ഒരു എണ്ണം നമ്മൾ നിങ്ങൾക്ക് മനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് പിടിച്ച് ഒന്ന് വെച്ച് തരികയാണ്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് വായിക്കാം. ഇത് ചിലതൊക്കെ എൻഗേജ്മെന്റ് ബ്രോക്കൺ കോൺട്രാക്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള കുറേ പേരുകളൊക്കെ ഉണ്ട്. തൽക്കാലത്തേക്ക് ഇത് വെക്കുക. നമ്മളിത് എന്തിനായി പറഞ്ഞു വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മദ്രസകളിൽ പഠിക്കാൻ പോകുന്ന സാധനമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മളിവിടെ പറഞ്ഞത്. ഇതുപോലെ ഒരുപാട് ആളുകളുടെ കഥകൾ നിങ്ങൾക്ക് ഇവിടെ വായിക്കാം. ഇതിനെക്കുറിച്ചുള്ള ഒരു ഇൻട്രഡക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം. എന്തായാലും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ വെക്കുന്ന 44 പേരുടെ ലിസ്റ്റ് എടുക്കുക. ആ ലിസ്റ്റ് എടുത്തിട്ട് ഓരോ പേര് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അത് ആരായിരുന്നു എന്നും എന്തായിരുന്നു അവരുടെ റോൾ എന്നും നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് സ്വയം വെരിഫൈ ചെയ്യാൻ കഴിയും എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാം. നിങ്ങളൊരു ഹോംവർക്കായിട്ട് എടുക്കണം എന്ന് പറയാണ്. എന്നിട്ട് വീണ്ടും നമുക്ക് അടുത്ത ദിവസം ആ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടതിന് ശേഷം ബാക്കി റെസ്പോൺസുമായിട്ട് നമുക്ക് വരാം. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയാനില്ല ഈ ഒരു വിഷയത്തിൽ എന്ന് തോന്നുന്നു. എന്താണ് ജസീമിന് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇതില് റൈഹാനെ കുറിച്ചൊരു കാര്യം ഞാൻ പറയാം. ഞാൻ അടുത്ത ബനുഖുറയിലെ വീഡിയോയിൽ പറയാനിരിക്കുന്നതാണ്. അതായത് റൈഹാനയോട് ഇപ്പൊ സെഫിയ ആ ഒരു അവസ്ഥ വെച്ചിട്ട് കല്യാണത്തിന് വഴങ്ങി എന്ന് പറഞ്ഞാൽ അടിമയെ പിടിച്ചിട്ട് പറഞ്ഞു, ഒന്നെങ്കിൽ എന്നെ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ കൊല്ലും. അതന്നെയാണ് അവിടുത്തെ അവസ്ഥ. പക്ഷെ റൈഹാന് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് റൈഹാനെ ടെന്റിലേക്ക് ക്ഷണിച്ചപ്പോ റൈഹാന് പറഞ്ഞു, ആദ്യം വിവാഹം എന്നൊക്കെ പറഞ്ഞപ്പോ റൈന പറഞ്ഞു, നമ്മൾ തമ്മിൽ കെട്ടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലതെന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് റൈഹാൻ തന്നെ പറഞ്ഞു, നിന്നെ സംഭവം അത്രക്കും കുറച്ചും കൂടി അഭിമാനം ഉണ്ടായിരുന്നു ആ പെണ്ണിന് എന്ന് മനസ്സിലാക്കാം. അപ്പോ അതാണ് റൈഹാനിന്റെ കഥ. റൈഹാന്റെ കഥ പലപ്പോഴും ഈ സെഫിയുടെ കഥ പറയുമ്പോൾ എല്ലാവരും ഒമിറ്റ് ചെയ്യുന്ന കഥയാണ്. ശരിക്കും റൈഹാനിന്റെ കഥയും ഇതേ മോഡലാണ്, സെഫിയെ പോലെ തന്നെ. പക്ഷെ വിവാഹം അവിടെ ഇല്ല എന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ അവിടെ ഉണ്ട്. ടെന്റിൽ കൊണ്ടുപോയിട്ട് ഡാൻസ് ചെയ്യുന്നു. അതെ, ഓക്കെ. എന്തായാലും ഇതേപോലെയുള്ള പല പല കാര്യങ്ങൾ നമ്മളിവിടെ വായിച്ചും പറഞ്ഞൊക്കെയാണ് ഇനി നമുക്ക് മുന്നോട്ട് പോകാനുള്ളത്. ഏതായാലും ഇനി കൂടുതൽ നമ്മളിത് ദീർഘിപ്പിക്കുന്നില്ല. എല്ലാത്തിനും കൂടി ഒരു മാപ്പും ഒരു ഏത്തമിടലും നമ്മളിവിടെ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി നമുക്ക് ഓഡിയൻസിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ഓരോരോ ആളുകളായിട്ട് വിളിക്കാം. അപ്പോൾ ഈ ലിങ്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ആളുകൾ അത് ഉപയോഗിച്ച് കയറി വരിക. അബ്ദുള്ള ബാസിൽ ഇവിടെ എവിടെയെങ്കിലും കറങ്ങി നടക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കയറി വന്ന് നമ്മളുടെ അണ്ണാക്കിൽ പിരിവെട്ടിച്ച് തരണം എന്നുകൂടി നമ്മളിവിടെ പറയുകയാണ്. നിങ്ങൾക്കുള്ള സംവാദ വെല്ലുവിളിയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഇതാണല്ലോ നിങ്ങളവിടെ ചെയ്യുന്നത്, നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. സംവാദത്തിന് നമ്മൾ വെല്ലുവിളിച്ചിട്ട് ബാസിൽ വരുന്നില്ല, ബാസിൽ എവിടെ ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അഭിഷേക് കേൾക്കാമോ? അഭിഷേക് കേൾക്കാം. യെസ്, പറയൂ അഭിഷേക്. വെൽക്കം. താങ്ക് യു. സോ ഞാൻ ഇപ്പൊ കോയിൻസിഡന്റ്ലി നമ്മൾ ഈ അബ്ദുള്ള ബാസിലുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഞാൻ റീസെന്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു റാൻഡം ആയിട്ടൊരു ഇന്ററാക്ഷൻ ഉണ്ടായി. ആള് മുസ്ലിമാണ്, മിലിറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അയാളായിട്ടൊരു ഇന്ററാക്ഷൻ ഉണ്ടായി. ഞങ്ങൾ സാധാരണ ഇതിൽ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഈ ടോപ്പിക്ക് കയറി വന്നു, ഈ റിലീജിയൻ ബേസ്ഡ് ടോപ്പിക് കയറി വന്നു. പുള്ളി ഭയങ്കര ക്യൂരിയസ് ആണ്. ആള്
പോസിറ്റീവ് ആണ്. ആള് അങ്ങനെ ക്യൂരിയസ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നോക്കുന്നത്, മതം എന്താണെന്നും മതത്തിന്റെ മൊറാലിറ്റിനെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ നോക്കുന്ന ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഇൻഡിവിജ്വൽ. അപ്പോ ആളുമായിട്ട് കൂടുതൽ നമ്മൾ ഇന്ററാക്ട് ചെയ്ത് വന്നപ്പോ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാള് ആദ്യം മതപരമായിട്ടുള്ള കുറച്ച് അന്വേഷണങ്ങൾക്കൊക്കെ ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് ഇയാൾ എത്തുന്നത് അൺമാസ്കിംഗ് എത്തിസം പോലത്തുള്ള ചാനലുകളിലേക്കാണ്. അപ്പൊ അവിടെ വെച്ച് അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇയാൾ ഓൾറെഡി മനസ്സിൽ കരുതുന്നത്, അയാൾക്ക് അതായത് ചെറുപ്പം മുതലേ ഈ ഗേ അല്ലെങ്കിൽ LGBT എതിരായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മനസ്സിലുണ്ടായിരുന്നു, അങ്ങനെ കൺസർവേറ്റീവ് ആയിട്ട് ട്രാൻസ്ജെൻഡറിനെതിരെയുള്ളതുണ്ടായിരുന്നു. അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഇവരെടുക്കുന്ന സ്റ്റാൻസ്, അൺമാസ്കിംഗ് എത്തിസം പോലുള്ള ചാനലുകൾ എടുക്കുന്ന സ്റ്റാൻസ് ഇയാളുടെ ഓൾറെഡി മനസ്സിൽ കൺസീവ്ഡ് ആയിട്ടുള്ള ഐഡിയയോട് ഭയങ്കര മാച്ചിങ് ആണ്. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, ഇവർ പറയുന്ന മറ്റു കാര്യങ്ങളും ഇത് ഓൾറെഡി ശരിയായതുകൊണ്ട് ഇവർ പറയുന്ന മറ്റു കാര്യങ്ങളും പെട്ടെന്ന് ശരിയാണെന്ന് തോന്നും. അപ്പൊ ഞാൻ രവിചന്ദ്രൻ സിയുടെ കുറച്ച് കാര്യങ്ങൾ ഇയാളുടെ അടുത്ത് പറയാൻ ശ്രമിച്ചു. അപ്പൊ അയാൾ പറയുന്നത്, രവിചന്ദ്രൻ സി അത് അങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ്, അത് മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ആ കാര്യങ്ങളൊന്നും പുള്ളിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായതുകൊണ്ട് പുള്ളിക്ക് രവിചന്ദ്രൻ സി പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്ത് പറഞ്ഞാലും അത് എടുക്കില്ല, അത് പുള്ളിക്ക് അക്സെപ്റ്റബിൾ അല്ല എന്നുള്ള രീതിയിലാവും. അപ്പോ ഇതിനകത്ത് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പോപ്പുലേഷൻ ഉണ്ടല്ലോ, അതായത് ആരിഫ് തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഇസ്ലാമിന്റെ ഉള്ളിൽ തന്നെ ഒരു പോപ്പുലേഷൻ ഡെവലപ്പ് ആവുകയാണ്, അത് സ്വയം ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു പോപ്പുലേഷൻ ഡെവലപ്പ് ആകുകയാണെന്നുണ്ടെങ്കിൽ എക്സ് മുസ്ലിംസിന് ഇങ്ങനെ ഒരു ആക്ടിവിസം നടത്തേണ്ട ആവശ്യം വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് കാരണം ഹിന്ദുയിസം, ഞാൻ ഹിന്ദുയിസത്തിൽ നിന്ന് പുറത്തു വന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് അതിനങ്ങനെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായില്ല, എനിക്ക് അകത്ത് നിന്ന് ക്രിട്ടിസൈസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഡെവലപ്പ് ആയി വരുന്നത്, ഞാൻ ഈ ഇന്ററാക്ട് ചെയ്ത ആൾ ശരിക്കും ആ ഒരു ലെവലിൽ വന്ന് റിലീജിയനെ ക്രിട്ടിസൈസ് ചെയ്യേണ്ട ആളാണ്. പക്ഷെ അയാൾക്ക് അത് പറ്റുന്നില്ല, കാരണം അതിന് മുമ്പ് ഇയാളെ യൂ ടേൺ എടുത്തിട്ട് പിന്നെ ഇയാൾ പറയുന്ന ടോപ്പിക്സിനൊന്നും ഇസ്ലാമിനെ ഇയാൾ ഡിപെൻഡ് ചെയ്യുന്നില്ല. അത് അൺമാസ്കിംഗ് എത്തിസംകാർ ചെയ്ത ഒരു ടാക്ടിക്കലി, അത് നോയിങ്ലി സംഭവിക്കുന്നതാണോന്ന് എനിക്കറിയില്ല. പക്ഷെ ഇസ്ലാം ശരിയാണെന്നോ മുഹമ്മദ് നബീനെ ഡിഫെൻഡ് ചെയ്യുന്നോ ഒന്നും ഇയാൾ ആ ടോപ്പിക്കിലേക്ക് വരുന്നേ ഇല്ല ഒരിക്കലും. അപ്പൊ അത് സൈഡിൽ നിർത്തും. അപ്പൊ അവര് മതവിശ്വാസത്തിലേക്ക് ആൾക്കാരെ കൂടുതൽ കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം, എന്നിട്ട് മാത്രമല്ല ഇവരുടെ ഈ ഒരു സ്റ്റാൻസിൽ മാത്രമല്ല, LGBTQ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പൊ പലസ്തീൻ ഇഷ്യൂ ആണെങ്കിലും കശ്മീർ ഇഷ്യൂ ആണെങ്കിലും ഉള്ള പല കാര്യത്തിലും ഇവരുടെ ഐഡിയോളജി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് സിമ്പതൈസ് ചെയ്യുന്ന, ഇസ്ലാമിനോട് സിമ്പതൈസ് ചെയ്യുന്ന ഐഡിയോളജി ഭയങ്കരമായിട്ട് ഇവർക്ക് വരുത്തുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഇവർക്ക് ഭയങ്കരമായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടൈപ്പുള്ള ഒരു കമ്മ്യൂണിറ്റിക്ക് അകത്തുനിന്നുള്ള ഒരു ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു. ഇത് പല എക്സാമ്പിൾസ് ഉണ്ട്, ഇത് ഒരു എക്സാമ്പിൾ മാത്രമാണ്. അല്ല, നമ്മളെന്താ പറയുന്നത് വെച്ചാല് ഇതൊക്കെ നമുക്ക് ഓർമ്മയിലുള്ള കാര്യമാണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമാണ്. ഇത് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരാള് ജാക്കിർ നായിക്കിന്റെ വീഡിയോ കാണാൻ വരുന്നു, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അൺമാസ്കിംഗ് ആനിമൽസ് ആ ചാനൽ കാണാൻ വേണ്ടി വരുന്നു, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്യുവർ ഇസ്ലാം തന്നെ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കരുതുന്നുണ്ടോ ഈ ഇന്റർനെറ്റിന്റെ അൽഗോരിതം, നമ്മളുടെ ഹവാരിസ്മി കൊണ്ടുവന്ന അൽഗോരിതം, അത് വെറുതെ അവിടെ കൈ കെട്ടി നോക്കിയിരിക്കുന്നു? അങ്ങനെയാണോ നിങ്ങൾ കരുതുന്നത്? ഇല്ല, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതിലെന്താ വെച്ചാൽ, ഇതിലെ പ്രൈം ഗോൾ എന്ന് പറയുന്നത് ഒരു ലേണിംഗ് പ്രോസസ് ഉണ്ട്, അന്വേഷണ ത്വര. ആ സാധനം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാതെ ഇവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുക എന്നുള്ളതല്ല. അതൊക്കെ സെക്കൻഡറി ആണ്. പ്രൈമറി എന്ന് പറയുന്നത് അന്വേഷണ ത്വര, അത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അന്വേഷണ ത്വര ഉണ്ടാക്കാൻ അത് ആർക്കും സാധിക്കും. അത് അൺമാസ്കിംഗ് ആനിമൽസിനും സാധിക്കും, നമ്മളെ വീഡിയോയ്ക്കും സാധിക്കും. അപ്പൊ നമ്മൾ പറയുന്നത് കേട്ട് കഴിയുമ്പോൾ അത് ശരിയാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതും ആകാം. അതല്ല എന്നുണ്ടെങ്കിൽ അവര് പറയുന്നത് കേട്ടിട്ട് അത് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് അതിനുള്ള മറുപടികൾ അപ്പുറത്ത് വരുന്നത് ഇതേ അൽഗോരിതം കൊണ്ടിട്ട് കൊടുക്കുമ്പോൾ അത് കേൾക്കാൻ ഇട വരുന്നതും അവിടെ സംഭവിക്കും. ഇതാണ് അൽഗോരിതത്തിന്റെ കളി എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ സംശയമുള്ളത്? അങ്ങനെയല്ലേ നമ്മളെ കൂടെ ഇരിക്കുന്നത്. നമ്മളൊക്കെ MM അക്ബറിനെ കേട്ട്, ഈ ജാക്കിർ നായിക്കിനെ കേട്ട്, ഈ കൺഫോമിറ്റിയിലൂടെ പോയിരുന്ന ആളുകളാണ് നമ്മളൊക്കെ. ഇവിടെ ഇരിക്കുന്ന രണ്ടുപേരും, ഇപ്പൊ ജസീമും ഉണ്ട്, ഞാനും ഉണ്ട്. നമ്മൾ രണ്ടുപേരും അങ്ങനെയല്ലേ വന്നിരിക്കുന്നത്. അതായത് ഞാനായിട്ട് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഞാനായിട്ട് ഇപ്പൊ രവിചന്ദ്രൻ സീൻ, ആരിഫിലേക്കൊന്നും എത്തിയില്ല. കാരണം ആരിഫിലേക്ക് പുള്ളിക്ക് എക്സ്ട്രീം ആയിട്ട് തോന്നിയാലോ എന്ന് കരുതിയാണ് ഞാൻ രവിചന്ദ്രൻ സീൻ എടുത്തിട്ടത്. കുറച്ചുകൂടി ന്യൂട്രൽ ആയിട്ട് എടുക്കുന്നതെന്ന് തോന്നിയാലോ എന്ന് കരുതി. അവിടെയാണ് ഇതിന്റെ പ്രശ്നം. അതായത് നമ്മളിത് വ്യക്തികളെ അല്ല നമ്മളിത് ഫോക്കസ് ചെയ്യേണ്ടത്. ഇതൊരു പബ്ലിക് ആയിട്ട് നമ്മൾ പറയേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് ഇതേപോലെ ഒരാളെ നിങ്ങൾക്ക് ഇനി പറയാൻ കഴിയുമോ, ഇയാൾ വീട്ടിൽ പോയിട്ട് ഇതൊക്കെ കുറെ കാലം കഴിയുമ്പോൾ അന്ന് അയാൾ പറഞ്ഞത് ശരിയായിരുന്നു അല്ലേ എന്ന് അയാൾ ചിന്തിക്കുന്ന ഒരു ഘട്ടം വന്നാൽ എന്ത് ചെയ്യും? അന്ന് അയാൾ പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ ഇതിലേക്കൊക്കെ എത്തിയത് എന്ന് പറയുന്ന ഒരവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾ ഈ പറയുന്നത് തിരിച്ചു പറയണ്ടേ?
അന്ന് അഭിഷേകിനെ ഞാൻ കണ്ടുമുട്ടിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള ആളുകളൊക്കെ രവിചന്ദ്രൻ സിയോ അതാരാണ് എന്ന് സപ്പോസ് അയാൾക്ക് അറിയില്ലായിരുന്നു വിചാരിക്കാം. ഇതെല്ലാം ഇവിടെ സംഭവിക്കുക. അപ്പൊ അങ്ങനെയുള്ള സാധ്യതകളാണ് നമ്മളിവിടെ ഉപയോഗപ്പെടുത്തുന്നത്. അതായത് അൽഗോരിതം ഇതൊരു ടീം പ്ലേ ആണ്. ഒരു വ്യക്തി വേറൊരു വ്യക്തിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല. ഇനി ഒരു വ്യക്തി നിങ്ങൾ പറയുന്ന മാതിരി ഒരു വ്യക്തിക്ക് വേറെ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കി ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്ന് നിങ്ങൾ പറയുന്ന വാദം ശരിയാണ് എന്നുണ്ടെങ്കിൽ ആദ്യം എനിക്ക് ഞാൻ ഈ പറയുന്ന കാര്യം എന്റെ വീട്ടിലുള്ള ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിയണ്ടേ? അതുപോലും സാധിച്ചിട്ടില്ല. പിന്നെയാണോ നാട്ടുകാരെ കാര്യം? അതാണ് ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുമ്പോൾ അത് ഓൾറെഡി അവരുടെ ഡിഫെൻസീവ് ആവുകയാണ് ഭയങ്കരമായിട്ട്. ഇമ്പാക്ട് ആവുന്നില്ല എന്നല്ല, അത് വേസ്റ്റ്ഫുൾ എനർജിയാണ്. അതല്ല അതിന്റെ സ്ട്രാറ്റജി. ഓക്കെ, നിങ്ങളൊരു 100 പേരടങ്ങുന്ന ഒരു സമൂഹത്തിലേക്ക് ഒരു കാര്യം പറയുന്നു. ഓക്കെ, അതിനകത്തൊരു 10% ആളുകളാണ് ഇത് എടുക്കുക, റഫായിട്ട് പറഞ്ഞാൽ. ബാക്കി 80% ആളുകളും അത് എടുക്കുന്നില്ല, പച്ചയ്ക്ക് പറഞ്ഞാൽ. പക്ഷേ ആ ബാക്കി 80%-ത്തിൽ ഒരു 20% അവര് ഇത് പഠിക്കാൻ തയ്യാറാവും. കാരണം അവരാണ് ഈ അന്വേഷണത്തോടെയുള്ള ആളുകൾ. ഓക്കെ, ഇനി എത്ര ബാക്കിയുള്ളത്? 100%-ൽ 10 പോയി, 20% അന്വേഷണത്തോടെയുള്ള ആളുകൾ. ഇനി ബാക്കി 70%. ഈ 70% ഉള്ള ആളുകളിൽ ഒരു 20% അല്ലെങ്കിൽ ഒരു 25% ആളുകൾ അവരിങ്ങനെ ബോർഡർ ലൈൻ നിൽക്കുന്ന ആളുകളാണ്. ഈ എന്താണ് ഇസ്ലാമിനെ കുറിച്ച് അത് നമ്മളൊരു അനാറ്റമി ഓഫ് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻഫോഗ്രാഫിക് ഉണ്ടാക്കിയിട്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതില് ഓരോ സ്റ്റേജിൽ നിൽക്കുന്ന മുസ്ലിംസ് ഉണ്ട്. 5 സ്റ്റേജസ് ആണ്. അതില് നമ്മൾ ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ സലഫി ദഅവ ഇൻഫ്ലുവൻസിന്റെ ആ ചുറ്റുവട്ടത്ത് നിന്നുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് അറിയാനും പഠിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 10-20% ആളുകളുണ്ട്. അവരെ മാത്രമാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ 100 പേരെടുത്തു കഴിഞ്ഞാൽ ഇത് സ്വീകരിക്കാൻ കെൽപ്പുള്ള ആളുകൾ എന്ന് പറയുന്നത് സമൂഹത്തിൽ ഒരു 20% അല്ലെങ്കിൽ അതിന് താഴെ മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾ കണ്ടത് അതിന് പുറത്തേക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അതിനകത്ത് ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ലോങ് ടേം പ്രോസസ്സാണ്. നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം പറഞ്ഞ് ഇങ്ങനെ തിരിക്കാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് അതിമോഹമാണ് മോനെ അഭിഷേക്. ഞങ്ങള് മെട്രോ സ്റ്റേഷനിൽ ഇരുന്ന് 1.5 മണിക്കൂർ സംസാരിച്ചു, ഡൽഹി മെട്രോ സ്റ്റേഷനിൽ. പക്ഷെ ആൾക്കാരൊക്കെ ഒന്ന് നോക്കാൻ തുടങ്ങി. അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ അത് ഇൻഎഫക്റ്റീവ് ആണെന്നല്ല. അതെനിക്ക് മനസ്സിലായി. അല്ല അത് ഇൻഎഫക്റ്റീവ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്. അത് ഉടനെ അതിന് എഫക്ട് ഉണ്ടാവില്ല, കുറച്ച് കഴിയുമ്പോൾ എഫക്ട് വരും. അതെ, നമുക്ക് വിസിബിൾ ആയിട്ടൊരു ചേഞ്ച് അങ്ങനെയൊന്നും കാണാൻ പറ്റുന്നില്ല. നമ്മൾ അവസാനം എഗ്രി ടു ഡിസഗ്രി എന്നുള്ള രീതിയിൽ നമ്മള് ടാറ്റ പറഞ്ഞു, ബ്രീഫ് ഇന്ററാക്ഷൻ ആയിരുന്നു, അങ്ങനെ അവസാനിച്ചു. എന്തായാലും നമ്മളെ കഴിഞ്ഞ ദിവസം നമ്മളുടെ പാകിസ്ഥാനി മറ്റേ ക്രിസ്ത്യൻ പറഞ്ഞ മാതിരി നിങ്ങൾ അവിടെ തിരിച്ചു പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളെ കല്ലെറിഞ്ഞു കൊല്ലാനൊന്നും ഏർപ്പാടാക്കിയില്ലല്ലോ. ആള് പോസിറ്റീവാ, ആള് റിസപ്റ്റീവ് ആണ്, ഐഡിയാസിനോട് റിസപ്റ്റീവ് ആണ്. അങ്ങനെ അതുകൊണ്ട് തൽക്കാലം സമാധാനിക്ക്. ഓക്കെ, ഇത്രയല്ലേ ഉണ്ടായുള്ളൂ. ഓക്കെ, അപ്പൊ താങ്ക്സ് ഫോർ ജോയിനിങ്. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ജസി? പറഞ്ഞോളൂ. വേറൊരു ചെറിയ കാര്യോടെ ഉണ്ടായിരുന്നു, വേറൊരു ഇന്ററാക്ഷനോട് ഇതുപോലെ ഉണ്ടായിരുന്നു. ആളെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളല്ല, ആള് കാശ്മീരി മുസ്ലിം ആണെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ഒരു ഓൺലൈനായിട്ട് ടീച്ചിങ് പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ചാറ്റ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ പരിചയപ്പെട്ട ഒരാളാണ്. അപ്പോൾ വല്ലപ്പോഴും ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളായിട്ട് പിന്നെ ഇയാൾ ആബ്സെന്റ് ആയിരുന്നു പ്ലാറ്റ്ഫോമിൽ. അപ്പൊ അയാളായിട്ട് മെസ്സേജ് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ ഇതാണ്, അയാൾ പെട്ടെന്ന് ഭയങ്കര ഡിപ്രഷനിൽ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് സംസാരിച്ചു. അയാൾ പിന്നെ പറയുന്നത് എങ്ങനെയായിരുന്നു, ഈ വേൾഡ് അത്ര ശരിയല്ല, ഈ വേൾഡിൽ മൊത്തം നെഗറ്റിവിറ്റിയാണ്, പോസിറ്റീവായിട്ടൊന്നുമില്ല, എനിക്ക് ലോകം ഉപേക്ഷിച്ച് പോകാനാണ് താല്പര്യം ഇവിടെ. അപ്പൊ എങ്ങോട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇത് എങ്ങോട്ടാ? അപ്പൊ നമ്മൾ എന്താ ഒരു സൂയിസൈഡൽ തോട്ടാണ് നമുക്ക് തോന്നുന്നത്. നമുക്ക് വാട്സാപ്പ് ചാറ്റ് മാത്രം ഉള്ളതുകൊണ്ട് നമ്മൾ ചാറ്റ് ചെയ്ത് തന്നെ ചോദിക്കുക, കോൺവെർസേഷൻ ആക്റ്റീവായിട്ട് നടത്താൻ വേണ്ടി നമ്മൾ ചോദിക്കുകയാണ്, ഇത് എന്താണ് ഇങ്ങനെ പറയാൻ കാരണം, എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ പുള്ളി പറയുന്നതെല്ലാം ഇത് നമ്മളെ അള്ളാഹു നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഈ വേൾഡിൽ നിന്നുകൊണ്ട് പോയിന്റ്ലെസ് ആണ്, ഈ വേൾഡ് വർത്ത്ലെസ് ആണ്. അപ്പോ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയാൽ മതി, ഇവിടെ എല്ലാവരും സിന്നേഴ്സ് ആണ്. ഇതൊക്കെ പലസ്തീൻ ഇഷ്യൂ ഒക്കെ ഇത്ര ഇതായിട്ട് വരുന്നതിന് മുമ്പാണ് ഞാൻ പറയുന്നത്. ഒരു 2 കൊല്ലം മുമ്പ്, ഒരു കോവിഡിന്റെ ലോക്ക്ഡൌണിന്റെ ഒക്കെ സമയത്താണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ അങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്ട്രീം ആയിട്ടുണ്ടായി. പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാനും, ഞാനപ്പോ ഏത്തീസം പറയാൻ തുടങ്ങിയ സമയമൊക്കെ ആയപ്പോൾ നമ്മളെ ആളെ ബ്ലോക്ക് ചെയ്ത് പിന്നെ കോൺടാക്ട് ഇല്ലാതായി പോയി. എനിക്ക് അറിയില്ല ആൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത്. പക്ഷെ ഇത് ഏത് തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ആണ് ഒരു ന്യൂട്രൽ ആയിട്ട് ചിന്തിക്കുന്നത്? അതായത് ആസ്പിറേഷൻ ഉള്ള ഒരാളാണ് ഈ പ്ലാറ്റ്ഫോമിലുള്ള ആൾക്കാർ വെച്ചാൽ അത്യാവശ്യം ടാലന്റഡ് ഉള്ള, ആസ്പിറേഷണൽ ആയിട്ടുള്ള, എക്സ്ട്രാ ഇൻകമിനെ പറ്റിയൊക്കെ ചിന്തിച്ച് ആസ്പയർ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുടെ പ്ലാറ്റ്ഫോം ആയിരുന്നു അത്. അതിനകത്തുള്ള ആൾക്കാരെ പെട്ടെന്നാണ് എനിക്ക് ഇങ്ങനെ ഒരു മാറ്റം ഫീൽ ചെയ്തത്. അയാൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത്, അതായത് വേൾഡിനോട് താല്പര്യമില്ല, സൂയിസൈഡൽ ടെൻഡൻസി എന്നുള്ള രീതിയിലേക്കൊക്കെ പോകുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് തോന്നി എനിക്ക്. ഇപ്പോഴും ആളുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചൊന്നും അറിയില്ല. പക്ഷെ ഞാൻ പറയുകയാണ്,
ഇത്തരത്തിലുള്ള ആളുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ്. ഈ ഒരു ചേഞ്ച് ഞാൻ വേറൊരു റിലീജിയനിലോ വേറൊരു ഗ്രൂപ്പിലോ അങ്ങനെ കാണുന്നില്ല. ഇത്ര ഇമ്പാക്ട്ഫുൾ ആയിട്ട് ഫുൾ ലൈഫിനെ വെറുത്തു പോകുന്ന രീതിയിലുള്ള ഒരു ചേഞ്ച്. നകുലേട്ടൻ ഇപ്പൊ എന്താ പറഞ്ഞ, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാവോ? ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താ? ഇപ്പൊ ഗംഗ ഇപ്പൊ എന്താ പറഞ്ഞത്? അല്ല, ഇത്തരത്തിലുള്ള ഒരു ഈ എക്സ്ട്രീം ആയിട്ടുള്ള തോട്ട് ുള്ള ചേഞ്ച് വരുന്നതും, അതായത് സൂയിസൈഡൽ ആയിട്ടുള്ള ഒരു ടെൻഡൻസിയിൽ പറയുന്നതും, വേൾഡ് മോശമാണ്, വേൾഡിൽ ആരും നല്ലതില്ല, പോസിറ്റിവിറ്റി ഒട്ടും കാണാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലുള്ള പർട്ടിക്കുലർ ഈ ഒരു ചിന്താഗതി വരുന്ന ആൾക്കാരിലല്ലാതെ ഞാൻ ബാക്കി ആരും കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. അല്ല, ബാക്കിയുള്ളവരെല്ലാവരും അറ്റ്ലീസ്റ്റ് നമ്മുടെ ലൈഫ് നല്ലതാക്കാൻ നോക്കി. ഇപ്പൊ ഈ ക്രിസ്ത്യാനിറ്റിയിലോ ഹിന്ദുയിസത്തിലോ ഉള്ള ഈ കൂടോത്രത്തിന്റെ പുറകെ പോകുന്നവരോ അല്ലെങ്കിൽ ഈ കൃപാസനത്തിന്റെ പുറകിൽ പോകുന്നവരോ അവരുടെ ലൈഫ് മെച്ചപ്പെടുത്താൻ വേണ്ടി അവർക്ക് സെൽഫായിട്ട് എന്തോ ഗെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഇവർ പോകുന്നത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. മാത്രമല്ല അതൊരു മൈനോറിറ്റിയാണ്. പക്ഷെ ഇവരെന്ന് പറയുന്നത് പുള്ളി സെൽഫ് ഡിസ്ട്രക്ഷൻ പോലും പ്രശ്നമില്ല, എന്തോ ഇത് കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ ലൈഫ് ഉള്ളത്, ഇതൊന്നും അല്ല എന്നുള്ള രീതിയിൽ ഈ കറണ്ട് ലൈഫിന് ഒരു വാല്യൂ കൊടുക്കുന്നില്ലാത്ത ആളുകളെ ഞാൻ അങ്ങനെ ഇത്രയ്ക്ക് ബ്രെയിൻ വാഷ് ചെയ്തപ്പെട്ടായിട്ട് ഞാനൊന്നും മുമ്പൊന്നും ഒരിക്കലും ഈ 2 കൊല്ലം മുമ്പൊന്നും ഞാൻ അങ്ങനെ ഒട്ടും ഇന്ററാക്ഷൻ ഇതുപോലുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് വരാത്തത് കൊണ്ട് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. കാരണം എനിക്ക് പരിചയമുള്ള മുസ്ലിംസ് എല്ലാം ഒരു ഫ്രണ്ട് സാധാരണ ഈ ഒരു മതം ഒന്നും ഡിസ്കസ് ചെയ്യാത്ത ആൾക്കാരുമായിട്ട് സാധാരണ കമ്പനിയുള്ളൂ. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ നോമ്പ് പിടിക്കില്ല. അപ്പൊ അവന്റെ അടുത്ത് നോമ്പ് പിടിക്കാത്ത എന്താന്ന് വീട്ടുകാർ ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞത് ഞാൻ അമേരിക്കക്കാരുടെ കൂടെയാണ് നോമ്പ് പിടിക്കുന്നത് പറയുന്നത്. അങ്ങനെയുള്ള ഫ്രണ്ട്സ് ആണ് ഉള്ളത്. അപ്പൊ നമ്മുടെ സൂഫികൾ പറയുന്ന കാര്യമുണ്ട്, ഞാൻ മക്കത്തെ പള്ളിയിലാണ് നിസ്കരിക്കാറെന്നാ പറയാ. അതെ, അപ്പൊ അതുപോലെയുള്ളതാണ്. പക്ഷെ ഇത്തരത്തിലൊരു കമ്മ്യൂണിറ്റി ഉണ്ടെന്നും ഇത്ര എക്സ്ട്രീം ആയിട്ട് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടെന്നുള്ളതും ഈ അടുത്ത കാലത്താണ് എനിക്ക് ഇത് മനസ്സിലാവുന്നത്. ഈ ഒരു എത്ര നിങ്ങളോട് എനിക്കുള്ള റിക്വസ്റ്റ് എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നതൊക്കെ ശരി, പക്ഷെ ഇതൊരിക്കലും ഇതാ മുസ്ലിമിന്റെ കുഴപ്പമല്ല, ഇത് അവർ തലയിൽ പ്രശ്നമാണ്. ആ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നതിലാണ് നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പണ്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ല ഇവിടെ സംഭവിക്കുന്നത്. പണ്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരാളെ കാണുമ്പോൾ മുസ്ലിങ്ങൾ എല്ലാവരും ഇങ്ങനെയാണ്, മുസ്ലിങ്ങൾ ഇങ്ങനെ വരുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുസ്ലിമോ ഫോബിയ അവിടെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇന്നത് വലിയ മാറ്റമുണ്ട്. ഇപ്പൊ നിങ്ങളെ പോലെയുള്ള ആളുകൾ ഇപ്പൊ ഒരു മെട്രോ സ്റ്റേഷനിൽ ഇരുന്നിട്ട് ഒരു മുസ്ലിമുമായിട്ട് ഡിബേറ്റ് ചെയ്യുന്ന തലത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഈ സംഗതികൾ ഇതുപോലെ പുറത്ത് അറിയാൻ കഴിഞ്ഞുകൊണ്ടും കൂടിയല്ലേ. അങ്ങനെ അതിന് പാകമാക്കുക എന്നതാണ് നമ്മളുടെ പണി. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യെസ്. അപ്പൊ എനിവേ യു ആർ ഡൂയിങ് എ വണ്ടർഫുൾ ജോബ്. അത് നമ്മൾ ചെയ്യുന്നത് ഇവിടെയാണ് നമ്മളുടെ ഒരു നമുക്കിവിടെ ചെയ്യാൻ കഴിയുള്ളൂ. നിങ്ങൾ ഇതുപോലെ ഗ്രൗണ്ടിൽ ഇറങ്ങി ചെയ്യുന്ന ആളുകൾ അത് വലിയ ഒരു സഹായം തന്നെയാണ് ഈ ഒരു ഹോൾ പ്രോസസ്സിൽ. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ഇതൊരു ടീം പ്ലേ ആണ് നമ്മൾ ഈ ഫുട്ബോൾ കളിക്കുമ്പോൾ. അപ്പൊ അതിൽ നിങ്ങൾക്കും വലിയ റോളുണ്ട്, ഗോളിക്കും റോളുണ്ട്, ബാക്ക് നിൽക്കുന്നവനും റോളുണ്ട്, പിന്നെ ഫോർവേഡിനും റോളുണ്ട് എന്ന് പറഞ്ഞ മാതിരി നിങ്ങൾ ഈ കളിക്കാരൻ തന്നെയാണ്. സോ കീപ് ഗോയിങ്. എന്താ ജസീം എന്താ പറയുന്നുണ്ട്? ഞാൻ പെട്ടെന്ന് 2 കാര്യങ്ങളും അഡ്രസ് ചെയ്യാൻ ശ്രമിക്കാം. ഈ ആദ്യം പറഞ്ഞത് നമ്മൾ പറയുന്ന സന്ദേശം അവിടെ എത്തുന്നില്ല എന്നുള്ളത് അത് സ്വാഭാവികമാണ്. നമ്മൾ അത്രയും എന്താ പറയാ പൈസയും നമുക്ക് എണ്ണപ്പണമില്ല, നമുക്കിത് ക്യാമ്പയിൻ ചെയ്യാൻ ഇവര് ചെയ്യുന്ന പോലെ ക്യാമ്പയിൻ ചെയ്ത് ചെയ്യാൻ പറ്റില്ല. പിന്നെ പല പ്ലാറ്റ്ഫോമുകളും ഇവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടക്കുന്നു. ഇപ്പൊ ഈ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഇവർക്ക് എതിരെ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. പിന്നെ ഉള്ളത് ഇന്ത്യയുടെ സാഹചര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ യൂട്യൂബിൽ പറഞ്ഞാലും വലിയ കുഴപ്പമില്ല. ഇന്ത്യയിലെ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഈ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എന്താ ചെയ്യുന്നത്, അവര് ഇടയ്ക്കൊക്കെ എന്താ പറയാ ഇത് ചില പീക്ക് സമയത്ത് മാത്രമേ എന്തെങ്കിലും കാര്യമൊക്കെ പറയൂ, അല്ലാത്ത സമയത്തൊക്കെ പ്രീണിപ്പിച്ച് നടക്കുന്ന തന്നെയാണ് എല്ലാവരും പ്രീണിപ്പിച്ചുകൊണ്ട് നടക്കും. എന്റെ ഫ്രണ്ട്സ് പലരും ഉണ്ട് ഇതുപോലെ ഭയങ്കര പ്രീണിപ്പിച്ച് മാത്രം സംസാരിക്കുന്നവരുണ്ട്. നമ്മൾ എന്തിനാ ഇങ്ങനെ നെഗറ്റീവ് പറയാൻ പോകുന്നത്? അവര് വിക്ടിംസ് ആണല്ലോ, അവരെ ഹെൽപ്പ് ചെയ്യുമല്ലേ വേണ്ടത്, അങ്ങനെ ഒരു അതെ. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ വരുമ്പോ കമന്റിലൊക്കെ വീരാണിയായിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ പുറത്തിറങ്ങി പൊതുമധ്യത്തിൽ സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ വെടിപ്പായിട്ട് പറയണം, എന്നാലേ കാര്യമുള്ളൂ. ഇപ്പൊ നിങ്ങളിപ്പോ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ ചെയ്യണമെങ്കിൽ നമ്മളിപ്പോ എന്ത് ചെയ്യുന്നു? നമുക്ക് വേറെ എന്തൊക്കെ പണിയുണ്ട്. ഞാൻ എന്റെ ചാനൽ നടത്തുന്ന തന്നെ അവർക്ക് പൊതുവിൽ ഈ മുസ്ലിങ്ങൾ മാത്രമല്ല ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന, പ്രധാനമായിട്ട് അവരെ തന്നെ അല്ല ശരിക്കും. ഇപ്പൊ ആരിഫിന്റെ ചാനലും അല്ലെങ്കിൽ ലിയാഖത്തോ അല്ലെങ്കിൽ ജബ്ബർ മാഷ് ചാനലൊക്കെ അവരുടെ സ്വന്തം മതത്തിൽ അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളെയാണ് ലക്ഷ്യം വെക്കുന്നെങ്കിൽ എന്റെ ചാനൽ പ്രധാനമായിട്ടും മറ്റാളുകളെയാണ്. അതായത് നിങ്ങൾ ഈ പരിപാടി തുടങ്ങണം. ഇന്നിപ്പോ അതിനൊരു എഫക്ട് ഉണ്ടായിട്ടുണ്ട്. അതായത് ഇന്ന് നിങ്ങളിപ്പോ നമ്മൾ തുടങ്ങിയതുകൊണ്ടൊന്നുമല്ല, നമ്മൾ തുടങ്ങിയതിന് മുമ്പ് ഈ പരിപാടിയൊക്കെ ചെയ്തു എത്രയോ കാലമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോ നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കി കഴിഞ്ഞാല് നിങ്ങൾക്ക് കണ്ടു തീർക്കാൻ പറ്റും, ഒരു ആഴ്ചയിൽ കണ്ടു തീർക്കാൻ പറ്റാത്ത എത്ര കണ്ടന്റ് ഇത് എക്സ് മുസ്ലിം എന്ന കാറ്റഗറിയിൽ മാത്രം. എക്സ് മുസ്ലിം
ചില റെഡിറ്റിലും ഇവിടെ അടിച്ചു കഴിഞ്ഞാല് അവിടെയാണ് അതിനാണ് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഞാൻ നോക്കുമ്പോൾ ചില പ്ലാറ്റ്ഫോമുകൾ. അപ്പോ അത് അങ്ങനെ സംഭവം വന്നിട്ടുണ്ട്. അപ്പോ എഫക്റ്റ് ഉണ്ട്. പക്ഷെ ഇതുപോലത്തെ ക്യാമ്പയിനിങ് നമുക്ക് നടത്താൻ പറ്റില്ല. പിന്നെ ഇവരുടെ കട്ട് എന്താ പറയാ വിശ്വാസികളിലൊന്നും നമുക്ക് എത്താൻ ചിലപ്പോൾ പറ്റില്ല. ചിലരുണ്ട് ഭയങ്കര തീവ്ര വിശ്വാസികൾക്ക് ഇവിടെ വന്നിട്ട് റിപ്പോർട്ട് അടിക്കും. അവരിവിടെ കാണുന്നുണ്ട് നമുക്കറിയാം. അത് റിപ്പോർട്ട് അടിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം. അവര് അവിടെ വരുന്നുണ്ട്. പിന്നെ എന്നെ വന്ന് ഭീഷണിപ്പെടുത്താറുണ്ട് ഇടക്കിടക്ക്. എന്നെ എന്തിനാ വന്ന് ഭീഷണിപ്പെടുത്തുന്നത് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ അവര് വന്ന് ഭീഷണിപ്പെടുത്താറുണ്ട്. അവരിങ്ങനെ വന്ന് വാടാ നീ വാടാ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. ഇപ്പൊ ഇന്ന കഴിഞ്ഞ വീഡിയോ അടുത്ത് വന്നിട്ട് പറയാം നീ വാടാ വാടാ. അത് പുതിയൊരാളാന്ന് തോന്നുന്നു. എനിക്ക് പണ്ട് ഭീഷണിപ്പെടുത്തിയവരൊക്കെ ഇപ്പൊ വിട്ടുവിട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ പുതിയ അതെ പുതിയ ബാച്ച വരുന്നത്. അപ്പൊ ആള് കാണുന്നുണ്ട്. അവര് കാണാത്തൊന്നുമല്ല. അവരുടെ ഫീൽഡിലൊക്കെ ഇടക്ക് വരും. യൂട്യൂബ് ഫുള്ള് അടിച്ചു ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അൽഗോരിതം എന്ന് പറയുമ്പോൾ മാക്സിമം നിങ്ങളുടെ റെക്കമെൻഡേഷൻസ് ഒക്കെ നിങ്ങളുടെ എക്കോ ചേമ്പറിനകത്തുള്ള കാറ്റഗറി പെട്ട നിങ്ങളുടെ ഇഷ്ട വിഷയങ്ങളായിരിക്കും. പക്ഷെ ഇടക്ക് റാൻഡം ആയിട്ടൊക്കെ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമ്മള് ഇടുന്ന ടാഗുകളൊക്കെ ചിലപ്പോൾ ഇവരുടെ ടാഗുകളുമായിട്ട് സാമ്യത ഉണ്ടെങ്കിൽ അങ്ങനെ വരും. അപ്പൊ അത് സംഭവിക്കും. പിന്നെ രണ്ടാമത്തെ ആ വിഷയം പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ് നിങ്ങള് എന്താ പറഞ്ഞത്? അത് ഒരു പ്രത്യേകതയാണ്. ഈ കമ്മ്യൂണിറ്റിക്കകത്ത് ഉള്ള ഏറ്റവും വലിയ എന്റെ പ്രശ്നം ഇതാണ്. അതായത് ഇതിന്റെ പ്രശ്നം, ഇതിന്റെ സൈക്കോളജി എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് പൊതുവിൽ മനുഷ്യർക്കുള്ളത് തന്നെ. അതായത് നമ്മൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ നമ്മൾ ന്യായീകരിക്കാൻ ശ്രമിക്കും. അത് എന്ത് തെറ്റും നമ്മളിപ്പോ ഇപ്പൊ നമ്മൾ കള്ളുപിടിക്കുന്ന ഒരാള് കണ്ടുകൂടി ന്യായീകരിക്കും. അത് ഒരു ടെൻഡൻസിയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യം, നമുക്ക് ഇഷ്ടമുള്ള കാര്യം അത് ന്യായീകരിക്കാനുള്ളൊരു ടെൻഡൻസി നമ്മുടെ എന്താ പറയാ മസ്തിഷ്കത്തിനുണ്ട്. തീർച്ചയായും അത് തടയാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അത് ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് ഡേഞ്ചർ ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് ഇവിടെ ഇപ്പൊ ഈ വിഷയത്തിൽ കാണുന്നത്. അത് ഏറ്റവും അവരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരെ പോയി പടക്കം പൊട്ടിച്ച് കൊല്ലാൻ അവരെ പ്രേരിപ്പിക്കുന്നതാണ്. അവരത് ന്യായീകരിക്കും. അവരവസാനം ആ പടക്കം പൊട്ടിക്കുന്ന നിമിഷം വരെ അവർക്ക് ഇഷ്ടമുള്ള ആളുകളാണോ ഇഷ്ടമില്ലാത്ത ആളുകളാണോ അതൊന്നും പ്രശ്നമേ അല്ല. അവർ മുമ്പ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരെ. അതുകൊണ്ടാണ് പ്ലെയിനിലൊക്കെ പോയിട്ട് സ്വയം ഒന്നല്ലിച്ചുക. മറ്റ് കമ്മ്യൂണിറ്റികൾ ജീവിതത്തെ സ്നേഹിക്കുന്ന സമയത്ത് ഈ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു മൈനോറിറ്റിയോ അതെന്താണ് മൈനോറിറ്റി കുറച്ച് മെജോറിറ്റി പ്രീണിപ്പിക്കും, കുറച്ച് മെജോറിറ്റിയിൽ കുറച്ച് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. അതിപ്പോ എന്തൊക്കെ പറഞ്ഞാലും ഈ കമ്മ്യൂണിറ്റിയാണ് ഇപ്പോ ഈ പ്രശ്നത്തിൽ മുൻപന്തിയിലുള്ളത്. അതിപ്പോ നമുക്ക് പറയാതിരിക്കാൻ പറ്റും. അപ്പോ അവരില് മറ്റ് കമ്മ്യൂണിറ്റികളൊക്കെ അവരുടെ വിദ്യാഭ്യാസം, ജോലി, പണം ഒന്നടിച്ചുക. പണം ഉണ്ടാക്കുക, ജീവിതം മെച്ചപ്പെടുത്തുക. ഇതാണ് ഇന്ന് ലോകത്തിന്റെ നിയമം. ഇതിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് എത്ര പണം ഉണ്ടായാലും, ഇപ്പൊ ശ്രീലങ്കയിലൊക്കെ അപകടം ഉണ്ടാക്കിയത് ആരാന്നറിയും? അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പണക്കാരന്റെ മക്കളാണ്. ഈ റഷ്യയിൽ ഈ അടുത്ത് നിങ്ങൾ കണ്ടോന്നറിയില്ല, അവിടുത്തെ ഒരു പ്രൊവിൻസിന്റെ അവിടുത്തെ പുട്ടിന്റെ തന്നെ എനിക്ക് പുട്ടിന്റെ തന്നെ പാർട്ടിയിലോ അതേ പുട്ടിന്റെ പാർട്ടിയുമായി അലയൻസ് ഉള്ള പാർട്ടിയിലെ ഒരു മേധാവിയുടെ 2 മക്കളാണ്. നിങ്ങൾ കണ്ടോന്നറിയില്ല. ഇതിപ്പോ 3ാമത്തെ ആക്രമണമാണ്. എവിടെയാണ് എനിക്കറിയില്ല, ഡാഗിസ്ഥാനിലാണോ അത് വേറെ സ്ഥലത്താണെന്ന് അറിയില്ല. ഒരു പ്രധാനപ്പെട്ട ആക്രമണം നടത്തി ഒരു ചർച്ചും ഒരു സിനഗോഗും കത്തിച്ചു. അവിടുത്തെ ഒരു പള്ളിയിലച്ഛനെ കൊന്നു. നിങ്ങൾ കണ്ടോന്നറിയില്ല. അത് ഈ അവിടുത്തെ അവിടുത്തെ അഴിമതിയുടെ എന്താ പറയാ കൊടുമുടിയിലാണ് റഷ്യയിലെ എല്ലാ ഉദ്യോഗസ്ഥരും. അവിടുത്തെ എന്താ പറയാ പ്രൊവിൻസ്, അതായത് റഷ്യയിൽ കുറെ ഇങ്ങനത്തെ കുറെ റിപ്പബ്ലിക്കുകളുണ്ട്. അവിടുത്തെ ആ റിപ്പബ്ലിക്കുകളുടെ മേധാവികളൊക്കെ എന്താ പറയാ ബില്യൺ കണക്കിന് പൈസ ഒക്കെ അടിച്ചു മാറ്റുന്ന ആൾക്കാർ. അവരുടെ മക്കളാണ് അവിടുത്തെ ബോക്സിംഗ് റെസ്ലിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോച്ചിങ് സെന്റർ ഒക്കെ നടത്തുന്ന വലിയ പുള്ളികളാണ്. നിങ്ങൾക്കറിയാം MMA മറ്റേ ഫൈറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ. അതിന്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുണ്ട് റഷ്യയിൽ നിന്നുള്ള. അയാളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ഇവര്. അവരാണ് എന്ത് ചെയ്യുന്നത്? അവിടുത്തെ പോലീസിനെതിരെ വെടിവെച്ചത്. കുറെ പോലീസുകാരെ വെടിവെച്ച് വന്നു, കുറെ സിവിലിയൻസിനെ വെടിവെച്ച് വന്നു, ചർച്ചിൽ ആൾക്കാരെ പിടിച്ച് ബന്ദികളാക്കി, ഒരു പള്ളിയിലച്ഛനെ കൊന്നു, ഒരു സിനഗോഗ് കത്തിച്ചു. ഇപ്പൊ ഇന്നലെ കുറച്ചു മുമ്പ് ഞാൻ വേറെ വാർത്ത വായിച്ചത്, മറ്റൊരു ആക്രമണത്തിന് പദ്ധതിയിട്ടുണ്ടായിരുന്നു. അത് റഷ്യൻ FSB അവിടുത്തെ അത് അവര് തടഞ്ഞു. അത് ആ പ്ലോട്ട് ഫോയിൽ ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ ഇത് ആണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ പറയാം അക്രമം ആണ് ഇതിന് ഏറ്റവും വലിയ. അതായത് ഇവരിത് പറഞ്ഞുകൊണ്ട് എടുക്കുന്ന നമുക്ക് കുഴപ്പമില്ല. ഇവരിപ്പോ പൈസ ഉണ്ടെങ്കിൽ, എണ്ണപ്പണം ഉണ്ടെങ്കിൽ ഇവർക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇത് പറയുന്നതിന്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ ഇതിലും മൈനോറിറ്റി വെറും അക്രമം പ്രവർത്തിക്കുന്നത് അവരിത് ന്യായീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. കാരണം ഈ ഖുർആൻ വചനങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനിയിപ്പോ അത് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല, നമുക്ക് ഈ ജീവിതം വേണ്ട. ഈ ജീവിതം വേണ്ടാന്ന് തീരുമാനിക്കുന്ന ആരാണെങ്കിലും, ഏത് മതത്തിന്റെ പേരിലാണെങ്കിലും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്കെതിരെ. കാരണം അവൻ മരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പറയുന്ന ആള് കേൾക്കുന്നില്ല, ഒരക്ഷരം പോലും പുള്ളി കേൾക്കുന്നില്ല. പുള്ളിക്ക് അത് മാറ്റർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കോൺവെർസേഷൻ അധികം നീണ്ടുപോയില്ല. കോൺവെർസേഷൻ അവിടെ വെച്ച് ഉണ്ടാവുകയും ചെയ്തു.
കാരണം അയാൾ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു വേൾഡിൽ പോയിന്റ്ലെസ് ആണുള്ളത്. പേരൻസ്, അപ്പൊ ഞാൻ പേരൻസിന് വേണ്ടി ജീവിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, ഫ്യൂച്ചർ ഉണ്ടല്ലോ, ഫ്യൂച്ചറിന് വേണ്ടി ജീവിക്കുക, അല്ലെ പുള്ളിക്ക് ടീച്ചിങ്ങിനോട് താല്പര്യമുള്ള ആളുകൾ ടീച്ചിങ്ങിന് വേണ്ടി ജീവിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പുള്ളിക്ക് മാറ്റർ ചെയ്യുന്നില്ല, ഇതെല്ലാം പോയിന്റ്ലെസ് ആണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതേപോലെ തന്നെ അതിന്റെ കൂടെ ആഡ് ചെയ്യാനുള്ളത് ചെറിയ കുട്ടികൾ, നിങ്ങൾ ഒരിക്കലും ഇത് അഡൽട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രായപൂർത്തിയായ ആളുകളുടെ പ്രശ്നമാണെന്ന്, മാനസിക രോഗമായി മാറി അവര് ഇത് ന്യായീകരിച്ച് എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നടക്കുന്നു. ഇതല്ല, ചെറിയ കുട്ടികൾ ഇവര് ചെറുപ്പം മുതലേ ഇത് കണ്ടീഷൻ ചെയ്യുന്നുണ്ട്. ഗാസയിലെ 12 വയസ്സുള്ള കുട്ടികൾ ഇസ്രായേലി പട്ടാളക്കാരെ കത്തിയെടുത്ത് കുത്താൻ പോകുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ആ കുട്ടി എന്ത് ചെയ്യാൻ പറ്റും? ആ കുട്ടി നിങ്ങൾക്ക് വെടിവെച്ച് കൊല്ലാനേ പറ്റും. അങ്ങനത്തെ അവസ്ഥയാണ്. നിങ്ങളും കഷ്ടമാണ് ഈ കമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങൾ. അപ്പൊ ഇത് പറയുമ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഫോബി പടക്കും, ഞങ്ങൾക്ക് എന്തെങ്കിലും വിരോധം. നിങ്ങളെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിനെ നിങ്ങൾ അപലപിക്കാത്തോടത്തോളം കാലം അവർ ചെയ്യുന്നതിന്റെ ഒക്കെ ഫലം നിങ്ങളും അനുഭവിക്കേണ്ടി വരും. ബാക്കിയുള്ളവർ നിങ്ങൾ അങ്ങനെ കാണും. ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ ഈ പാകിസ്ഥാനികളെ കുറിച്ച് ഒരു സ്റ്റിഗ്മയുണ്ട്, പാകിസ്ഥാനികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ബോധം വരും. അതുകൊണ്ടാ പല പാകിസ്ഥാനികളും പല തെറ്റുകളും ചെയ്യുന്നത് ആളുകൾ മീഡിയയിലൊക്കെ കാണുന്നു. അപ്പൊ എല്ലാ പാകിസ്ഥാനികളും അങ്ങനെ ആയിരിക്കണമെന്നില്ല, അവർ മാന്യമായിട്ട് നടക്കുന്ന ആൾക്കാർ. പക്ഷെ അവരെ കുറിച്ചുള്ള പൊതുബോധം അതായി മാറും. അതുപോലെ തന്നെ ഈ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പൊതുവിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലാവട്ടെ പുറത്താവട്ടെ മതിപ്പില്ലാത്തതിന്റെ ഒരു കാരണം ആ കമ്മ്യൂണിറ്റിയിൽ ഒരു മൈനോറിറ്റി ഇങ്ങനെ ചെയ്യുന്നു, മെജോറിറ്റി ഒന്നും മിണ്ടുന്നില്ല. മെജോറിറ്റി ഇങ്ങനെ ബാക്കിയുള്ളവർ കുറ്റപ്പെടുത്തും. നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, നമ്മൾ ഇത് ചർച്ചയാക്കണം എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ കുറ്റപ്പെടുത്തും. അപ്പൊ ഇത്തരം അതായത് അപലപിക്കേണ്ട കാര്യങ്ങൾ അപലപിക്കാതെ സമയത്തിന് അതിനെക്കുറിച്ച് പറയാതെ ചർച്ചയാക്കുന്നവരെ നമ്മളെപ്പോഴും ഇങ്ങനെ ക്യാൻസൽ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ കുറിച്ച് സമൂഹത്തിൽ ഇതേ ഒരു പൊതുബോധം ഉണ്ടാവുള്ളൂ. അത് മാറ്റണമെങ്കിൽ നിങ്ങൾ തിരിച്ചു, നിങ്ങൾ മറ്റൊരു എക്സാമ്പിൾ കാണിച്ചു കൊടുക്കണം. അതായത് ഞങ്ങൾ മതത്തിലും ഉപരിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, നിങ്ങൾ എക്സാമ്പിൾ കാണിച്ചു കൊടുക്കണം. അതവർ ചെയ്യില്ല. അവരെപ്പോഴും മതത്തിന്റെ വിഷയം വരുമ്പോൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അതാണ് കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ കുഴപ്പം. മറ്റു കമ്മ്യൂണിറ്റികളിൽ ഇത് എപ്പോഴും അങ്ങനെയല്ല. മറ്റു കമ്മ്യൂണിറ്റിയിൽ പല വൈവിധ്യങ്ങൾ, ഡൈവേഴ്സിറ്റി ഉണ്ട്. അപ്പൊ അവരിലുള്ള എന്താ പറയുക, പല വോയിസുകൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇവിടെ ഒറ്റ വോയിസ് കേൾക്കും. അതെ, അത് കെയർ ചെയ്യുന്നില്ല. ഇപ്പൊ ഹിന്ദുയിസത്തിൽ ഉള്ളവരാണെങ്കിൽ കെയർ ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ഹിന്ദുയിസം വിട്ടോ അല്ലെങ്കിൽ എതിർത്ത് സംസാരിക്കുന്നോ അവർക്ക് മാറ്റർ ചെയ്യുന്ന കാര്യമല്ല. നമുക്ക് നമ്മുടെ കാര്യം അവൻ എന്തെങ്കിലും പറയട്ടെ എന്നുള്ള രീതിയിലുള്ളൂ. അപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും അതെ, പുറത്തുള്ളവരാണെങ്കിൽ ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിലും അതെ, അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ അങ്ങ് ഇഗ്നോർ ചെയ്ത് വിടും നമ്മളെ, അത്രേ ഉള്ളൂ. അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കാറില്ല ആരും. എന്തായാലും അടുത്ത ആളിലേക്ക് പോയാലോ? നീണ്ടു പോകുന്നു. ഓക്കെ, യെസ്, ബൈ. എന്തായാലും വലിയ ഇൻസൈറ്റ്സ് ആണ് ജസീമയുടെ പങ്കുവെച്ചത്, കുറെ പോയിന്റ്സ്. നമുക്കത് കട്ട് ചെയ്ത് തരണം. ഓക്കെ, റൂപ്സ് പറയൂ. ഹലോ, കേൾക്കാമോ? പറയൂ, കേൾക്കാം. വെൽക്കം. താങ്ക് യു ഫോർ ഹാവിംഗ് മീ. ഒന്ന് couple of things I wanted to address. ഒന്ന്, നിങ്ങളുടെ ഈ റവന്യൂ സോഴ്സ്, I would suggest Twitter. That has a wider audience, and YouTube മാതിരി അത്ര സെൻസറിങ് ഇല്ല. Okay, because it has been taken over by Elon Musk, and പുള്ളിക്കാരൻ പറഞ്ഞു free speech is everything എന്ന് പറഞ്ഞിട്ട്. So I think you should really explore that platform. നമ്മൾ ഇപ്പൊ ഈ ലൈവ് ട്വിറ്ററിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആണോ? Okay, then I'll join your Twitter page as well. കാരണം YouTube's policies have been compromised long. Yes, അത് കുറെ ആൾക്കാരുടെ ഡിമോണിറ്റൈസ് ആയിട്ടുണ്ട്. ഈവൻ നോട്ട് റിലേറ്റഡ് ടു റിലിജൻ ഓൾസോ. അവർക്ക് മറ്റൊരു ലെഫ്റ്റ് വിങ് ചിന്താഗതിയാണ്. If it doesn't align with that, then they will censor you. പിന്നെ couple of things നിങ്ങൾ almost 41 people they are watching there on Twitter. We should make it like hi Twitter 100 by next week. yeah പോവാറുണ്ട്, 100 ഒക്കെ പോവാറുണ്ട്, വരാറുണ്ട്. Okay, that's great. Okay, so you got but I don't have much hope for YouTube. നിങ്ങളും അധികം hope വെക്കണ്ട, unless somebody with a more open mind who believes in free speech takes over YouTube, and അത് അടുത്ത കാലത്തൊന്നും നടക്കുന്നു തോന്നുന്നില്ല. പിന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിപ്പോ മറ്റേ സംസാരിച്ചില്ല അബൌട്ട് വീഡിയോസ് ആൻഡ് എവറിത്തിങ്. അത് മുഹമ്മദ് നബിക്ക് കുറെ ഡബിൾ സ്റ്റാൻഡേർഡ് ഉണ്ട്. നമ്പർ 1, പുള്ളിക്കാരൻ ഓൾറെഡി ഒരു 4 wives റൂൾ വെച്ചിട്ടുണ്ടായിരുന്നു. അത് everyone has to follow the 4 wives rule, but why is he the exception? Okay, then Muslims say that because he is the prophet, and you know, പക്ഷെ പുള്ളിക്കാരന്റെ ഇത് കുറെ മുസ്ലിംസ് ഒന്നും റിവീൽ ചെയ്യാറില്ല. അറിയില്ല. See, for him revelations come as per his convenience. അതെന്തോ മറ്റേ I think he was മറ്റേ മേഡിനെ എന്തോ കളിക്കായിരുന്നു. ഇപ്പൊ മറ്റേ എന്താ മേഡിന്റെ പേര് മറന്നുപോയി.
അത് പിടിച്ചപ്പോ അപ്പോഴാണ് പുള്ളിക്കാരന് ഒരു റെവലേഷൻ വന്ന് പറ്റിയാണ് Allah has told me that I can marry whoever I want or whoever my right hand possesses or something like that. അതൊരു ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. അത് പോയിന്റ് ഔട്ട് ചെയ്യുമ്പോൾ അത് ബബ്ബന്ന് ഇവര് പറയുന്നുണ്ട്, വിച്ച് ഇസ് നോട്ട് ഫെയർ. പിന്നെ രണ്ടാമത് വിഡോസ് ഐ മീൻ ഇവര് പറയുന്നത് they are excused this that because at war time there were a lot of widows and that is why Muhammad approved this 4 wives and stuff. ഈ വിഡോസ് ആരാ ഉണ്ടാക്കി വെച്ചത്? അത് പുള്ളിക്കാരൻ തന്നെയാണ്. ഇതാ തന്നെത്താൻ മറ്റേ വിഡോസ് ഉണ്ടായതല്ല, പുള്ളിക്കാരൻ തന്നെ ആണുങ്ങളെ എല്ലാം കൊന്നിട്ടാണ്. അതൊന്നും ഇവര് അഡ്മിറ്റ് ചെയ്യില്ല. സി ദ പ്രോബ്ലം ഇസ് ദീസ് ഗൈസ് ഡോണ്ട് വാണ്ട് ടു അഡ്മിറ്റ് ദ ട്രൂത്ത്. ഓക്കെ, അവര് മറ്റേ ലൈക്ക് what you said, not Basil guy, പുള്ളിക്കാരന്റെ വീഡിയോ ഒക്കെ വായിച്ചു, there are a lot of logical fallacies. Okay, he doesn't go to the crux of the matter. പുള്ളിക്കാരന്റെ മറ്റേ ഈ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് ഇല്ലേ, അവിടെ തൊടാതെ ആടിക്കൊണ്ടിരിക്കും, അതാണ് പുള്ളിക്കാരന്റെ പണി. ഐ എം ടെല്ലിങ് യു വിൽ നെവർ ഗെറ്റ് എ ഫെയർ ഡിബേറ്റ് വിത്ത് 100%. ഉറപ്പല്ലേ? ഇത് നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതാണ് സി നമ്മളിവിടെ ചെയ്യുന്നുണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലൈവ് ആക്കുക എന്നുള്ളതാണ്. ഇതൊരു ടഗ് ഓഫ് വാർ ആണ്. ആ ടഗ് ഓഫ് വാർ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇതിന് അവര് ഒരു ഫെയർ He doesn't want to tug with you. He's saying he's tugging with you. He's saying he's fighting you. But the problem is he's only talking to the mirror. He's not talking. ഇതാണ് ഈ ടഗ് ഓഫ് വാർ എന്ന് പറയുന്നത്. അവരവിടെ പറയുന്നു, നമ്മളിവിടെ പറയുന്നു. ഇപ്പൊ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോ മുഹമ്മദ് നബിയുടെ ആ തോട്ടത്തിൽ വെച്ച് നടന്ന കാര്യം എന്ന് പറഞ്ഞിട്ട് നമ്മളിതൊരു വീഡിയോ ആക്കി നമ്മളിത് നാട്ടുകാരെ അറിയിക്കാൻ ഇറങ്ങുമ്പോൾ എന്താ നമ്മൾക്ക് മുന്നിൽ വരുന്ന ചോദ്യം? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല എന്നല്ലേ ചോദിക്കുക? ഇപ്പൊ അതാണോ ചോദ്യം? ഇപ്പൊ അത് നാട്ടിലെ പാട്ടായോ? ഒരു സെക്കൻഡ്, ഈ ആരോപണം ഇല്ലാതെ തന്നെ ഈ വിഷയം നാട്ടിൽ വിശ്വാസികൾ അന്വേഷിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയോ? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അതാണ് ഇതിന്റെ ഹോൾ പോയിന്റ്. അല്ലാതെ ഇതിലെ സത്യം ഏത്, ഇതിനകത്ത് വസ്തുത എന്ത് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തൽ എളുപ്പമല്ല. കാരണം ഒന്നാമത് ഇതിനകത്ത് കൃത്യമായി തെളിവോ കൃത്യമായ ഒരു ഫൈനൽ ഒരു കൺക്ലൂഷൻ എത്താൻ പറ്റുന്ന രീതിയിലുള്ള സംഗതികളൊന്നും അല്ല ഇത്. അത് ഇസ്ലാമിൽ ഒരു സാധനത്തിൽ പോലും ഇല്ല. നിസ്കാരത്തിൽ കൈ എവിടെ കെട്ടണം എന്നുള്ളതിനെ കുറിച്ച് പോലില്ല. പിന്നല്ലേ മുഹമ്മദ് നബി കെട്ടിയതാണോ പെണ്ണ് പിടിച്ചതാണോ എന്നുള്ളത് അന്വേഷിച്ച പോലെ. പിന്നെ പ്രശ്നം വേറെന്ന് വെച്ചാൽ ഇപ്പൊ മറ്റേ ഇവന്മാർക്ക് ചോദിച്ചാൽ മുസ്ലിംസ് ചോദിച്ചാൽ വാട്ട് ഇസ് ദ മിറക്കിൾ ഷോൺ ഇൻ ഖുറാൻ stuff, they said Quran is the miracle. ഖുറാൻ ഇപ്പൊ ആരാണ് ഖുറാൻ എഴുതിയത്? അള്ളാഹു തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ ഹിന്ദുസ് ക്രിസ്ത്യൻസ് എടുത്ത് ചോദിച്ചാൽ ക്രിസ്ത്യൻസ് മാത്യു, ലൂക്ക്, പോൾ and all those guys. ഓക്കെ, ഹിന്ദുസ് ചോദിച്ചാൽ മറ്റേ പഴയ മറ്റേ സേജസിന്റെ പേര് കുറെ പറയും. So somebody wrote it, but for these guys avarte thalil keeririkkana that Allah directly wrote the book and gave it to Muhammad. But the problem is avade oru logical pullikarna ezhudanum vaikkan ariyilla. Okay, enda 3 പ്രാവശ്യം എന്താ തല്ലിയിട്ടാണ് ഗബ്രിയേൽ തല്ലിയിട്ടാണ് പുള്ളിക്കാരൻ എന്തൊക്കെയോ പറഞ്ഞു. That is another thing. That is their miracle. പിന്നെ see main problem I think why Muslims Muslims by themselves are not the problem. I think it is more to do with economic status also. I'm not saying it's not 100%, but if you look at Gulf countries, Bahrain, Dubai, or even now recently Saudi, they have a well-to-do lifestyle. For them, our well-to-do lifestyle is a primary concern. Secondary is religion. Because I am Gulf, 30-35 varsham undayadana. I've never seen Arabs try to force. Onno rendu Arabs they tried to dawa cheyan noki, but then it wasn't forceful and they didn't go around criticizing everything else. Our lifestyle is important, and they are like I'm happy, I'm having a Lamborghini. Okay, which country you were? Like I was in Bahrain, but I traveled to UAE quite a lot. ബഹ്റൈൻ നിങ്ങൾ ശരിക്കും അത് എക്സ്പീരിയൻസ് എന്നുണ്ടെങ്കിൽ അത് സൗദിയിൽ ഉണ്ടാവണം, അപ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. സൗദി ഇപ്പോഴല്ലേ ചേഞ്ച് ആയത്. സൗദിയിൽ ഉണ്ടായിരുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നിങ്ങൾക്ക് കാണാം. സൗദിയിൽ എത്ര ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു എന്ന കണക്ക് പ്രഖ്യാപിക്കുന്ന ഒരു രാജ്യമാണ് ഈ സൗദി UAE ഒക്കെ.
ഇത് മതത്തിലേക്ക് ആളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനവും ഇപ്പൊ അവിടുത്തെ മുത്തവ പോലീസ് എന്നൊക്കെ പറയുന്ന സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവര് ദാവ പറയട്ടെ അതായത് അങ്ങനെയുള്ള പോലീസുകാരും അവര് മതം ഇതുപോലെ പ്രചരിപ്പിക്കുന്നതും അങ്ങനെ ഇതിലേക്ക് കടന്നു വരുന്ന ആളുകളെ കണക്ക് കാണിച്ചുകൊണ്ട് അവർക്കും പൈസ കൊടുക്കും, അവരും പൈസ അടിച്ചു മാറ്റുന്ന പരിപാടി അതവിടെ സ്ഥിരമാണ്. ഇത് വെച്ചിട്ടാണ് അവർ ഓരോ വർഷം ഇത്ര ആളുകൾ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തു എന്നും പറഞ്ഞിട്ട് കണക്ക് പോലും പുറത്തേക്ക് വിടുന്നത്. എന്നാൽ ഇത് ഏറ്റവും കൂടുതൽ അവിടെ ഉപയോഗിക്കുന്നത് അവിടുത്തെ ഫിലിപ്പിനോകളാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്, പ്രത്യേകിച്ച് യു എയിൽ. അവരത് എന്തിനാ ഉപയോഗിക്കുന്നത്? അവരത് മതം മാറിയെന്ന് കാണിക്കുകയും ആ പൈസ അടിച്ചു മാറ്റുകയും അവരവരെ വഴിക്ക് പോവുകയും ചെയ്യും. അതാണ് അവരോട് നടക്കുന്നത്. കുറെ കഴിയുമ്പോൾ അവർ മതം വിടും. ഈ മതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. സക്കാത്തിന്റെ പൈസ കിട്ടുന്ന അവസ്ഥ വരെ ഉണ്ട്. ഇതൊക്കെയാണ് അതിൽ അവർ കാണുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അവിടെ നടക്കുന്നു. അത് നിങ്ങൾ നിൽക്കുന്ന ബഹ്റൈനിൽ അത് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ നമ്മളിത് ജനറലൈസ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ അത് കറക്റ്റ് ആണ്, ആരിഫ് പറഞ്ഞത് 100% കറക്റ്റ് ആണ്. ഞാൻ അവിടെ വിടുന്നവരെ അങ്ങനെ ആയിരുന്നു. ഓക്കെ, പക്ഷേ ഇപ്പൊ ഒരു സ്ലോലി ഷിഫ്റ്റ് കാണുന്നുണ്ട്. കാരണം ഐ ഫോളോ ഗൾഫ് പൊളിറ്റിക്സ് ഓൾസോ. മുഹമ്മദ് ബിൻ സൽമാൻ വന്ന ശേഷം ഹി റിമൂവ് ദ സ്പീക്കേഴ്സ് ഫ്രം ദ അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു. അതെ, പക്ഷെ ഒരു ഭയങ്കര സ്ട്രോങ് വിഷണറി വേണം ടു റിഫോം ദിസ് റിലിജൻ. കാരണം ഔട്ട്റൈറ്റ് ഒരു ആളെ മറ്റേ പ്ലക്ക് ഔട്ട് ചെയ്യാൻ പറ്റൂല. അത് റിഫോം ചെയ്ത് ഫൈനലി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദേ വിൽ സേ ഓക്കെ ഫൈൻ, വിൽ ജസ്റ്റ് പ്രേ 5 times a day, വിൽ ജസ്റ്റ് ഗിവ് സക്കാത്ത്, വിൽ ജസ്റ്റ് ഫാസ്റ്റ്. ഈ 3 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഫിനിഷ് ഐ ആം എ മുസ്ലിം. അല്ലാതെ മറ്റേ 4 ഭാര്യമാരെ കിട്ടണം, ഐ ഷുഡ് ഡു ദാവ, ആ ഒരു ഫേസ് സ്ലോലി ഇറ്റ് മൈറ്റ് ഹാപ്പൻ. ഇത് നിങ്ങൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇസ്ലാമിനെ മനസ്സിലാക്കുന്നിടത്ത് വരുന്ന ഒരു പ്രശ്നമാണ്. ഇസ്ലാമിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു അറബ് രാഷ്ട്രങ്ങളിൽ നിങ്ങൾക്ക് ഇത് ഒരിക്കലും ഒരു വിത്ത്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് നിങ്ങൾക്ക് അവിടെ സ്ഥാപിക്കൽ എളുപ്പമല്ല. കാരണം ഇറാനിൽ 1979 ഇസ്ലാമിക് റവല്യൂഷനാണ് സംഭവിച്ചത്. അതിന് മുന്നേ ഇറാൻ എങ്ങനെയായിരുന്നു? അപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നില്ലേ? പ്രോഗ്രസീവ് ആയിരുന്നില്ലേ അവര്? ആ മതത്തിൽ നിന്ന് വിട്ടല്ലേ അവര് താമസിച്ചത്? പിന്നെ എങ്ങനെയാ അത് തിരിച്ച് മതം അവിടെ വന്നത്? അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിന്റെ പ്രശ്നമാണത്. എന്നാൽ നിങ്ങൾക്ക് അത് വളരെ മികച്ച രീതിയിൽ നടപ്പിലാക്കാൻ കഴിയുന്ന സ്ഥലം എന്ന് പറയുന്നത് അത് ഇന്ത്യ പോലെയുള്ള രാഷ്ട്രങ്ങളിലാണ്. അതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്ലാമിനെ മെരുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമങ്ങളെ മാറ്റലോ ഇതുപോലെയുള്ള പരിഷ്കരണങ്ങൾ കൊണ്ടുവരലോ മാത്രമല്ല, ഒരു താപ്പാനക കൂടി വേണം അവിടെ. ഓക്കെ, ഇന്ത്യയിലെ താപ്പാനകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ മെജോറിറ്റി നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളാണ്. അതിൽ ഏറ്റവും പ്രധാനം ഇവിടുത്തെ ഹിന്ദുക്കളാണ്. അങ്ങനെയൊന്നും പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. കാരണം അങ്ങനെ ഹിന്ദു കേരളം അല്ലല്ല, നിങ്ങൾ അത് പറയുന്നത് ഞാൻ സമ്മതിക്കില്ല. കാരണം എന്താ വെച്ചാൽ കേരളത്തിൽ ഞാനൊരു ഹിന്ദുവാണ്, പ്രാക്ടീസിങ് ഹിന്ദുവാണ്. കാരണം അല്ല, the reason why I'm saying this, Arif, കാരണം I've seen the Hindus over here. അവര് ഇപ്പൊ അവർക്കൊരു അവർക്ക് ഒരു കുലദേവം ഉണ്ട്, or they have their family deity, but they don't go outright and defend their faith. Number one, അത് ചെയ്യണമെന്നല്ല പറയുന്നത്. അതല്ല ഇവിടുത്തെ വിഷയം. നിങ്ങൾ ഹിന്ദു മറ്റേ ബീഫ് തിന്നുന്ന മുസ്ലിമിനെ പോയി തല്ലിക്കൊല്ലണം ഹിന്ദു എന്നല്ല ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്. അതല്ല, നിങ്ങൾ ആ ഡിഫെൻഡിങ് അല്ല ഞാൻ പറഞ്ഞത്. ഈ ഡിഫൻസ് എന്ന് പറയുന്നത് മത നിയമങ്ങൾക്ക് മുകളിൽ സെക്യുലർ നിയമങ്ങളെ പൊക്കി വെക്കുന്ന കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. അതിൽ മാതൃക അത് ഇവിടുത്തെ ഹിന്ദുക്കളാണ്. ഓക്കെ, അത് നിങ്ങൾ മതം പൊക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെക്കാൾ മിടുക്കന്മാരാണ് മതം പൊക്കി വെക്കുന്ന കാര്യത്തിൽ മുസ്ലിങ്ങൾ. നിങ്ങൾക്ക് മതം പൊക്കി വെച്ചുകൊണ്ട് മുസ്ലിങ്ങളെ നേരിടാൻ കഴിയില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങളിൽ ഉള്ള ഈ തീവ്ര നിലപാടുകളും മുസ്ലിങ്ങളിലുള്ള ഈ ഇതുപോലെ സെക്യുലർ വിരുദ്ധതയും ഡെമോക്രസിക്ക് വിരുദ്ധതയും ഒക്കെ മാറ്റലാണ് നിങ്ങളുടെ ലക്ഷ്യമെന്നുണ്ടെങ്കിൽ, ഇവിടെയുള്ള ഭൂരിപക്ഷം വരുന്ന മുസ്ലിം ഇതര പോപ്പുലേഷൻ, അതിൽ പ്രധാനമായിട്ട് ഹിന്ദുക്കൾ, ഇത് പൊക്കിപ്പിടിക്കുന്ന ആളുകളായിട്ട് മാറുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ മാറുമ്പോൾ മുസ്ലിങ്ങൾ മാത്രം അത് പൊക്കിപ്പിടിക്കുന്നില്ല എന്നുള്ളത് അവിടെ മുഴച്ചു നിൽക്കുകയും അതിന് സാധ്യമാക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ കൂടി ഇവിടെ വരുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഈ സ്ത്രീകൾക്ക് മെയിൻ്റനൻസ് സംബന്ധിച്ചിട്ടുള്ള സുപ്രീം കോടതിയിലെ വിധി. ഇത് ഇസ്ലാമിന്റെ നട്ടലൊടിക്കുന്ന വിധിയാണ്. ആരെങ്കിലും ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ടോ? അപ്പോൾ അത്തരം നിയമങ്ങൾ കൂടി വരുമ്പോഴാണ് ഈ സംഗതി ഇവിടെ സ്ഥാപിക്കപ്പെടുക. ഇന്ത്യയിലാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ നവീകരിക്കാനുള്ള ഏറ്റവും മികച്ച വേദി. അതാണ് ഞാൻ പറയുന്നത്. കാരണം ആ ഒരു പോപ്പുലേഷൻ കൺട്രോളും കൂടി ഇവിടെ ഉണ്ട്. പോപ്പുലേഷൻ കൺട്രോൾ ഇൻ ദ സെൻസ് പ്രസവം കൺട്രോൾ ചെയ്യുന്നതല്ല, ഒരു നമ്മൾ പറയുന്നത് ആ ഒരു പോപ്പുലേഷൻ അല്ല, ആ പോപ്പുലേഷൻ അവിടെ ഒരു കറക്റ്റീവ് ഫോഴ്സ് ആയിട്ട് അവിടെ നിലനിൽക്കും, ഒരു ചെക്ക് ആയിട്ട് അവിടെ നിലനിൽക്കും. അതാണ് ഞാൻ പറയുന്നത്.
I mean, ഫോർ at നൗ least അല്ല only ഫോർ for the എവർ. time. Okay, I admire your optimistic attitude. അത് അങ്ങനെ തന്നെ പറ്റും. പക്ഷെ നിങ്ങൾ ഓപ്റ്റിമിസ്റ്റിക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ അപ്പോകാലിപ്റ്റിക്കൽ മൈൻഡ് സെറ്റുമായിട്ട് നടക്കുന്ന ഈ ലോകം അവസാനിക്കാൻ പോകുന്നു, അതുകൊണ്ട് നമ്മളെല്ലാവരും ഇനി ജിഹാദിന് പോകണം എന്ന് പറയുന്ന കാക്കന്മാർ നിങ്ങൾ തമ്മിൽ പിന്നെ എന്താ വ്യത്യാസമുള്ളത്? അങ്ങനെയല്ലല്ലോ. അത് ഞാനിപ്പോ എടുത്തിട്ട് മറ്റേ ഉറുമി അല്ലെങ്കിൽ മറ്റേ വാൾ എടുത്തിട്ട് ഞാൻ not going to go for a fight or something. What I'm saying is, it was like, for example, we are very very accommodating for a lot of nonsense stuff. Okay, like for example, hijab, I mean ഒരു യൂണിഫോമിൽ ഹിജാബ് ബാൻ ചെയ്യുന്ന പറഞ്ഞാൽ these guys അവരെന്താ ചെയ്യാൻ, മുസ്ലിംസ് നേരെ ഓപ്പോസിറ്റ്, അവർ ഫുൾ ആയിട്ട് കവർ ചെയ്തിട്ടാണ് സ്കൂളിലോട്ട് വരിക. Okay, when the school or the institution says okay, hijab is banned because you want to see your face. അവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത്. അതായത് നിങ്ങൾ ബാൻ ചെയ്യുമ്പോൾ ഹിജാബ് മാത്രമല്ല ബാൻ ചെയ്യേണ്ടത്. നിങ്ങൾ ഹിജാബ് ബാൻ ചെയ്യുന്ന സമയത്ത് റിലീജിയസ് സിംബൽസ് ബാൻ ചെയ്യുന്നു എന്നാണ് നിങ്ങൾ പറയേണ്ടത്. അതിൽ ഹിജാബ് ഉൾപ്പെടുന്നു എന്നാണ് നിങ്ങൾ പറയേണ്ടത്. അത് നിങ്ങൾ അങ്ങനെ നിയമം നടപ്പിലാക്കുമ്പോൾ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ, ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ, സിഖുകാരായിട്ടുള്ള ആളുകൾ അവരുടെ ആ ബാൻ, അവരുടെ മുന്നിൽ വരുന്ന ആ പുതിയ നിയമത്തോട് അവർ കൺഫോമിറ്റി കാണിക്കുന്നു, അവർ അതിനോട് അനുസരണ കാണിക്കുന്നു. അവിടെ ഇസ്ലാമിന്റെ ഭാഗത്തുള്ള ആളുകൾ അനുസരിക്കാതെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ അനുസരിക്കാതെ നിൽക്കുന്ന മുസ്ലിങ്ങളുടെ മേത്തൊരു ബാധ്യത വരികയാണ്. മറ്റുള്ള മതങ്ങൾക്ക് ഇത് അനുസരിക്കാമെങ്കിൽ, ഈ പറയുന്ന നിയമത്തെ അവർക്ക് പാലിക്കാമെങ്കിൽ എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ആയിക്കൂടാ എന്ന ചോദ്യം അവിടെ വരും. അവിടെയാണ് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക, അവിടെയാണ് ഈ മോഡിഫിക്കേഷൻ വരിക. അതാണ് ഞാൻ ഈ പറഞ്ഞത്. സിക്കിനെ കൊണ്ട് ടർബനൊക്കെ ഊരിപ്പിക്കാൻ അതൊക്കെ വരും, കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. I admire your optimism. Okay, പിന്നെ last is that, ഒരു cultural, ഇപ്പോൾ for example, when Muslims took over Afghanistan, they destroyed, Taliban, they destroyed all the cultural identity of the Buddha statue. A lot of landmarks are destroyed ചെയ്തു. പക്ഷെ മറിച്ച് if you look at Indonesia, they are still using Ganesha and Garudan and all of their currency and a lot of this thing. So ഒരു രണ്ട് എക്സ്ട്രീം ആണ് കാണുന്നത്. On one side I'm seeing a Muslim nation, because Indonesia is the largest, I believe, right? Indonesia is the largest Muslim, but they are still sticking to their cultural this thing. പക്ഷെ ഇവിടുത്തെ മുസ്ലിംസ്, എസ്പെഷ്യലി the ones in Kerala, അവരുടെ സ്വന്തം cultural identity complete, they are Bharatiyan first and Muslim they're second. They can have their pieces of worship. പക്ഷെ what they're doing is, ഈ അറബി നാട്ടിൽ എന്താണോ അവർ ഇട്ടുകൊണ്ടിരുന്നത് അതാണ് ഇവർ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. They are forgetting who they are. They are forgetting that being a Muslim is just part of who you are. It is not a whole of who you are. അത് കുറെ ആൾക്കാർ മറക്കുന്നു. I am a Hindu, yes, but it is Hindu is a part of my personality. Being a Hindu is a part of my personality. Okay, I am a father. Being a father is a part of me. Allade, I am not just one soul thing. But Muslims, unfortunately, they're going with this concept. I am Muslim. I will be Muslim. I will die Muslim. Only Muslim. That's a very dangerous thing. But I would like Muslims to at least look at Indonesia and then, to some aspect, I'm not saying that they are fully tolerant, but they haven't abandoned their cultural identity. ഞാൻ പറഞ്ഞുതരാം. ഇന്തോനേഷ്യയെ കണ്ടുപഠിക്കേണ്ടത് മുസ്ലിങ്ങളല്ല. ഇന്തോനേഷ്യ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഇവിടുത്തെ ഇടത് ലിബറലുകൾ, അതുപോലെ ഇവിടുത്തെ സംഘവിരുദ്ധർ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന കുറെ കൊണാണ്ട്രങ്ങളുണ്ടല്ലോ, അവരാണ് ഇന്തോനേഷ്യ കണ്ടുപിടിക്കേണ്ടത്. ജസീം എന്ത് പറയുന്നു? ഇന്തോനേഷ്യ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ടോളറൻസ് ഒന്നുമല്ല. ഇന്തോനേഷ്യ ആ സൗത്ത് ഈസ്റ്റ് ഏഷ്യയില് ഇപ്പൊ വേറെ കുറെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ഭരണകൂടത്തെ അട്ടിമറിച്ചിട്ട് പോകുന്നവർ അവര് അപ്പൊ തന്നെ തലയടിച്ച് പൊട്ടിക്കും. അതുകൊണ്ട് നമ്മൾ അറിയുന്നത് ഇപ്പൊ മലേഷ്യയിലും സിംഗപ്പൂരിലൊക്കെ ഇങ്ങനത്തെ തലതെറിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. നിങ്ങൾ വാർത്തകളിൽ ഇപ്പൊ അടുത്തൊരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു, നിങ്ങൾക്ക് അറിഞ്ഞോന്ന് അറിയില്ല, എവിടെയാണ്, സിംഗപ്പൂരോ മലേഷ്യയിലോ അറിയില്ല. അതുപോലെ ഈ ഇന്തോനേഷ്യയിലും ഈ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഇന്തോനേഷ്യയിൽ ഒരു സമയത്ത് മറ്റേ ആടുമേക്കൽ ടീംസ് ഒക്കെ അവിടെ വന്ന് കൂടുകൂട്ടി പ്രശ്നമായിരുന്നു. അവർ പിന്നെ ഒരു ഐലൻഡ് എങ്ങാണ്ട് അവിടെ പ്രശ്നം, ഫിലിപ്പീൻസിൽ പ്രശ്നം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോ നിങ്ങൾ വിചാരിക്കുന്ന ടോളറൻസ് എന്നുള്ളത് ഓക്കെ, ഇപ്പോ സോവിയറ്റ് യൂണിയന്റെ സാറ്റലൈറ്റ് രാജ്യങ്ങൾ അവിടെ ഇപ്പോൾ അവര് എല്ലാതും നിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോ കാലഘട്ടത്തിലും അല്ലെങ്കിൽ ചിലർക്ക് കൾച്ചർ ഉണ്ടാവും. ഇന്തോനേഷ്യയിൽ ചിലപ്പോൾ കൾച്ചർ ഒരു കാരണമായിരിക്കാം അവിടുത്തെ രീതികൾ. പക്ഷെ അവിടെ നിങ്ങളിപ്പോ ഒരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല. ഈ ആർത്തവത്തെ കുറിച്ചാണ്, ഒരു ഇന്തോനേഷ്യൻ സിനിമയാണ്. അതിന്റെ പേര് ഞാൻ മറന്നുപോയി. ഇന്തോനേഷ്യൻ സിനിമ എന്നാണ് എന്റെ വിശ്വാസം, അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ സിനിമയാണ്. അത് ഒരു ഇംഗ്ലീഷ് അല്ല, സോറി, അവരുടെ മറ്റേ ഭാഷയുണ്ടല്ലോ, അതിലാണ് ഇറങ്ങിയത്. അപ്പൊ അത് ഒന്ന് പോയി കണ്ടോ. ആർത്തവത്തെ അത് ഫുള്ള് ഹിജാബ് മൊത്തം അത് തന്നെയാണ് സംഭവം. അപ്പോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ടോളറൻസ് ഒന്നും ഇല്ല. അതായത് എനിക്കറിയില്ല, ഇനി വേറെ രീതിയിൽ
ചിലപ്പോ ഈ തലസ്ഥാനം ജക്കാർത്തയിലോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അവിടുത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ ആളുകൾ പൊതുവെ എന്റെ ഇന്തോനേഷ്യൻ എക്സ്പീരിയൻസ് ഇസ് ഓൺലി ബാലി. ഒരു കാര്യമുണ്ട് ജസീം ആൻഡ് റൂപ്സ്, അതായത് ഇന്തോനേഷ്യയിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇസ്ലാം അത്ര മോഡറേറ്റ് ഒന്നുമല്ല. ഓക്കെ, എന്നാൽ അവരുടെ കൾച്ചറൽ എലമെന്റ്സ് അവർ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ ഇന്റേണലി അത് വലിയ കോൺഫ്ലിക്റ്റ് ആണെന്ന് മാത്രമല്ല, അധികം വൈകാതെ അത് അവർക്ക് നഷ്ടപ്പെടും. അതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ആ നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? നമ്മൾ നേരത്തെ ഇറാനിലെ കാര്യം പറഞ്ഞ പോലെ അവിടെ ആ ഒരു ജിഹാദി ഫോഴ്സ് അവിടെ രൂപപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞു വെക്കുന്നത്. എ കൈൻഡ് ഓഫ് ഓവർ പവറിങ് ഉടനെ സംഭവിക്കാനുള്ള സാധ്യതയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഒന്നത്. ഇനി കണ്ടുപഠിക്കേണ്ടത് മുസ്ലിങ്ങൾ അത് കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ കൂടുതൽ ഡേഞ്ചറിലേക്ക് പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഇന്തോനേഷ്യയെ കണ്ട് മുസ്ലിങ്ങൾ പഠിക്കരുത് തന്നെയാണ് ഞാൻ പറയാം. പണ്ട് പഠിക്കേണ്ടത് ഇവ കൾച്ചറും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇതിനെങ്ങനെ തടുക്കുന്നു എന്നുള്ളത് കാണണമെന്നുണ്ടെങ്കിൽ അത് കണ്ടുപഠിക്കേണ്ടത് നമ്മുടെ നാട്ടിലും അത്തരം കാര്യങ്ങൾ പൊക്കിപ്പിടിക്കേണ്ടതിൻ്റെ ഒരു ചെറിയൊരു കാരണമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ഈ വോക്കുകൾക്ക് പ്രത്യേകിച്ചും അത് കണ്ടുപിടിക്കാവുന്ന സാധനം തന്നെയാണ്. അതിൽ ഞാൻ തെറ്റ് പറയുന്നില്ല. അത് ഞാൻ എപ്പോഴും ആ ഒരു സാധനത്തിന് അറ്റ്ലീസ്റ്റ് അതിനൊരു ടൂറിസം വ്യൂ പോയിന്റിലെങ്കിലും അതിനൊരു വാല്യൂ ഉള്ളതായിട്ടാണ് ഞാൻ എപ്പോഴും കാണുന്നത്. ആളുകൾക്ക് വേണ്ടത് കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യുക. ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് വലിയ ബിൽഡിംഗ് കാണാനോ അല്ലെങ്കിൽ കുറെ പാലം കാണാനോ ഒന്നും അല്ല ആളുകൾ ഇന്ത്യയിലേക്ക് വരുന്നത്. അത് ഇവിടുത്തെ കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യാനാണ് ആളുകൾ പുറത്തേക്ക് ഇങ്ങോട്ട് വരിക. ആ സമയത്ത് നമ്മളിവിടെ ഒരുക്കേണ്ടത് എന്താണ്? ഇവിടുത്തെ ഇപ്പൊ നമ്മുടെ നാലുകെട്ടൊക്കെ നമുക്ക് നല്ലതൊരെണ്ണം കേരളത്തിൽ പണിതിട്ട് അതിലൊരു ടൂറിസം എക്സ്പീരിയൻസ് നമുക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് കാണാൻ ആളുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനോട് ചേർന്നൊരു അമ്പലമുണ്ട്, അതിലൊരു കഥകളി നടക്കുന്നു, അതല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു സംഭവമൊക്കെ നടക്കുന്നു, അതിന് ആ ഒരു രീതിയിൽ കാണാനുള്ള ഒരു അവസരം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ടൂറിസത്തിനല്ലേ ഗുണം, ആ കലാകാരന്മാർക്കല്ലേ ഗുണം. നമ്മൾ നിർമ്മാല്യം എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് കാലത്തുണ്ടായ സിനിമയാണത്? അതിനകത്ത് ഇതിവൃത്തം തന്നെ എന്താണ്? അതില് അമ്പലം, അതുപോലെ തറവാട്, അതിനകത്ത് കലാകാരന്മാര് പിരിച്ചുവിടുന്ന കാഴ്ച വരെ ഉണ്ട് അതിനകത്ത്, കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അതില് വിദേശികൾ വന്നിട്ടാണ് കഥകളി കാണുന്നതും ആ ആട്ടം കാണുന്നതും ഒക്കെ. നിങ്ങൾ അറിയില്ല. അപ്പൊ ഞാൻ തന്നെ കഥകളി കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, അതാ ഞാൻ പറയണേ. ഞാൻ എവിടുന്നാ കണ്ടത്? ഇത് കാണണം തോന്നി, ഇതെവിടെ കാണും. അപ്പോൾ അന്ന് ഞാനുണ്ട് നമ്മള് മദറിന്റെ വീടിനോട് ചേർന്ന അമ്പലത്തിൽ ഇതുപോലെ വിഷയം, ഈ സമ്മർ വെക്കേഷന്, ഉത്സവങ്ങളുടെ ഒരു സമയമാണല്ലോ ഈ സമ്മർ വെക്കേഷൻ എന്ന് പറയുന്നത്, ഏപ്രിൽ മെയ് മാസങ്ങളിൽ. ആ സമയത്ത് നമ്മൾ പോയി കണ്ടിട്ടുണ്ട്, ഓട്ടംതുള്ളൽ കണ്ടിട്ടുണ്ട്, കഥകളി കണ്ടിട്ടുണ്ട്. മുഴുവൻ ഇരുന്ന് കണ്ടിട്ടൊന്നും ഉണ്ടെന്നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെ അവിടെ പോയത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് എന്താണ് ആ സാധനം, അത് നമ്മൾ ഒരിക്കലെങ്കിലും എത്ര മലയാളികൾ കഥകളി കണ്ടിട്ടുണ്ട്, എത്ര മലയാളികൾ ഓട്ടംതുള്ളൽ കണ്ടിട്ടുണ്ട്, ടി വിയിലെങ്കിലും കണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ ചോദിക്കുക. ഇത് നമ്മൾ എക്സ്പീരിയൻസ് ഉണ്ട്. എങ്ങനെയായിരുന്നു എങ്ങനെയാണ് ഈ ക്ഷേത്ര കലകൾ ഉണ്ടായിരുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ നിലനിന്നിരുന്നത്. ഇതിപ്പോ ഒപ്പനയുടെ കാര്യം അല്ലെ, സോറി, ഈ ഓട്ടംതുള്ളലും കഥകളി മാത്രമല്ല, നിങ്ങൾ ഒപ്പനയും കാണണം. ഓക്കെ, നിങ്ങൾ കോൽക്കളി കാണണം, ദഫ്മുട്ട് കാണണം. ഞാൻ പണ്ട് മദ്രസയിൽ പഠിച്ചിരുന്നപ്പോ ദഫ്മുട്ട് വിദ്വാനായിരുന്നു. ഞങ്ങളെ മദ്രസയിലെ ദഫ്മുട്ടിന്റെ അത് വലിയ കഥയാണ്. ഇതിപ്പോ ദഫ്മുട്ടിന് വേണ്ടിയിട്ട് ആർട്ട്, കൾച്ചർ എന്നുള്ളതിനേക്കാൾ ഉപരി ഇത് ആർട്ട് ഫോംസ് ആണ്. ഓരോ പോപ്പുലേഷനുമായി ചേർന്ന് നിൽക്കുന്ന അവരുടേതായിട്ടുള്ള പല എലമെന്റ്സ് ഉണ്ട്. അതിലൊരു എലമെന്റ് ആണ് ആർട്ട് എന്ന് പറയുന്നത്. അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കാര്യമാണ്. അത് നമ്മൾ പരിപോഷിപ്പിക്കണം. അതിന് ഇന്നത്തെ കാലത്ത് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏറ്റവും മിനിമം പറഞ്ഞാൽ അത് ടൂറിസം വാല്യൂ തന്നെയാണ്. അപ്പോ അത് നടക്കുന്നേ വെരി കേപ്പബിൾ ടൂറിസം മിനിസ്റ്റർ, പുള്ളിക്കാരനെ എല്ലാം കൊളായിട്ട് വെച്ചിരിക്കും. അല്ല, നിങ്ങൾ ആദ്യം ഷെഡ് ചെയ്യേണ്ടത് ഈ പറയുന്ന സാധനമാണ്. ഈ ഒരു അപ്പോകാലിപ്റ്റിക് ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, അത് തെറ്റാണ്. ഓക്കെ, യു ഹാവ് ടു ഷെഡ് ദാറ്റ്. അത് നിങ്ങൾ കൊണ്ടു നടന്നാൽ യുവർ നേഷൻ വോണ്ട് പ്രോഗ്രസ്. ഓക്കെ, വ്യൂ പോയിന്റ് ഇല്ല, പക്ഷെ നിങ്ങൾ പറയുന്ന സാധനത്തിലെ ടോൺ അതാണ്. അത് ശരിയാണ്. കാരണം ഐ എം എ ട്രേഡർ ഓൾസോ. അപ്പൊ മാർക്കറ്റ് വീഴുമ്പോൾ നമ്മൾ അയ്യോ എല്ലാം വീഴുന്നു, എല്ലാം നശിക്കുന്നു, ആ ഒരു ആണ്. ബട്ട് ഇവൻച്വലി മാർക്കറ്റ് റീബൗണ്ട്സ് ബാക്ക്, അത് വേറൊരു കാര്യം. ബട്ട് സീ വാട്ട് യു ആർ ഡൂയിങ്. ഇപ്പൊ നിങ്ങളും ഓരോരോ സ്റ്റെപ്പ് എടുക്കുകയാണ്. ഇപ്പൊ വെദർ ഫോർ ലെഫ്റ്റ് വിങ്സ് ടു ഗോ ആൻഡ് സീ ഹൗ ദ കൾച്ചർ ഇസ് അഫക്ടിങ് റിലിജൻ ഇൻ ഇന്തോനേഷ്യ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഡിബേറ്റ്സ് ആൻഡ് വീഡിയോസ്, യുവർ ടോക്സ് വിത്ത് ജസൻ, ഇതൊക്കെ ഓരോരോ സ്റ്റെപ്പാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ യു റീച്ച് എ പ്രോഗ്രസീവ് സ്റ്റേറ്റ് ലൈക്ക് ഇൻ ഇറാൻ, ഒരു വീഴ്ച മതി, and then everything comes down like an escalator. And then you will have the modern Iran. So it's a very, very sensitive, very, very tough one. It's no solution illa, but I really hope you actually get to debate. Rasil, that will be the most. അവിടെയാണ് വീണ്ടും തെറ്റ്. സൊല്യൂഷൻ ഉണ്ട്,
ആ സൊല്യൂഷൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ പണിയെടുക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഹോപ്പ് ചെയ്താൽ നമ്മൾ ഇത് അച്ചീവ് ചെയ്യും. ഡോണ്ട് വറി. അതെ, നിങ്ങൾ ഈ ഒപ്റ്റിമിസം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. ഈ ജനസംഖ്യ എന്തായാലും ഇന്ത്യയിൽ ജനസംഖ്യ എത്തിക്കുക എന്നുള്ളത് അവർ അതിന് മാത്രം കുട്ടികൾ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ വേറെ ഒരു സമയം ഉണ്ടാവില്ല. ഇന്ത്യയിലെ ജനസംഖ്യ ഇപ്പോ ഉള്ള ശതമാനം വെച്ചിട്ട് പറ്റില്ല. പക്ഷെ ലോക്കലി ഹിന്ദുക്കൾക്ക് തിരിച്ചടി വരും എന്നത് തന്നെയാണ് ഞാൻ അത് സത്യം പോലെ തന്നെ പറയുന്നത്. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പുറത്തയക്കുകയും നിങ്ങളുടെ സ്വന്തം നാട് നന്നാക്കാതെ, ഇപ്പൊ കേരളം നന്നാക്കാതെ കേരളത്തിൽ പുറത്തയച്ചിട്ട് കേരളത്തിൽ കമ്മ്യൂണിസം ആക്കി ഹിന്ദുക്കൾ നടക്കുകയാണെങ്കിൽ ഹിന്ദുക്കൾക്ക് ഒരു രക്ഷ ഉണ്ടാവില്ല. ഇവിടെ നിങ്ങളുടെ ജനനിരക്ക് കുറയും, ഈ നാട്ടിൽ ജോലി ഉണ്ടാവില്ല, അപ്പൊ ആരും ഇവിടെ നിൽക്കില്ല. അപ്പൊ നിങ്ങളുടെ ജനസംഖ്യ സ്വാഭാവികമായിട്ട് കുറയും. ഹിന്ദുക്കൾ മാത്രമല്ല ക്രിസ്ത്യാനികളും കുറയും. ക്രിസ്ത്യാനികളാണ് ആദ്യമായിട്ട് രാഷ്ട്രീയപരമായിട്ട് കേരളത്തിൽ പിന്നോക്കം പോകാൻ പോകുന്നത്. അധികമൊന്നും കാത്തിരിക്കേണ്ട, ഇപ്പൊ തന്നെ സംഭവിച്ചിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് കാത്തിരുന്നു കഴിഞ്ഞാൽ കേരളത്തിൽ കേരള കോൺഗ്രസ് എന്നുള്ള പാർട്ടി തന്നെ ഇല്ലാതാവും. എന്നെ ഇങ്ങനെ വിളിച്ചു, ഞാൻ പറഞ്ഞുതരാം. ഈ ജനസംഖ്യ ഒരു പ്രത്യേകതയാണ്, അത് നമ്മൾ അംഗീകരിക്കണം. പക്ഷെ എന്താണ് ഇപ്പൊ ഹിന്ദുക്കൾ എന്നതിൽ ഭാരം ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ പറഞ്ഞ നൂപുർ ശർമ്മയുടെ കേസ് നമ്മൾ ക്ലാസിക് ഏറ്റവും പീക്കിൽ ഇവർ ഹിന്ദുത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നൂപുർ ശർമ്മയ്ക്ക് അവസ്ഥ വന്നത്. എന്തിനാണ് നൂപുർ ശർമ്മയെ ഡിഫെൻഡ് ചെയ്യാതെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത്? എത്ര ഹിന്ദുക്കൾക്ക് ഇതിന് മറുപടി പറയാൻ പറ്റും? കുറെ ആൾക്കാർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നൂപുർ ശർമ്മ ചെയ്ത് ശരിയായില്ല, മോദി ഇങ്ങനെ വന്നിട്ട് നമ്മൾ യോഗി വരണം. യോഗി വന്നാലും പ്രത്യേകിച്ച് ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് പേടിയാണ് അതായത് സെക്യുലർ ആയിട്ടുള്ള കാര്യങ്ങൾ, അതല്ല ഈ സെക്യുലർ ആയ കാര്യങ്ങൾ പറയാൻ എല്ലാവർക്കും പേടിയാണ്. അത് മറ്റുള്ളവർക്ക് എത്രത്തോളം പേടിയുണ്ടോ അത്രത്തോളം പേടിയാണ് നിങ്ങൾക്കും. അത് ആണ് പ്രശ്നം. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞപ്പോൾ നമുക്കിത് ചെയ്യാം. ഞാൻ വീണ്ടും പറയുന്നു, അല്ല അത് കേൾക്കുന്ന ബ്യൂട്ടി ഈസ് ഇൻ ദ ഐ ഓഫ് ദ ബിഹോൾഡർ. വൺ മാൻസ് ട്രാഷ് ഇസ് അനദർ മാൻസ് ട്രഷർ. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇഫ് യു സേ സെക്യുലർ സ്റ്റഫ് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഒന്നും നൂപുർ ശർമ്മ പറഞ്ഞില്ല. ഞങ്ങൾ പറയുന്ന ഒന്നും നൂപുർ ശർമ്മ പറഞ്ഞിട്ടില്ല. നൂപുർ ശർമ്മ എന്താ പറഞ്ഞത് നിങ്ങൾ കേട്ടോ? ആ ചാനലിൽ പോലും കാണിക്കാൻ പേടിയാണ്. ഡിബേറ്റില് നൂപുർ ശർമ്മ പറഞ്ഞ ഇത്രേ ഉള്ളൂ. അതായത് 6 साल के बच्चे के साथ शादी किया था और एक घोड़े के ऊपर बैठ के आसमान चला गया, അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. അപ്പോ അതിലെവിടെയാണ് ഇൻസൾട്ട് ഉള്ളത് എന്ന് പറയും. അവിടെ നമ്മൾ പറയേണ്ടി വരും. അത് പറയേണ്ടി വരും എന്നാണ് പറഞ്ഞത്. അവർക്ക് നാണക്കേട് തോന്നുന്നുണ്ടോന്ന് they are getting offended. Simple, plain and simple. There's nothing else. എന്തുകൊണ്ട് ഹിന്ദുക്കളെ ഡിഫെൻഡ് ചെയ്തില്ല? നിങ്ങൾ ഹിന്ദുക്കളാണെന്നല്ലേ പറയും. ഹിന്ദുക്കൾ എന്തുകൊണ്ട് നൂപുർ ശർമ്മ നൂപുർ ശർമ്മയുടെ വീട്ടില് അതുകൊണ്ട് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഈ നൂപുർ ശർമ്മയുടെ എന്താ പറയാ അവരുടെ കുടുംബത്തില് പോലും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റിയ പേടിയാണ്. ഇപ്പൊ തന്നെ അവർ പല പബ്ലിക് പ്ലാറ്റ്ഫോമിലും വരുന്നത്. അതെ, ഇപ്പൊ അരി പറഞ്ഞ ഇപ്പൊ പല പബ്ലിക് പ്ലാറ്റ്ഫോമിലും അടുത്ത കണ്ടാണ് കണ്ടത്. അതും ചില ഇടങ്ങളിൽ അവർ സെക്യൂരിറ്റി ആയിട്ടൊക്കെ എങ്ങനെയൊക്കെ വരാറുണ്ട് എന്നല്ലാതെ. ഇപ്പൊ ട്വിറ്ററിലൊക്കെ ആക്റ്റീവ് ആയിരുന്നു ഈ പുള്ളി. ട്വിറ്ററിൽ ആക്റ്റീവ് ആയിരുന്നു. പല ചാനലുകളിലും ബിജെപിക്ക് വേണ്ടി ഘോരം പ്രസംഗിച്ചിരുന്ന ആളാണ്. ഒന്നാലോചിക്ക് ഇന്ന് സഹമന്ത്രി ആവേണ്ട ആളാണ് ഒരു പക്ഷെ. ആ സ്ത്രീയാണ് എന്ത് ചെയ്യുന്നത്? സംബിത് പാത്ര നിങ്ങൾക്ക് അറിയാലോ. സംബിത് പാത്ര ഇപ്പൊ എവിടെ ഇരിക്കുന്ന അറിയാം. അതേ മോഡലിൽ ഇരിക്കേണ്ട ആളാണ് സുധാൻശു ത്രിവേദി, സംബിത് പാത്ര, ഈ പെണ്ണ്, പിന്നെ വേറെ ഒരു മീനാക്ഷിയിലേക്ക് ആണ് തോന്നുന്നത്. മീനാക്ഷിയിലേക്ക് ആയിരിക്കും. അവരൊക്കെ അവരാണ് ഇവർ ഈ ഇംഗ്ലീഷ് ചാനലുകളിലൊക്കെ അല്ലെങ്കിൽ ദേശീയ ഹിന്ദി ചാനലിലൊക്കെ വന്നിട്ട് അവര് തൊണ്ട കീറുന്നത്. ഇവള് അല്ലെങ്കിൽ ഈ സ്ത്രീ ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഒന്നും ഒഫെൻസീവ് ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. നമ്മൾ പക്ഷെ റൂട്ട്സിനോട് പറയേണ്ടത് അതല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അത് ഡിഫെൻഡ് ചെയ്തില്ല? ആരൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ വന്നു നൂപുർ ശർമ്മ? അപ്പൊ ആവശ്യമുള്ള സമയത്തൊന്നും നിങ്ങൾ ഡിഫെൻഡ് ചെയ്യില്ല. അപ്പൊ ഹിന്ദുക്കളെ ഡിഫെൻഡ് ചെയ്യാതിരിക്കുമ്പോ പിന്നെ അതും യഥാർത്ഥത്തിൽ നൂപുർ ശർമ്മയ്ക്ക് അത് പറയാൻ കോൺസ്റ്റിറ്റ്യൂഷൻ അധികാരം കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു ഇൻസൾട്ടും വന്നിട്ടില്ല. ഇനി ഇൻസൾട്ട് 153 വകുപ്പ് ഇപ്പൊ പുതിയ വകുപ്പ് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പഴയ 153 വകുപ്പല്ലേ, അതിനും പെടാത്ത കാര്യമാണ് നൂപുർ ശർമ്മ പറഞ്ഞത്. എന്നിട്ടും ആരും ഡിഫെൻഡ് ചെയ്യാൻ വന്നില്ല. അതും സ്വന്തം പാർട്ടിക്കാർ. നിങ്ങൾ നിങ്ങളെ ഡിഫെൻഡ് ചെയ്യാതിരിക്കുകയും എന്നിട്ട് ബാക്കിയുള്ളവർക്ക് വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത്? ഹിന്ദുക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല, ബാക്കിയുള്ളവർക്ക് വന്ന് നിങ്ങളെ രക്ഷിക്കും. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് ഒരുപാട് വായിട്ട് അലച്ചിക്കാരില്ല. ഞാൻ ഗ്രൂപ്പ്സിനെ വ്യക്തിപരമായിട്ടല്ല പറയുന്നത്. അത് പൊതുവിൽ ഈ സോഷ്യൽ മീഡിയയിലെ കമന്റ് സെക്ഷൻ അല്ല ജീവിതം. അവിടെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ പൊതു രംഗമുണ്ട്. ഇത് ഒരു ഭാഗമാണ്. അപ്പൊ നിങ്ങൾ പൊതുരംഗത്ത് എന്തൊന്നും വേണ്ടില്ല. എപ്പോഴെങ്കിലും ഒരു മറ്റേ ഈ നാമജപയാത്ര ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ സുകുമാരൻ നായരൊക്കെ വന്ന് പറയും ഹൂറികളെ പറ്റി ഹൂറി പരാമർശം നടത്തുന്ന അപ്പോഴൊക്കെയാണ്. അല്ലാതെ
ആവശ്യമുള്ള സമയത്തൊന്നും യഥാർത്ഥത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആരും ഉണ്ടാവാറില്ല. ചില സമയത്ത് തിരിച്ചറിയാണ് പലപ്പോഴും സംഘവും BJP ഒക്കെ ചില നിലപാടെടുത്തിട്ടുണ്ട്. ഇപ്പൊ ജോസഫ് മാഷിനെ കൈവിട്ടുന്ന കാര്യത്തിൽ, ഇപ്പൊ PFI യുടെ കാര്യത്തിലൊക്കെ മാന്യമായിട്ട് നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു വിഷയം ഇത് അതിനേക്കാളും നിസ്സാരമായിട്ടുള്ള വിഷയമാണ്. ഈ വിഷയത്തിൽ നൂപുർ ശർമ്മ പോലും നിൽക്കാറുണ്ടായിരുന്നില്ല. അതാണ് വിഷയം. നമ്മള് റൂപ്സ് ഇത് നീണ്ടുപോവാണ്. എന്തായാലും താങ്കൾ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു രണ്ട് കാര്യം പറഞ്ഞിട്ട് ഞാൻ ഫിനിഷ് ചെയ്യാം. രണ്ട് കാര്യം പറയാം. ഒന്ന്, നമ്പർ 1, ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. BJP is a very pro Hindu party അല്ല. They are trying to become more and more secular. Okay, 100%. കാരണം ഞാൻ ഒരു BJP പാർട്ടി ഫോളോവറും കൂടിയാണ് ആൻഡ് കൈൻഡ് ഓഫ് മെമ്പർ ഓൾസോ. ബട്ട് ഐ ആം ജസ്റ്റ് ടെല്ലിങ് യു, they are born secular rather than they are more pro Hindu. ഹിന്ദുസിന് വേണ്ടി അധികം ഒന്നും ചെയ്തിട്ടില്ല. ആയക്കൂടെ അയോധ്യയുടെ മറ്റേ രാമക്ഷേത്രം പണിതു. രണ്ടാമത്തെ കാര്യം ഞാൻ മുമ്പ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹിന്ദുസിന് നട്ടല്ലില്ല എന്ന്. ഓക്കെ, ദാറ്റ് ഈസ് ഇൻ റെസ്പോൺസ് ടു വാട്ട് ജാസിം ജസ്റ്റ് സെഡ് നൗ. യു ആർ ആസ്കിംഗ് വൈ ഹിന്ദുസ് ഡിഡ്ന്റ് കം ഫോർവേഡ് ആൻഡ് കാരണം ഇവിടെ സപ്പോർട്ട് സിസ്റ്റം ഇല്ല. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ഇവിടെ ശബ്ദം ഉണ്ടാക്കിയില്ല, എപ്പോ ജയിലിലാക്കിയെന്ന് ചോദിച്ചാൽ മതി. അത് ഹിന്ദുവിന്റെ പ്രശ്നമല്ല. നിങ്ങൾ അത് അങ്ങനെ എടുക്കരുതെന്നാണ് ഞാൻ ഈ പറയുന്നത്. അത് ജാസിം പറഞ്ഞത് നിങ്ങൾക്ക് ആ ആംഗിളാണ് മനസ്സിലായെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ കാണുന്നത് അങ്ങനെയല്ല. അത് ഇവിടുത്തെ ഒരു സെക്യുലർ സമൂഹത്തിന്റെ വീക്ക്നെസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇസ്ലാം അവിടെ ഒരു പ്രശ്നം അവിടെ കൊണ്ടുവച്ച് കഴിയുമ്പോൾ അവിടെ അതിനെ ഡിഫെൻഡ് ചെയ്ത് ഈ പറഞ്ഞ ആള് പറഞ്ഞതിൽ എന്താ തെറ്റ് എന്ന് ചോദിക്കേണ്ട ബാധ്യത ഇവിടുത്തെ സെക്യുലർ സമൂഹത്തിനാണ്. അതിൽ ഹിന്ദു ഉണ്ട്, അവിടെ മുസ്ലിം ഉണ്ട്, അവിടെ ക്രിസ്ത്യാനി ഉണ്ട്, എല്ലാവരും അതിനകത്ത് പെടണം. അതിവിടെ വരുന്നില്ല. പകരം അതിൽ ഉടനെ അത് മതം വേർതിരിച്ചുകൊണ്ട് ഇപ്പൊ ഞാൻ നൂപുർ ശർമ്മയുടെ ഒപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണത്തിന്റെ പേരിലാണ് എൻ്റെ ഒരു യാത്ര ഇവരെല്ലാവരും കൂടി മുടക്കിയത്. ഒന്ന് ആലോചിക്കുക. കാരണം നൂപുർ ശർമ്മയ്ക്ക് അത് പറയാനുള്ള അവകാശം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഇവിടുത്തെ സെക്യുലർ ഇടങ്ങളെ സെക്യുലറായിട്ട് നിലനിർത്തുന്നതിനും സെക്യുലറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ ബലപ്പെടുത്തുന്നതിനും അതിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നതിലും വലിയ പങ്ക് വഹിക്കുന്നത് ഇന്ന് നിലവിൽ, ഞാൻ അഹങ്കാരം കൊണ്ട് പറയണമെന്ന് വിചാരിക്കരുത്, ഒരു വാസ്തവമാണ്, അത് ഇവിടുത്തെ എക്സ് മുസ്ലിം സമൂഹം തന്നെയാണ്. ഇവിടുത്തെ സെക്യുലർ സമൂഹം അല്ല അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകരെന്ന് പറയുന്നവരായാലും ഇവിടുത്തെ പുരോഗമന രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന ആളുകളായാലും ഇവരെല്ലാവരും ഈ സെക്യുലറൈസേഷന്റെ ഏറ്റവും വലിയ ഒരു ഭീഷണിയായിട്ടുള്ള ഇസ്ലാമിന്റെ മുന്നിൽ മുട്ടുമടക്കി നിൽക്കുന്ന അവസ്ഥയിൽ അതിനൊറ്റയ്ക്ക് നിന്ന് നേരിടുന്നത് ഇവിടുത്തെ എക്സ് മുസ്ലിം സമൂഹം, ഇവിടുത്തെ ഫ്രീ തിങ്കേഴ്സ് മൊത്തത്തിൽ അവർ മാത്രമാണ്. ഫ്രീ തിങ്കേഴ്സിൽ പോലും അതിന് നിൽക്കാത്ത ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് എക്സ് മുസ്ലിംസിന്റെ അടുത്ത്, അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം വേറൊന്നും കൂടിയുണ്ട്. എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ടായി. ഇങ്ങനെ ഇസ്ലാമിന് ഒരു പാരപണിയുമെന്ന് പടച്ചോൻ പോലും വിചാരിച്ചിട്ടില്ല. അതാണ് ഞാൻ എപ്പോഴും പറയാറ്. പടച്ചോൻ ഇങ്ങനെ കണ്ടിട്ടില്ല. അതാണ് പടച്ചോന് പറ്റിയ ഏറ്റവും വലിയ അമളി എന്ന് പറയുന്നത്. നിയമം പറയുന്നത് മുർത്തദിനെ കൊല്ലണം എന്നാണ്. പക്ഷെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ അത് കൊല്ലാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവിടെ എക്സ് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ഡെമോക്രസികളിൽ എക്സ് മുസ്ലിങ്ങൾ വളർന്നത്. അതുകൊണ്ടാണ് അതിന്റെ കാര്യം. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക്സ് ഫോർ ജോയിനിങ്. ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് ആഡ് ചെയ്യാനുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ജനസംഖ്യയുമായി ബന്ധപ്പെട്ടിട്ട് ഭയങ്കരമായിട്ട് എല്ലാവർക്കും പേടിച്ചടക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഭൂരിപക്ഷ സമുദായത്തിലാണ് ഈ ജനനിരക്ക് കുറവ്, അതും സത്യമാണ്. മറ്റ് സമുദായത്തിലാണ് ജനനിരക്ക് കൂടുതൽ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇതിന് ഏറ്റവും ബെസ്റ്റ് മാർഗം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിങ്ങളുടെ കുട്ടികൾക്ക് ജോലി കിട്ടുന്ന അവസ്ഥ ഉണ്ടാക്കുക. അപ്പൊ അവര് അത് വെച്ചിട്ട് ഈ നാട്ടിൽ നിൽക്കുമ്പോൾ ഒരുപക്ഷെ കുട്ടികളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. അവർ വിദേശത്ത് പോയി എല്ലാവരും ഹിന്ദുക്കൾക്ക് വിദേശത്തേക്ക് കുടിയേറുകയാണെങ്കിൽ കേരളത്തിൽ ജനസംഖ്യ സ്വാഭാവികമായിട്ട് കുറയും. മറ്റേ കൂട്ടർ ഇവര് പിന്നെ ഒരു കാര്യം, ജാതി, ഇവർക്കിടയിൽ ജാതി എന്നുള്ളൊരു പ്രശ്നം വിവാദത്തിലായിരിക്കാം. അപ്പൊ കേരളത്തിലൊക്കെ ആകുമ്പോൾ അത്ര ഒരു പ്രശ്നമല്ല. പക്ഷെ നോർത്തിലേക്കൊക്കെ ജാതി ഒരു വിഷയമാണ്. പല ജാതി ഗ്രൂപ്പുകളും വോട്ട് മാറ്റി കുത്തിയതുകൊണ്ടാണ് BJP തോറ്റത് UP-യിൽ. അപ്പോ ഹിന്ദുക്കള് ഇതൊക്കെ പറയും, അവരിതൊക്കെ പറയുകയും എന്നാൽ അവർ സെക്യുലർ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അവർ മിണ്ടാതിരിക്കും. മറ്റേ ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ പറയണ്ട, നമ്മളെ കുറിച്ച് അവരും പറയണ്ട. അതാണ് ഇവര് തമ്മിൽ ഡീലാണിത്. ഇവരിന്നിട്ട് അത് മാറ്റണം. ഇവരിത് മിണ്ടുകയാണെങ്കിൽ ഇപ്പൊ ഷബാന കേസിന് സുപ്രീം കോടതിയാണ് ഇപ്പൊ വിധി പറഞ്ഞിട്ടുള്ളത്. ഇന്ന് മോദി പോലും ഇത് മാറ്റിയിട്ടില്ല. മോദി ആ വിധി വെച്ച് അവിടെ ഇരിക്കുകയാണ്. മോദി പണ്ടത്തെ അമെന്റ്മെന്റ് വെച്ചിരിക്കുകയാണ് അവിടെ. അദ്ദേഹം പോലും എടുത്ത് മാറ്റിയില്ല. യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞു കുറെ കാലം ഇരിക്കുന്നു. ഇന്നിപ്പോ സുപ്രീം കോടതി വിശദീകരിക്കേണ്ടി വന്നു. അപ്പോ ഇത് ഇവര് തമ്മിലൊരു പണ്ട് നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ എന്താ പറയാ, ഇവര് തമ്മിൽ പോത്ത് നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടു കൂട്ടർ ഡീൽ ഉണ്ടാക്കാൻ നിന്നതാണ്. നെഹ്റു തടഞ്ഞതാണെന്നാണ് പറഞ്ഞത്. അതായത് അവര് പറഞ്ഞത് രാജ്യവ്യാപകമായിട്ട് പോത്ത് നമുക്ക് നിരോധിക്കാം, അല്ലെങ്കിൽ പോത്ത് ഇറച്ചി, പോത്തിന് വെട്ടുന്നതും അല്ലെങ്കിൽ പശു നിരോധിക്കാം. അതെ, പക്ഷെ അത് ബ്ലാങ്കറ്റ് നിരോധന നാഷണൽ വൈഡ് ആയിട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞത് അന്ന് നെഹ്റു ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോ ഇവർക്ക് രണ്ടു കൂട്ടർക്കും, രണ്ട് എക്സ്ട്രീമിലുള്ള ആൾക്കാർക്കും അവർ ചില ഈ അന്തർധാര എന്ന് പറഞ്ഞത് ഇത് സജീവമാണ്. ചില കാര്യങ്ങളിൽ ഇപ്പൊ ക്ഷേത്രത്തിന്റെ കാര്യം വരുമ്പോഴാണെങ്കിൽ അവർക്ക് സ്വയം ഒരു മുൻകൈ, അല്ലെങ്കിൽ അവർ അതിന് ആധിപത്യത്തിന് ശ്രമിക്കും. അവർ നിയമപരമായിട്ട് നോക്കും, കോടതിയെ സ്വാധീനിക്കാൻ, അങ്ങനത്തെ ഒക്കെ പോവും.
പക്ഷെ ആവശ്യമുള്ള കാര്യം വരുമ്പോൾ പൗരന്റെ അവകാശത്തിലൊക്കെ ഇന്ത്യക്കാർ പൊതുവിൽ ഇങ്ങനെയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോപ്പുലേഷന്റെ കാര്യം വരുമ്പോൾ ഞാൻ പറയുന്നു, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിങ്ങൾ ഇതുപോലെ എന്താ പറയാ അവർക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കേരളത്തിൽ നിങ്ങളുടെ പോപ്പുലേഷൻ കൂടുന്നുണ്ടെന്ന് മാത്രമല്ല ഇവിടെ നിൽക്കാൻ ആൾക്കാർക്ക് താല്പര്യം പോകും. ഗൾഫിലേക്കും ഇവിടെ ഓടിപ്പോകേണ്ടത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കുക. മറ്റു രാജ്യങ്ങളിലേക്ക് ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾക്ക് കുടിയേറുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുക. അപ്പൊ ഇതുപോലത്തെ ഒരു പാർട്ടിയെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ ഒരു പാർട്ടിയെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഒരു പാർട്ടിയെ ഇതുപോലെ മാനസികമായിട്ട് കുട്ടികളൊക്കെ ഇതുപോലെ എന്താ പറയാ ക്യാമ്പയിൻ ചെയ്ത് ഓരോ പൊട്ടത്തരം പഠിപ്പിച്ച് ഇതുപോലെ അവരെ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് പണം ഉണ്ടാക്കാനോ നാടിന് ഗുണമുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാനുള്ള ആ ത്വര ഇല്ലാതാക്കുന്ന ഒരു സംഘടനയ്ക്ക് കാലാകാലങ്ങളായിട്ട് ഒരു മതത്തിൽ പ്രധാനപ്പെട്ടത് ഹിന്ദു വിഭാഗത്തില് ആളുകൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം. ഇപ്പൊ നമുക്കൊന്നും ഇപ്പൊ ഞാൻ പറട്ടെ, ഇപ്പൊ ഹിന്ദു മുസ്ലിം ജിലേബി ലഡു എന്ന് പറഞ്ഞ സാധനമൊന്നും ഇല്ല. നമുക്കിങ്ങനെ ഇത് പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇനി നമുക്കിപ്പോ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിപ്പോ വേറെ കുറെ കാര്യങ്ങൾ നടക്കാം. ഈ റിസ്ക് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇത് പോയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് പൊതുബന്ധത്തിൽ ചർച്ചയാക്കാം. ഇപ്പൊ സുകുമാരൻ നായരാവട്ടെ, വെള്ളാപ്പള്ളി നടേശൻ ആവട്ടെ, അവർക്ക് ചില ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഇതൊക്കെ പറയുന്നത്. അവരിതിപ്പോ എന്നും പറയുകയാണെങ്കിൽ പ്രശ്നമില്ലല്ലോ. ഇതിപ്പോ നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ല ഈ ജനസംഖ്യയുടെ കാര്യമൊന്നും. നമുക്ക് ഞാൻ കുട്ടികളെ ഉണ്ടാക്കിക്കൊണ്ട് ഇത് പരിഹരിക്കാൻ പറ്റുമോ? ഇല്ല. ഇത് പരിഹരിക്കാൻ പറ്റാത്തത് ഇവിടെ ഈ പുരോഗമനം വരുമ്പോൾ, ഈ ഫാമിലി പ്ലാനിങ് വരുമ്പോൾ അത് ഭൂരിപക്ഷ സമുദായത്തിലാണ് ആദ്യം വരിക. പിന്നെ മറ്റു സമുദായം ഒരു ഒറ്റക്ക് നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒറ്റക്ക് നിൽക്കണം. അല്ലെങ്കിൽ നിങ്ങൾ മിനിമം സെക്യുലർ ആയിട്ടുള്ള നിലപാട് ഏത് പാർട്ടി എടുത്താലും അത് വിഷയത്തിനനുസരിച്ച് അവരെ കൂടെ നിൽക്കണം. നിങ്ങൾ നിൽക്കില്ല. നിങ്ങൾ പലപ്പോഴും നിൽക്കില്ല. നിങ്ങൾ പലപ്പോഴും ജാതി അല്ലെങ്കിൽ മറ്റ് പ്രാദേശികമായിട്ടുള്ള അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ മറ്റു ഭാഷാപരമായിട്ടുള്ള അടി നടക്കുകയാണ് സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ. അപ്പൊ പിന്നെ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന എന്റെ അള്ളാഹുവാണ് നമ്മൾ എന്നാണ് ഇവർ വിചാരിച്ചത്. ഓക്കെ, എന്തായാലും ഇന്ന് ജസീം വല്ലാതെ വികാരഭരിതനായി. ഓക്കെ, അല്ല, നല്ല പോയിന്റ്സ് ആണത് പറഞ്ഞത്. നമുക്ക് ഒരു ആര്യ വന്നിട്ടുണ്ട്. ആര്യ പറയൂ. Hello. Yeah, welcome. Okay. Yes, thank you so much for having me. Yeah. ഞാൻ തുടക്കത്തിൽ പറയുന്ന ഒരു രാഹുൽ ഈശ്വറിന്റെ ആ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഇറ്റ് വാസ് എ വെരി എന്താ പറയാ, ഒരു ഭയങ്കര I have to appreciate ആ ക്ഷമ കാണിച്ചതിന് ഒരു വലിയൊരു എന്താ പറയാ, I don't have any words for that. And thank you very much for keeping your patience. It was very good to see that. And second thing I wanted to say was the Pullikarna, I think he does not believe in objective morality. I believe that a certain there are cultures that are better than other cultures. I do believe that. And അങ്ങനെ വരുമ്പോ like for example Indian culture I believe is better than Pakistani culture. I don't know if that sounds racist, പക്ഷേ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. And similarly Middle Eastern culture-നേക്കാളും it is much Western culture is much better than for example Middle Eastern culture, even our culture. അപ്പോ like I believe that there is objective morality. പക്ഷേ I think that Rahul Ishwar believes that there is no objective morality, that everything is relative എന്നുള്ള ഒരു സ്റ്റാൻഡ് പോയിന്റ് ആണ് പുള്ളിക്കാരന്റെ എന്നാണ് എനിക്ക് തോന്നിയത് from that debate. And I also that is just my point I wanted to raise. And I had a question for you. ഇപ്പൊ ഞാൻ റീസെന്റ് ഒരു ആഡ് കണ്ടായിരുന്നു ഓഫ് നൈക്കി. I don't know if you have seen this. അപ്പോ in that ad there were a lot of women in that. And ഒരാള് പോലും, and this is an ad from Saudi Arabia. Not one woman was wearing a burqa or anything, any sort of head cover. And that was a very inspiring thing for me to see that. And it really helped me see that the Muslim world is really going forward. എന്നുള്ളത് കാണാൻ നല്ല സന്തോഷമുണ്ട് actually as a woman. And also ipo എന്താ പറയാ, that leads me to my question. I've seen a lot of rumors that Mohammed bin Salman, the crown prince, he is actually a closet atheist എന്നുള്ളത്. അപ്പൊ സാറിന്റെയും ജസീമിന്റെയും സ്റ്റാൻഡ് എന്താണെന്ന് എനിക്ക് ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഏത് വിഷയത്തിലാണ്? ഈ
ഏത് കാര്യത്തിലാണ് സ്റ്റാൻസ് അറിയേണ്ടത്? About Mohammed bin Salman being an atheist. ഓക്കെ, അതിനെക്കുറിച്ച് ലൈക്ക് ഇഫ് അത് നമ്മൾ പറയാറുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. അത് അങ്ങനെ നമുക്ക് തോന്നും എന്നുള്ള ഒരു കാര്യം. അതിപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ പുള്ളിയുടെ പേരെന്താണ്, നമ്മുടെ MESന്റെ നേതാവായിട്ടുള്ള ആളുണ്ടല്ലോ, ഗഫൂർ. പുള്ളി പല സമയങ്ങളിലും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടു നോക്കാം. അപ്പോൾ നമുക്ക് തോന്നും, ഇതൊരു യുക്തിവാദി പറയുന്ന പോലെ ഉണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും. പക്ഷേ ഇതേ ആൾ തന്നെ വേറെ ചില അവസരങ്ങളിൽ വേറെ പലതും തിരിച്ചും പറയാറുണ്ട്. എന്ന് പറഞ്ഞ മാതിരി മുഹമ്മദ് ബിൻ സൽമാൻ പറയുന്ന 100% കാര്യങ്ങളും ഒരു എത്തിസ്റ്റിക് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു അപ്പോസ്റ്റേറ്റ് ഫ്രം ഇസ്ലാം പറയുന്ന പോലെയുള്ള കാര്യങ്ങളാണെന്ന് നമുക്ക് തോന്നാം. എന്നാൽ ചില സമയങ്ങളിൽ പുള്ളി അല്ലാതെയുള്ള കാര്യങ്ങൾ പറയുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട്, കേൾക്കാറുണ്ട്. സോ അങ്ങനെ ഒരു ബാഡ്ജിങ് കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളിയുടെ പോളിസികൾ അത് ഏത് രീതിയിലാണ് കാര്യങ്ങൾ ചൂണ്ടി വെക്കുന്നത്, എങ്ങോട്ടാണ് ചൂണ്ടി വെക്കുന്നത് എന്ന് നോക്കിയിട്ട് നമ്മൾ പോകുന്നതായിരിക്കും നല്ലത്. ആ വ്യക്തി എന്ത് എന്നുള്ളത് ഒരു റെലവൻസ് ഉള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല അത് കൂടുതൽ ഇനി അങ്ങനെ പറഞ്ഞത് വലിയ പോപ്പുലാരിറ്റി എങ്ങാനും വന്നു പോയാൽ, നമ്മളുടെ ചാനലൊക്കെ കണ്ട് ഇനി അങ്ങനെ പറഞ്ഞു പോയാൽ അത് പുള്ളിയുടെ ജീവന് തന്നെ അപകടം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതും ഒരു പ്രശ്നമാണ്. അതിപ്പോൾ ഓൾറെഡി ഞാൻ തമാശക്ക് പറഞ്ഞാണ്, എന്നാലും അത് ഓൾറെഡി മിഡിൽ ഈസ്റ്റിൽ അങ്ങനെ ഒരു വാദം വന്നു കഴിഞ്ഞിട്ടുണ്ട്, പുള്ളി ഒരു എത്തിസ്റ്റ് ആണ് എന്നുള്ള കാര്യം. അത് ഇതിനു മുന്നേ തന്നെ പല ഇന്റർവ്യൂസിലും പുള്ളി പറഞ്ഞതൊക്കെ വെച്ചിട്ട് അങ്ങനെയുള്ള ഒരു വാദം വരെയും പുള്ളി ഒരു എത്തിസ്റ്റ് ആണ്, ഒരു മുർത്തദാണ്, മുർത്തദ് എന്ന് പറഞ്ഞാൽ ഒരു അപ്പോസ്റ്റേറ്റ് ഫ്രം ഇസ്ലാം ആണ് എന്ന ഒരു വാദം മുന്നോട്ട് വെച്ച് അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അത് ഞാൻ അതിനെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ബിക്കോസ് ഇറ്റ് ഈസ് എൻഡേഞ്ചറിങ് ഹിസ് ലൈഫ്. അതാണ് അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം. സോ പുള്ളിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പുള്ളി ചെയ്യട്ടെ, അതൊരു വലിയ മാറ്റം തന്നെയായിരിക്കും. സൗദിയിലായതുകൊണ്ട് അത് വലിയ മാറ്റമായിരിക്കും. ഇറാനിലോ അല്ലെങ്കിൽ ബഹ്റൈനിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും UAE-ലോ ഉണ്ടാകുന്ന പോലെയല്ല സൗദിയിലൊരു മാറ്റം ഉണ്ടാവുക എന്ന് പറയുന്നത്. കാരണം ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇസ്ലാമിൻ്റെ അയോധ്യയാണ് ഈ മക്ക എന്ന് പറയുന്നത്. ആ മക്ക ഉള്ള സ്ഥലമാണ് നമ്മളുടെ ഈ സൗദി അറേബ്യ. അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന മാറ്റങ്ങൾക്ക് വലിയ ഇമ്പാക്റ്റ് ഒരു ഗ്ലോബൽ ലെവലിൽ ഉണ്ടാവും. അത് മറ്റു രാജ്യങ്ങൾ വരുന്ന പോലെയല്ല. ഇപ്പൊ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം, ഇപ്പൊ ഈ വാർ ഉണ്ടാവാൻ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം UAE-യുമായിട്ട് ഉള്ള ബന്ധം, അവിടെ സൗഹൃദം അവിടെ സ്ഥാപിക്കാൻ ഇസ്രായേലിന് സാധിച്ചു. ബഹ്റൈന്, ഒമാന്, അങ്ങനെ പല പല രാജ്യങ്ങളുമായിട്ട് സ്ഥാപിച്ചപ്പോഴൊന്നും യുദ്ധം ഉണ്ടായിട്ടില്ല. പക്ഷെ സൗദിയുമായിട്ട് ആ ബന്ധം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നു, അവിടെ ഒരു ഊഷ്മളത വരാൻ സാധ്യതയുണ്ട് എന്ന ഒരു ഘട്ടം എത്തിയപ്പോൾ അതിൻ്റെ ആ ഒരു ഫൈനൽ സ്റ്റേജ് എന്നൊക്കെ പറയാവുന്ന തലത്തിലേക്ക് ചർച്ചകൾ നീണ്ട ആ ഘട്ടത്തിലാണ് ഇറാൻ അവിടെ ഒരു അട്ടിമറി ശ്രമം നടത്തുന്നതും ഇറാന്റെ സഹായത്തോടുകൂടി നമ്മൾ ഇന്ന് കാണുന്ന ഹമാസ് ഉണ്ടാക്കി വെച്ച ആ കുഴപ്പം അവിടെ കണ്ടതും അതിലേക്ക് ഇന്ന് എത്തിപ്പെട്ടതും. എന്താ അതിൻ്റെ കാരണം? സൗദി അങ്ങനെ ഒരു മാറ്റം വരുത്തിയാൽ അത് ഇസ്ലാം മാറ്റം വരുത്തുന്നതിന് തുല്യമായിട്ടാണ് ആഗോളതലത്തിൽ തന്നെ അത് നമുക്ക് കാണാൻ കഴിയുക. അത്രയും വലിയ ഒരു വ്യത്യാസമാണ് അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. സോ സൗദിയിൽ വരുന്ന മാറ്റങ്ങൾ വലിയ തോതിൽ കാണേണ്ട കാര്യം തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് റിമൈൻഡ് ചെയ്തതിന് നന്ദി. Okay. Yeah, എനിക്ക് അത്രേ പറയാനുണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഐ വാണ്ടഡ് ടു താങ്ക് സർ ബിക്കോസ് ലൈക്ക് ഈ ഒരു I recently got to know about your channel through Rebecca Barsif's channel. അതുവരെ എനിക്ക് അറിയില്ലായിരുന്നു സാറിന്റെ ചാനലിനെ പറ്റി. ആൻഡ് നൗ ഐ ഫോളോ എസെൻസ് ആൻഡ് എന്താ പറയാ അത് അങ്ങനെ അറിഞ്ഞ. കേരളത്തിലല്ലേ? ഐ എം നോട്ട് ഇൻ കേരള, ഐ എം ഇൻ ബാംഗ്ലൂർ. പക്ഷെ ബട്ട് ഞാൻ റിബേക്ക ബാർസഫിന്റെ ചാനൽ ഞാൻ യാദൃശ്ചികമായിട്ട് കണ്ടപ്പോ സാറിനെ കണ്ടു. അപ്പൊ ഇതേതായി മലയാളി എന്ന് പറഞ്ഞ് നോക്കിയപ്പോ ആരിഫ് സാറ് ഞാൻ അങ്ങനെ കണ്ടതാ. ആൻഡ് അനദർ തിങ് ഇസ് താങ്ക് യു സോ മച്ച് ഫോർ ദ വെരി ലോങ് വീഡിയോ. ഞാനിപ്പോ ആ ഒരു 6.5 മണിക്കൂറിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഞാനത് ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നിട്ടാണ് ഞാൻ ഈ ഒരു എന്താ പറയാ എല്ലാ ഫ്രൈഡേ ഉണ്ടെന്ന് ഞാൻ അറിയുന്നതും ഞാൻ ഇവിടെ കയറാൻ ഇത് വന്നത്. ഞാൻ ഫുൾ 6.5 മണിക്കൂർ കണ്ടായിരുന്നു, ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്നപ്പോ കണ്ടതാ. എനിവേ താങ്ക്സ് ഫോർ ജോയിനിങ്. പിന്നെ നിങ്ങൾ പറഞ്ഞൊരു കാര്യം, രാഹുൽ ഈശ്വറിന്റെ ആ ഒരു മോറൽ ഇതിനെ കുറിച്ച് പറഞ്ഞ കാര്യം, സത്യത്തിൽ എനിക്ക് അങ്ങനെ ആ വിഷയം അല്ലായിരുന്നല്ലോ നമ്മളുടെ ഒരു മെയിൻ ഒരു ആർഗ്യുമെന്റ്, നമ്മുടെ ഇഷ്യൂ വേറെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോയിട്ടില്ല. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ഈ മോറൽ വാല്യൂസ് വരുന്നതിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇത് എളുപ്പമല്ല അത് ഓവർകം ചെയ്യാനും, അതും നമ്മൾ പറയണല്ലോ. ആളുകൾ പല രീതിയിലാണ്. ഇപ്പൊ മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ധാരണ മതം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അവരാകെ കുഴപ്പത്തിലാവുമായിരുന്നു.
എന്നാണ് അവർ തന്നെ പറയാറുള്ളത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇസ്ലാമിൽ നിന്ന് നമ്മൾ പുറത്തു വരുന്നതോടുകൂടി നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് അമ്മ പെങ്ങൾ ബോക്കാരാണ് എന്നാണ് പറയാം. എന്ന് വെച്ചാൽ അവർ പറയാതെ പറഞ്ഞു വെക്കുന്നത് അവരുടെ ഉമ്മാനെയും പെങ്ങളെയും ബോധിക്കാതിരിക്കുന്നത്. ഞാനിത് ഇങ്ങനെ തന്നെ പറയുന്ന അവരുടെ വാക്കുകൾ ആയതുകൊണ്ടാണ് കേട്ടോ. അവർ ബോധിക്കാതിരിക്കുന്നത് ഖുറാനിൽ എഴുതി വെച്ചതുകൊണ്ടാണ് എന്നും കൂടിയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ സത്യത്തിൽ അതങ്ങനെയാണോ? അല്ലല്ലോ. അപ്പോൾ ഇത് ഒരു വലിയ തെറ്റിദ്ധാരണയാണ്. ദൈവം പറഞ്ഞതുകൊണ്ട് മാത്രം എന്ന് പറയുമ്പോൾ അതിൽ വലിയ ലൂപ്പ് ഹോൾസ് ഉണ്ട്, വലിയ പ്രശ്നങ്ങളുണ്ട്. ദൈവം പറഞ്ഞതുകൊണ്ട് നന്മ അല്ലാതാകുന്നു, തിന്മ അത് നന്മയായി മാറുന്നു. ഇതെല്ലാം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് ഈ കാഫറിനെ കൊല്ലണം എന്ന് പറയുന്നത് പോലും ഒരു നന്മയായിട്ട് അവർക്ക് ചില സമയങ്ങളിലെങ്കിലും അനുഭവപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. സോ രാഹുൽ ഈശ്വറിന് അങ്ങനെ ഒരു ആംഗിളിലുള്ള കാഴ്ചപ്പാടിനെ കുറിച്ച് ഞാൻ അധികം ചിന്തിച്ചിട്ടില്ല. അത് ഞാൻ അത്രയും ആലോചിച്ചിട്ടില്ല എന്നാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. ഓക്കെ. Yeah, thank you, sir. Thank you so much. Thank you, Jasim, also. Yeah. Okay. എന്തോ പറയാനുണ്ട്? ജസീം എന്തോ പറയാനുണ്ട്. പറഞ്ഞു ജസീം. അതെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ് ക്ഷമിക്കാം, ഞാനിപ്പോ ഗ്രൂപ്പ്സിനെ ഉദ്ദേശിച്ചല്ലോ പറഞ്ഞു, ഞാൻ പുള്ളി ഉദ്ദേശിച്ചതല്ല. ഞാൻ ഒച്ച പറഞ്ഞ ആവശ്യത്തിന് ശബ്ദം കൂടി പോയതാണ്, ഞാൻ അദ്ദേഹത്തെ ഉദ്ദേശിച്ചതല്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ ഇപ്പോ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുടെയും ജനസംഖ്യ കുറയുന്നുള്ള ഒരു പ്രധാനപ്പെട്ട അതൊരു പ്രശ്നമാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. ഞാനും അംഗീകരിക്കുന്നു. കാരണം എന്നെ സംബന്ധിച്ചോളം അത് പ്രശ്നമാണ്. അത് വളരെ ക്രമാതീതമായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വിഷയം വരും എന്നുള്ളതിൽ എനിക്കൊരു സംശയമില്ല. പക്ഷെ എന്ത് ചെയ്യണം? അത് നിങ്ങളെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളിപ്പോ ഒരു 3 കുട്ടികൾ ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക, നിങ്ങൾ വിവാഹം കഴിക്കുന്നു. അത് നിങ്ങളുടെ സമൂഹത്തിൽ എല്ലാവരും ചെയ്താൽ മാത്രമേ സംഭവിക്കൂ. ഇന്ന് സംഭവിക്കുന്നത് പ്രധാനമായിട്ട് നിങ്ങൾക്കറിയാം, പ്രധാനപ്പെട്ട യൂട്യൂബ് ചാനലിലൊക്കെ വന്നിട്ടുള്ള ഒരു കണ്ടന്റിന്റെ ഒരു ജോൺറയാണ് എന്ത്, ഇന്ത്യക്കാർ കുട്ടികൾ ഉണ്ടാക്കുന്നതിൽ പുറകോട്ട് പോകുന്നു എന്നുള്ളത്, വിവാഹം കഴിക്കുന്നത് പുറകോട്ട് പോകുന്നു. ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ സമൂഹത്തെ ഇപ്പൊ മറ്റു സമൂഹം അവരുടെ ജനസംഖ്യ വെപ്പണായിട്ട് അല്ലെങ്കിൽ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അവർ സംഘടിതമായിട്ട് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളും അത് ചെയ്തേ പറ്റൂ. രാഷ്ട്രീയപരമായിട്ട് പ്രായോഗികമായിട്ട് അത് ചെയ്യാൻ പറ്റും. അവിടെ എനിക്കൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ, ഒരു ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. അതെ അല്ല, അതെനിക്ക് മനസ്സിലായി. ഇത് മറ്റേ കമ്മ്യൂണിറ്റി സെക്യുലറൈസ്ഡൊക്കെ ചെയ്യാം. അപ്പൊ ഞാനും അതന്നെ പറയുന്നത്, നിങ്ങൾക്ക് 2 വഴിയുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ ഇതേ പരിപാടി എടുക്കുക, അവരെ പോലെ രാഷ്ട്രീയമായിട്ട് സംഘടിതമായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുക. അതിപ്പോ നിൽക്കുന്നില്ല. എത്രയൊക്കെ പറഞ്ഞാലും ഹിന്ദു മതത്തിനകത്തുള്ള വൈവിധ്യം കാരണം ആളുകളുടെ എണ്ണം, പ്രാദേശികമായിട്ടുള്ള ഡിഫറൻസ്, അത് മറ്റു മതങ്ങളെ പോലെ അല്ല, സെമിറ്റിക് മതമല്ല, അതൊക്കെ നിങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നെങ്കിൽ സംഘടിതമായിട്ട് ഇതേ പരിപാടി ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ പുതിയ ആധുനിക മൂല്യങ്ങളെ ഇതുപോലെ എല്ലാവരിലും എത്തിക്കാനുള്ള ശ്രമം നടത്തുക. അപ്പൊ നിങ്ങൾ ചില കാര്യങ്ങൾക്കെതിരെ ശബ്ദമുയർത്തേണ്ടി വരും. പക്ഷെ നിങ്ങളത് ചെയ്യുന്നില്ല. ഇത് ചെയ്യുന്ന ആളുകൾ വളരെ മൈനോറിറ്റിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ യുബർ ശർമ്മയുടെ കേസ് പറഞ്ഞ പോലെ ഇതുപോലെ വ്യക്തികളുടെ, അത് ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിൽക്കണം. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? നെറ്റ്ഫ്ലിക്സിൽ ഏതെങ്കിലും സിനിമ വരുന്നുണ്ടോ എന്നാണ് എല്ലാവരും നോക്കുന്നത്. യുബർ ശർമ്മയെ അവർക്ക് വേണ്ടി എന്താ പറയാ സപ്പോർട്ടായിട്ട് പല ആളുകളും ഉണ്ടായിരുന്നില്ല. ഇതുപോലത്തെ ഇതേ ആളുകൾ, ഈ എക്സ്ട്രീമിൽ നിൽക്കുന്ന ആളുകൾ, സംഖ്യകളൊന്നും നുപുർ ശർമ്മയെ സപ്പോർട്ട് ചെയ്യാൻ ഇത്രയൊന്നും പൈസയോ സമയമോ ചെലവഴിച്ചില്ല. അവർ നെറ്റ്ഫ്ലിക്സിൽ ബ്രാഹ്മൺ ബിരിയാണി കഴിക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് നോക്കിയെടുക്കുന്നത്. കാരണം അവരുടെ ഉദ്ദേശം ഇതാണ്. അവർ മറ്റവര് അവർ സാധിച്ചെടുക്കുന്നു, അവരുടെ മതം കൊണ്ട് ഇങ്ങനെ ആൾക്കാരെ പേടിപ്പിച്ചെടുത്തു. നമ്മളതൊന്നും പേടിപ്പിച്ചെടുത്താണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തീരൂല. നിങ്ങളുടെ ജനസംഖ്യ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ജനസംഖ്യ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അപ്പൊ ആരിഫിന്റെ പോയിന്റിലേക്ക് ഞാൻ വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ചർച്ചയാക്കി കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ആൾക്കാർ മാറും. വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരിക്കലും ഒരു ജനസംഖ്യ, ജപ്പാന്റെ ജനസംഖ്യ നാളെ രാവിലെ കുട്ടികൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജനസംഖ്യ കൂടുമോ? ഇല്ല. അത് മനുഷ്യർ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ നടക്കുന്ന സംഭവമാണ്. ഒന്നെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടാക്കുക, അവരുടെ അതേ രീതി നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ നിയമങ്ങളൊക്കെ നമ്മളിപ്പോ ഈ പൗരന്റെ അവകാശം, ഇവിടെയുള്ള നിയമങ്ങൾ, ഇതൊക്കെ എല്ലാവരിലേക്കും എത്തിക്കാൻ നിങ്ങൾ മുൻകൈ എടുക്കണം. ഇത് ചർച്ചയാക്കണം. ഇതൊന്നും സംഭവിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിലെ കമന്റിലാണ് ഇപ്പൊ എല്ലാവരും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ഇതിലെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ജസീം പറഞ്ഞ സ്റ്റാർട്ടിങ് പോയിന്റ് തന്നെ, അതായത് മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ കൂടുന്നു, പോയിന്റ് നമ്പർ 1. അങ്ങനെ പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാൽ ആ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടെ ഒരു ഇസ്ലാമൈസേഷൻ നടക്കാനും അത് അവിടുത്തെ ആ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന സെക്യുലർ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന് അതിനെ ഓവർടേൺ ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് നമ്മൾ ഭയക്കുന്നു. ഇതാണല്ലോ നമ്മുടെ പ്രശ്നം. ഇതിൻ്റെ പോംവഴി എന്താണ്? ഇതിൻ്റെ പോംവഴി എന്ന് പറയുന്നത് സാധാരണ പൊതുവെ ഇപ്പോൾ ജസീം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് അതാണ്. അതായത് മറ്റ് സമൂഹങ്ങൾ, ഇസ്ലാം ഇതര മുസ്ലിം ഇതര സമൂഹങ്ങൾ, അവരുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനെക്കുറിച്ചും അവർ ഇത്തരം വിഷയങ്ങളെ ഒരുമിച്ച് നിന്ന് എതിർക്കുന്ന കാര്യത്തിലും ഒന്നിക്കണം. ഇതാണ് പറഞ്ഞു വെക്കണത്. ഞാൻ അതിൽ പറയുന്നത്,
ഇതിൽ 2 കാര്യം പറഞ്ഞതിൽ ഒരു കാര്യത്തിന് ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതായത് കുട്ടികൾ ഉണ്ടാക്കുന്നതിൽ ഫോക്കസ് ചെയ്യണം എന്ന് പറയുന്ന സംഗതിയോട് ഞാൻ യോജിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പരമാവധി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അത് പരമാവധി നമ്മളിവിടെ ഇവിടെ പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ, അത് ആ ആശയം മുസ്ലിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ, ഓക്കെ, മുസ്ലിങ്ങൾ ഇവിടെ 99% ആയാലും 100% ആയാലും ഇന്ത്യയുടെ ജനാധിപത്യത്തിനും ഇന്ത്യയുടെ മതേതരത്വത്തിനും ഒരു കോട്ടം സംഭവിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. കുറച്ച് ഒരു ബ്ലഡി ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് തോന്നുമായിരിക്കും. പക്ഷേ ഞാനത് പറയുന്നതിൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്നത് ഇപ്പോൾ താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ ഹിജാബ് ബാൻ ചെയ്തത് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു, അതിനെക്കുറിച്ചുള്ള വാർത്ത നമ്മൾ പറഞ്ഞു, അത് താജിക്കിസ്ഥാനിൽ നിന്നാണ്. എന്താ അവിടെ ആ നിയമം നടപ്പിലാക്കുന്ന സമയത്ത് ആ നാട് 90%-ലധികം മുസ്ലിങ്ങളുള്ള നാടാണ്. അവരുടെ നാടിൻ്റെ നിലനിൽപ്പ് അവർ മുന്നിൽ പിടിക്കുന്നു. അത് മതത്തിന് കീഴ്പ്പെടുന്നതിന് അവർ ഭയക്കുന്നു. അവിടെ നടക്കുന്ന റാഡിക്കലൈസേഷനെ അവർ എതിർക്കുന്നു. അവിടെ നടക്കുന്ന കൾച്ചറൽ ഇൻവേഷൻ, ഹിജാബ് പോലെയുള്ള വേഷവിധാനങ്ങൾ അവരുടെ നാട്ടിലെ തനതായ വസ്ത്രധാരണത്തെ ഇൻവേഡ് ചെയ്യുന്നതിനെക്കുറിച്ച് അവർ ബോധവാന്മാരാകുന്നു. അതിനെ തടയാൻ അവർ നിയമം ഉണ്ടാക്കുന്നു. ഇത് അവർക്ക് ഒരു കുഴപ്പവും കൂടാതെ അവിടെ നിയമം നടപ്പിലാക്കാൻ അവർക്ക് സാധിക്കുന്നു. ഇതെല്ലാം സാധിക്കുന്നത് അവിടെ 90%-ലധികം മുസ്ലിങ്ങൾ ഉള്ളപ്പോഴാണെന്നും കൂടി നമ്മൾ ആലോചിക്കുമ്പോഴാണ് എന്തുകൊണ്ട് അവർക്കത് സാധിച്ചു. ഒറ്റ കാര്യമുള്ളൂ, അതായത് ആ മുസ്ലിം സമൂഹത്തിൽ ഈ ജിഹാദി ആശയങ്ങൾ, ഈ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ആശയങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് മോഡേൺ ആയിട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ ആധുനിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങൾ അവിടെ, അവരുടെ വിശ്വാസം അവിടെ ഉണ്ട്, നിസ്കാരം അവിടെ ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. പക്ഷേ അവർ ഈ റാഡിക്കൽ ഐഡിയോളജിയേക്കാൾ മുകളിൽ അവർ പൊക്കിപ്പിടിച്ചത് മറ്റു ചില സംഗതികളെയാണ്. എന്തുകൊണ്ടാണ് അത് അവർക്ക് സാധിച്ചത്? അത് സാധിച്ചതിൻ്റെ കാരണം അവരുടെ ഹിസ്റ്ററി തന്നെയാണ്. ആ ഹിസ്റ്ററി എന്ന് പറയുന്നത് പലപ്പോഴും അവർ വന്ന വഴി, അവരുടെ അവർ എക്സ്പീരിയൻസ് ചെയ്ത സംഗതികൾ, ഇതെല്ലാമാണ് അവരെ കൊണ്ട് ആ രീതിയിലേക്ക് ചിന്തിപ്പിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര ഒരു വീഡിയോയിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ ഇസ്ലാം മത വിശ്വാസികൾ തന്നെ മുസ്ലിങ്ങൾ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഒരു സാധനമുണ്ട്. നമ്മൾ RC പറയുന്നു ഒരു വീഡിയോയിൽ, അതായത് ഒരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ്, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ആദരിക്കാത്ത അല്ലെങ്കിൽ വളരെ മോശമായ രീതിയിൽ ഉള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് അറബ് രാജ്യങ്ങളിലാണ്, ഇസ്ലാമിക രാജ്യങ്ങളിലാണ് എന്ന് ഏതോ ഒരു പ്രസംഗത്തിന്റെ ഭാഗം ആ ഒരു ധ്വനി വരുന്ന രീതിയിൽ ഒരു വാചകം ഇവിടെ RC പറഞ്ഞു വെക്കുന്നു. എന്നിട്ട് RCകൾ ഉത്തരം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തന്നെ പൊക്കി വെക്കുന്ന എന്താണ്? സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ കാര്യമാണ്. സന്തോഷ് ജോർജ് കുളങ്ങര പറയാണ്, ഞാൻ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്, പല രാജ്യങ്ങളിലൂടെ ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ഇതുപോലെയുള്ള ഉസ്ബെക്കിസ്ഥാൻ, ഇതുപോലുള്ള സ്ഥലങ്ങളിലൂടെ ഞാൻ പോയപ്പോഴാണ് ഭൂരിപക്ഷം മുസ്ലിങ്ങളുള്ള ആ നാട്ടിൽ ഏറ്റവും സ്നേഹമുള്ള മനുഷ്യർ, ഏറ്റവും ആതിഥ്യ മര്യാദയുള്ള മനുഷ്യർ, ഏറ്റവും അങ്ങനെ കുറേ ഏറ്റവും നല്ല കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വെക്കുന്നു. എന്നിട്ട് വിശ്വാസികൾ, നമ്മുടെ നാട്ടിലെ ആളുകൾ, ഇതെല്ലാം അവർ മുസ്ലിങ്ങളായതുകൊണ്ട് നിന്ന് therefore they are Muslims എന്ന് പറഞ്ഞിട്ടാണ് അവർ അതിനെ ഉപയോഗിച്ചത്. നമ്മൾ പറയുന്നത് അവർ മുസ്ലിങ്ങളായിട്ടും അവർ ഈ തരം മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളായി മാറിയതിൻ്റെ കാരണം അവരുടെ ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു ബാക്കിങ്ങും കൂടിയാണെന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അതിനവർ റെലവൻസ് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ഹിജാബ് ബാനിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ നോക്കുമ്പോൾ നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത് എന്താ വെച്ചാൽ, ഇന്ത്യയിലും ഇങ്ങനെ ഒരു പോപ്പുലേഷൻ ഒരു എക്സ്പ്ലോഷനിലൂടെ ഇങ്ങനെ ഒരു ഓവർ ടേണിങ് വരാനുള്ള സാധ്യത നമ്മൾ കാണുമ്പോഴും, അതങ്ങനെ സംഭവിച്ചാലും ഇവിടെ ഇന്ത്യക്ക് ഒന്നും സംഭവിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള പോംവഴി എന്താ? ആ പോംവഴി എന്ന് പറയുന്നത് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം ഇതര വിഭാഗങ്ങൾ അവർ ഈ വിഷയങ്ങളെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന ആളുകളായിട്ട് മാറാൻ അവർ തയ്യാറെടുക്കുക. ജാസിം പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. അതിന് അവർ മതം മാറ്റിവെച്ചുകൊണ്ട്, അവരുടെ സംഗതികളെ മാറ്റിവെച്ചുകൊണ്ട്, ഈ നീക്കുപോക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് അഡ്രസ്സ് ചെയ്യേണ്ടതിനെ കണ്ണും പൂട്ടി അഡ്രസ്സ് ചെയ്യുന്ന ലെവലിലേക്ക് മാറണം. വോക്കിസം അവിടെ മാറ്റിവെക്കണം. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളിലേക്ക് ഇത് പൊതു ചർച്ചകൾ വഴി, പൊതു ഇടങ്ങളിൽ ഇത് ചർച്ചയാക്കുന്നത് വഴി മുസ്ലിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് നിയമനിർമ്മാണം തന്നെയാണ്. ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് വരണമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ഇപ്പോൾ സുപ്രീം കോടതിയിലെ വിധി അത് വലിയ തോതിൽ മുസ്ലിങ്ങൾക്ക് അത്തരം ഒരു കാഴ്ചപ്പാടിന് ഒരു മാറ്റം കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ അത് ചർച്ചയാവുന്നില്ല, കേരളത്തിൽ അത് ചർച്ചയാവുന്നില്ല. കേരളത്തിന് വെളിയിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം വന്ന വിധിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള സംഗതികൾ വന്നു കഴിഞ്ഞാൽ
നമ്മുടെ മതത്തിലും പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ മതത്തിനും ഇത്തരം തെറ്റായ വശങ്ങളുണ്ട്. നമ്മുടെ മതത്തിനും ഇതുപോലെ ഒരു രാജ്യത്തെ കുഴപ്പത്തിലാക്കാൻ സാധ്യതയുള്ള സംഗതികളുണ്ട് എന്നൊരു ധാരണ കിട്ടിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് എക്സ് മുസ്ലിങ്ങളെ പോലെയുള്ള ആളുകളും ഇവിടെ വരുന്ന ഒരു ഘട്ടം വന്നാൽ, നമുക്ക് ആ ഒരു മേഖലയിൽ ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് നിൽക്കാനുള്ളൊരു സാധ്യത നമുക്കുണ്ട്. മീൻസ് എക്സ് മുസ്ലിംസിനുണ്ട്. കാരണം ഒരു ലിയൈസണിങ് ആണ് അവിടെ നടക്കുക. മുസ്ലിങ്ങളിലേക്ക് ഈ ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് ആശയങ്ങൾ കൂടുതൽ സന്നിവേശിപ്പിക്കാൻ നമുക്ക് കഴിയും, എക്സ് മുസ്ലിങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു ലിങ്കിങ് അവിടെ സാധ്യമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ തരം മുസ്ലിങ്ങൾ ഇവിടെ പെറ്റുകൂട്ടിയാലും ശരി, അവരെ കൊണ്ട് നമ്മുടെ നാടിന് ഒരു കുഴപ്പമുണ്ടാവില്ല എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അതൊരു എൻ്റെ ഒരു കാഴ്ചപ്പാടായിട്ട് ഞാൻ വെക്കുകയാണ്. വിയോജിപ്പുകൾ ഉണ്ടാവാം, എന്നാലും അത് പറഞ്ഞു വെക്കുകയാണ്. എന്താണ് പറയാനുള്ളത് ജസീമിന്? അതെ, പോപ്പുലേഷന്റെ കാര്യത്തിൽ എനിക്കറിയില്ല എന്താ സംഭവം. നമുക്കിപ്പോ അത് ഞാൻ പറയുന്നത് ഇപ്പൊ കൃത്യമായിട്ട് കണക്കറിയണമെങ്കിൽ സെൻസസ് വരണം. സെൻസസ് തുടങ്ങാനായിട്ട് വരുന്നില്ല. അത് കേരളത്തിലെ ജാതി സെൻസസ് ഒക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഓടിയെടുക്കുന്നല്ലാതെ നമ്മുടെ സെൻസസ് നടത്തിയിട്ട് എത്ര കാലം ഇപ്പോ കോവിഡ് കാരണം മാറ്റി വെച്ചു. അപ്പൊ സെൻസസ് നടത്തണം. എന്റെ ഒരു അഭിപ്രായത്തിൽ സെൻസസ് നമ്മൾ നടത്താതെ നമുക്ക് ഇതിന് പൂർണ്ണമായിട്ടുള്ള വിവരമൊന്നും കിട്ടില്ല. പിന്നെ അതെ, നമുക്ക് ആ കാര്യത്തിൽ എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അത് കുഴപ്പമില്ല, ഞാൻ അംഗീകരിക്കുന്നു. അതെ, അതൊരു പോംവഴിയാണ്. പക്ഷെ മത നേതൃത്വം, ഇവരുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ഇപ്പോ സൗദി അറേബ്യയിൽ സംഭവിച്ചത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ തജിക്കിസ്ഥാൻ, അവിടുത്തെ നേതൃത്വം, അവിടുത്തെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ അവിടുത്തെ അധികാരമുള്ള ആളുകൾ യഥാർത്ഥത്തിൽ അതിന് അവരനുകൂലമാണെന്നുള്ളതാണ് അവിടുത്തെ റിഫോർമേഷൻ. ഇവിടുത്തെ നേതൃത്വത്തിലുള്ള ആളുകൾ അനുകൂലം അല്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, തീർച്ചയായും അഭിപ്രായ വ്യത്യാസത്തിലൂടെ ഞാൻ വായിക്കുന്നു. അത് നമുക്കറിയില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഈ രീതിയിൽ മാറി ചിന്തിക്കുന്ന മുസ്ലിങ്ങളിലുള്ള ആളുകൾ എക്സ് മുസ്ലിങ്ങളാവണമെന്നില്ല. ഇത് മനസ്സിലാക്കിയ മുസ്ലിങ്ങളാവാലോ, ക്ലോസ്ഡ് എക്സ് മുസ്ലിംസ്. അവര് ഭരണത്തിലേറിയാലും ഈ മാറ്റം ഉണ്ടാവില്ലേ? ഞാനതാ ചോദിക്കുന്നത്. തീർച്ചയായും ഇപ്പൊ ആരിഫ് മുഹമ്മദ് ഖാൻ, നമ്മുടെ ഗവർണർ, പുള്ളിയെ പോലെ ഒരാളാണെങ്കിൽ ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ വെക്കാം. അദ്ദേഹത്തിന് പണ്ട് നരസിംഹറാവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഈ ഇവിടുത്തെ ഷാബാനി കേസിലെ ആ പ്രശ്നത്തില് രാജീവ് ഗാന്ധി ഇടപെട്ട പ്രശ്നം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു, എതിർപ്പുണ്ടായിരുന്നു. പുള്ളി പാർട്ടി വിട്ട ആളാണ്. അങ്ങനെ ഒരാളാണ് വരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷ. അതിനുള്ള സാധ്യത നമ്മൾ കൂട്ടണം. അവരുടെ എണ്ണം വളരെ വളരെ നന്നാൽ എന്താ പറയാ ന്യൂനപക്ഷമാണെന്നുള്ളതാണ് പ്രശ്നം. പിന്നെ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ആര്യ പറഞ്ഞ കാര്യത്തില് നിങ്ങൾ റിഫോർമേഷൻ ഒക്കെ കാണുന്നുണ്ട്, ഇപ്പൊ സൗദിയിൽ കാണുന്നുണ്ട്, UAE ദുബായിലൊക്കെ പോകുന്നവർക്ക് ഒരിക്കലും മതം ഒരു പ്രശ്നമായിട്ട് തോന്നില്ല. പക്ഷെ അവിടെ പല ബുദ്ധിമുട്ടുള്ള നിയമങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ അറിയുമെന്ന് അറിയില്ല, ഒരു സ്ത്രീ ഉണ്ട് എക്സ് മുസ്ലിം ആയിട്ടുള്ള നൂരിയ ഖാൻ എന്ന പേര്. നൂരിയ ഖാൻ ഡൈവോഴ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് ദുബായില് കഷ്ടപ്പെട്ടതിന്റെ കഥ നിങ്ങൾ എടുത്തു നോക്കുക. അപ്പോ അവിടത്തെ സിറ്റിസൺ ആണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ പുറത്തുനിന്ന് അവിടെ ജോലിക്ക് വരുമ്പോഴല്ല നിങ്ങളത് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അവിടത്തെ സിറ്റിസൺ ആണ് നിങ്ങളെങ്കിൽ നിങ്ങളെ കുരുക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ദുബായില് വെച്ചിട്ട് ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഡൈവോഴ്സ് മേടിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടി ലാസ്റ്റ് കുടുങ്ങും എന്ന ഘട്ടം എത്തിയപ്പോ നൂരിയ ഖാൻ എന്ത് ചെയ്തു, അവര് പ്ലെയിനിൽ കയറി വിടുകയാണ് രാജ്യം അന്ന്. എന്നിട്ട് ഏതാനും മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് അവർക്കെതിരെ ഉത്തരവൊക്കെ വന്നിട്ടുണ്ടെന്നാ പറയുന്നത്. അപ്പോ നിങ്ങളെ കൊടുക്കാൻ അവിടെ ഇപ്പോഴും നിയമങ്ങളുണ്ട്. പിന്നെ ഈ പറഞ്ഞത് ഇയാൾ ഏത്തിസ്റ്റ് ആണോ എന്നുള്ളത്, അതായിരുന്നല്ലോ ഇപ്പൊ ആര്യ വന്ന് ചോദിച്ചത്. ഈ ഇദ്ദേഹം ഈ നമ്മുടെ മുഹമ്മദ് സൽമാൻ, ഇയാൾക്ക് ഒരു എന്താ പറയാ ഏകാധിപതിയുടെ എല്ലാ പ്രവണതകളും ഉണ്ട്. പക്ഷെ വ്യക്തിപരമായിട്ട് അയാളുടെ ഉള്ളിൽ അയാൾക്ക് ഈ കാര്യങ്ങളോട് എതിർപ്പുകളുണ്ട്, മതപരമായുള്ള പല കാര്യങ്ങളോട് എതിർപ്പുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ന് മാത്രമല്ല ഈ പാശ്ചാത്യമായിട്ടുള്ള പല കൾച്ചറിനോടും ഒരു എന്താ പറയാ അഭിനിവേശമുണ്ട്. അതുകൊണ്ടാണ് അവിടെ മറ്റേ എന്താ പറയാ ഈ ഫാഷൻ ഷോ ഒക്കെ നടത്തുന്നത്. എന്ന് മാത്രമല്ല സാമ്പത്തികമായിട്ട് സൗദിക്ക് ഈ പെട്രോൾ ഇതര ഒരു ലോകം, അല്ലെങ്കിൽ പെട്രോളും മറ്റ് ഫോസിൽ ഫ്യൂലുകളും ഒക്കെ ആ സോഴ്സുകളൊക്കെ ഇല്ലാതായി കഴിഞ്ഞു, അല്ലെങ്കിൽ അതിന് പൊതുവിൽ ആളുകൾ ആ ഒരു സോഴ്സിൽ നിന്ന് മാറി മറ്റ് ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ സൗദി ആധുനികവൽക്കരിക്കണമെങ്കിൽ, സൗദി ആ ഘട്ടത്തിലേക്ക് എത്തിക്കണമെങ്കിൽ അവര് ടൂറിസം പോലുള്ള ദുബായ് മോഡൽ അല്ലെങ്കിൽ UAE മോഡൽ അവിടെ നടപ്പാക്കണം. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. UAE മോഡലാണ് സൗദി ഇപ്പൊ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് നല്ലതായിട്ട് ഭവിക്കും. എങ്ങനെയാണെങ്കിൽ അവിടുത്തെ സിറ്റിസൺസിന് അതിന്റെ ഗുണമുണ്ടെങ്കിൽ. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, കുറെ ആക്ടിവിസ്റ്റുകളെ ഇതേ സൽമാൻ അകത്താക്കിയിട്ടുണ്ട്. അതായത് അവർ ജസ്റ്റ് ടീഷർട്ടും പാൻറ്റും ഇട്ട് നടന്നതിനാണ് എന്ന് ഓർക്കണം. അപ്പൊ അത് നമ്മൾ കറുപ്പും വെള്ളയുമായിട്ടുള്ളതല്ല, പക്ഷെ
ഒരു 10 വർഷത്തിനുള്ളിൽ സൗദിയിൽ നല്ല മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. അതിപ്പോ എന്താ പറയാ, ചെയ്യുന്നത് ആരായാലും കുഴപ്പമില്ല, അവരുടെ വക്രതകളൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ നല്ല മാറ്റങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. പക്ഷെ അതിന്റെ ഒക്കെ ഗുണം അവിടുത്തെ പൗരന്മാർക്ക് കിട്ടുമോ എന്നുള്ളതാണ് എന്റെ സംശയം. തീർച്ചയായും അവിടെ ഇപ്പൊ പെണ്ണുങ്ങളുടെ ഡ്രൈവിംഗ് മറ്റു വിഷയങ്ങളൊക്കെ ആയിട്ടുണ്ട്, മഹറം ഇപ്പൊ വേണ്ട. പക്ഷെ അവിടുത്തെ ആൾക്കാർക്ക് ഇപ്പോഴും സംസാരിക്കാനുള്ള സ്വരമില്ല. നമ്മുടെ രാജ്യത്തെ പോലുള്ള ഒരു അവസ്ഥയായിട്ടില്ല. നമുക്ക് കാണുമ്പോൾ നല്ല രസമാണ്, അവിടെ തിയേറ്റർ വന്നു, ഫാഷൻ ഷോ നടക്കുന്നു. പക്ഷെ നിങ്ങൾ കരുതുന്ന പോലെ ഉള്ള അത്ര വലിയ വികസനം അവിടെ വന്നിട്ടില്ല. അവിടെ അവർ ചെയ്യുന്നതിന് അവരുടെ ഒരു വ്യാപാര യുക്തി ഉണ്ട്. പക്ഷെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇരുന്നിട്ട് നമുക്ക് അവിടെ നോക്കുമ്പോൾ അത് ഭയങ്കര സംഭവമായിട്ട് തോന്നരുത്. കാരണം നമുക്ക് സംസാരിക്കാനുള്ള അവകാശം നമ്മുടെ നേതൃത്വത്തെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ അധികാരികൾക്കെതിരെയൊക്കെ ഇവിടെ നിന്ന് മോദിയൊക്കെ കുറ്റം പറയാം. അവിടെ സൽമാൻ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ പോലും പരസ്യമായിട്ട് നിങ്ങൾക്ക് ജാഥ നടത്തി അനുകൂലിക്കാൻ പോലും പറ്റില്ല. അപ്പോ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇയാൾ ഏത്തിസ്റ്റ് ആണെന്നുള്ള കാര്യത്തിൽ തീർച്ചയായും അയാൾക്ക് എന്തോ ഒരു വ്യതിയാനമുണ്ട്, ഡീവിയേഷൻ ഉണ്ട്. പക്ഷെ ഹീസ് ഓൾസോ ഡിക്റ്റേറ്റർ. അയാൾ ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ കുരുട്ടുബുദ്ധിയാണ്. അതുകൂടി നമ്മൾ ശ്രദ്ധിക്കാം. പക്ഷെ തീർച്ചയായും നല്ല മാറ്റങ്ങൾ മിഡിൽ ഈസ്റ്റ് വരുന്നത് നമുക്കും ഗുണമാണ്, നിങ്ങൾക്കും ഗുണമാണ്, എല്ലാവർക്കും ഗുണമാണ്. അവിടെ ഇപ്പൊ ഇസ്രായേൽ വിഷയത്തിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ടിട്ട് ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ അവരൊക്കെ മാറ്റി, ജൂതന്മാർക്കെതിരെ വെറുപ്പ് പടർത്തുന്ന കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. പലസ്തീനില്ല, അത് അന്ന് നമ്മൾ പറഞ്ഞു. പലസ്തീന്റെ ചിഹ്നങ്ങൾ അവിടെ കാണിക്കുന്നതിന്, പൊതുവിൽ കാണിക്കുന്നതിന് പോലീസ് പിടിച്ചോണ്ടും. പിന്നെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പൊ നടക്കുന്ന എവിടെ അറിയോ? ഖത്തറിലെ ടെക്സ്റ്റ് ബുക്ക് ഇപ്പൊ യു എസിന്റെ റിപ്പോർട്ടുണ്ട്. ഖത്തറിലെ ടെക്സ്റ്റ് ബുക്കുകളിൽ ജൂതവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നു. അപ്പൊ ഒരു വശത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്, നിങ്ങൾ കാണാത്ത കാര്യം. മറുവശത്ത് ഇവിടെ ഖത്തർ പോലുള്ള ചില രാജ്യങ്ങൾ വേറെന്തൊക്കെയോ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ മിഡിൽ ഈസ്റ്റിനെ നമുക്ക് തീർച്ചയായും മുന്നോട്ട് തന്നെ പോകുള്ളൂ, അതൊരു സംശയമില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ഉള്ള അവസ്ഥയല്ല അവിടെ. അപ്പൊ അങ്ങനെ തെറ്റിയിരിക്കും. അത്രേ ഞാൻ സമയം എടുത്തു പറഞ്ഞു. നല്ല കാര്യം. ഞാൻ നമ്മളെ ശിവപ്രസാദിലേക്ക് വരാം. അതിന് തൊട്ട് മുന്നേ ഒരു കാര്യം, ജസീം പറഞ്ഞ കാര്യമുണ്ടല്ലോ, മുസ്ലിം സമുദായത്തിൽ നിന്ന് കൂടുതൽ ആരിഫ് മുഹമ്മദ് ഖാനെ പോലുള്ള ആളുകൾ വരണം എന്ന് പറഞ്ഞ പോലെ തന്നെ ഹിന്ദു വിഭാഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മുസ്ലിം ഇതര വിഭാഗങ്ങളിൽ നിന്ന് അംബേദ്കറെ പോലുള്ള ആളുകൾ പൊങ്ങി വരണം. അപ്പോഴാണ് അത് ബാലൻസ് ആയിട്ട് വരിക. അപ്പോഴാണ് നമുക്ക് ആ കോമൺ ഗോളിന് വേണ്ടി നിൽക്കുന്ന ഒരു കോമൺ ഫോഴ്സ് അവിടെ നമുക്ക് ഉണ്ടാക്കി വെക്കാനും. അംബേദ്കർ ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇന്നാണ് പറയുന്നുണ്ടെങ്കിൽ അംബേദ്കർ 101% അല്ലെങ്കിൽ എന്താണ് തനി തങ്കം എന്നൊക്കെ പറയുന്ന പോലെ തനി സംഖ്യയാണ്. അംബേദ്കർ പറഞ്ഞ കാര്യങ്ങൾ ഇന്നാണ് അംബേദ്കർ പറഞ്ഞെന്നുണ്ടെങ്കിൽ, അംബേദ്കർ അന്ന് പറഞ്ഞു വെച്ച പല കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് മാത്രമാണ് പലപ്പോഴും നമുക്ക് ഇന്ന് പലതും പറയാൻ സാധിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ എന്ന് ആലോചിക്കുക. അപ്പോൾ ആ രീതിയിൽ സംസാരിക്കണം. ഹിന്ദുക്കൾ കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ്. അംബേദ്കറെ പോലെ സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അവിടെ ഇസ്ലാമിനെ കണ്ട് മുട്ടിടിച്ച് നിൽക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത്. അത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞ് മുന്നോട്ട് വന്നാൽ അതിനെ നിങ്ങൾ മുസ്ലിം വിരുദ്ധം ഉണ്ടാക്കണമെന്നല്ലല്ലോ പറയുന്നത്. നിങ്ങൾ ഇസ്ലാം മതത്തിനെ, ഹിന്ദു മതത്തിനെ എങ്ങനെയാണോ നിങ്ങൾ വിമർശിക്കുന്നത് അതേപോലെ അതേ നാണയത്തിൽ നിങ്ങൾക്ക് ഇസ്ലാമിനെ വിമർശിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഈ ഒരു ത്രെട്ട് ഇല്ലാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് മാത്രമല്ല, കൂടുതൽ ആരിഫ് മുഹമ്മദ് ഖാൻമാർ ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യതയാണ് കൂടുക. അതാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അത് നമുക്ക് സാധിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ഇവിടെ സ്വപ്നം കാണുന്നത്. ഇനി ശിവപ്രസാദിലേക്ക് പോകുന്ന ഒരൊറ്റ ചോദ്യം, മുസ്തഫ കമാലിന്റെ ചോദ്യമാണ്. ഹൗ മെനി എക്സ് മുസ്ലിംസ് ആർ ദർ എന്നാണ് ചോദിക്കുന്നത്. റഫായിട്ടുള്ള കണക്ക് കേരളത്തിൽ നിന്നുള്ളത് കഴിഞ്ഞ ദിവസം നാസ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അത് എല്ലാ മുസ്ലിം വീടുകളിലും ഒരു എക്സ് മുസ്ലിം ഉണ്ട്. അത് രണ്ടാമത്തെ എക്സ് മുസ്ലിമും മൂന്നാമത്തെ എക്സ് മുസ്ലിമും ആയിക്കൊണ്ടിരിക്കുന്നത് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ്. അപ്പോൾ എത്ര മുസ്ലിം വീടുകളുണ്ട് എന്ന് നിങ്ങൾ എണ്ണിയാൽ അത്രയും എക്സ് മുസ്ലിങ്ങളും ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് റഫായിട്ട് പറയാം. ഓക്കെ, എൻ്റെ കുടുംബത്തിൽ തന്നെ ഞാൻ നമ്മളെ വീഡിയോ കാണുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ ചില അമ്മായിയുടെ മക്കളൊക്കെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാനും അറിയുന്നത്, ഓഹോ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടല്ലേ എന്ന്. അപ്പോൾ ഇത് എല്ലാ വീടുകളും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മിനിമം ഒരു ഫാമിലി, ഒരു 4 പേരടങ്ങുന്ന ഒരു ഫാമിലി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു മുസ്ലിം ഫാമിലി എടുത്താൽ അതിൽ ഒരാൾ എക്സ് മുസ്ലിം ആകാനുള്ള സാധ്യതയാണ് ഇന്ന് നിലവിലുള്ളത്. ബാക്കി ഇനി നിങ്ങൾ കൂട്ടിക്കിഴിച്ച് കണ്ടുപിടിച്ചോ. ഓക്കെ, നമുക്ക് ശിവപ്രസാദ് പറയൂ. ഓക്കെ, എനിക്ക് ജസീമിനോട് രണ്ടുപേരോടും പറയാനുണ്ട്. ജസീമിനോട് ആദ്യ കാര്യം പറയാനുള്ളത്, നമ്മുടെ നൂപൂർ ശർമ്മയുടെ വിഷയം പറഞ്ഞിരുന്നല്ലോ. നൂപൂർ ശർമ്മയുടെ വിഷയം ഉണ്ടായെന്ന് പറഞ്ഞാൽ അന്ന് ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു സാഹചര്യത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതായത് ഈ അനാവശ്യമായിട്ടായിരുന്നു ഈ പറഞ്ഞ ഒരു വിവാദം ഉണ്ടാക്കി. ഈ വിവാദം ഉണ്ടാക്കി എന്ന് പറയുന്നത് നമ്മുടെ ആൾട്ട് ന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലുള്ള സൂബീർ എന്ന് പറഞ്ഞിട്ടുള്ള ആള്, മറ്റേ മുഹമ്മദ് സുബൈർ, അയാളാണ് ഇത് തുടങ്ങി കത്തിച്ച് ഫുൾ പ്രശ്നമാക്കി. അപ്പോ ഇത് പ്രശ്നമാക്കിയപ്പോ മറ്റേ OIC, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ എന്നൊക്കെ, കോൺഫറൻസ് അതിന്റെ
അവരുടെ ഈ രാജ്യങ്ങളില്, എല്ലാ രാജ്യങ്ങളിലില്ല, കുറച്ച് രാജ്യങ്ങളില് ഈ പ്രശ്നം ഉണ്ടായി. ഇങ്ങനെ എന്താ പറയാ, ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടായി. ഈ സ്ത്രീക്കെതിരെ എന്താ പറയാ നടപടി എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോ നമ്മളെന്താ സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ ആ ടൈമില് ഈ ഖത്തർ ഒഴികെ എന്താ പറയാ, ഖത്തർ ഒഴികെ ബാക്കിയുള്ള OIC ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയവരടുത്ത് പോയി പണി നോക്കാൻ പറഞ്ഞു. ഖത്തറിനോട് നമ്മൾ നൈസായിട്ട് ഇത് നമ്മൾ ഇത് ശരിയാക്കാം, നോക്കാം. അതിന്റെ കാരണം എന്ന് വെച്ചാല് നമ്മൾ അന്ന് 8 നാവികര് മറ്റേ ഇസ്രായേൽ ചാരന്മാരാണെന്ന് പറഞ്ഞിട്ട് അവിടെ പിടിച്ചു വെച്ചിരുന്നു ഖത്തർ. അപ്പോ അതുകൊണ്ട് ഖത്തറിനോട് നമ്മൾ സോഫ്റ്റ് ആയിട്ട് ഇത് പറഞ്ഞു. അത് എന്താ പറയാ, സോഫ്റ്റ് ആയിട്ട് നമ്മള് നീങ്ങി. ഖത്തർ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ എറണാകുളം ടൗണിന്റെ അത്ര ഇതേ ഉള്ളൂ ഈ ഖത്തർ എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും ഈ ഖത്തറിന്റെ കക്ഷത്തിന്റെ അടിയിലാണ് നമ്മുടെ 8 നാവികര്. അത് ഒരു വ്യാജ കേസിൽ നിൽക്കുന്നത്. ഇസ്രായേലിന്റെ ചാരന്മാർ അവരുടെ പൈസ പറ്റിയിട്ട് ചാരപ്പണി ചെയ്യുന്നു പറഞ്ഞ. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താ സ്വാഭാവികമായിട്ട് ചോദിക്കുന്നത്, അപ്പൊ ഈ ജയിലിൽ കിടക്കുന്ന പറഞ്ഞാൽ ഇപ്പൊ ഇവര് മാത്രമാണോ? എത്ര പേര് ഇതൊക്കെ എന്താ ഈ OIC-യിലുള്ള രാജ്യങ്ങളിൽ കിടക്കുന്നു? അത് വ്യത്യാസം എന്ന് വെച്ചാല് സാധാരണ അവിടെയുള്ള അടിപിടി പൗരന്മാര് ഇതുപോലെയല്ല. ഇതെന്ന് പറഞ്ഞാൽ അൺഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ്സ് ആണ് ശരിക്കും പറഞ്ഞത്. കാരണം നാവികരാണ്, ഇന്ത്യൻ നേവിയുടെ എന്താ പറയാ ഉദ്യോഗസ്ഥനാണ്. അത് എക്സ് ഉദ്യോഗസ്ഥനും അവിടെ കപ്പലില് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ്. അവര് അൺഒഫീഷ്യൽ ആയിട്ടുള്ള റെപ്രസെന്റേറ്റീവ്സ് ആണ്. ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ്സ് എന്ന് പറയുന്നത് നമുക്കറിയാലോ, അംബാസിഡേഴ്സ്. അവരൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവര് ശരിക്കും പറഞ്ഞാൽ അൺഒഫീഷ്യൽ. നമ്മുടെ മുകളിലൊരു എന്താ പറയാ ഈ കളങ്കമാണ്. ഇപ്പൊ അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു അവസ്ഥ. അൺഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ്സ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അന്നൊന്ന് അഴിഞ്ഞു കൊടുത്തത്. ഈ ഇതില്ലേ, ഈ നാവികര് അറസ്റ്റ് ചെയ്തപ്പോ തന്നെ ഇത് എന്താ പറയാ, അവര് ഒരു ഖത്തർ കളി കളിച്ചതാണ്. നമ്മളൊന്ന് തരം താഴ്ത്താന്നുള്ള രീതിയിലേ അന്ന് കളി കളിച്ചതാണ്. അപ്പൊ തന്നെ നമ്മള് ചെറിയൊരു പണി ആദ്യം തന്നെ കൊടുത്തു. ആദ്യം ഇത് സമ്മതിച്ചില്ലായിരുന്നു ഈ പറഞ്ഞ നാവികരെ വിട്ട് കൊടുക്കാൻ. അതിന്റെ ഒരു ഹിയറിംഗ് പോലും ഉടനടി അവരെ തലവെട്ടുക എന്നുള്ളൊരു പരിപാടിക്ക് വേണ്ടി നിൽക്കുമായിരുന്നു. ഹിയറിംഗ് പോലും സമ്മതിച്ചില്ല. അപ്പോഴാണ് നമ്മള് 30% റൈസ് എക്സ്പോർട്ട് ചെയ്യുന്ന അവിടെ നിർത്തി. അപ്പൊ അവർക്ക് മനസ്സിലായി, അരി ഇല്ലാണ്ട് നടക്കില്ല. അപ്പൊ പിന്നെ നമുക്ക് ഒന്ന് ഹിയറിംഗ് എടുക്കാം. ഹിയറിംഗ് എടുത്തപ്പോഴും നമ്മള് ഈ പറഞ്ഞ നൂബറിന്റെ ഈ പ്രശ്നമായാലും വേറെ എല്ലാ പ്രശ്നങ്ങളായാലും നമ്മള് എന്താ പറയാ സമാധാനത്തോടെ കേട്ട് നിൽക്കുകയാണ് ചെയ്തത്. കാരണം ഇവന്റെ കക്ഷത്തിന്റെ അടിയിലാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ പോലെ എന്താ പറയാ ഈ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് മുകളില് ഹൈക്കോടതി, അതിന്റെ മുകളിൽ സുപ്രീം കോടതി എന്ന പരിപാടിയില്ല. ഈ കോടതി അവിടെയുള്ള ഖത്തറിലെ കോടതി എന്ന് പറയുമ്പോഴും എന്താ പറയാ പേരിനൊരു കോടതി എന്ന് മാത്രമേ ഉള്ളൂ. അത് എന്താ പറയാ അവിടുത്തെ ഖത്തർ അമീറാണ് ഈ പറഞ്ഞ അവസാന വാക്ക് എന്ന് പറയുന്നത്. അപ്പോ ഇത് വെട്ടിക്കളയെന്ന് പറഞ്ഞാൽ വെട്ടി കൊന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ ആ ഒരു മയത്തിൽ നിൽക്കായിരുന്നു. അപ്പൊ ഈ ഫുൾ ഗവൺമെന്റ് ആയാലും ഇപ്പോ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്ന എന്താ ഇപ്പൊ RSS ആയാലും BJP ആയാലും ആരായാലും ഇപ്പൊ ഇവരോട്ട് അലൈൻ ചെയ്യുന്ന എല്ലാവരും ഒന്ന് അടങ്ങിയിരിക്കുകയായിരുന്നു. കാരണം ഇവര് ഈ പറഞ്ഞ അൺഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ്സ് ആണ് നമ്മുടെ രാജ്യത്തിന്റെ. അപ്പൊ അവരെ ഒന്ന് വിട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. അപ്പൊ ഇപ്പൊ നമ്മുടെ ജയശങ്കർ ആണെങ്കിൽ, S ജയശങ്കർ നമ്മുടെ വിദേശകാര്യമന്ത്രി ആണെങ്കിൽ OIC-ൽ ഈ പറഞ്ഞ ഈ പ്രശ്നം ഉണ്ടാക്കിയവരുടെ എല്ലാം പോയി പണിയൊക്കാൻ പറഞ്ഞിട്ട് ഖത്തറിനോട് മാത്രം മയത്തില് സംസാരിച്ച് അവരെ വിട്ട് വെച്ച് എന്താ പറയാ അവര് 8 പേരും ഇപ്പോ അവര് വന്നിട്ട് 6-7 മാസമായി അവര് അപ്പൊ അതായിരുന്നു നൂപൂറിന്റെ പ്രശ്നം. അതായിരുന്നു അതിന്റെ ഇടയിൽ എന്താ പറയാ ആയതുകൊണ്ട് ഈ 7-8 പേര് അവിടെ നിൽക്കുന്നോണ്ടാണ് നമുക്ക് അധികം ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. അന്ന് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് ഈ ഖത്തറിനെ അന്ന് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഖത്തർ നമ്മള് എന്താ പറയാ നൂബറിനെതിരെ ഇങ്ങനെ നടപടി എടുത്തിട്ടുണ്ട്. അത് ഖത്തറിനെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ശരിക്കും പറഞ്ഞ അന്ന് അങ്ങനെ ചെയ്തത്. ഇല്ലെങ്കിൽ നമുക്ക് ഈ നമ്മുടെ നൂബർ ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ എന്റെ സംശയം, അപ്പൊ ഈ ജൂബൈർ എന്ന് പറയുന്നത് അപ്പൊ BJP-യുടെ ആളാണോ? അല്ലല്ലോ. അല്ല, ഇത് പുള്ളിയാണല്ലോ ഇത് പൊക്കി കുഴപ്പാക്കിയത് BJP-ക്കാരൻ. അതെ എനിക്ക് അതാണ് അറിയാത്ത. ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് അയാള് ഫ്രീ ആയിട്ട് റോം ചെയ്യുന്നു, അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തു. അയാളെ അറസ്റ്റ് ചെയ്യുകയും അയാളെ കൊണ്ടുപോയൊക്കെ ചെയ്തിരുന്നല്ലോ. അല്ല, ഞാൻ പറയുന്നത് അത് ജസ്റ്റ് ഒരു കണ്ണിപ്പൊടി അറസ്റ്റ് എന്നുള്ളത്. ഞാൻ അതിന് കുറെ അപ്പൊ അങ്ങനെ വരുമ്പോ അതിന്റെ അർത്ഥം എന്താ? ജുബൈർ വാസ് ഫണ്ടഡ് ബൈ BJP നമ്മൾ സമ്മതിക്കേണ്ടി വരില്ലേ? ഇല്ല, ഒരിക്കലില്ല. നമ്മുടെ
ഫോൾട്ട് നമ്മുടെ എന്താ to save these people. ഏതാണ് ഈ ആരെ നാവികരെ ഈ ആ. നാവികരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഹോൾ മാസ്റ്റർ പ്ലാനിൽ ആ. ജുബൈറും ഒരു പങ്കുണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. അല്ല ഞാൻ അതിന് നമ്മുടെ സിസ്റ്റത്തിന്റെ ഫോൾട്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് എല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങനെയല്ല, അതല്ല. അതായത് ഈ വാർത്ത വരുന്നു, വാർത്ത വന്ന് ജസീമിലേക്ക് വരാട്ടെ, അതിന് തൊട്ട് മുന്നേ ഈ വാർത്ത വരുന്നു. ആ വാർത്ത വന്ന് അത് ഒരു കഷ്ണം മുറിച്ച് അത് പ്രചരിപ്പിച്ചത് ആരാണ്? സുബൈറാണെന്ന് ശിവപ്രസാദ് തന്നെ പറഞ്ഞു. തുടക്കത്തിൽ തന്നെ പറഞ്ഞു. അതായത് സുബൈർ അത് പ്രചരിപ്പിച്ചപ്പോഴാണല്ലോ ട്വിറ്ററിൽ അത് വൈറൽ ആവുന്നത്, വലിയ പ്രശ്നമായതും. അതിനു മുന്നേ ആയിട്ടില്ല. ഇല്ല അതിനു മുന്നേ ആയിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത് പ്രശ്നമായപ്പോഴാണല്ലോ ഇത് നാവികരെ രക്ഷിക്കാനുള്ള വഴിയായി എന്നിപ്പോ പറയുന്നത്. അല്ല പ്രശ്നം അല്ല, ആ ടൈമിൽ തന്നെ ഉണ്ടായിരുന്നു. അതിന് മുമ്പേ നാവികരെ നേരത്തെ പ്രശ്നം അവിടെ ഉണ്ട്. അവരെ ഇതുപോലെയുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾ ഇതിന് ആക്ഷൻ എടുത്തിട്ടുണ്ട് എന്ന് കാണിക്കുന്ന രീതിയിലേക്ക് വന്നത് ഇതൊരു അവസരമാക്കി ഉപയോഗിക്കല്ലേ ചെയ്തത് ഇന്ത്യ. അല്ല, അവസരമാക്കി ഉപയോഗിക്കുക എന്നുള്ളതല്ല, എസ്കലേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്ന് വേണേ പറയാം. ഒരു ഇങ്ങനെ കൂനുമേ കുരു എന്ന് പറയില്ലേ, അപ്പൊ കൂനുമേ കുരു വന്നു. എന്താ പറ്റി ഇതിന്റെ ടൈം ലൈന് നമ്മള് ശിവപ്രസാദ് പറഞ്ഞതല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാനിപ്പോ NDTV ഒരു വെബ്സൈറ്റിലാണ് നോക്കുന്നത്. ഓഗസ്റ്റിലാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. മെയിലാണ് 2022 മെയിലാണ് നുപുർ ശർമ്മ പ്രസ്താവന നടത്തുന്നത്. ഓഗസ്റ്റിലാണ് ഇവർ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോ അതെങ്ങനെയാണ് നമുക്ക് കാരണമായിട്ട് പറയാൻ പറ്റും? കാരണം അവിടെ ആ പ്രശ്നം അതെ മെയ് അന്നോ അതിന്റെ കുറച്ച് ദിവസങ്ങൾക്കകം പ്രശ്നമായി. അപ്പൊ ഡിബേറ്റ് നടന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടല്ല ഇത് വിഷയമായത്, ഏതാണ്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ട്. അപ്പോ അതൊരു കാരണമായിട്ട് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പൊ തന്നെ ഡിഫെൻഡ് ചെയ്യാമായിരുന്നു നുപുർ ശർമ്മയെ. ഇവര് അറസ്റ്റ് ചെയ്യുന്ന ഓഗസ്റ്റ് 30-നാണ്. ഇവിടെ ഡേറ്റ് ഞാൻ ഇവിടെ NDTVയുടെ വെബ്സൈറ്റിൽ ഓൾറെഡി ഈ പറഞ്ഞ നാവികർ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ? അല്ല, അറസ്റ്റ് ചെയ്ത കാര്യമല്ലേ പറഞ്ഞത്? അതല്ലേ നമ്മൾ പറഞ്ഞു, അറസ്റ്റ് ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതന്നെ ഓൾറെഡി നാവികർ അവിടെ വേറെ അവരുടെ ഒരു എന്താ പറയാ കപ്പലിലുണ്ടായിരുന്നു, അവർ ജോലിക്കാരായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നത് ഇവരെ ഈ പ്രശ്നത്തിൽ അറസ്റ്റ് ചെയ്യുന്നത് ഓഗസ്റ്റ് 30-നാണ്. മെയ് 22-നാണ്, അതായത് 2022 മെയ് 22-നാണ് നുപുർ ശർമ്മ 27-നാണ് പ്രസ്താവന നടത്തുന്നത്. അപ്പോ അതെങ്ങനെ ശരിയാവും? മെയ് 27-ന് പ്രസ്താവന നടത്തിയത് എങ്ങനെയാണ് ഓഗസ്റ്റ് 30-ൽ അറസ്റ്റിന് ശേഷം? അതുകൊണ്ട് നമ്മൾ അതിന് അത് ഒരു വിഷയം ആണോ? കാരണം മെയ്യും ഓഗസ്റ്റും തമ്മിൽ എത്ര മാസങ്ങൾ വ്യത്യാസം? ജൂൺ, ജൂലൈ 2 മാസമുണ്ട്. ആ 2 മാസങ്ങൾക്കിടയിൽ ഇവിടെ കോടതിയും കുറെ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. കനിയാലാലിന്റെ ആ വിഷയം അത് എപ്പോഴാണ് നടന്നത് എനിക്കറിയില്ല. വീണ്ടും അതിന് മുമ്പ് തന്നെ ഇത് വലിയ വിഷയമായിട്ടുണ്ട്. അപ്പോ ആ സമയത്ത് ഡിഫെൻഡ് ചെയ്യായിരുന്നല്ലോ. ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ വാദമായിട്ട് ഉന്നയിക്കുകയാണ്. അതായത് മെയ്യും ജൂലൈ ഈ ജൂലൈയിൽ സർക്കാരിന് ഇവരെ ഡിഫെൻഡ് ചെയ്യാൻ ഖത്തർ വേറെ ആൾക്കാരെ പിടിച്ചിരുന്നോ? ഇല്ലല്ലോ. ആ സമയത്ത് ഡിഫെൻഡ് ചെയ്യായിരുന്നു. നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. കാരണം ശിവപ്രസാദ്, ഇത് നിലനിൽക്കില്ല. ഈ പറഞ്ഞ ഈ ഒരു എന്താ പറയാ ഒരു പോസിറ്റീവ് കൺസ്പിറസി ഇത് നിലനിൽക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി അങ്ങനെ ഒരു ടൈം ലൈൻ ശരിയായാൽ പോലും അവിടെ സുബൈറും ഇതിന്റെ ഭാഗമാണ് നമ്മൾ സമ്മതിക്കേണ്ടതായിട്ട് വരും. എന്തിനാ വെറുതെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത്? ഇല്ല, സുബൈർ ഭാഗമല്ല, നമ്മള് എന്താ പറയാ നമ്മുടെ ലീഗൽ സിസ്റ്റത്തിന്റെ ഫോൾട്ട് ആണെന്ന് ഞാൻ പറയുള്ളൂ. സുബൈർ ഇത് ലീഗൽ സിസ്റ്റത്തിന്റെ ഫോൾട്ട് അല്ല. ഓക്കെ, ഇത് ഞാൻ പറയുന്നത് ആ ഒരു നടപടി നുപുർ ശർമ്മയ്ക്ക് എതിരെ എടുത്ത നടപടി അത് ഒരു പെർപച്വൽ ഇഷ്യൂ ആയിട്ടാണ് മാറാൻ പോകുന്നത്. ഇപ്പോഴും അവരത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നുണ്ടോ? അതില്ല. ഇല്ല. അതായത് ഇന്ത്യയിൽ ന്യൂനപക്ഷമാണ് മുസ്ലിങ്ങൾ എന്ന് പറയും, ഭൂരിപക്ഷമാണ് ഹിന്ദുക്കൾ എന്ന് പറയും. എന്നിട്ട് ഈ ന്യൂനപക്ഷത്തിനെ പേടിച്ചിട്ട് ഭൂരിപക്ഷത്തിന്റെ അംഗമായ നുപുർ ശർമ്മ ജീവിതകാലം മുഴുവൻ ജീവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ ശരിയാവുക? അല്ല, അത് ശരിയല്ല. അപ്പോ അങ്ങനെ ഒരു കുഴപ്പത്തിലേക്ക് അവരെ തള്ളിയിടേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഉയർത്തിപ്പിടിക്കേണ്ടതും ഇവിടെ മുസ്ലിങ്ങൾ ചിന്തിച്ച ആ രീതി ശരിയല്ല എന്നും കാണിച്ചു കൊടുക്കേണ്ട ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഘട്ടത്തിൽ അതിന് നിൽക്കാതെ ഈ രീതിയിൽ നടപടി എടുക്കുമ്പോൾ ഈ ഫ്രീ സ്പീച്ചിന് പിന്നെ എന്ത് പുല്ല് വിലയാണ് ഈ ഗവൺമെന്റ് കൊടുക്കുന്നതെന്നല്ല അവിടെ വരുന്നത്. അതെ, അതിപ്പോ നേരത്തെ ഒരാൾ പറഞ്ഞില്ലേ, കൂടുതൽ ഇപ്പോ എന്താ പറയാ റൈറ്റിന് പകരം ഒരു മിഡിൽ പോർഷനിലേക്ക് പിടിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ പ്രശ്നമാണെന്നാണ് പറയുന്നത്. നമ്മൾ റൈറ്റ് പിടിക്കണം എന്നല്ല നമ്മൾ പറയുന്നത്, നമ്മൾ പറയേണ്ടത് പറയണം എന്നാ പറയുന്നത്. ഇപ്പൊ ഈ എന്താണ് ഇപ്പൊ കഞ്ചാവ് അടിക്കരുതെന്ന് സംഘി പറഞ്ഞ അത് റൈറ്റ് ആവും? അതില്ല. അത് പറയേണ്ട കാര്യം പറഞ്ഞു എന്നല്ലേ വരുന്നുള്ളൂ. അവിടെ അത് പറയേണ്ട സമയത്ത് നിങ്ങൾ റൈറ്റ് വിങ് ആണെന്ന് നോക്കി നിന്നിട്ട് അത് മിണ്ടാണ്ടിരിക്കണം എന്തിനാണ്? പിന്നെ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പ്രശ്നമുണ്ട്. നിങ്ങളിപ്പോ പിന്നെ എന്തിനാ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ്? നുപുർ ശർമ്മയ്ക്ക് ഖത്തറിനെ ആലോചിച്ചൊന്നും മിണ്ടണ്ടേ?
ഞാനിപ്പോ ശിവപ്രസാദിനോട് ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ നിങ്ങൾ വ്യക്തിപരമായിട്ട് കരുതരുത്. ഞാനൊരു ശൈലിയാണ്. എന്റെ ശൈലി ഇതുപോലെ തന്നെയാണ്. ശബ്ദം ഇങ്ങനെ കൂടുന്ന എന്റെയും ശൈലിയാണ്. നമുക്കറിയാം, നമ്മൾ ഒരേ രീതി തന്നെ അവിടെ അറിയാം. എന്റെ ശബ്ദം കൂടിയിരുന്നു, ഞാൻ അറിഞ്ഞില്ല കേട്ടാ. ഇല്ലല്ല. അപ്പോ ഈ അടിസ്ഥാന ശിവപ്രസാദിന് സംസാരിക്കണം, ഖത്തർ എന്തെങ്കിലും മിണ്ടുന്നുണ്ടോ നോക്കിയിട്ട് സംസാരിക്കണം. അങ്ങനെ ചെയ്ത പ്രശ്നം എന്താ പറയും, നമ്മള് ഒന്നും മിണ്ടാൻ പറ്റില്ല. നമ്മളിപ്പോ എന്താണ് ചില പത്രങ്ങളൊക്കെ അൽജസീറയോട് ഖത്തറിനോട് പറഞ്ഞിട്ടുണ്ട് സൗദി ഒരു സമയത്ത്. അൽജസീറ എങ്ങാനും ഈ അടുത്തെങ്ങാനും വന്നു കഴിഞ്ഞാൽ ഞാൻ ഖത്തറിന് പിന്നെ ഉപരോധിക്കുന്നു പറഞ്ഞ് ഉപരോധിച്ചില്ല. അൽജസീറ പിന്നെ ഖത്തറിന്റെ കുറെ പ്രസിദ്ധീകരണങ്ങളുണ്ട്. അപ്പോ ഇതുപോലെ മറ്റൊരു രാജ്യത്തിന് വേണ്ടി നമ്മുടെ പൗരന്മാരുടെ അവകാശം എടുത്ത് കളയുന്നത് പൊതുവിൽ ഈ ജനാധിപത്യങ്ങളിൽ അങ്ങനത്തെ ഒരു പ്രവണതയില്ല. അവരിപ്പോ ഫ്രഞ്ച് പാർലമെന്റ് നമുക്കറിയാം, ഫ്രഞ്ചുകാർക്ക് പല മുസ്ലിം രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധമുള്ള രാജ്യങ്ങളാണ്. മൊറോക്കോ, നിങ്ങൾക്കറിയാം ഫ്രഞ്ചുകാരുടെ അവിടുത്തെ മെയിൻ ഇമിഗ്രൻസ് ഒക്കെ മുസ്ലിങ്ങളാണ് ആഫ്രിക്കയിൽ നിന്നുള്ള. അവരെപ്പോഴാണ് മറ്റേ ചാർലി ഹെബ്ഡോ കഴിഞ്ഞില്ലേ, ചാർലി ഹെബ്ഡോ കഴിഞ്ഞ സമയത്ത് അവരെന്താ ചെയ്ത്, അവരുടെ ഗവൺമെന്റ് ബിൽഡിംഗിൽ കാർട്ടൂൺ കാണിച്ചു, അതിനുള്ള ധൈര്യവും കാണിച്ചു. അവർ അത്രയും വലിയ കൊടുകുത്തി നിൽക്കുന്ന പ്രശ്നത്തിന്റെ ഇടയിൽ, തീവ്രവാദത്തിന്റെ ഇടയിൽ അവർ കാണിച്ചു. നമ്മളതുപോലെ നട്ടല് കാണിച്ചാലേ ബാക്കിയുള്ളവർ പിന്നെ നമ്മളെ തലയിൽ കയറാതിരിക്കുള്ളൂ. ഇപ്പൊ എന്താ സംഭവിച്ചത്, നുപുർ ശർമ്മയുടെ ഒരു വിഷയം കിട്ടി, ഇനി ഖത്തറിന് എല്ലാ വിഷയം എടുത്തുകൊണ്ട് വരാൻ പറ്റും. ഇനി എല്ലാ വിഷയത്തിലും നമ്മൾ ഇതുപോലെ മുട്ടുകുത്തിക്കും. അല്ല, വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ നാവികർ, ഞാൻ പറഞ്ഞില്ല, അൺഒഫീഷ്യൽ നാവികരുടെ വിഷയം പിന്നീടല്ലേ വരുന്നത്. അത് ഇതിലും അതിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അത്. കാരണം കണക്റ്റഡ് ആണ് സംഭവം. അത് മെയിലാണ് നുപുർ ശർമ്മ സംസാരിക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ബന്ധപ്പെടുക? അല്ല, അത് ഇതിൽ കണക്ട് ചെയ്തിട്ട് വരുന്ന ഒരു സംഭവമാണത്. ശിവപ്രസാദ് അത് കണക്ട് ചെയ്താൽ ഈ സുബൈറും ഈ പ്ലാന്റെ പദ്ധതിയിലെ ഭാഗമാണെന്ന് ഞാൻ പറയും. ഇല്ല, അത് വെറുതെ എന്തിനാ അതിന് നിൽക്കുന്നത്? ഇതില് സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ തല കുനിച്ച് നിന്നിട്ട് ഇത് നേരിടേണ്ട അവസ്ഥയൊന്നും ഇന്ത്യക്കില്ല. ഇവിടെ ഇന്ത്യ നമ്മളുടെ കാനഡയുടെ മുന്നിലൊക്കെ എടുത്തിട്ടുള്ള നിലപാടും രീതികളൊക്കെ എടുത്ത് നോക്കുക. അങ്ങനെ ഒരു മിഡിൽ ഈസ്റ്റേൺ രാജ്യത്തിന് ഇന്ത്യയുമായിട്ട് മുട്ടി നിൽക്കാനുള്ള ഒരു കഴിവില്ല. അതൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ കഴിവുകളൊന്നുമില്ല. നമ്മുടെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ നാവികരുള്ളതുകൊണ്ടാണ് നമ്മള്, ഞാൻ പറഞ്ഞില്ല, അൺഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ്. ആ കണക്ഷൻ ഈസ് ഇറാഷണൽ എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ ജസീമും പറയുന്നത് അത് തന്നെയാണ്. സോ നമുക്കത് ഇവിടെ വിടാം. ടൈം ലൈൻ ഞാൻ ഒന്നും കൂടി നോക്കിയിട്ട് പറഞ്ഞു. ഞാൻ നേരത്തെ അത് കണ്ടപ്പോ എനിക്ക് അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ നേരത്തെ എത്തിയിരുന്നത്. ഞാൻ അത് കുറച്ച് നാൾ മുമ്പ് ഫോം ചെയ്ത ഒരു എന്താ പറയാ അനാലിസിസ് ആയിരുന്നു. ഞാൻ പെട്ടെന്ന് കേട്ടപ്പോ പറഞ്ഞാണ് ഞാൻ ടൈം ലൈനും കാര്യങ്ങളും ഞാൻ സ്ക്രീനിൽ കാണിക്കാം. കാരണം ഇപ്പൊ നമ്മൾ പറയുന്നത് ആൾക്കാർ കാണണ്ടേ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പൊ അതായത് ഇപ്പൊ എന്റെ ഇത് കാണുന്നുണ്ടോന്നാവോ, ഇവിടെ നുപുർ ശർമ്മയുടെ വിഷയമാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ. ഈ നുപുർ ശർമ്മ മറ്റേ നാവികരുടെ വിഷയമാണ്. ഇവിടെ ടൈം ലൈൻ ഓഫ് ദ കേസ് എന്ന് പറഞ്ഞിട്ട് 2022 കണ്ടോ, August 30 8 men were arrested for unknown reasons and placed in solitary confinement. ഇവിടെയാണ് ഇവിടെ തുടങ്ങുന്നത്, ടൈം ലൈൻ തുടങ്ങുന്നത്. എന്നിട്ട് പിന്നെ ഒക്ടോബറിൽ അവര് ഇന്ത്യൻ അംബാസിഡർ ദോഹയിൽ വന്നു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഇനി ഞാൻ നുപുർ ശർമ്മയുടെ നിങ്ങൾ ഗൂഗിൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ ആ ഇഷ്യൂ ഡേറ്റ് വരുന്നുണ്ട്. 27 മെയ് കണ്ടില്ലേ, 2022 ഒന്ന് മെയ്യിലാണ്, മറ്റേത് ഓഗസ്റ്റിലാണ്. അപ്പൊ ഞാൻ ഇത്ര പറഞ്ഞു. ഞാൻ ശിവപ്രസാദിനെ ഇൻവാലിഡേറ്റ് ചെയ്യുന്നല്ല. ശിവപ്രസാദ് ഇത് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് കാരണം ഉണ്ടോ? ഞാൻ പറഞ്ഞത് ഇതിന്റെ ടൈം ലൈൻ ശരിയാവുന്നില്ല എന്നുള്ളതാണ്. പിന്നെ എനിക്ക് ഒരു ഒറ്റ വിഷയം കൂടി പറയാനുള്ളത്, ഇതിന് ശേഷം വേറൊരു സംഭവം നടന്നു. നിങ്ങളിത് അറിഞ്ഞോന്നറിയില്ല. NIT എന്താണ്, ജമ്മു കാശ്മീരിൽ NIT അവിടുത്തെ ഒരു ചെക്കൻ, ഞാൻ പറഞ്ഞത് ഇതിലും ഭീകരമായ വിഷയമാണ്. ഈ നുപുർ ശർമ്മക്ക് പാർട്ടിയുടെ പദവിയിലേ പോയിട്ടുള്ളൂ. അവന് 1 വർഷം പോയി. അവൻ അവിടെ സോഷ്യൽ മീഡിയയിൽ ഈ മുഹമ്മദിനെ പറ്റി എന്തോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട്, അത് സാധാരണ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും മുഹമ്മദിന് തട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ്. കമന്റ് മുതൽ എല്ലാ കമന്റിലും വന്നിട്ട് ആളുകൾ തട്ടിയിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ലോകത്തെ ഏറ്റവും പ്രശസ്തനായിട്ട് ഈ മനുഷ്യൻ. അപ്പോ ഇയാളെ കുറിച്ച് ഇൻസ്റ്റാഗ്രാമിലോ സോഷ്യൽ മീഡിയയിലോ ഏതോ ഒരു ആപ്പില് കുറെ ഉണ്ടല്ലോ, അപ്പൊ അവിടെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവന്റെ 1 വർഷം റെസ്റ്റിക്കേറ്റ് എന്നാണ് പറയുന്നത് ഇംഗ്ലീഷിൽ, എനിക്കറിയില്ല എന്ത് അങ്ങനെ പറയാം. അതായത് 1 വർഷം എടുത്ത് കളഞ്ഞോടെ. അത് ഇതിലും മോശം കാര്യമാണ്. ഒരു കുട്ടിയുടെ, അതായത് ഏറ്റവും പഠിക്കുന്ന കുട്ടികൾ പോകുന്ന സ്ഥാപനത്തിലെ ഒരു കുട്ടിയുടെ ഇതെടുത്ത് കളയാൻ ഒരു മതത്തിന് വേണ്ടിയിട്ട്. അപ്പോ ഇവിടെ ഇപ്പൊ നാവികരും ഇല്ല, ഇതുമില്ല. അപ്പൊ ശിവപ്രസാദ് എന്ത് പറയും, നുപുർ ശർമ്മയുടെ വിഷയം ഇങ്ങനെയാണെങ്കിൽ ഇപ്പോഴും BJP ഭരിക്കുന്നു കേട്ടോ. ജമ്മു കാശ്മീരിൽ ആരാണിപ്പോ നിയന്ത്രിക്കുന്നത് നോക്കുക, അവിടെയും ഇവര് കളിക്കുന്നുണ്ട്. ഇതിപ്പോ നമുക്ക് ഒരു വിഷയത്തിൽ ഒതുക്കാൻ പറ്റുന്നതല്ല. അതെ. മിഡിൽ ഗ്രൗണ്ടില് ഇപ്പൊ ഗവൺമെന്റ് ഈ മിഡിൽ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. അതാണ്
പിന്നെ ഞാൻ ഡോക്ടർ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, തജിക്കിസ്ഥാന്റെ കാര്യം പറഞ്ഞതിന്റെ കൂടെ തന്നെ നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിലും മുഴുവൻ ഇപ്പോൾ 99% മുസ്ലിങ്ങൾ ആയാലും കോൺസ്റ്റിറ്റ്യൂഷന് ഒരു പ്രശ്നവും വരില്ല എന്ന് ഇപ്പൊ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ആ മുസ്ലിങ്ങളിൽ മാറ്റം വന്നാൽ അങ്ങനെ ആയാലും കുഴപ്പമുണ്ടാവില്ല, അല്ലെങ്കിൽ കുഴപ്പം തന്നെയാണ്. അങ്ങനെയാണോ പറഞ്ഞേ? അതെ. ഓക്കെ, ഞാൻ വിചാരിച്ചു ഇവിടെ 99% മുസ്ലിങ്ങളായാലും കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പ്രശ്നം വരില്ല എന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെയല്ലല്ലോ. അങ്ങനെ ഞാൻ എന്റെ ഉറക്കത്തിൽ എന്നെ കുത്തി വിളിച്ച് എണീപ്പിച്ചാൽ പോലും ഞാനത് പറയില്ല. മുസ്ലിങ്ങളെ നമ്മൾ സെക്യുലറൈസ് ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ അവർ വരില്ല, ആ പ്രശ്നം ഉണ്ടാക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്. സെക്യുലറൈസ് ചെയ്യുന്നതിൽ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിനും ഇവിടുത്തെ രാഷ്ട്രീയത്തിനും വലിയ പങ്കുണ്ട്. അവരത് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണോ പറഞ്ഞത്? ഞാൻ കേട്ടത് തെറ്റിപ്പോയി. പലതും കേൾക്കുന്നത് തെറ്റിപ്പോകുന്നുണ്ട് ഈയിടെയായിട്ട്, സൂക്ഷിക്കണം. ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതെ, കൃത്യമായിട്ട് കേൾക്കുക. അതിനെക്കാളും പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ സീൻ വേറെ മാറും. അതെ, ഏറി കയറും. ഓക്കെ, അപ്പൊ കാണാം. ഓക്കെ, ശരി, ബൈ. ഓക്കെ, നേരത്തെ നമ്മളുടെ ആര്യ പറഞ്ഞപ്പോൾ ഞാൻ പ്ലേ ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ച ഒരു വീഡിയോ ഉണ്ട്, ആ നൈക്കിയുടെ ആ ഒരു ആഡ്. നമുക്ക് ചുമ്മാ ഒന്ന് പ്ലേ ചെയ്യാം, ജസ്റ്റ് ഫോർ ഹൊറർ. എന്ത് പറയുന്നു? നല്ലൊരു സാധനമാണ്. ഞാനത് കണ്ടപ്പോൾ എനിക്കും അത് പ്ലേ ചെയ്യണം, റിയാക്ട് ചെയ്യണം തോന്നിയ സാധനം. تبين تلعبين؟ يلا യല്ല. ഇപ്പോ ജസ്റ്റ് ഡു ഇറ്റ് എന്നുള്ളതിന്റെ ഇപ്പൊ പുതിയ വാക്ക് യല്ല എന്നാക്കി മാറ്റി. എന്തായാലും ഇത് വേറെ ഒരു പരസ്യം ഉണ്ടായിരുന്നു, മെസ്സിനെ വെച്ചിട്ടൊരു പരസ്യം വേറെ ഇതുപോലെ കണ്ടിട്ടുണ്ട് കുറച്ച് മുന്നേ. ഇപ്പോൾ നേരത്തെ നമ്മൾ ആര്യ സൂചിപ്പിച്ച വിഷയം, അതായത് ആ ഒരു മാറ്റം എന്ന് പറയുന്ന ഒരു സംഗതിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ സിനിമകൾക്കും കലയ്ക്കും ഒക്കെ വലിയ റോളുണ്ട്. ആ മാറ്റം അവിടെ റീഇൻഫോഴ്സ് ചെയ്യുന്നില്ല. അതിൽ പരസ്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. വളരെ ചുരുങ്ങിയ സമയം, 1 മിനിറ്റ് 2 മിനിറ്റിൻ്റെ താഴെയുള്ള സാധനമാണ്. അത് വെച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അത് ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ വലിയ പിന്നിൽ നിന്നിരുന്ന ആളാണ്. പക്ഷേ കോംപ്ലാൻ്റെ പരസ്യം കണ്ടിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയ ആളാണ് ഞാൻ, പച്ചയ്ക്ക് പറഞ്ഞാൽ. അതിലവർ പറയുന്ന കാര്യങ്ങൾ അത് നമ്മളെ കുറേ കേട്ട് കഴിയുമ്പോൾ നമ്മളത് സ്വാധീനിക്കും. കോംപ്ലാൻ അല്ല കേട്ടോ കുടിച്ചത്, അത് വേറെ കാര്യം. പക്ഷെ ഭക്ഷണം കഴിക്കാൻ അതൊരു പ്രേരണയായി. അങ്ങനെ നമ്മൾ ഭക്ഷണം കുറേ കഴിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ വന്നു എന്ന് പറയാണ്. അപ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും ഇതുപോലുള്ള കാര്യങ്ങൾ. അതുപോലെ ഇപ്പോൾ ടെഡ് ടോക്സിൽ ചില ആളുകൾ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. അത് പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ അവരുടെ ഇടയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ ഈ സിനിമകളിലൂടെ അതിനെക്കുറിച്ച് പറയുക. പക്ഷെ അത് നടത്തിയതിൻ്റെ പേരിൽ, ആ ഇസ്ലാമിക് കൺട്രി ആയതിൻ്റെ പേരിൽ അവരെ അവിടെ നിന്ന് ആട്ടി ഓടിക്കുന്ന അവസ്ഥ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്ന കാര്യമാണ്. സോ അതൊന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ എനിവേ, അത് ഓർമ്മിപ്പിച്ചതിന് നമ്മളുടെ ആര്യയ്ക്ക് ഒരു വലിയ നന്ദി. സോ ദിസ് ഈസ് സംതിങ് നമ്മളുടെ മുസ്ലിം കമ്മ്യൂണിറ്റി അവർ തിരിച്ചറിയേണ്ട ഒരു വിഷയമാണെന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, നമുക്ക് മൂവിങ് ഓൺ. ഇതിൽ രാഹുൽ പറയും. ഹലോ, കേൾക്കാമോ? പറയൂ. കേൾക്കാം, പറയൂ രാഹുൽ. ഫസ്റ്റ് ഓഫ് ഓൾ, അരിഫ് ചെയ്യുന്ന കാര്യങ്ങൾ ഇറ്റ്സ് വെരി അപ്രീഷിയബിൾ. ഞാൻ മാത്രമേ ഉള്ളൂ?
എനിക്ക് ജസീമ ചെയ്യുന്നത്? അരിഫിനെ മാത്രമേ കാണുന്നുള്ളൂ ആക്ച്വലി. ഓ ഇതിൽ അങ്ങനെയാണ്. വന്നിട്ട് ബിക്കോസ് യുവർ തോട്ട് ഇസ് ഡിഫറെന്റ്. ഐ എം കോളിംഗ് ഫ്രം ബാംഗ്ലൂർ ആക്ച്വലി. ഓ ഹോ Yeah, the thought that you say that is really good actually. Means ipo, for example, you are telling that it should come internally within the religion, so nobody can go and sort it out. From internally the religion, people have to realize and come up. That's a very good thought. So എനിക്ക് അറിയേണ്ടത് വാട്ട് ആർ ദ അതർ ആക്ടിവിറ്റീസ് ദാറ്റ് യു ആർ ഡൂയിങ് എസ് പാർട്ട് ഓഫ് ദിസ് rationalization? Anything else you are doing other than this talk shows and stuff like that? ഓക്കെ. വേറെ എന്തെങ്കിലും ചെയ്യണ്ടോ ഇത് ഞാനോ? അല്ലാതെ? ജോലിയാ? അല്ല, ഞാൻ for remediating the things like how you are doing now. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. വി ആർ പ്ലാനിങ് എ ഡിജിറ്റൽ പാർട്ടി. അതിന്റെ പേരിങ്ങനെയാണ്, ഡിജിറ്റൽ ലിബറൽ പാർട്ടി ഓഫ് ഇന്ത്യ. ഓക്കെ, DLPI. അപ്പോൾ അതൊരു ഓൺലൈൻ ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആയിട്ടാണ് കൊണ്ടുവരുന്നത്. ഇന്നത്തെ യൂത്തിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അവർക്ക് കൊടി പിടിച്ച് പോസ്റ്റർ ഒട്ടിച്ച് നട റോട്ടിലിറങ്ങി ജാഥ വിളിച്ച് ആ പരിപാടിയൊന്നുമില്ല. നമ്മൾ പ്യുവർലി ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, അതിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി നമ്മൾ ഇതുപോലെ ലൈവ് സ്ട്രീമിങ് കാര്യങ്ങൾ ഇതെല്ലാം ഉപയോഗപ്പെടുത്തി പരസ്യം കൊടുത്ത് പിന്നെ നമ്മളെ വിഷൻ നമ്മൾ പോപ്പുലറൈസ് ചെയ്ത് ഒരു പെർപ്പച്വൽ, അതായത് നമ്മളെപ്പോഴും പ്രതിപക്ഷമായിരിക്കും, ഇടയ്ക്ക് ഇലക്ഷനിൽ ജയിച്ചാൽ നമ്മൾ ഭരണപക്ഷമാവും. അങ്ങനെ ഒരു സ്റ്റൈൽ, ഒരു പുതിയൊരു ആശയമാണ്. സോ ദാറ്റ്സ് ഇൻ ദ ബേക്ക് ഹൗസ്. ഉടനെ അത് പുറത്തു വരും. ഓക്കെ. അതല്ലാണ്ട് പിന്നെ വേറൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഈ പീപ്പിൾ ഹാവ് ടു റിയലൈസ്, ബട്ട് മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ആർ നോട്ട് ബോതേർഡ് അബൌട്ട് ഓൾ ദീസ് തിങ്സ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വെരി സിമ്പിൾ, ലൈക്ക് ഭയങ്കര സിമ്പിളായ ആൾക്കാരാണ് കൂടുതലും ഇസ്ലാം പിന്നെ ഈ പറയുന്ന പോലെ ഒരു ഹൈപ്പിലേക്ക് പോകുന്നതൊക്കെ വളരെ സിമ്പിളായ ആൾക്കാരാണ്. സോ അവർക്ക് വന്നിട്ട് നമ്മൾ വി കനോട്ട് ആസ്ക് ദം ടു തിങ്ക് റാഷണലി അല്ലേ? സോ അവർക്ക് വേണ്ടിയിട്ട് വാട്ട് എൽസ് ക്യാൻ വി ഡു ടു ഇംപ്രൂവ് ദെയർ ലൈഫ് സ്റ്റൈൽ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്തോനേഷ്യയുടെ കാര്യം ഞാൻ ഇന്തോനേഷ്യയിൽ പോയിട്ടുണ്ട്. So they have, they are not following the Arabic culture. They are following their own specific culture. ഇപ്പോൾ പേരുകളൊക്കെ തന്നെയാണെങ്കിലും ആരിഫ് ഹുസൈൻ അങ്ങനെയൊന്നുമല്ല. ഇറ്റ് ഈസ് their own like പ്രിയാണി അങ്ങനെയൊക്കെയാണ്. ദേ ആർ മുസ്ലിംസ് ബട്ട് ദേ ഹാവ് ദെയർ, സോ അവിടെ തൊട്ട് തന്നെ തുടങ്ങുകയാണ്. സോ ദാറ്റ് ഇസ് വേർ ഐ തിങ്ക് ദ ഡിഫറൻസ് കംസ് ഓൾസോ. യെസ്, ഉണ്ട്. ആ കൾച്ചറൽ ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കൊണ്ടു നടക്കുന്നതിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതിൽ തെറ്റ് നമ്മൾ പറയുന്നില്ല. അതൊരു വൺ ഓഫ് ദ സൊല്യൂഷൻസ് ടു, എന്താ പറയുക, നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് എന്തിനെതിരെ എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ അതൊരു ബിഗിനിങ് പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഹിന്ദു ഷുഡ് റിയലൈസ് ദാറ്റ് ഓക്കെ ദെയർ പോപ്പുലേഷൻ ഇസ് റെഡ്യൂസിങ് ആൻഡ് മുസ്ലിം പോപ്പുലേഷൻ ഇസ് ഇൻക്രീസിങ്. സോ ഇതിന്റെ ഒരു സൊല്യൂഷൻ ഇസ് നോട്ട് ടു കിൽ ദ മുസ്ലിംസ് ബട്ട് ടു കോ എക്സിസ്റ്റ്. ആൻഡ് നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 70s and 80s എന്താ ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ദ കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് ദാറ്റ് ദേ ഹാഡ് ഇസ് ഡിഫറെന്റ് ഫ്രം വാട്ട് വി ആർ ഹാവിങ്. because they used to ask questions. Okay, എന്തെങ്കിലും സോഷ്യൽ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ they used to go out and ask, okay ഇതെന്താണ്, why this is happening around me. ഇപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനിങ് എബിലിറ്റി ഹാസ് റെഡ്യൂസ്. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഐ വിൽ ഓക്കെ എന്തിനാ നമ്മൾ മൈൻഡ് ആണ് പറഞ്ഞിട്ട് വിൽ ജസ്റ്റ് ഗോ ഹോം ആൻഡ് സിറ്റ്. സോ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ പോകുന്നത്. സോ ദ കൈൻഡ് ഓഫ് തിങ് ദാറ്റ് വി ആർ ട്രൈങ് ടു അച്ചീവ് മൈറ്റ് അത്ര ഫാസ്റ്റ് ആയിട്ട് നടക്കും വരില്ല. The more people like you are coming up. ഇത് ഞാൻ പറഞ്ഞല്ലോ, വി ആർ ജസ്റ്റ് കാറ്റലൈസിങ് ദ സെക്യുലറൈസേഷൻ പ്രോസസ്. അതിനകത്തൊരു ലിയേസണിങ് ഒരു റോളാണ് നമ്മളെപ്പോലുള്ള ആളുകൾക്കുള്ളത്. അതിൽ വലിയൊരു റോൾ എക്സ് മുസ്ലിംസിനുണ്ട്. സോ യു ഹാവ് ടു, ഇഫ് യു ബിലീവ് ഇൻ ദിസ് ഹോൾ തിങ്, യു ഹാവ് ടു സപ്പോർട്ട് അസ്. അതൊരു യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എൻ ഓർഡർ. ഓക്കെ, ഇത് ഞാൻ വെറുതെ പറയല്ല, ബിക്കോസ് വി ആർ നോട്ട് സീയിങ് ദാറ്റ്. അത് നമ്മുടെ നാട്ടിൽ വളരെ ഒരു ലേഡ് ബാക്ക് അപ്രോച്ചാണ്. ഈ സെക്യുലറൈസേഷൻ, സെക്യുലർ ഇടങ്ങൾ ഇല്ലാതെയാകുന്നതൊന്നും വലിയ പ്രശ്നമായിട്ട് പോലും ആളുകൾ കാണുന്നില്ല. സോ അവിടെ നമ്മൾ ഉയർത്തിപ്പിടിച്ചേ പറ്റുള്ളൂ. ഓക്കെ,
ഓക്കെ ഓക്കെ, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. താങ്ക് യു സോ മച്ച്. ബൈ. അപ്പോൾ രാഹുൽ, അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു ആളുകൾക്ക്. സോ എന്താ പറയുക, അതൊരു ആ ഒരു ധാരണ ഇവിടുത്തെ ഭൂരിപക്ഷം ആളുകൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഈ ലോകം എത്ര സുന്ദരമായെന്ന് അല്ലേ? യെസ്, ഓക്കെ. അപ്പോൾ നസീഫിലേക്ക് ഒന്ന് പോവാം. പെട്ടെന്ന് പറയൂ നസീഫ്. ഹലോ, യെസ്, വെൽക്കം ബാക്ക്. പെട്ടെന്ന് പറഞ്ഞോളൂ. മതം നിങ്ങൾക്ക് വിട്ടോ? വേണ്ടി മൂന്നാമത്തെ ആള് ഏത് മൂന്നാമത്തെ ആള് മതത്തിലായി വന്നിട്ടില്ലല്ലോ. വന്നിട്ടില്ല. ഓക്കെ, പറയൂ, എന്താ വിശേഷം? എന്താ സുഖം. പിന്നെ ഞാനന്നൊരു മറ്റേ UA ചാനലിൽ ലൈവിലൊന്ന് പോയി ആകെ പണി കിട്ടി വന്നതാണ്. ഞാൻ നിങ്ങൾക്ക് അതിന്റെ വീഡിയോ ഒക്കെ അയച്ചു തന്നിരുന്നു. കാര്യമായിട്ട് ഫുള്ള് ഓർമ്മയുണ്ടോ? ഫുള്ള് ആരിഫ് ഹുസൈൻ, അങ്ങനെ ആരിഫ് ഹുസൈൻ എന്നുള്ളൊരു പേരും അത് ഫുൾ വ്യക്തിഹത്യയായിരുന്നു. ഞാൻ രണ്ട് ക്വസ്റ്റ്യനാണ് ഞാൻ അവിടുത്തെ ചോദിച്ചത്. ആ രണ്ട് ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് കറക്റ്റ് ആയിട്ട് അവര് മറുപടി തന്നില്ല. അവര് ഇത് റെഫർ ചെയ്യാൻ വേണ്ടി പറഞ്ഞ് അവര് എന്നെ മറ്റൊരു ഇത് കളിക്കൊടുക്ക വോളിയം നമ്പർ എത്ര എന്തോന്ന് പറഞ്ഞു. അങ്ങനെ അതിലേക്ക് തള്ളി വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ അത് ചോദിച്ചാൽ ഇതായിരുന്നു, ലിയാഖത്തിന്റെ വീഡിയോ നമ്മൾ എടുക്കണോ തള്ളണോ, അത് ശരിയാണോ അതോ നിങ്ങൾ പറഞ്ഞാണോ ശരി എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്, സൂറത്തുൽ തൗബയെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അത് അവര് ഇങ്ങനെ പറഞ്ഞ് അത് നിങ്ങൾ തന്നെ വായിച്ചോളൂ എന്നുള്ള രൂപത്തിൽ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിച്ചത്, അവര് സ്ഥിരമായിട്ട് എല്ലാ വീഡിയോസിലും ഉപയോഗിക്കുന്ന കാര്യമാണ് കളവ് പറയുന്നു, തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ള കാര്യം. അപ്പൊ അത് ഞാൻ ഉദ്ദേശിച്ച ചോദ്യം അവർക്ക് മനസ്സിലായില്ല. അവര് ആ കളവ് പറയുന്നു എന്നുള്ള പ്രയോഗം ചേഞ്ച് ആക്കി മറ്റെന്തെങ്കിലും പ്രയോഗം വെക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചത്, അവർ മനസ്സിലാക്കിയത്. ഞാൻ ഉദ്ദേശിച്ചത് കളവ് ഇപ്പൊ ഞാനൊരു കളവ് പറഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് സത്യമാണെന്ന് അറിയുന്ന കാര്യം ഞാൻ ആയിരിക്കണം, അത് ഞാൻ മാറ്റി പറയുമ്പോഴാണ് ഞാൻ കളവ് പറഞ്ഞു എന്ന് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ മനസ്സ് വായിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണം, അപ്പോഴല്ലേ അത് കളവാകാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു ആശയം പറയുമ്പോൾ ആ ആശയം ശരിയല്ല, ഇതാണ് ആശയം, അത് ഇങ്ങനെയാണ്, ഇതാണ് അതിന്റെ തെളിവ്, ഇതാണ് ഖുർആൻ, ഇതാണ് ഹദീസ്, ഇങ്ങനെ ഒരു മറുപടിയാണ് നമുക്ക് വേണ്ടത്. അപ്പോ ആ ഒരു പദപ്രയോഗം ശരിക്കും വ്യക്തിഹത്യയാണ്. ഇതാ പറയാനാണ് ഞാൻ സത്യത്തിൽ പോയത്. പക്ഷെ എനിക്ക് ലാസ്റ്റ് ടൈമിൽ വോയിസ് കട്ടായത് കാരണം എനിക്ക് അത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല, അത് പറയാൻ പറ്റില്ല. പിന്നെ എന്റെ പോട്ടെ ഇത്രല്ലേ ഇപ്പൊ എനിക്ക് പറയാൻ ഊക്ക് വാങ്ങിച്ചു പോകുന്ന എനിക്ക് വേണ്ടി അവിടെ പോയി ഫുള്ള് അതില് ഒരു ഷാഹുൽ ഹമീദ് എന്ന് പറഞ്ഞിട്ടൊരു ആള് ചടപളാന്ന് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കണ്ട. അതിലൊരു ലോജിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, അങ്ങനെ ഭയങ്കര സംസാരം. അത് കേട്ടിട്ട് പിന്നെ പൊന്നപ്പൻ ഞാൻ ചുമ്മാ പോയി ഇത് മേടിച്ചു പോന്നു. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഈ ദേവപ്രവർത്തനം എന്ന ഒരു കാര്യം കൊണ്ട് എന്താണ് പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കുന്ന സംഭവം? നിങ്ങൾ ഞാൻ വെക്കുന്നതോ അതോ അവര്? അല്ല, ദേവപ്രവർത്തനം എന്ന് പറഞ്ഞപ്പോ അവര് ദേവപ്രവർത്തനം ചെയ്യുന്നു, ഇനി അതല്ല അവര് എന്നുള്ളതല്ല. ഈ ഇസ്ലാമിൽ ഈ ദേവപ്രവർത്തനം കൊണ്ട് മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ് ഒന്ന്. അത് രണ്ട്, ഇസ്ലാമിനകത്തുള്ള ആളുകളെ പ്യൂരിഫൈ ചെയ്യുന്നതിനും അത് ഉപയോഗിക്കും. രണ്ടുമാണ് അവിടെ വരുന്നത്. എക്സ്റ്റേണലി ഓക്കെ, ഞാൻ എന്റെ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പറയട്ടെ, അധികം ടൈം എടുക്കില്ല. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്കിപ്പോ ഒരു 33 വയസ്സായി. ഞാൻ ഓൾമോസ്റ്റ് പിന്നെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരു +1 ആ ഒരു ടൈമിലെങ്ങാനുമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്ത് ഇതിൽ നിന്ന് മാറിയ ഒരാള്. അപ്പൊ ഞാനിത് റിയലൈസ് ചെയ്തത് ഈ പറഞ്ഞ പോലെ ഞാനന്ന് ഖുറാനോ കാര്യങ്ങളോ ഇതൊന്നും എനിക്കറിയില്ല, ഞാനതൊന്നും പഠിച്ചിട്ടില്ല, അതിന്റെ അർത്ഥങ്ങൾ എനിക്കറിയില്ല, ഹദീസോ കാര്യങ്ങളോ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരൊറ്റ നിരീശ്വരവാദിയെ കണ്ടിട്ടില്ല. മറ്റുള്ള ഒരു ഇപ്പൊ പറഞ്ഞ പോലെ ഈ ഇസ്ലാമിനെ എതിർക്കുന്നവരോ വേറുള്ളതോ കുറ്റം പറയുന്നവരോ ഇങ്ങനെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. ആ ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ നമ്മള് ഞാൻ ചെറിയ ക്ലാസ് മുതൽ തന്നെ നമ്മൾ ഒരുപാട് പിന്നെ അറിവുകളും അതിന്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ശേഖരിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നമ്മളിങ്ങനെ ചിന്തിച്ച് അതിനെ കുറിച്ചിട്ട് ഓരോ കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള ഒരു ത്വര ഉണ്ടല്ലോ, അതെനിക്ക് കൂടുതലായത് കാരണം ഞാൻ അതൊക്കെ അന്വേഷിച്ച് നമ്മൾ ഈ പ്രപഞ്ചം എന്താണ്, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇവിടെ അതിൽ ഭൂമിക്ക് എന്താണ്, അവിടെ ഭൂമിയുടെ ഒരു സംഭവം എന്താണ്,
ആ ഭൂമിയിൽ ഉള്ള ജീവികൾക്ക് എന്താണ്, ആ ഈ ജീവികൾ എങ്ങനെയാണ് ഈ മനുഷ്യർക്കുള്ള ഒരു എന്താ പറയാ, മനുഷ്യരുടെ ഈ മനുഷ്യരായി കഴിഞ്ഞ മനുഷ്യരുടെ ഒരു എന്താ പറയാ ഒരു ചരിത്രം, ഒരു സ്റ്റാർട്ടിങ് ടു എൻഡ് ചരിത്രം അവരെങ്ങനെയാണ്. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ പഠിച്ച് നമ്മൾ മനസ്സിലാക്കി ഓരോ കാലഘട്ടങ്ങളിൽ മനുഷ്യർ സമൂഹങ്ങളായി വന്നത്, അവിടെ മതങ്ങൾ രൂപപ്പെട്ടത്, മതങ്ങൾ ഉണ്ടായതിന്റെ അന്ന് അറിയാത്ത ആളുകൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും കണ്ടെത്തിയ രീതികൾ, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്ക് ഈ പറഞ്ഞ പോലെ ഒരു ദൈവം, ഒരു പ്രവാചകൻ, ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളും കാര്യങ്ങൾക്കൊന്നും ഒരു റെലവൻസും ഇല്ലാതായി പോയത് എനിക്ക്. പക്ഷെ അന്നും ഞാനിത് ഈ പറയുന്ന ഈ +2 പഠിക്കുന്ന കാലത്തും എന്റെ ചുറ്റുപാടത്തിൽ, എന്റെ ഈ ഒരു സറൗണ്ടിങ്ങിലും ഒരു ഒരു നിരീശ്വരവാദിയോ ഒരു യുക്തിവാദിയോ ഒരു ജബ്ബാർ മാസ്റ്റർ വരെ ആരിഫ് ഹുസൈനെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. ആരുമില്ല. ഇത് ഇങ്ങനെ സംഭവം ഞാൻ റിയലൈസ് ചെയ്തു, അത്ര മാത്രം. ഇതന്ന് നമ്മൾ ഷെയർ ചെയ്തിരുന്നു നമ്മളുടെ. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു, ഇതിപ്പോ പറയാനൊരു കാരണമുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഇത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞ ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞ് ഞാൻ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സുകളുടെ ഇടയിൽ എന്റെ എല്ലാ ഫ്രണ്ട്സുകളും ഈ പറഞ്ഞ പോലെ മതവിശ്വാസികളും വേറെയുള്ള എല്ലാ ആളുകളും അങ്ങനെ തന്നെയാണ്. ഫ്രണ്ട്സ് ആണെങ്കിലും കുടുംബങ്ങളാണെങ്കിലും. പിന്നെ അവരുടെയൊക്കെ ഇടയിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ വിശ്വാസങ്ങളുടെ കൂടെ ഒക്കെ നമ്മൾ കൂടും. അപ്പൊ അവര് നിസ്കരിക്കുന്നു, അവര് വജ്ജത്ത് ഓതുമ്പോൾ നമ്മൾ ലജ്ജാവതി പാടുന്നു, അതൊന്നും ഇപ്പൊ വിഷയങ്ങളല്ല. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന. അപ്പൊ നമുക്കത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഒരു രൂപത്തിൽ നമ്മൾ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്നു. നമ്മൾ ആരോടെ കൂടെ വാദിക്കാൻ പോവാറില്ല, ഒന്നും ചെയ്യാറില്ല. അവരെ ഇഷ്ടം, നമ്മളെ ഇഷ്ടം. നമ്മളെ തലയിൽ ആരും ഇങ്ങോട്ടും കയറാറില്ല, അങ്ങോട്ടും ഇല്ല. പക്ഷെ നമ്മൾ ചില ഫ്രണ്ട്സുകളുടെ ഇടയിൽ പാതിരാത്രി 3 മണി 2 മണി 1-2 വർഷം പാതിരാത്രി 2 മണി 3 മണി ഈ സമയത്തൊക്കെ നമ്മൾ ജസ്റ്റ് ഫ്രണ്ട്സോട് വിളിക്കും. അവർ ഉറങ്ങി കിടക്കായിരിക്കും, അവർ വിളിച്ചതിന് ചിലപ്പോൾ ദേഷ്യം വരുന്ന സമയമായിരിക്കും. ആ സമയത്ത് വിളിച്ചിട്ട് വെക്കും. നമ്മൾ ഈ സ്വർഗത്തിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ AVTയുടെ ലീഫ്റ്റ് അവിടെ ചോദിച്ചു തന്നെ കിട്ടുമോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ പറയും അവിടെ നിനക്ക് എന്ത് വേണേലും കിട്ടും എന്ന് പറയും. അല്ല അപ്പൊ അതിൽ MRP ഉണ്ടാവുമായിരിക്കും ആ പാക്കറ്റില്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ചോദ്യം ചോദിക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ തമാശ രൂപത്തിൽ പറയില്ല, അതായത് ഒരു വ്യക്തിഹത്യയായിട്ടോ വേറെയുള്ള രൂപത്തിലോ നീ ചെയ്യുന്ന ശരിയില്ലാന്നോ ഇതൊന്നും നമ്മൾ പറയില്ല. നമ്മളതൊക്കെ ഇങ്ങനെ ചെറിയ കോമഡി. അപ്പൊ ആ ഒരു രൂപത്തിൽ നമ്മളിങ്ങനെ വന്ന് അപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഈ എനിക്ക് ഖുറാനിലുള്ള കാര്യങ്ങളോ ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിച്ച ആളല്ല, ഹദീസ് പഠിച്ചല്ല, ഈ തഫ്സീറുള്ള കാര്യങ്ങളോ ഒന്നും പഠിച്ച ആളല്ല. ഇപ്പൊ ഞാൻ വന്നൊരു സിറ്റുവേഷൻ പറഞ്ഞല്ലോ. അപ്പൊ ഇതുപോലെ ഒരുപാട് പേര് ഇങ്ങനെ ഉണ്ട്. എന്നെ ഇവര് എന്ത് പറഞ്ഞിട്ടാണ് ഈ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക? ഈ പ്രവർത്തനം ഇവർ എത്ര ചെയ്തു കഴിഞ്ഞാലും എന്നെ അവരെന്ത് പറഞ്ഞിട്ടാണ് അവരെന്നെ മാറ്റുക? നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊരു ദിവസം ഒരു പരിപാടി സ്പോൺസേർഡ് ഫോർ നസീഫ് MK. നസീഫ് MK എന്ന ഇസ്ലാം ഈ രീതിയിൽ മനസ്സിലാക്കി അതിൽ നിന്ന് മതം വിട്ട ഒരു യുക്തിവാദിയെയും ഫോളോ ചെയ്യുക, ഒരു എക്സ് മുസ്ലിമിനും ഫോളോ ചെയ്യാതെ മതം വിട്ട നസീഫിനെ ഇസ്ലാം മതത്തിലേക്ക് കൺവിൻസ് ചെയ്ത് തിരിച്ചു കൊണ്ടുപോയാൽ ആ കൂടെ ഞാനും ജസീമും കൂടെ വരും. കൂടെ ഒന്നും ചോദിക്കില്ല. ലം യലിദ് വലം യൂലദ് വല യകുല കുഫുവനാത്. എന്ത് പറയുന്നു? ഒരു കാര്യം കൂടി ഉണ്ട്. ഒരു കാര്യം ഇപ്പൊ നസീഫ് എനിക്ക് ഒരു ഫോട്ടോ അയച്ചു തരാം, വെക്കാൻ പറ്റിയ ഒരു ഫോട്ടോ. AI ജനറേറ്റഡ് ആയാലും കുഴപ്പമൊന്നുമില്ല, 6 pack ഒക്കെ ഉണ്ടായിക്കോട്ടെ. എന്നിട്ട് നമ്മളൊരു പോസ്റ്റർ അടിച്ചിറക്കുന്നു. നസീഫിനെ കൺവിൻസ് ചെയ്ത് നമ്മള് കാല് വരരുതിട്ടാ. അല്ലല്ല, ഞാനിപ്പോ ഇതിലേക്ക് മാറിയ സാഹചര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ നിൽക്കുന്ന എന്നെ എങ്ങനെയാണ് ഇവര് കാക്കാമാരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് നാട്ടില് പാട്ട്. അപ്പൊ ഞങ്ങളെ വാരാൻ വേണ്ടിയിട്ടുള്ള വല്ല പദ്ധതിയുമായിട്ട് അവര് വിട്ട വല്ലവരാണോ? അത് നിങ്ങൾ അവിടെ പോയപ്പോ ഞാൻ നിങ്ങൾ കേട്ടല്ലേ? അതൊക്കെ നിങ്ങളുടെ നാടകമാകാലോ. അല്ല ഓക്കെ, അതായത് നസീഫിനെ കൺവിൻസ് ചെയ്ത് തിരിച്ചു കൊണ്ടുപോയാൽ കൂടെ നമ്മൾ കൂടുതൽ ഒന്നും ചോദിക്കില്ല, അൺകണ്ടീഷണൽ. ഞാനും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓൺ ദ സ്പോട്ട് ഓക്കെ. ഇനി ഇതുപോലെ ഒരു കാര്യം കൂടി പറയട്ടെ, ഇതിന്റെ കൂടെ തന്നെ പറയാനുള്ളതാണ്. ഇപ്പൊ ഞാൻ ഈ രൂപത്തിലെത്തി ഞാൻ ഫൈനൽ ഒരു നിഗമനത്തിൽ എത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെയാണ്, അപ്പൊ ദൈവം ഇങ്ങനെ ഇല്ല. ഈ നിഗമനം ഈ പറയുന്ന മറ്റു നിരീശ്വരവാദികളാണെങ്കിലും യുക്തിവാദികളാണെങ്കിലും മറ്റുള്ള ഇപ്പൊ ഈ ഖുറാനിലുള്ള മിസ്റ്റേക്കുകൾ കണ്ട് പഠിച്ചു വന്ന് ഇത് ശരിയെല്ലാം തോന്നി മാറിയവരും എല്ലാത്തിനും ഫൈനൽ നിഗമനം ഒന്നായിരിക്കും. ഇപ്പൊ ഞാൻ വന്ന രീതികളും കാര്യങ്ങളും മാറ്റാണെങ്കിലും നമ്മുടെ ഇതെല്ലാം മാറ്റം ഉണ്ടെങ്കിലും
ഫൈനൽ നിഗമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്ന് പറയുന്ന ഇതൊന്നും ഇല്ല. കാരണം നമ്മൾ ഈ ഖുറാനിലുള്ള ഈ മിസ്റ്റേക്കുകൾ കാര്യങ്ങൾ കണ്ടിട്ടായിരിക്കും നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുക. ഈ ചിന്തകളിൽ കൂടെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഭൗതികപരമായി സംസാരിക്കുക. അപ്പൊ അത് അങ്ങനെ അവസാനം എത്തുന്ന നിഗമനം പിന്നെ എന്റെ നിഗമനം തന്നെയാണ്, നിങ്ങളതാണെങ്കിലും എല്ലാ ജബ്ബാർ മാഷാണെങ്കിലും രവീന്ദ്രനാണെങ്കിലും മൈത്രേയനാണെങ്കിലും എല്ലാവരും നിഗമനം ഒന്നായിരിക്കും. അപ്പൊ ആ ഒരു നിഗമനത്തിൽ നിൽക്കുന്ന ആളുകളെ ഇപ്പൊ ഈ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കും, ഇപ്പൊ UA ചാനലുകാരൊക്കെ ഇപ്പൊ ചെയ്യുന്ന ഈ പ്രവർത്തനത്തിലൂടെ അവരെന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരൊറ്റ നിരീശ്വരവാദിയോ അല്ലെങ്കിൽ ഒറ്റ എക്സ് മുസ്ലിമോ അതിലേക്ക് മാറാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. ഇസ്ലാമിലേക്ക് വീണ്ടും തിരിച്ചു പോകാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. പോയി. പക്ഷെ അയ്യൂബ് മൗലവി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ അല്ല ഞാൻ പറഞ്ഞതില് ഈ ഇതിൽ സംഭവിക്കാത്ത ഒരൊറ്റ കാരണമുണ്ട്. നമ്മൾ എത്തിപ്പെട്ട നിഗമനത്തിലല്ല അയാൾ ഇതിലേക്ക് മാറിയിട്ടുള്ളത്. ഇസ്ലാമിലെ ചില മിസ്റ്റേക്കുകൾ കണ്ടിട്ട് ഇത് ശരിയല്ല എന്ന് മാത്രമേ ഉള്ളൂ. അയാൾ ഫൈനൽ നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളൊരു കാരണം എനിക്കുണ്ട്. അയ്യൂബ് മൗലവിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞു. MM അക്ബർ നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ അദ്ദേഹത്തിനെ നിരീശ്വരവാദിയായി കാണുന്ന ആളാണ്. അതിന്റെ കാര്യം നമുക്ക് പിന്നീട് സംസാരിക്കാം. അതിൽ എനിക്ക് എന്റേതായിട്ട് കുറെ നിഗമനങ്ങൾ ഉണ്ട്, ഞാൻ കണ്ടിട്ടുള്ള കുറെ സംഭവങ്ങളുണ്ട്. അത് ഞാൻ സമ്മതിക്കട്ടെ. കാരണം MM അക്ബറിന്റെ ആ കോർ ടീമിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നില്ല, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന ഒരു അമുസ്ലിം ആയിട്ടുള്ള വ്യക്തി ഇസ്ലാം മതത്തിലേക്ക് ചേരാൻ വേണ്ടി നിന്ന വക്കത്ത് ഇതുപോലെ ജബ്ബാർ മാഷെ നമ്മളെയൊക്കെ കേട്ട് ക്ലബ് ഹൗസിലൂടെ നമ്മളൊക്കെ അറിഞ്ഞു, അവിടെ പോയി ഡിബേറ്റ് ചെയ്ത് എന്നിട്ട് അവരെ വെല്ലുവിളിച്ച് എന്നിട്ട് മതം മാറാതെ തിരിച്ചു വന്നൊരു വ്യക്തി ഉണ്ട്. പുള്ളിയുടെ പേര് ഞാൻ പറഞ്ഞേ. പുള്ളി നമ്മളോട് ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. കാരണം പല ചോദ്യങ്ങളും നേരിട്ട് MM അക്ബറിനോട് ചോദിക്കുന്ന സമയത്ത് MM അക്ബർ ഉരുണ്ട് കളിക്കുന്നതും അത് കൂടുതലൊന്നും ചോദിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന രീതിയിൽ പറയുന്ന ഒരു സംഭവം അത് പുള്ളിയോടൊന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്. MM അക്ബർ എല്ലാം പഠിച്ചു അയാൾ കാര്യങ്ങൾ റിയലൈസ് ചെയ്ത് കഴിയുകയും ചെയ്തു. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, MM അക്ബർ എന്ന ഒരു വ്യക്തി നാളെ ഒരു സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിലോ വന്നിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കോൺസിക്വൻസ് വളരെ വലുതായിരിക്കും. അദ്ദേഹത്തിനും ഈ പറഞ്ഞ സമൂഹത്തിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പൊ അദ്ദേഹം ഈ രൂപത്തിൽ തന്നെ ഇങ്ങനെ ജീവിച്ച് മരിച്ചു പോകാനാണ് സാധ്യത. പക്ഷെ അദ്ദേഹം കാര്യങ്ങൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞ ആളാണെന്നുള്ളത് 100% ഞാൻ വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് ഉറപ്പാണെന്നുള്ളൊരു ഇതുണ്ട്. അതിന് എനിക്ക് എന്റേതായിട്ട് കുറെ വീക്ഷണങ്ങൾ അയാളുടെ ഇതൊക്കെ നമുക്ക് വേറെ ദിവസം എന്തായാലും നസീഫ് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. നമുക്ക് അടുത്ത ആളിലേക്ക് ഒന്ന് പോകേണ്ട ഒരു നീണ്ടു പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് പറയാം. അപ്പൊ കഷ്ണം കഷ്ണമായിട്ട് കൊണ്ടുവരും. നമ്മള് പുട്ട് പോലെ കൊണ്ടുവരാം, നൂൽപുട്ട് പോലെ കൊണ്ടുവരരുത്. ഘട്ടമായിട്ട്. ഇതിന്റെ ഒരു കൺക്ലൂഷൻ പറഞ്ഞൊരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ആയിക്കോട്ടെ. ഓക്കെ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, അപ്പം ഒരു എക്സ് മുസ്ലിമിനെയും ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞല്ലോ, അതിനൊരു സാധ്യത വളരെ ലോ ആണെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഇപ്പൊ അവർ ചെയ്യുന്ന ഇതേ പ്രവർത്തനം, അതായത് ഇപ്പൊ എക്സ് മുസ്ലിംസ് പറയുന്നതിന് മറുപടി കൊടുത്തിട്ട് അവർ പറയുന്നതിന് മറുപടിയും കൊടുക്കുന്നത് കാരണം ഇതിന്റെ ഇടയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇത് നിരന്തരം കണ്ടുകൊണ്ട് ഇപ്പൊ അവർക്ക് ഇതൊരു വാശി, ഇനിയിപ്പോ ഇതെന്നാണ് ഈ ഒരു ഡിബേറ്റ് എന്നാ നടക്കുക, ഈ ഒരു ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവരിൽ ഇപ്പൊ ഒരു 100 പേരിൽ ഒരു 10 പേരെങ്ങാനും മിക്കവാറും ഈ ഒരു കിതാബുകളൊക്കെ എടുത്ത് മറിച്ചു നോക്കി ഇതിപ്പോ എന്താ അങ്ങനെ, ഇതിപ്പോ എന്താ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതിലൊരു 5 പേരെങ്കിലും മതം വിട്ടിട്ടുണ്ടാവും. ശരിക്കും ഇവർ ചെയ്യുന്നത് ഇപ്പൊ ഈ ബാസിൽ ഇവരൊക്കെ ചെയ്യുന്ന കാരണം കൊണ്ട് ഉണ്ടാവുന്നത് സത്യത്തിൽ നിലവിലുള്ള മുസ്ലിംസിൽ കുറച്ചെങ്കിലും പേര് മതം വിടുക എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ ഈ പറഞ്ഞ പോലെ ഒരു അകലെ സൂര്യൻ നിൽക്കുന്ന സമയത്ത് ഇവരിതിന് മറുപടി പറയേണ്ടി വരും എന്നുള്ള ഒരു കാര്യം ബാസിൽ ആലോചിക്കുന്നത് നല്ലതായിരിക്കും. അത് അബ്സല്യൂട്ട്ലി കറക്റ്റ്. അത് തന്നെയാണ് നമ്മൾ പറയുന്ന ഒരു കാര്യം. ഞാൻ ഈ മുന്നോട്ട് വെച്ച ഈ 3 വിഷയം എന്ന് പറയുന്നത് അത് അബ്സല്യൂട്ട് ആ വിഷയം അത് ഇസ്ലാമിന്റെ അധ്യാപനങ്ങളാണ്. അത് ഞാൻ കുക്കപ്പ് ചെയ്തുണ്ടാക്കിയ സാധനമല്ല. അതായത് അള്ളാഹു ആണ് ആകെ കൂടിയുള്ള ദൈവം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന സാധനം അതൊരു ദൈവമാണ് എന്നത് ഇസ്ലാമിന്റെ അവകാശവാദമാണ്. അതേപോലെ ഇസ്ലാം മാനവികമാണ് എന്ന് പറയുന്നത് ഇസ്ലാം തന്നെ മുന്നോട്ട് വെക്കുന്നു എന്ന് അവർ പറയുന്ന കാര്യമാണ്. അതേപോലെ മുഹമ്മദ് ഉത്തമ മാതൃകയാണ്, ഉസ്വത്തുൻ ഹസന, അത് അവരുടെ അവകാശവാദമാണ്. അപ്പൊ നമ്മൾ അതാണോ എന്ന് നമ്മൾ ചോദിക്കും. ദൈവമാണോ, ഫെക്കേഡിയാണോ, ദൈവമാണോ, അതല്ലെങ്കിൽ മാനവികമാണോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അത് അവര് സംവാദത്തിലേക്ക് വന്നേ പറ്റുള്ളൂ. എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത് വിശ്വാസികൾക്ക് അത് സ്വയം ചോദിക്കാനുള്ള ഒരു അവസരമാണ് ഞാൻ ഉണ്ടാക്കി വെക്കുന്നത്. കാരണം ആ ചോദ്യം സ്വയം ചോദിച്ചാൽ മതി.
നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വയം ഡിബേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ നിർബന്ധമായിട്ടും ഇത് 3 വർഷമായിട്ട് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവർ ഇതുവരെ തൊട്ടിട്ടില്ല എന്ന് മാത്രമല്ല, മുങ്ങി നടക്കുകയാണ്. ഇപ്പോഴാണ് അവർ എൻ്റെ ഫോട്ടോയെങ്കിലും ഒരു ചാനലൊക്കെ കൊടുത്തു തുടങ്ങി. അത് തന്നെ വലിയ കാര്യം. എന്തായാലും അവരെ വിടാതെ നമ്മൾ പിന്നാലെ കൂടും. ഓക്കെ, അപ്പൊ എന്തായാലും എനിക്ക് വേണ്ടി അവിടെ പോയി വീര രക്തസാക്ഷിത്വം വരിച്ച നസീഫ് എന്താണ് പൊന്നപ്പൻ എന്താണ് അല്ല, ഞാൻ ഇങ്ങനെ കുറച്ച് കാര്യം സംസാരിക്കാനാ പോയത്, പക്ഷെ കട്ടായി പോയി, വോയിസ് കട്ടായി പോയി. എന്താ ചെയ്യാൻ, അതൊക്കെ ഉണ്ടാവും. അത് നമുക്ക് നേരിട്ട് സംസാരിക്കുമ്പോഴല്ലേ അതിന്റെ ത്രില്ലുള്ളൂ. പടച്ചോൻ അവർ കൂടെയാണ്. അതാണ് മലക്കളിറക്കും. നസീഫിന് നമ്മളൊരു സ്മാരകം പണിയണം ശരിക്കും. അതെ അതെ അതെ, ജീവിച്ചിരിക്കുമ്പോൾ ഒരു സ്മാരകം. വേറെ അപ്പൊ മരിച്ചിട്ട് വേണമെങ്കിൽ പണിഞ്ഞോ. അതെ, അപ്പൊ നീ പൊന്നപ്പനാണ്, പൊന്നപ്പൻ. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. അടുത്ത ആളേക്ക് കാണാം. ശരി ശരി. ഞാൻ അടുത്ത ആൾക്ക് എടുത്തോളൂ. ഞാൻ അദ്ദേഹത്തിന്റെ ആ ഒരു പോയിന്റില് ഒരു കാര്യം പറയാം. സി, അവര് ചെയ്യുന്നതിന് ഫലം എന്തുണ്ടാവും എന്നുള്ളത് നമുക്കങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ലോങ് ടേമിൽ ചിലപ്പോൾ കുറെ ആൾക്കാർ മാറും. കാരണം നമുക്ക് ഒന്നും ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാലും നമുക്ക് വലിയ പ്രശ്നമൊന്നും, നമ്മളിത് ആളെ കൂട്ടം നടക്കരുത്. അവർക്കാണ് പ്രശ്നം. അവരുടെയാണ് വിഷയം. അവര് ഇതിങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. അപ്പൊ അവരിന്ന് ചോരുന്നത് അവരുടെ വിഷയമാണ്. നമുക്ക് ആരുമില്ലെങ്കിലും നമ്മളിത് പറഞ്ഞു. ആള് ചോരുന്നതും അല്ല അവിടുത്തെ വിഷയം, ആശയം തകരുന്നു എന്നുള്ളതാണ്. അതെ, അത് ചർച്ചയാവും. ഇപ്പൊ ഒരു എക്സ് മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി തിരിച്ച് മുസ്ലിം ആയാൽ എക്സ് മുസ്ലിം ആശയത്തിന് അല്ലെങ്കിൽ ആ മതനിരാസ പ്രഖ്യാപിക്കുന്ന രീതിക്കോ ആ ചിന്താ പദ്ധതിക്കോ ഒരു കോട്ടം പറ്റുന്നില്ല. അത് ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന അപജയമായിട്ടേ നമ്മൾ അതിനെ കാണുന്നുള്ളൂ. പക്ഷേ ഒരു മുസ്ലിം ആയിട്ടുള്ള വ്യക്തി മതത്തിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ ഇസ്ലാം തെറ്റാണെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അത് ആള് കുറയുന്നത് മാത്രമല്ല, അതാ ആശയത്തിനുള്ള പരിക്കാണ്. അതാണ് ഇതിൽ ഏറ്റവും വലിയ പരിക്ക്. നമുക്ക് പ്രത്യേകിച്ച് പരിക്കൊന്നുമില്ല. ഇപ്പൊ അയ്യൂബ് മൗലവി പോയി, അയ്യൂബ് മൗലവിക്ക് നഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. അയ്യൂബ് മൗലവിക്ക് പുള്ളിയുടെ ചിന്ത അവിടെ കോട്ടം തട്ടി, അത്രേ നമുക്ക് അതിനകത്ത് പറയാനുള്ളൂ. പുള്ളിക്ക് ചില കാര്യങ്ങൾ ആ ക്രോണോളജിക്കൽ ഓർഡറിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനോ അല്ലെങ്കിൽ അതിന് ആ ഒരു അനാലിറ്റിക്കൽ വ്യൂ പോയിന്റിൽ അതിനെ കാണുന്നതിനോ പുള്ളിക്ക് സാധിക്കുന്നില്ല. നമ്മൾ അങ്ങനെ പറയും. പുള്ളിയുടെ പേഴ്സണൽ റീസൺസ് ഒന്നും നമ്മൾ എടുത്ത് പറയുന്നില്ല, അതൊക്കെ ഓരോ ആളുകളുടെ കാര്യമാണ്. ഇപ്പൊ ഞാൻ പോലും ഇവിടെ വീഡിയോ നടത്തുന്നത് എന്തിനാ? എനിക്ക് ലോൺ അടയ്ക്കാനും ജീവിക്കാനും കഞ്ഞി കുടിക്കാനും വേണ്ടി തന്നെയാണ്. അയ്യൂബ് മൗലവിക്കും കഞ്ഞി കുടിക്കണ്ടേ? ഇതിപ്പോ ഞാൻ മാത്രം കഞ്ഞി കുടിച്ചാൽ മതി, അവർ കഞ്ഞി കുടിക്കരുതെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? കഞ്ഞി എല്ലാവരും കുടിക്കണം. അത് പറ്റുമെങ്കിൽ ഇടയ്ക്ക് നമ്മൾ ഓരോ ബിരിയാണിയും കഴിക്കണം. അതിലൊന്നും ഒരു തർക്കമില്ല. അപ്പൊ അതിന് പറ്റുന്ന വഴി നമ്മൾ മാന്യമായിട്ട് നമ്മൾ അതിന്റെ ആ രീതിയിൽ ചെയ്യുമ്പോൾ അത് സമൂഹത്തിനും കൂടി ഗുണമുള്ള രീതിയിൽ നമ്മൾ ആ ഒരു ബിരിയാണി കഴിക്കുമ്പോൾ അത് നിങ്ങൾ ഒരാളെ കൊന്നാൽ എല്ലാവരെയും കൊന്ന പോലെ, ഒരാളെ രക്ഷിച്ചാൽ എല്ലാവരെയും രക്ഷിച്ച് പറഞ്ഞ പോലെ, നിങ്ങൾ ഒരു ബിരിയാണി സമാധാനമായിട്ട് കഴിച്ചാൽ അത് സമൂഹത്തിൽ എല്ലാവർക്കും ബിരിയാണി കിട്ടുന്നത് പോലെ എന്നും കൂടി നിങ്ങൾ അതിനെ ഒന്ന് മാറ്റി പറഞ്ഞ പരിപാടി എളുപ്പമാണ്. സോ അത്രയേ ഉള്ളൂ കാര്യം. സോ ലൂസിഫർ, വെൽക്കം. ഒരാളും കൂടി ഉള്ളു. പറയൂ ലൂസിഫർ. യെസ്, ഐ എം വെരി ഫൈൻ. കുരിശ് കാണിക്കണം എന്നാണ് ലൂസിഫർ വരുമ്പോൾ. Okay, thank you. I just have one question. Yeah, go on. Are we ready for a religionless society? Are we ready for one? Yeah. So we are നമ്മളൊരു religionless സൊസൈറ്റിക്കാണല്ലോ നമ്മളിപ്പോ ഒരു ഫോക്കസ് ചെയ്യുന്നത്. അല്ല, ആ ഒരു സൊസൈറ്റിയിൽ അല്ല, റിലീജിയൻലെസ് സൊസൈറ്റിക്ക് അല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെയാണെന്ന് ആരാ പറഞ്ഞത്? Okay. We are focusing for a secular society. Okay. So what is secularism is based on humanity. No, secularism is something that where you just keep aside religion from your governance, your public and societal affairs. That's all. Religion is a personal affair. That's it. Okay. You can keep your religion inside your pocket. Better if you keep it in your trouser, the inner wear. ജെറ്റിയുടെ പോക്കറ്റിൽ വെക്കുക, അത്രേ ഉള്ളൂ. പൂർണ്ണമായിട്ട് സെക്യുലറിസം എന്നുള്ളത് അത് പൂർണ്ണമായിട്ട് മതം ഉള്ള രാജ്യങ്ങളുണ്ടോ? എല്ലാവരും ഒരേപോലെ മതം പ്രഖ്യാപിക്കും, അങ്ങനെയല്ലല്ലോ. വേറെ ഒരു പോയിന്റ് ഉണ്ട്. ആർ വി റെഡി ഫോർ റിലീജിയൻലെസ് എന്ന് ചോദിക്കുമ്പോൾ ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട്. നമ്മൾ ഇർറിലീജിയസ് ആയിട്ടുള്ള പോപ്പുലേഷൻ ആയിരുന്നു മനുഷ്യൻ. അവിടുന്ന് ഉണ്ടായ സാധനമാണ് ഈ റിലീജിയൻ. എന്നിട്ട് അതിന്റെ കുഴപ്പം മുഴുവൻ ഫേസ് ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ മാറി. അതിൽ ചില റിലീജിയൻ കുറച്ച് കുഴപ്പം പിടിച്ചതായപ്പോൾ ഇപ്പൊ നമ്മൾ തിരിച്ചറിയാണ് ഈ റിലീജിയൻ വി ഷുഡ് കീപ് ഇറ്റ് അസൈഡ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി ശ്രമിക്കുന്ന സൊസൈറ്റിയാണ് നമ്മൾ. അതാണ് ഈ പറയുന്നത്. സോ വി വേർ എ റിലീജിയൻലെസ് സൊസൈറ്റി. ഓക്കെ. Okay.
ഇപ്പൊ നമ്മൾ ഈ സ്കാനിന് ഇപ്പൊ ക്ലിയർ ആണ്. ഇപ്പൊ വെസ്റ്റിലേക്ക് കാണുന്ന പോലെ ആൾക്കാർ ഫിനാൻഷ്യലിയും ഇതിലും സ്റ്റേബിൾ ആയപ്പോ റിലീജിയനിൽ നടന്നു പോകുന്നൊരു സ്റ്റേറ്റ് നമ്മൾ കണ്ടത്. അപ്പൊ അത് തന്നെയല്ലേ നമ്മുടെ ഒരു, പക്ഷെ അതിന് നമ്മുടെ അത് സംഭവിക്കാവുന്ന ഒരു നോർമൽ സംഗതിയാണെന്നാണ് പറയുന്നത്. അതിന് നമ്മൾ ആക്റ്റീവായിട്ട് ഒന്നും ചെയ്യണം. നമ്മൾ ആകെ കൂടി ആക്റ്റീവായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് 2 കാര്യമാണ്. ഒന്ന്, ആളുകളുടെ സോഷ്യൽ വെൽഫെയർ അത് ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഗവേണൻസ് നമ്മൾ ഉയർത്തിപ്പിടിക്കുക. 1. 2, ഒരു മതത്തിനും ഒരു തരത്തിലും ഒരു ലൂപ്പ് ഹോള് ഉണ്ടാക്കി അതിനകത്തേക്ക് അവരുടെ മത ആശയം അവിടെ തിരികെ കയറ്റി അതിനെ തകർക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇല്ലാതെ ആ സെക്യുലറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ അത് ഒരു പക്കാ സിസ്റ്റമാക്കി മാറ്റാം. ഇവിടെ സ്കാൻഡിനേവിയൻ കൺട്രീസിലടക്കം സംഭവിച്ചത് ഇതിൽ ഒന്നാമത്തെ കാര്യം അവർ ഭംഗിയായിട്ട് ചെയ്തു, ഒക്കെ ശരിയായി. പക്ഷേ ദ ഫെയിൽഡ് വെൻ ഈ പറഞ്ഞ ഈ ഇസ്ലാം എന്ന് പറയുന്ന ആശയം അതിനകത്ത് നുഴഞ്ഞു കയറിക്കൊണ്ട് അവരുടെ സെക്യുലറൈസേഷൻ പ്രോസസ്സിനെ തുരങ്കം വെക്കുന്ന കാര്യത്തിനെ തടയുന്നതിൽ അവർ പരാജയപ്പെട്ടു. നൗ ദേ ഹാവ് റിയലൈസ്ഡ് ഇറ്റ് ആൻഡ് they have started doing something to control that. Maybe in the future they might succeed. Of course they will succeed. Okay, suppose ഇപ്പൊ കേരളം എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഫ്യൂച്ചർ ജനറേഷൻ ആ ഒരു ഇതിലേക്ക് എത്തപ്പെടാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? കേരളം പോലുള്ള സ്ഥലത്ത് നമ്മളൊരു വെസ്റ്റിലെ പോലെ ആണെന്നുണ്ടെങ്കിൽ മേ ബി ഇൻ 2-3 ജനറേഷൻസ് മേ ബി ആവുമായിരിക്കും. അതിനുവേണ്ടി നമ്മൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നമുക്ക് എന്താണ് ഈ സെയിം സാധനം നമ്മൾ കേരളത്തിലായാലും സ്കാൻഡിനേവിയൻ രാജ്യത്തിലായാലും UP-യിലായാലും എവിടെയായാലും മനുഷ്യന്മാരാണ്. ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടത് നമ്മളുടെ ലൈഫ് സസ്റ്റനൻസ് ആണ്, സോഷ്യൽ വെൽഫെയർ ആണ് എല്ലാവർക്കും വേണ്ടത്. അത് കൊടുക്കുക. ഇപ്പോൾ പ്രബുദ്ധ മലയാളി എന്ന് പറയുന്ന സംഗതി ഈ അടുത്ത് നിങ്ങൾ പ്രബുദ്ധ UP-യിലെ ആളുകൾ എന്ന് പറഞ്ഞത് കേട്ടില്ലേ? മോദിയെ തോപ്പിച്ചോടുകൂടി എന്താണ് അവരെന്താ ചെയ്തത്? അവരാക്കൂടി ചെയ്തത് അവിടുത്തെ BJPക്ക് തോൽവി കൊടുത്തു എന്നുള്ളതാണ്. സോ നമ്മൾ ആളുകളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. വി ആർ ഹ്യൂമൻസ്, നമുക്ക് കേപ്പബിലിറ്റീസ് ഉണ്ട്. നമ്മൾ ആ സാധനത്തെ നമ്മൾ ആ ഒരു ബിഗോട്ടറി നല്ലതല്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കഴിവുണ്ട്. നമ്മൾ അവരെ തടഞ്ഞിട്ടിട്ട് അവരെ ചില കാര്യങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് നമ്മൾ അവരെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. ഇവിടെ സംഭവിക്കുന്നത് ഇവിടുത്തെ ഗവൺമെന്റ്സ് അതല്ലെങ്കിൽ അത്തരം ആളുകൾ നമ്മുടെ ആളുകളെ മതത്തിലേക്കും ജാതിയിലേക്കും ഇതുപോലെ ആൻറ്റൈ സെക്കുലർ ആയിട്ടുള്ള സാധനത്തിലേക്കും ഫോക്കസ് ചെയ്യാനും അതിൽ പണിയെടുക്കാനും ജയ് വിളിക്കാനും പ്രേരിപ്പിക്കുകയും എന്നിട്ട് സെക്കുലറിസം തകരുന്നേ ഡെമോക്രസി തകരുന്നേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ആളുകളാക്കി മാറ്റുന്ന പരിപാടിയാണ് ഇത്. ഇന്ന് അതിലെന്താ അർത്ഥമുള്ളത്? നമ്മൾ മറിച്ചുള്ളത് ചെയ്തിട്ട് ഇതിന് കോട്ടം വരുമ്പോഴല്ലേ ആ കരച്ചിൽ എന്തെങ്കിലും അർത്ഥമുള്ളൂ. പ്രൈമറി ഫൗണ്ടേഷൻ എഡ്യൂക്കേഷൻ ആയിരിക്കുമല്ലോ. എഡ്യൂക്കേഷൻ വിത്ത് സിവിക് സെൻസ്. യെസ്, അവയർനെസ് ക്രിയേഷൻ അത് തന്നെയാണ്. അതിനാണ് നമ്മൾ പുതിയ പാർട്ടി വരുന്നത്, ഡിജിറ്റൽ ലിബറൽ പാർട്ടി ഓഫ് ഇന്ത്യ. ജോയിൻ ചെയ്യൂ, മിസ് കോൾ അടിച്ചാൽ ജോയിൻ ചെയ്യാം. ഡീറ്റെയിൽസ് ഒന്ന് പറയാം. അത് വരും. ഞാൻ ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇതിപ്പോ ഓൾറെഡി നടക്കുന്നു. ഇപ്പൊ എസെൻസ് ആവട്ടെ, മറ്റേ ഇവരുടെ യുക്തിവാദ സംഘം, അല്ലെങ്കിൽ അവരൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് കുറെ കാലങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ചില ആളുകൾ ചില മതത്തെ തൊടുന്നില്ല എന്നുള്ളതായിരുന്നു. അതായിരുന്നു ഇവിടുത്തെ പ്രശ്നം. ഇവിടെ ഇപ്പോ അത് മാറിയിട്ടുണ്ട്. അതായത് ഇന്ന് ഇപ്പൊ യുക്തിവാദ സംഘം അല്ലെങ്കിൽ അതിന് മുമ്പുള്ള സംഘടനകളൊക്കെ തൊടാൻ മടിച്ചിരുന്ന മതമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മതം. ഈ മതത്തെ ഇപ്പൊ തൊടാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എസെൻസ് ന്യൂറോൺസ് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ അതിനകത്ത് ഈ മതം മാത്രമല്ല കേരളത്തിന്റെ പ്രശ്നം നിങ്ങൾ എഴുതിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മതമാണെന്നാണോ? കേരളത്തിന്റെ മതമല്ലാത്ത വേറൊരു പ്രശ്നമുണ്ട്. മതേതരമായിട്ടുള്ള ഒരു മതം കേരളത്തിലുണ്ട്, കമ്മ്യൂണിസം എന്നുള്ളത്. കുട്ടികളുടെ തലയിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ കല്ലെടുത്തെറിയാൻ വേണ്ടി പഠിപ്പിക്കുന്ന അപാരമായിട്ടുള്ള മതം. ഈ മതം ഇത് ഇസ്ലാം എത്രത്തോളം വലിയ പ്രശ്നമാണോ അതുപോലെ പ്രശ്നമാണ്. കേരളം ഇന്നും ഗുണം പിടിക്കാതിരിക്കുന്ന, എല്ലാവരും വിദേശത്ത് പോയി മാത്രം പൈസ ഉണ്ടാക്കുന്ന സംസ്ഥാനമായിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാരണം ഈ കമ്മ്യൂണിസമാണ്. നിങ്ങൾ തട്ടിച്ചു നോക്കുമ്പോൾ മറ്റു സംസ്ഥാനങ്ങൾ, തമിഴ്നാട് എവിടെ കിടക്കുന്നു നോക്കുക. ഈ വികസനത്തിന്റെ കാര്യത്തിലാവട്ടെ, ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങളുടെ കാര്യത്തിലാവട്ടെ, തമിഴ്നാട് പോട്ടെ, ഗുജറാത്ത്, നിങ്ങളൊക്കെ പറയുന്ന ഈ കലാപമൊക്കെ നടന്ന ഗുജറാത്തിന്റെ അവസ്ഥ എന്താ നോക്കാം. അവിടേക്ക് കേരളത്തിലെ പിള്ളേര് എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ എക്സ്പീരിയൻസിന് വേണ്ടി പോകുന്ന സംസ്ഥാനമാണ്. അപ്പോ അങ്ങനെ ജോലിയും അങ്ങനെ ഉള്ള ബിസിനസ് സാഹചര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള വികസനവും പല സംസ്ഥാനങ്ങളും അവർക്ക് ഫണ്ടും കിട്ടുന്നുണ്ട്. ഒരു കാര്യം ഇവിടെ പറയാനുള്ളത്,
ഈ ഈ പറഞ്ഞല്ലോ കമ്മ്യൂണിസം, ജസീം പറഞ്ഞൊരു വിഷയമുണ്ട്, കമ്മ്യൂണിസം ഈ പറയുന്ന എന്താ പറയുക അതേപോലെ എന്ന് പറയുന്ന ഒരു പ്രശ്നം. ഞാൻ പറയാ ഈ മതത്തെക്കാൾ വലിയ പ്രശ്നമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ബിക്കോസ് മതം ഒരു പ്രശ്നമായി അതൊരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കിയാൽ അത് ആ മതത്തിൽ വിശ്വസിക്കുന്ന ആളെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഇനി അവൻ പൊട്ടിത്തെറിക്കുമ്പോൾ കൂടെയുള്ള 10-50 പേര് ചാവും, അത്രേ ഉള്ളൂ. പക്ഷേ കമ്മ്യൂണിസം എന്ന് പറയുന്ന മതം ഇവിടെ പ്രശ്നമാകുമ്പോൾ അത് സാമ്പത്തിക അന്ധവിശ്വാസമാണ് ഇവിടെ ഇറക്കി വെക്കുന്നത്. അവരുടെ ആ തെറ്റായിട്ടുള്ള നയങ്ങളാണ് ഇവിടെ ഇറക്കി വെക്കുന്നത്. അത് അവർ ഭരണത്തിലിരിക്കുമ്പോൾ കേരളത്തിലെ മൊത്തം ജനതയാണ് ഒരുമിച്ചാണ് ബാധിക്കുന്നത് ആ അന്ധവിശ്വാസം കൊണ്ട്, ആ മതം കൊണ്ട്. അതാണ് ഇതിൽ ഏറ്റവും വലിയ. അങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ ഈ ദൈവം മതം അതിനേക്കാൾ ഡേഞ്ചറാണ് ഈ സാമ്പത്തിക അന്ധവിശ്വാസം കൊണ്ട് നടക്കുന്ന ഇത്തരം 4 മതങ്ങൾ. അപ്പൊ നമ്മൾ ശരിക്കും സൂക്ഷിക്കേണ്ട സംഗതിയാണത്. ഓക്കെ ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പൊ കേരളത്തില് ഒരുപാട് ഫാക്ടറീസുകൾ ഉണ്ടായിരുന്നു. ഇപ്പോ ഓൾമോസ്റ്റ് ഇറ്റ്സ് നോൺ എക്സിസ്റ്റന്റ് ആണ്. ഇപ്പൊ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിൽ ഇപ്പൊ സിവിൽ ആയാലും മെക്കാനിക്കൽ ആയാലും അവർക്ക് ഇവിടെ ഒരു ആകെയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ്, IT ഇതിൽ മാത്രമാണുള്ളത്. സിവിൽ ബേസിക് സ്ട്രീം, സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, അതിനുള്ള ജോലി സാധ്യതകൾ വളരെ കുറവാണ്. ഇപ്പൊ നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നെക്സ്റ്റ് യങ് ജനറേഷൻ അല്ലേ, അപ്പൊ അവരെ ഇവിടെ സ്റ്റേ ചെയ്യുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? അതിൽ എന്റെ ഒരു ഒപ്പീനിയൻ എന്താ അറിയോ? പറഞ്ഞോ ജസീം, പറഞ്ഞോ, എന്നിട്ട് പറയാം. അല്ല, ഞാൻ ജസ്റ്റ് ആ പോയിന്റ് മാത്രം പറഞ്ഞോട്ടെ. ഈ ഇത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള പോട്ടെ, ഇപ്പൊ പഠിക്കാൻ പോലും ഇവിടെ താല്പര്യമില്ല എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കോളേജുകളിൽ കുട്ടികളില്ല എന്ന് പറയുന്നത്. ഇപ്പം അതല്ല ഇപ്പൊ മറ്റേ നമ്മുടെ എന്താ പറയാ, എനിക്ക് മാത്യു കൂടുതലാണെന്നാണോ എവിടെയോ നിയമസഭയിൽ എന്തൊക്കെയോ ചർച്ചയോ എന്ത് സംഭവം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടതാണ്, എനിക്ക് വലിയ ഓർമ്മയില്ല. അത് നിങ്ങളപ്പോ അത് വിട്ടുക. എന്തായാലും ഈ കോളേജുകളിൽ സീറ്റുകൾ ഉണ്ടായിട്ടും ഇവിടെ ചേരാൻ ആളുകൾക്ക് താല്പര്യമില്ല. കുട്ടികളൊക്കെ പുറത്തേക്കിട്ട് പോകുന്ന പറയുന്നത്. പൈസ കുറെ കൊടുത്തിട്ടാണെങ്കിലും വേറെ സ്ഥാപനങ്ങൾ പുറത്ത്, നല്ല സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത്. അപ്പോ അല്ല, ഞാൻ പറയാവുന്ന കാര്യം അതാണ്. അതായത് ജോലിക്ക് വേണ്ടിയിട്ട് പഠനം കഴിഞ്ഞ് പുറത്തു പോകുന്നതും പഠിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നതും രണ്ടാണ്. ഓക്കെ, പഠിച്ചു കഴിഞ്ഞിട്ട് ജോലി എടുക്കാൻ വേണ്ടി പുറത്തു പോകുന്നതിനെ ഞാൻ അനുകൂലിക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ജോലിക്ക് പോയി അവര്, പക്ഷേ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് പോണ പോലെ അല്ല നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളുടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോണ. അവരവിടെ ഈ പൗരത്വം ഉപേക്ഷിച്ച് പോകുന്ന പോലെയാണ്. സോ അത് നമുക്ക് റെമിറ്റൻസ് ആയിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നതൊന്നും വലിയ സാധ്യതയില്ല അങ്ങനെ വരുമ്പോൾ. അതൊരു വിഷയമുണ്ട്. എന്നാൽ പോലും ഈ പഠനത്തിന് വേണ്ടി പുറത്തു പോകുമ്പോൾ ഒരിക്കലും തിരിച്ചു വരാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം. ആ പെർസെൻറ്റേജ് കൂടുക, അല്ലെങ്കിൽ ആ ഒരു പ്രോബബിലിറ്റി അവിടെ കൂടുകയാണ് അവർ തിരിച്ചു വരാതിരിക്കാനുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് കേരളത്തിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന് ഒരു മികച്ച എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ടൂറിസം ഹബ്ബായിട്ട് മാറ്റാൻ പറ്റുന്ന സ്ഥലമാണ് ഈ കേരളം എന്ന് പറയുന്നത്. അത് നമ്മൾ ഉപയോഗിച്ചാൽ ഇന്ത്യയിൽ വലിയൊരു അൺടാപ്ഡ് ആയിട്ടുള്ള ഏരിയ ആണ് ഇതിനുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകൾക്ക് ഇവിടെ വന്ന് പഠിക്കാം. അവർ ഈ എങ്ങനെയാണോ യൂറോപ്പിലേക്ക് പോകുന്നത്, എന്താണോ അവരവിടെ പ്രതീക്ഷിക്കുന്നത്, അത് ഇവിടെ കൊടുത്താൽ പോരെ. ആ സാഹചര്യം ഇവിടെ ഒരുക്കാൻ മതി. ഇനി ഒരു ആധുനിക ലോകം എന്ന് പറയുന്നത് ഈ വേലിക്കെട്ടുകൾ ഇല്ലാത്തൊരു ലോകമാണ്. യാത്ര ചെയ്യും, ആളുകൾ പോവും വരും ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ സാധനം ഈസിയാക്കി നമ്മുടെ നാടിനെ ഉപേക്ഷിക്കുന്നു എന്നതിന് പകരം ഒരു ഡുവൽ സിറ്റിസൺഷിപ്പ് ആയിക്കോട്ടെ, എന്താ തെറ്റുള്ളത്? അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് അതല്ല ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ നാട് ഉപേക്ഷിക്കുന്നു, ഇത് മോശമാണ്, ഇത് തകർന്നു, ഇതൊരു ഡൂംഡ് ആയിട്ടുള്ള സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് പോകുന്നതും തിരിച്ചെന്തെങ്കിലും ഇവിടെ വന്ന് ഇവിടെ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു കച്ചവടം തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് പുറത്തു പോകുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ പറയുന്നത് ഈ പുറത്തു പോകുന്നത് തെറ്റില്ല. കാരണം എന്താ, ഇപ്പോൾ ഇവിടെ ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളുണ്ട്, എല്ലാവരും പഠിച്ച് കേരളത്തിൽ തന്നെ ജോലി കണ്ടെത്തണം എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. അത് നടക്കാൻ പോകുന്നില്ല. കാരണം എന്താണ്, നമ്മളുടെ ജോഗ്രഫിക്കൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും. സോ നമ്മൾ പറയുന്നത് നമുക്ക് നല്ലൊരു മികച്ച ഹ്യൂമൻ റിസോഴ്സ് സപ്ലൈയിങ് സ്റ്റേറ്റ് ആയിട്ട് നമുക്ക് മാറിക്കൂടെ? അതിലെന്താ തെറ്റുള്ളത്? അങ്ങനെ നമ്മൾ മാറണം. അതാണ് നമ്മൾ പറയുന്നത്. ആ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നും കൂടിയാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് കുട്ടികൾ പുറത്ത് പോകുന്നത് ഒരു വലിയ വിഷയമായിട്ട് നമ്മൾ കാണുന്നത്. സോ നമ്മളുടെ ആ ഫെസിലിറ്റി പോലും ഇപ്പോൾ പല എഞ്ചിനീയറിംഗ് കോളേജസ് അടച്ചുപൂട്ടുന്ന അവസ്ഥയിലേക്ക് വരുന്നു, മെഡിക്കൽ കോളേജിലേക്ക് ആളില്ലാതെ വരുന്നു, പല ഹോമിയോ മെഡിക്കൽ കോളേജുകൾ വരെ പൂട്ടുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. എന്തായാലും ഇതാണ് അല്ല, ആരിഫിന്റെ ആ ഒരു ഇതിനോട് എനിക്കൊരു ഇതുണ്ട്. ഇപ്പോഴും നമ്മളൊരു ഹ്യൂമൻ റിസോഴ്സസ് ഔട്ട്സോഴ്സിംഗ് ഇതായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ
കേരളത്തിലാണെങ്കിലും IT ഹബിൽ മൊത്തം ഓൾ ദ സപ്പോർട്ട് ഫ്രം മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് റീജിയൻ ആർ ഗോയിങ് ടു IT കേരള ഓർ ഇന്ത്യ. സോ ആ ഒരു സെക്ഷൻ, പക്ഷെ അതൊരു IT എന്നൊരു മേഖലയിലേക്ക് മാത്രം ഒതുങ്ങുന്നു എന്നൊരു വിധമുണ്ട്. ബാക്കിയുള്ള മേഖലയിൽ കൂടി അങ്ങനെ വരുന്നില്ലല്ലോ. ഇപ്പൊ എഞ്ചിനീയറിംഗ് ഫീൽഡ്, ഇപ്പൊ ഗുജറാത്തിലെ പല ഫാക്ടറികളിലും വർക്ക് ചെയ്യുന്നത് മലയാളികളാണെന്ന് പറയാറില്ലേ? എന്തുകൊണ്ടത് കേരളത്തിൽ പറ്റുന്നില്ല? അതാണ് എൻ്റെ ഒരു നമ്മള് ഇന്ത്യയിലെ, ഞാനത് പറയുന്നത് എങ്ങനെയാണ്, അതായത് പോപ്പുലേഷൻ ഡെൻസിറ്റി ഒരു വലിയ വിഷയമാണ് ഫാക്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഇപ്പൊ നമ്മൾ കിറ്റെക്സ് സാബുവിന്റെ വിഷയം നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അവിടെ ഭയങ്കര പൊല്യൂഷൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ എപ്പോഴും പോകുന്ന ആ വഴി പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണത്. ഒരു ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിന്റെ നടുക്കാണ് ഈ സാധനം ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ കരിമുകൾ എന്നൊക്കെ പറഞ്ഞ ഇവിടുത്തെ ബ്രഹ്മപുരം എന്നൊക്കെ പറയുന്ന സാധനം, ഇതൊക്കെ നിങ്ങൾ കേട്ട് കാണും. ഇതൊക്കെ കൊച്ചിൻ റിഫൈനറി നിങ്ങൾ കേട്ട് കാണും. ഇതൊക്കെ എവിടെ നിൽക്കുന്നത്? അവിടെ നിന്നൊക്കെ ഒരു എക്സോസ്റ്റ്, ഒരു വാതകം പുറത്തേക്ക് വന്ന എത്ര കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെയാണ് അഫക്ട് ചെയ്യുന്ന വല്ല പിടിയുണ്ടോ? അത്രയും തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ അങ്ങനെയുള്ള പോയിസണസ് ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ എക്സോസ്റ്റ് ചെയ്യുന്ന ഇതുപോലുള്ള കമ്പനികൾ ഉണ്ടാകണമെന്ന് നമ്മൾ വാശി പിടിക്കണം. എന്തിനാ? അത് ഇന്ത്യയിൽ സ്ഥലമുള്ളിടത്ത് കൊണ്ടേ സ്ഥാപിക്കട്ടെ, നമ്മൾ അവിടെ പോയി ജോലി എടുത്താൽ പോരെ. ഇത് കേരളത്തിൽ തന്നെ വേണമെന്ന് പറയുന്നത് എന്താ? ഇനി കേരളത്തിൽ നമ്മൾ എടുക്കുന്നു, അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചില കണക്കുകൾ പറയാറുണ്ട്. ഏറ്റവും കൂടുതൽ റവന്യൂ കൊടുക്കുന്ന പഞ്ചായത്തോ ഏതാണ്, മരട് പഞ്ചായത്താണെന്ന് പറയാറുണ്ട്. കാരണം എന്താണ്? ലേ മെറിഡിയൻ, പിന്നെ ലുലു, അങ്ങനെ കുറേ സാധനങ്ങൾ, ഇതെല്ലാം ഈ മരട് കേന്ദ്രീകരിച്ചിട്ടാണുള്ളത്. കുറേ ഹോട്ടലുകളുണ്ട്, പിന്നെ ലേക്ക് ഷോർ ആശുപത്രി അവിടെ നിൽക്കുന്നു. അപ്പോൾ ഇതെല്ലാം മരടിലാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മരടിൽ ജനിച്ച് വളരുന്ന ആളുകൾക്ക് മുഴുവൻ മരടിൽ തന്നെ ജോലി കിട്ടണമെന്ന് നമ്മൾ വാശി പിടിച്ചാൽ എങ്ങനെ ഇരിക്കും? കോഴിക്കോട് ജനിച്ച് വളർന്ന ആൾ കോഴിക്കോട് തന്നെ ജോലി എടുക്കണം നമ്മൾ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് ഇറാഷണലാണ്. നമ്മൾ പറയുന്നത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അവർ യാത്ര ചെയ്ത് ജോലി എടുക്കട്ടെന്നേ. അത് ഇന്ത്യ. ഇനി ഇന്ത്യക്കും അപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യത വരുമ്പോൾ അത് നമ്മൾ എടുക്കട്ടെ. പക്ഷെ നമ്മൾ ആ ഒരു ബാക്ക് ലിങ്കിങ് ആ നാടുമായിട്ട് ഉണ്ടായാൽ അവിടേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടോ എന്തെങ്കിലും ഒരു വീട് പണിയാനായിട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യത അവിടെയും കൂടി ഉണ്ടാകുന്ന ഒരു സാധ്യത ഉണ്ടാക്കിയാൽ അത് നാടിന് മൊത്തത്തിൽ ഗുണമാണ്. പിന്നെ ഇതൊരു ട്രാൻസിഷൻ വരും, അതിൽ ഇന്നോവേറ്റബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കി പോവുക. നമ്മൾ നിലവിളിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല, പക്ഷെ പ്രശ്നങ്ങളുണ്ട്, അതിനെ അഡ്രസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. Clear? Yeah. Okay. So let's Clear. be hopeful. Okay. Bye. Yeah, man, be hopeful. Okay, anyway, നിങ്ങൾ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. പുറത്താണോ? പുറത്താണ്. അതെ. നാട്ടിലേക്ക് വരാനുള്ള വല്ല ഉദ്ദേശമുണ്ടോ? പ്ലാൻ ചെയ്യുന്നു. ഇവിടെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനുള്ള ഇവിടെ ബിസിനസ് തുടങ്ങാനുള്ള വല്ല ഉദ്ദേശമുണ്ടോ? ബിസിനസ് അല്ല, വർക്ക് ചെയ്യാൻ തന്നെയാണ് താല്പര്യം. ഐ എം നോട്ട് ബിസിനസ് മൈൻഡഡ് മാൻ. ഇന്ത്യക്ക് വെളിയിലാണോ കേരളത്തിന് വെളിയിലാണോ? ഇന്ത്യക്ക് വെളിയിലാണ്. ഓക്കെ. സിറ്റിസൺഷിപ്പ് ഡുവൽ ആണോ? ഇപ്പോഴും ഇവിടെ തന്നെയാണോ? ഇല്ല, ഇല്ലല്ലോ. സിറ്റിസൺഷിപ്പ് ഇന്ത്യൻ തന്നെയാണ്. ഓക്കെ, ശരി. തിരിച്ചു വരൂ, മടങ്ങി വരൂ മകനെ. ഓക്കെ, ബൈ. ഓക്കെ, എനിവേ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ എൻഡേവേഴ്സ്. Yeah, okay, thank you so much. Bye. Yeah. Yes, എന്തായാലും ഇന്ന് നമുക്ക് ഒരു 2 ആളും കൂടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ സ്റ്റോപ്പ് ചെയ്യാം. എന്തെങ്കിലും നേരത്തെ കിടന്ന് ഉറങ്ങണം എന്നൊരു ആഗ്രഹമുണ്ട്. ഉണ്ണി പെട്ടെന്ന് പറയൂ. ഹലോ ഉണ്ണിയെ ഉണ്ണി ഉറങ്ങിയെന്നു. എന്താ ഉണ്ണി? ജോജോ മാഡം പറയൂ. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് മോർണിംഗ്. പറയൂ. ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്. ഇന്ന് ഞാൻ ശരിക്കും പിന്നെ ഇതില് വരണ്ടാന്ന് വിചാരിച്ച കേട്ടോ, പക്ഷെ സമ്മതിക്കുന്നില്ല നിങ്ങള്. അപ്പൊ വെറുതെ നിങ്ങളെ എല്ലാ ആഴ്ചയും വന്നിട്ട് ബോർ എടുപ്പിക്കണ്ടെന്ന് വിചാരിച്ചു പറഞ്ഞില്ല. ഒരു കാര്യം നേരത്തെ ജസീം പറഞ്ഞു, ഈ നൂപുർ ശർമ്മയുടെ കാര്യം പറഞ്ഞു. ഞാൻ ടോട്ടലി എഗ്രി ചെയ്യുന്നു ജസീമോട്. ബിക്കോസ് ആ സമയത്ത് ശരിക്കും അവരെ ബിട്രേ ചെയ്തു, അവരുടെ കമ്മ്യൂണിറ്റി ബിട്രേ ചെയ്തു, അവരുടെ പാർട്ടി അവരെ ബിട്രേ ചെയ്തു. ഒന്നാം തരം എന്താ പറയാ, തൊഴുത്തിൽ കുത്തുന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, അതാ നടന്നത്. അതായത് ഈ പൊതുവെ നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിൽ കാണുന്ന ഒരു സ്വഭാവം എന്തെന്ന് പറഞ്ഞാൽ അവസരം കിട്ടി നല്ല പണി കൊടുക്കും.
ചിലപ്പോ നമ്മളെ നേർക്കും നേറിയുന്നത് ചിലപ്പോ നൂപുർ ശർമ്മയായിട്ട് ഞാൻ മനസ്സിലാക്കിയ ഇത്രയേ ഉള്ളൂ. ഒരു നല്ലോണം സംസാരിക്കുന്ന കഴിവുള്ള സ്ത്രീയാണ്, നല്ലോണം സംസാരിക്കാൻ കഴിവുള്ള സ്ത്രീയാണ്. അപ്പൊ അത് ഇംഗ്ലീഷിലായാലും ഹിന്ദിയിലായാലും നല്ലോണം ആശയങ്ങൾ പറയുന്ന സ്ത്രീയാണ്. പലപ്പോഴും നാഷണൽ മീഡിയയിലൊക്കെ അവരെ ഒരുപാട് തകർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ ഈ ഇന്റേണൽ BJP ഭയങ്കര പാർട്ടി പൊളിറ്റിക്സ് ഉണ്ട് ഇന്റേണലി, ആസ് ഇൻ എവറി അതർ പ്ലേസ്. കേട്ടോ, നമ്മൾ ഒരാള് നല്ല രീതിയിൽ കയറി വരുന്ന കാണുമ്പോൾ പൊതുവെ ഹിന്ദുക്കൾക്ക് ഒരു ചൊറിച്ചിലുണ്ട്. ഹിന്ദുക്കൾക്ക് മനുഷ്യന്റെ സ്വഭാവമാണ്. പക്ഷെ ഞാനിപ്പം എന്റെ മതത്തിന്റെ ബേസിസിൽ സംസാരിക്കുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് നമ്മള് മലയാളികളുടെ ഇടയിൽ കണ്ടിരിക്കുമ്പോൾ ഞാനൊരു നായർ സമുദായക്കാരിയാണ്. ജാതി പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ദേഷ്യം വരില്ല. ഈ ജാതിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ടൊന്നും പറ്റുന്നില്ല, നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ ഇടയിൽ ഇങ്ങനെ പ്രത്യേകിച്ച് പറയും, ഇങ്ങനെ ഒരാള് നന്നാവുന്നത് കാണാൻ ഇഷ്ടമില്ല മറ്റുള്ള. ഓക്കെ, അപ്പൊ ഈ ഒരു സംഭവം ഉപയോഗിച്ച് അവരെ മാക്സിമം ചവിട്ടി താഴ്ത്താൻ പറ്റുന്ന പോയിന്റ് വരെ അവരെ ചവിട്ടി താഴ്ത്തി. ഓക്കെ, അതായത് ഈ നൂപുർ ശർമ്മയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാളെ വെട്ടിക്കൊന്നായിരുന്നു. അതറിയാം, കനയ്യലാൽ. അപ്പൊ പുള്ളിനെ അത് ചെയ്ത സമയത്ത് അത് നൂപുർ അത് കുറച്ചും കൂടെ പ്രശ്നമാക്കിയിട്ട് അവരെ ശരിക്കും അവരെ ഇപ്പൊ ഏതോ നല്ല ലെവലിൽ നിൽക്കേണ്ട പുതിയ BJP ഗവൺമെന്റ് വരുന്ന സമയത്ത് കുറച്ചും കൂടെ നല്ലൊരു ശക്തമായ ഒരു സ്പോക്സ് പേഴ്സൺ ആവേണ്ട വ്യക്തിയായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി വി ലോസ്റ്റ് എ വാരിയർ എന്ന് എനിക്ക് പറയാനുള്ളത്. അവരെ സപ്പോർട്ട് ചെയ്തില്ലെന്ന് മാത്രമല്ല, അവരെ മറ്റുള്ളവർ വേട്ടയാടിയപ്പോൾ അത് കണ്ടു നിന്ന് കൈകൂട്ടിയ ആൾക്കാരുമുണ്ട്, ഇൻക്ലൂഡിങ് ഹിന്ദുസ്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞത്, ഇപ്പം ഞാൻ ആരിഫിന്റെ ഇതിലേക്ക് വന്ന് സംസാരിക്കുന്നു. അപ്പൊ പൊതുവെ സാധാരണയും ഞാൻ പൊതുവെ എന്റെ കൂട്ടുകാരുടെ ഇടയിലും എല്ലാം ഇങ്ങനെ സംസാരിക്കുന്ന വ്യക്തിയാണ്, കൃത്യമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറയും. അപ്പോൾ തന്നെ എന്റെ പല ഹിന്ദു ഫ്രണ്ട്സ് എന്നെ വിലക്കിയിട്ടുണ്ട് ഇങ്ങനെ സംസാരിക്കുന്നതിന്. അതായത് എന്നെ നാസി എന്ന് വിളിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ നാഷണലിസം സംസാരിക്കുമ്പോൾ പേട്രിയറ്റിസം സംസാരിക്കും. കാരണം നാഷണലിസം എന്നുള്ള വാക്കെന്ന് പറഞ്ഞാൽ അഡോൾഫ് ഹിറ്റ്ലർ ജനിച്ചപ്പോ കൂടെ കൊണ്ടുവന്ന വാക്കാണ്, മനസ്സിലായത്. ബാക്കി അതിനു മുമ്പും അതിനുശേഷവും ഇതില്ലായിരുന്നു. അപ്പോ പുള്ളി അത് പറഞ്ഞതുകൊണ്ട് എല്ലാവരും നാഷണലിസം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇവരേതോ വലിയ റേസിസ്റ്റ്, പിന്നെ മറ്റു എല്ലാ ഇസ്റ്റുകളും കൂടെ ചേർക്കും. അപ്പൊ എന്റെ ഒരുപാട് ഹിന്ദു ഫ്രണ്ട്സ് ഉണ്ട്, നീ ഇങ്ങനെ ഇതൊന്നും സംസാരിക്കണ്ട, പിന്നെ ലുലു മോളിൽ 50% ഷോപ്പിങ്ങിന്റെ ഡിസ്കൗണ്ട് ഉള്ള കാര്യം വേണമെങ്കിൽ സംസാരിക്കാം. അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നത് കേൾക്കണ്ട. ബിക്കോസ് ഭയങ്കരമായിട്ട് വെർച്യൂ സിഗ്നലിംഗ് ഉണ്ട്. അതായത് നമ്മള് വലിയ റൈറ്റ്യസ് ആണ്, ഞങ്ങൾ വളരെ സെക്യുലർ ആണ്, ഞങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല. എന്തിനാണ് വെറുതെ ഉറങ്ങിക്കിടക്കുന്ന എന്താ പറയാ മൃഗത്തിനെ വിളിച്ചുണർത്തുന്നത്? എന്തിനാ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നത്? പ്രത്യേകിച്ച് ഒരു സ്ത്രീ എന്ന നിലയിൽ പെണ്ണുങ്ങളുടെ അടുത്തുനിന്ന് ഒരുപാട് രൂക്ഷമായ വിമർശനം ഞാൻ കേൾക്കുന്നു. എന്തിനാണ് നീ ഇതൊക്കെ സംസാരിക്കുന്നത്? എന്റെ വീട്ടുകാരുടെ ഇടയിൽ നിന്നായാലും എന്റെ കൂട്ടുകാരുടെ ഇടയിൽ നിന്നായാലും നിനക്ക് മിണ്ടാതിരുന്നൂടെ? നീ എന്തിനാ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത്? എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പൊ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു ട്രെൻഡാണ്. പക്ഷെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തായിരുന്നു ഇവിടെ കാർഗിൽ വാർ നടന്നത്. കാർഗിൽ വാർ ആ സമയത്ത് എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോ? 10ൽ പഠിക്കുമ്പോ. ഓക്കെ, ഞാൻ 6ാം ക്ലാസ്സിലോ 7ാം കണ്ട് പഠിക്കുമ്പോഴാണ്. അപ്പോ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത്. അപ്പോ ആ സമയത്ത് ന്യൂസ് പേപ്പർ മാത്രമല്ല, അപ്പൊ ഞാൻ എന്നും ഈ ന്യൂസ് പേപ്പർ കട്ട് ചെയ്ത് സ്ക്രാപ്പ് ബുക്കിങ്ങിന്റെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പൊ അധികം ഇല്ല, പണ്ടുണ്ടായിരുന്നു. കാരണം വേറെ ഇപ്പൊ നമ്മുടെ പിൻട്രസ്റ്റ് പോലെ പിൻ ചെയ്ത് വെക്കാൻ വഴിയില്ലാത്തത് കൊണ്ട് സ്ക്രാപ്പ് ബുക്കിംഗ് ചെയ്യും. അതെ, അപ്പോ ഞാൻ ഇവരുടെ നമ്മളെ ഡെയിലി നമ്മുടെ പേപ്പറിൽ വരുമല്ലോ, ഇന്നാള് മരിച്ചു, ഇന്ന ക്യാപ്റ്റൻ മരിച്ചു, ഇന്നാള്. എനിക്ക് വളരെ ഭയങ്കരമായിട്ട് വിഷമം തോന്നുമായിരുന്നു. കാരണം അവര് നമ്മുടെ ആൾക്കാരാണ് അല്ലേ, അവര് നമ്മുടെ ഭൂമിയിലുള്ള നമ്മുടെ മണ്ണിൽ ജീവിക്കുന്ന മനുഷ്യർ. അവർക്ക് ഒരു ആവശ്യവുമില്ല, അവരൊരു ജോലിക്ക് അപ്പുറത്ത് ഒരു സെൻസ് ഓഫ് സർവീസ് ആർമിക്കാരുടെ ഇടയിലുണ്ട്. ഞാൻ എന്റെ വീട്ടിൽ 3-4 ആർമിക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം എനിക്ക് വളരെ സെൻസിറ്റീവ് ആണ്. അപ്പൊ ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എന്റെ സ്കൂളിൽ ഒരു പ്രസംഗ മത്സരത്തിന് ഈ വിഷയമായിരുന്നു, കാർഗിലിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഒരു പ്രസംഗ മത്സരത്തിന് ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ച സമയത്ത് എന്റെ ടീച്ചേഴ്സ് എന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഈ പേട്രിയറ്റിസം നല്ലതാണ്, പക്ഷെ തലയ്ക്ക് പിടിക്കാൻ പാടില്ല. പക്ഷെ അന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി ചാത്താനും ശരി പേട്രിയറ്റിസം കൊണ്ട് ഞാൻ ചാവുകയുള്ളൂ. കാരണം ഇത് നമ്മൾ ജനിച്ച ഭൂമിയോട് ഇല്ലാത്ത എന്ത് കൂറാണ് നമുക്ക് ആരോടുള്ളത്? അങ്ങനത്തെ ഒരു വ്യക്തി എനിക്ക് വിശ്വാസമില്ല. എന്തോ ആയിക്കോട്ടെ, എന്തോ വൃത്തികെട്ട രാജ്യം ആയിക്കോട്ടെ നമ്മൾ ജനിച്ചത്, പക്ഷേ
നമ്മൾ ജനിച്ച ഒരു ഭൂമിയിലാണ്, നമ്മളും നമ്മുടെ ആൻസിസ്റ്റേഴ്സും ഒക്കെ ജനിച്ച് മരിച്ച ഈ ഭൂമിയിൽ നമ്മുടെ കുട്ടികൾ ജീവിക്കാനുള്ള ഈ മണ്ണിനെ കുറിച്ച് അതിനെ പോസിറ്റീവായിട്ട് ചേഞ്ചസ് വരുത്തുക അല്ലെ. നമുക്ക് ക്രിറ്റിസിസം ചെയ്യാം, ഡെഫിനറ്റ്ലി ഒരുപാട് കാര്യങ്ങൾ മാറാനുണ്ട്. ഇന്ത്യയിൽ ഇനി 100 കാര്യങ്ങൾ മാറാറുണ്ട്, ഇൻക്ലൂഡിങ് എഡ്യൂക്കേഷൻ സിസ്റ്റം. യു ടച്ച്ഡ് ഓൺ എഡ്യൂക്കേഷൻ, ദാറ്റ്സ് വൈ ഐ ആം ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. അപ്പോ മാറാനുണ്ട്. പക്ഷേ അത് നമ്മളെല്ലാവരും കൂടെ എന്ത് വൃത്തികെട്ട രാജ്യമാണ്, ഇവിടെ ഒരു കാര്യവും ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് കൈയും കെട്ടി ഇരുന്നാൽ എങ്ങനെ ശരിയാവും? അപ്പോ ഈ ടോപ്പിക്സ് സംസാരിക്കുന്നത് പൊതുവെ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് വെൻ ഇന്ത്യ വാസ് നോട്ട് ട്രെൻഡിങ്, ഇന്ത്യയെ സ്നേഹിക്കുന്നതോ അല്ലെങ്കിൽ ഇന്ത്യയെ കുറിച്ച് നല്ലത് പറയുന്നതോ അല്ലെങ്കിൽ ജനഗണമന കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നതും ഒക്കെ വലിയ ട്രെൻഡ് അല്ലാത്ത സമയത്ത് ഒരു പേട്രിയറ്റ് ആയ വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഈ നേരത്തെ പറഞ്ഞ നമ്മുടെ ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച് അല്ലെ, നമ്മുടെ രാജ്യത്ത് നമ്മൾ പറയുന്നു, ഇപ്പൊ അമേരിക്ക പറയുന്നു ലാൻഡ് ഓഫ് ദ ഫ്രീ, ഹോം ഓഫ് ദ ബ്രേവ് എന്നൊക്കെ അവർ പറയുന്നു. പക്ഷേ ഇന്ത്യയും ഫ്രീഡം ഓഫ് സ്പീച്ചിൽ വളരെയധികം പുഷ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. കാരണം ഇവിടെ എത്ര നമ്മളൊക്കെ OG മദർ ഓഫ് ഡൈവേഴ്സിറ്റിയാണ് അല്ലെ. നമ്മളിവിടെ എത്ര ഡൈവേഴ്സിറ്റി വേറെ എങ്ങും ഇല്ല. അപ്പൊ എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. അപ്പം ആ സ്ത്രീ എനിക്ക് തോന്നിയില്ല അവർക്ക് ഒരാൾക്കും എതിരെ രൂക്ഷമായിട്ടോ വൃത്തികേടോ സംസാരിച്ചെന്ന് എനിക്ക് തോന്നിയില്ല. അത് പറഞ്ഞതിന് അവരെ ഇത്രയും ദൂഷിച്ചത് ഡെഫിനറ്റ്ലി ഹിന്ദുക്കളുടെ ഫോൾട്ടാണ്. 100% ഹിന്ദുക്കൾക്ക് വീഴ്ച പറ്റി. അതിനി ആരിനി മറ്റേ നേവിക്കാരൻ അവിടെ നിന്നപ്പോൾ അല്ലെങ്കിൽ ആർമിക്കാരൻ ഇവിടെ നിന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. 100% കം വാട്ട് മേ നമ്മുടെ സിറ്റിസൺസിന്റെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ ഗവൺമെന്റിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവാണ്. ഏത് രാജ്യം എന്ത് വന്ന് നമ്മുടെ കഴുത്തിന് കത്തി വെച്ചാലും, ഈ കഴുത്തിന് കത്തി വെച്ചോ കഴുത്തിന് മുറിഞ്ഞാലും കുഴപ്പമില്ല, ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ചില റൈറ്റുകളുണ്ട്. ആ ഫണ്ടമെന്റൽ റൈറ്റ് ടു എക്സ്പ്രസ് വൺസ് ഓൺ ബിലീഫ്, റൈറ്റ് ടു എക്സ്പ്രസ് വൺസ് ഓൺ ഒപ്പീനിയൻ, അതിനെ സംരക്ഷിക്കുന്നത് ഗവൺമെന്റിന്റെ നമ്പർ 1 ഒബ്ജക്റ്റീവാണ്. ഭയങ്കരമായിട്ട് ഫെയിലിയറായി. എനിക്ക് വളരെ ഡിസപ്പോയിന്റ്മെന്റ് തോന്നിയ ഒരു സമയമാണ്. രണ്ടാമത്തെ ഒരു പോയിന്റ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും ഇന്ത്യക്കാരെന്താ പുറത്തു പോകുന്നത്. ഇവിടെ എത്ര പേര് അവരവരുടെ കുട്ടികളെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റീസ് ചേർക്കാൻ തയ്യാറാകുന്നു. അപ്പൊ അവരെന്നോട് ചോദിക്കും, അത് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ശരിയല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കൂടെ പലായനം ചെയ്താൽ ഇത് ആരും നന്നാക്കും? ഒരു സ്കൂളിംഗ് സിസ്റ്റം ഇപ്പൊ ഗവൺമെന്റ് സ്കൂളിൽ വിടണം എന്ന് ഞാൻ ആഗ്രഹിച്ചു, എന്റെ കുട്ടികളെ ഗവൺമെന്റ് സ്കൂളിൽ വിടണം എന്ന് ആഗ്രഹിച്ചപ്പോ ഞാൻ 1-2 സ്കൂളിൽ പോയി നോക്കുമ്പോഴത്തേക്ക് പരിതാപകരമാണ് അവിടുത്തെ കണ്ടീഷൻ. അതായത് പാവപ്പെട്ടവന്റെ കുട്ടി എങ്ങനെയെങ്കിലും ഒക്കെ പഠിച്ചാൽ മതി, അവൻ വേണേൽ പഠിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചേഴ്സിനാണ് ഏറ്റവും കൂടുതൽ വിവരമുള്ളത്. നല്ല ടീച്ചിങ് നടത്തുന്നത് ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ്. ഞാൻ മനസ്സിലാക്കിയത് വനം ഒരു ധനം എന്നൊരു ടോപ്പിക്കില് ഒരു ദിവസം തിരുവനന്തപുരത്തെ കനകകുന്നിനകത്ത് ഒരു കുട്ടി പ്രസംഗിക്കുന്നത് ഞാൻ പുറത്തും കൂടെ നടന്നു പോയി. ഞാൻ ആ പ്രസംഗം കേട്ട് അകത്ത് പോയി നിന്ന് കേട്ടു. ഞാൻ ശരിക്കും വാ വിളിച്ചു. എത്ര സ്പഷ്ടമായിട്ടാണ് മലയാളം സംസാരിക്കുന്നത്, എത്ര വ്യക്തമായിട്ടാണ് ആശയം പുറത്തു വെക്കുന്നത്. അപ്പൊ നോക്കുമ്പോ തിരുവനന്തപുരത്തെ മോഡൽ സ്കൂളിലെ പയ്യനെ സംസാരിക്കുന്നു. അപ്പോ ഇതേപോലെ നമ്മൾ വിചാരിക്കുന്നു നമുക്ക് കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം. എന്തുകൊണ്ട് നമ്മുടെ പേരൻസ് ഇവിടെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ കൊടുത്ത് ആ യൂണിവേഴ്സിറ്റിയിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ജനങ്ങൾ ശ്രമിക്കുന്നില്ല? എന്റെ കുട്ടി അമേരിക്കയിൽ പഠിക്കുകയാണെന്ന് നാട്ടുകാരുടെ അടുത്ത് പറയണം. കാരണം അമേരിക്കയിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ അവസ്ഥ എന്താണെന്ന് അമേരിക്കൻ ക്യാമ്പസിന്റെ ഒരു 2-3 വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അവിടെ പഠിത്തമൊന്നുമല്ല നടക്കുന്നത്, വേറെ വലുത് നടക്കുന്നത്. ഈ പറയുന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, എല്ലാവരും പറയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. എങ്ങനെ ഓക്സ്ഫോർഡ് ആയി? 300 വർഷത്തോളം കാലം there was a ban in England, an active ban in England that stopped people from getting an education abroad. ആ സമയത്ത് യൂറോപ്പിലെ പാരീസിലും അവിടെയൊക്കെ പോയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഇംഗ്ലീഷുകാരെ രാജാവ് ബാൻ ചെയ്തു. നിങ്ങൾ ഈ ഓക്സ്ഫോർഡിൽ പഠിച്ചാൽ മതി. അങ്ങനെ അവിടുത്തെ എല്ലാ ബ്രൈറ്റ് മൈൻഡ്സും ഓക്സ്ഫോർഡിൽ പഠിച്ചാണ് ഇപ്പൊ ഓക്സ്ഫോർഡിന് ഈ പേരുണ്ടായത്. ഇന്ത്യ എന്നൊരു രാജ്യത്തിന് യൂണിവേഴ്സിറ്റി ഒരു പഴയ കാലത്തെ ഒരു പുതിയ സംഭവമൊന്നുമല്ല. നമ്മൾ വളരെ ഏഷ്യൻ യൂണിവേഴ്സിറ്റീസിന്റെ രാജ്യമാണ്. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നളന്ദ ഇപ്പൊ പുതുതായിട്ട് വന്നു. പക്ഷെ തക്ഷശില, നളന്ദ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വലിയ ഡിബേറ്റുകളും വലിയ ബ്രൈറ്റ് മൈൻഡ്സ് ഓഫ് അറൌണ്ട് ദ വേൾഡ് വന്ന ആശയവിനിമയം നടത്തിക്കൊണ്ടിരുന്ന ഒരു രാജ്യമാണ്. പക്ഷെ ഇന്ന് നമ്മുടെ കുട്ടികളുടെ കാര്യം വരുമ്പോഴത്തേക്ക് 12ാം ക്ലാസ്സിൽ കഴിഞ്ഞ ടെക്സസ് അല്ലെങ്കിൽ ആരിസോണ, അല്ലാതെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ വിട്ട് കുട്ടികളെ പഠിപ്പിക്കണം. ട്രിവാൻഡ്രത്തെ യൂണിവേഴ്സിറ്റി കോളേജ് ഒരു കാലത്ത് വാസ് വൺ ഓഫ് ദി മോസ്റ്റ് ബ്രൈറ്റ് പ്ലേസസ് ഫോർ എഡ്യൂക്കേഷൻ. ഒരു സമയത്ത്
നമ്മളിപ്പോ കാണുന്ന വലിയ വലിയ ചിന്തകരും കവികളും എഴുത്തുകാരും എല്ലാം ട്രിവാൻഡ്രം യൂണിവേഴ്സിറ്റി കോളേജ് പ്രൊഡക്ഷൻ. പക്ഷെ ഇന്ന് അവിടെ അമിതമായ പൊളിറ്റിസൈസേഷൻ കാരണം അതിന്റെ മുമ്പിൽ കൂടെ നടക്കാൻ പോലും അവസ്ഥയുണ്ട്. ഇപ്പൊ അവിടെ പോകാൻ പറ്റില്ല. അത്രയും ഭീകരമാണ്. അത് കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. കാരണം ഒരു സമയത്ത് യൂണിവേഴ്സിറ്റി കോളേജിന്റെ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. അല്ല, ഇതിപ്പോ ഞാൻ ജസ്റ്റ് പറയാണ്, അതായത് ഇപ്പൊ ഈ മഹാരാജാസ് കോളേജിന്റെ കഥയൊക്കെ ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, പണ്ട് മമ്മൂട്ടി പഠിച്ച സ്ഥലമാണെന്നൊക്കെ നമ്മൾ പറയും ഒരു അഭിമാനപൂർവ്വം. പക്ഷെ ഇപ്പൊ മഹാരാജാസിന്റെ കഥയൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് തമാശയും കളിചിരിയാണ് വരുന്നത്. സോ എഡ്യൂക്കേഷൻ സെക്ടർ എന്ന് പറയുന്നത് ഫ്രം എന്താ പറയാ ടൈം ഇമ്മമോറിയൽ വി ഹാവ് ഗോൺ ഒരു വളരെ ഒരു ലേഡ് ബാക്ക് അപ്രോച്ച് അതിലേക്ക് നമുക്ക് വന്നിട്ടുണ്ട്. സോ വി ആർ നോട്ട് ടേക്കിംഗ് ഇറ്റ് സീരിയസ്ലി. ഒരു ടോപ്പ് 100 ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്? നമ്മൾ പണ്ട് നമുക്ക് ഉപ്പുപ്പാക്ക് ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ, തഴമ്പ് പണ്ട് ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. നമ്മളെ എത്ര IIT ഉണ്ട്, എത്ര എയിംസ് അതിനകത്ത് വരുന്നുണ്ട്, ഇതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പൊ എയിംസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഏർപ്പെട്ടിരിക്കുന്ന ഫീൽഡിൽ തന്നെ ഇപ്പൊ നമ്മൾ കാണുന്നത് കോടിക്കണക്കിന് രൂപ ഈ ആയുർവേദം, അതുപോലെ ഇപ്പൊ ചില പഠനങ്ങളൊക്കെ വരുന്നത് ഗ്യാസ്ട്രിക് ഡിസ്റ്റർബൻസ്, ചില കണ്ടീഷൻസ്, ഇപ്പോൾ ക്രോൺസ് ഡിസീസ് പോലുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ, അതിനകത്ത് യോഗ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് ഗുണം? യോഗ ആൻഡ് ക്രോൺസ് ഡിസീസ്, ഇതിനു വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ. പിന്നെ എന്താണ്, നെയ്യ് കൊടുത്തിട്ട് മറ്റേ പശുവിന്റെ നെയ്യ് കൊടുത്തിട്ട് എന്തുണ്ടാക്കാം എന്ന് ചോദിച്ചിട്ട് അതിന്, ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. സോ നമ്മൾ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ഈ ഹെൽത്ത് കെയർ സയൻസ് എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് നമ്മൾ we are ourselves we are taking outside എന്നാണ് വരുന്നത്. അവിടെ we are going outside. ഈ ഫീൽഡിൽ നിന്ന് നമ്മൾ ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതുപോലെ ഓരോ സാധനം തേങ്ങാവെള്ളം കൊടുത്തിട്ട് ഇത് ചെയ്യുന്നത്, ഇതൊന്നും ഒരു തരത്തിലും ഇതിനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. ആയുർവേദം, ഹോമിയോ, ഇതുപോലുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ട്. ഹോമിയോയുടെ ആയുർവേദം പറയുമ്പോൾ നമ്മുടെ നാട്ടിലാണെന്നെങ്കിൽ നമ്മൾ പറയാം, ഈ ഹോമിയോയ്ക്ക് എന്തിനു വേണ്ടിയിട്ട് അത് കൊടുക്കുന്നത്? ജർമ്മനിയിൽ പോലും കൊടുക്കുന്നില്ല. അതിന്റെ ഉത്ഭവ സ്ഥലം എന്ന് പറയുന്നത് അവിടെ പോലും അത് എടുത്ത് ദൂരെ കളഞ്ഞ സാധനമാണ്. അതാണ് ഇവിടെ ഇട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമ്മളെ പ്രയോറിറ്റൈസേഷനിൽ വരുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്. എഡ്യൂക്കേഷൻ ആയാലും ഹെൽത്ത് കെയർ ആയാലും എല്ലാ വിഷയത്തിലും അത് പ്രകടമാണ്. സോ ഫോർ ദാറ്റ് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്തുനിന്നൊരു പുറത്തുനിന്ന് ഒരു അന്ത്യപ്രവാചകൻ വന്നിട്ട് ഇതിനെ ആരും സേവ് ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ ഇതുപോലെ അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് നമ്മളിലൂടെ ഉണ്ടാകുന്ന പുതിയ രാഷ്ട്രീയവും രാഷ്ട്രീയക്കാരും ഇത് മാറി ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുക. അതിന് നമ്മൾ തന്നെ തുടക്കിടുക, വേറെ വഴിയൊന്നുമില്ല. സോ അത് മാത്രമല്ല, ഇപ്പൊ നിങ്ങളിപ്പോ ഈ എയിംസിന്റെ കാര്യം പറഞ്ഞു, ഇപ്പം വലിയ വലിയ യൂണിവേഴ്സിറ്റീസിന്റെ കാര്യം പറഞ്ഞു. എത്ര കോളേജിലാണ് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ആളുകളെ എടുക്കുന്നത്? ഇവിടെ മെറിറ്റോക്രസി ഇല്ല. ഇവിടെ പല സ്ഥാപനങ്ങളും മതവൽക്കരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒന്നെങ്കിൽ നമ്മൾ ഏതെങ്കിലും വലിയ മറ്റേ സ്വാമീനെ കൊണ്ട് വിളിച്ചു പറയണം, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ കൊണ്ട് വിളിച്ചു പറയണം, അല്ലെങ്കിൽ ഏതെങ്കിലും ബിഷപ്പിനെ കൊണ്ട് വിളിച്ചു പറഞ്ഞാൽ അഡ്മിഷൻ കിട്ടും. കുട്ടിയുടെ മെറിറ്റ് ആരാ നോക്കുന്നത്? ഇപ്പൊ എന്റെ മക്കൾ രണ്ടുപേരും പ്രൈവറ്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. ഐ എം നോട്ട് അറ്റ് ഓൾ ഹാപ്പി വിത്ത് ദ കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ദാറ്റ് ദേ റിസീവ്. ഞാൻ തുറന്നു പറയാം. വർഷം 1.5 ലക്ഷം രൂപ അവർക്ക് എണ്ണി കൊടുക്കുന്നതല്ലാതെ പ്രത്യേകിച്ച് ഒന്നും അവിടെ നടക്കുന്നില്ല. അതായത് ഒരു കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ്, ഈ കുട്ടിക്ക് ഏത് സബ്ജക്റ്റാണ് വഴങ്ങുന്നത്, ഇതൊന്നും അറിയില്ല. അങ്ങ് പഠിപ്പിച്ചങ്ങ് എന്താ മറ്റേ കാൽക്കുലസും ഇതൊന്നും മനസ്സിലാവാത്ത കുട്ടികളെയാണ് ഇതെല്ലാം പഠിപ്പിക്കുന്നത്. ചില കുട്ടികൾക്ക് ഇതൊന്നും താങ്ങില്ല. അപ്പൊ അവരെ നമ്മൾ നോട്ട് ഓൺലി IIT, IIM, എയിംസ് മാത്രമല്ലല്ലോ, നല്ല ഹിസ്റ്റോറിയൻസ് വരുന്നുണ്ടോ? ഹിസ്റ്ററി പഠിക്കാൻ പറ്റുന്ന, ആർക്കിയോളജി പഠിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയെക്കുറിച്ച് ലിംഗ്വിസ്റ്റുകളായിട്ടുള്ള ഏതെങ്കിലും നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ടോ? അങ്ങനത്തെ ഐ എം നോട്ട് ടോക്കിംഗ് ഒരു സമൂഹവും എഞ്ചിനീയറിംഗും മെഡിസിനും കൊണ്ട് മാത്രം മുമ്പോട്ട് പോകില്ല. നല്ല ടീച്ചേഴ്സ്, ഐ എം absolutely dismayed by the standard of teachers. അതായത് മലയാളം ടീച്ചറിന് ഔ എന്നുള്ള വാക്കിൽ ഒരു വാക്ക് എഴുതിക്കൊണ്ട് കൊടുക്കണം എന്ന് എന്റെ മോള് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു റൗക്ക എന്നുള്ള വാക്ക് എനിക്കൊന്നു. എന്നിട്ട് മലയാളം ടീച്ചർ അത് റെഡ് ഇഞ്ചില് വട്ടം വരച്ചു കൊടുത്തയച്ചു ബുക്ക് തിരിച്ചു വീട്ടിൽ. ഇത് ഇപ്പോഴല്ലോ കേട്ടോ, കുട്ടി ചെറുതായിട്ട് ഔ ആ ഈ ഒക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പോ ഞാൻ പറഞ്ഞത്, അപ്പൊ എന്റെ മോൾ എന്നോട് പറഞ്ഞു, അമ്മ പറഞ്ഞ തെറ്റാണ്, ഇങ്ങനെ ഒരു വാക്കില്ലെന്ന് ടീച്ചർ പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ബഷീറിന്റെ ബുക്ക് എടുത്തിട്ട് ഞാൻ അവരെ കാണാൻ പോകും. ഞാൻ പറഞ്ഞു, ടീച്ചറെ റൗക്ക എന്നുള്ള വാക്കില്ലേ മലയാളത്തിൽ? ഇല്ല, അങ്ങനത്തെ ഒരു വാക്കില്ല.
അപ്പൊ ഞാൻ ഈ പുസ്തകം തുറന്ന് വായിച്ചു കേൾപ്പിച്ചു. ഞാൻ വന്നേ മഹാപണ്ഡിതനായ ബഷീറിന് ഇത് എഴുതാമെങ്കിലും എനിക്ക് പറയാം, ഇങ്ങനെ ഒരു വാക്കുണ്ട്, റൗക്ക എന്ന് പറഞ്ഞാൽ ബ്ലൗസ് എന്നാണ് അർത്ഥം. അപ്പൊ ഇതാണ് നമ്മുടെ ടീച്ചേഴ്സ്. അവര് വന്നിട്ട് ബുക്ക് അങ്ങോട്ട് തുറന്നിട്ട് അങ്ങോട്ട് വായിക്കും. എന്നിട്ട് ചോദിക്കും മനസ്സിലായോ. എന്നെയൊക്കെ പഠിപ്പിച്ചിരുന്ന സാറുമാര്, എനിക്കൊരു മലയാളം പഠിപ്പിച്ചിരുന്ന ഒരു സാറുണ്ട്. സാറിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം സാറ് ഒരു ചാപ്റ്റർ പഠിപ്പിക്കുമ്പം അതിന്റെ കൂടെ കുറെ കഥകൾ പറയും. അല്ലെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ പഴയ പുരാണങ്ങളിൽ നിന്നുള്ള കഥയായിരിക്കും, അല്ലെങ്കിൽ ബൈബിളിൽ നിന്നുള്ള കഥയായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫാക്ടറിയിൽ നിന്നുള്ള കഥ ആയിരിക്കും പറയുന്നത്, അമർ ചിത്ര കഥ. നമുക്ക് ഇതൊന്നും മറക്കാൻ കഴിയില്ല. ആ ചാപ്റ്റർ മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്. അപ്പോ ഇന്ന് നമ്മൾ ഇന്ത്യയെ കുറിച്ച് ഇരുന്നിട്ട് ഇത് എന്താണ്, ഇപ്പം ഇങ്ങനെയാണ്, ഇന്ത്യ അങ്ങനെയാണ്, എല്ലാവരും പുറത്തു പോകുന്നു എന്ന് പറയാൻ എത്ര പേരൻസ് റെഡിയാണ് ഒരു ശപഥം എടുക്കാനായിട്ട്? ഞാൻ എന്റെ കുട്ടികളെ ഇന്ത്യയിലെ പഠിപ്പിക്കുകയുള്ളൂ, ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷനിൽ വിടുകയുള്ളൂ. നോബഡി ഈസ് റെഡി. അവര് നമ്മളെ, ഞാൻ എന്റെ ഫ്രണ്ട്സ് എന്നോട് പറയും, അപ്പൊ ഇത് കഴിഞ്ഞ് 12th കഴിഞ്ഞ് എവിടെയാ വിടുന്നത്? ഞാൻ എവിടെയും വിടുന്നില്ല, ഇവിടെ തന്നെ പഠിപ്പിക്കാൻ പോകുന്നു. കാരണം പഠിക്കേണ്ട കുട്ടി എവിടെയായാലും പഠിക്കും. അത് പറയുമ്പോൾ രൂക്ഷമായിട്ടുള്ള പ്രഷറാണ്, പിയർ പ്രഷർ. കുട്ടികളെ പുറത്തയക്കാൻ, കുട്ടികളെ വലിയ വലിയ യൂണിവേഴ്സിറ്റീസിൽ വിടാനായിട്ട്. അതുപോലെ തന്നെ അടുത്തിടയ്ക്ക് എന്റെ ഒരു റിലേറ്റീവിനെ ഞാൻ കണ്ടു. പുള്ളി വെളിയിലൊരു വെസ്റ്റേൺ രാജ്യത്താണ് ജീവിക്കുന്നത്. അവരുടെ മക്കൾക്ക് മലയാളം പറയാൻ പോലും അറിയില്ല. ഇത് എത്രയോ ആൾക്കാരുടെ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഭാഷ സംസാരിക്കുന്നത് എന്തോ മോശമായിട്ടുള്ള രീതിയായിട്ടാണ് ആൾക്കാർ കാണുന്നത്. മദർ ടങ്ക് ആൾക്കാർ പറയുന്നത്, എനിക്ക് തോന്നുന്നു ആൾക്കാരുടെ വിചാരം നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ രാജ്യം ഏതാണോ അതിന്റെ, അതല്ല ശരിക്കും മദർ ടങ് എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഭാഷ എന്നാണ്. അപ്പോ ഈ കാര്യങ്ങളൊക്കെ ചേഞ്ചസ് വരുത്താതെ വെറുതെ നമ്മുടെ നാട്ടിലെ തന്നെ കുറ്റം, സിറ്റിസന്റെ ഓണർഷിപ്പ് വേണം. ഇത് നമ്മുടെ രാജ്യമാണ്, നമ്മളാണ് ചേഞ്ചസ് കൊണ്ടുവരേണ്ടത്. വാട്ട് എവർ യു ആർ ടോക്കിംഗ് ഓൾസോ, ഈവൻ ഇഫ് ഇറ്റ് സെക്യുലറിസം ആയാലും റിലീജിയൻ ബേസ്ഡ് സംഭവങ്ങളായാലും എഡ്യൂക്കേഷൻ ആയാലും ജനങ്ങളാണ് അതിൽ മാറ്റം കൊണ്ടുവരേണ്ടത്. അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും ഗവൺമെന്റ് എന്തെങ്കിലും നമുക്ക് ചെയ്തു തരും എന്നല്ല വിചാരിക്കുന്നത്. വി ഷുഡ് ഡിമാൻഡ് ദിസ്, വി ഷുഡ് ഡിമാൻഡ് ഹയർ ക്വാളിറ്റി. അത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും താങ്ക്സ് ഫോർ കമ്മിങ് അഗെയിൻ. താങ്ക് യു ആരിഫ്, താങ്ക് യു ജസീം, ബൈ ബൈ. ബൈ ബൈ. അതെ, നേരത്തെ ഞാൻ പറഞ്ഞു, ഞാൻ ആ വിഷയം അവിടെ നിർത്തിപ്പോയി. കമ്മ്യൂണിസത്തിന്റെ കാര്യം വീണ്ടും ഈ നമ്മുടെ ഇന്ത്യയിലേക്ക് വരേണ്ട കുറെ ഇൻവെസ്റ്റ്മെന്റ്, ഇപ്പൊ ചൈന പുറകോട്ട് പോയപ്പോ ഇന്ത്യയിലേക്ക് വരേണ്ട ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് ആവശ്യത്തിന് വന്നില്ലെന്ന് മാത്രമല്ല, FDIയുടെ അളവ് കുറഞ്ഞു ഇടയ്ക്ക് വെച്ചിട്ട്. അതും അതിന്റെ ഒരു കാരണം, പല കാരണങ്ങളുണ്ട്. അതിപ്പോ BJP അധികാരത്തിലിരിക്കുന്നതുകൊണ്ട് സംഭവിച്ചെന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ നടക്കുന്നുണ്ട്. പക്ഷെ അതല്ല പ്രധാനപ്പെട്ട കാരണം. നമ്മുടെ ഇവിടെ സ്കിൽഡ് വർക്ക് ഫോഴ്സ് കുറവാണ്. അതിന്റെ ഒരു കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. അവിടെ വീണ്ടും കേരളത്തിന്റെ കാര്യം വരുമ്പോൾ എല്ലാവരും മറക്കുന്ന ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് രണ്ട് പ്രശ്നമാണ്. അവർ കുട്ടികളെ വഴിയെത്തിക്കുന്നു എന്നുള്ള ഒരു ഭാഗത്ത്. ഇപ്പൊ ഐസറാന്ന് തോന്നുന്നു, ഐസറിലേക്ക് എന്താ പറയാ, ഐസറിൽ ഇപ്പോ ജോലി ചെയ്യുന്നതാണ് പഠിക്കുന്നത് ഒരു കുട്ടി. ABC മലയാളത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ നിങ്ങൾ ഒരു പക്ഷെ കണ്ടു കാണും. ആ കുട്ടി എന്തോ ഒരു കാര്യത്തില് SFIയുമായിട്ടോ ഇവരുടെ ഏതോ ഒരു വൃത്തികെട്ട, ഏതോ ചുവന്ന കുറെ വൃത്തികെട്ട സംഘടനകളുണ്ടല്ലോ, അവരുമായിട്ട് എന്തോ റാഗിങ്ങോ എന്തോ ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചതിന് ആ കുട്ടിയെ ഹരാസ് ചെയ്ത് ആ കുട്ടി ആത്മഹത്യയിലേക്ക് പോകുന്ന സമയം വരെ എത്തി. അങ്ങനെ ആ കുട്ടിയെ കോളേജിൽ പഠിത്തം നിർത്തിപ്പോയി. ആ കുട്ടി വേറെ സംസ്ഥാനത്ത് പോയിട്ട് മര്യാദക്ക് ഇപ്പൊ പഠിച്ച് വലിയ നിലയിലാണ്. അപ്പൊ അങ്ങനെ ഒരു വശത്ത് വിദ്യാർത്ഥി സംഘടനകളുടെയും അനാവശ്യമായിട്ടുള്ള പൊളിറ്റിക്സ്, അത് സ്കൂളില് ഇത്രത്തോളം പൊളിറ്റിക്സ് അവരെന്താണ് പഠിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഇതൊരു പുരോഗമനമായിട്ടുള്ള ആശയം അവർ പറഞ്ഞതായിട്ട് നമുക്കറിയില്ല. ഇത്രയും കാലം പറയുന്നതൊക്കെ കോമഡി വാദങ്ങളാണ്. എന്താന്ന് പറയാ, ഇപ്പൊ വന്നിപ്പോ പഴയ എന്താ പറയാ ഈ താലിബാൻ അല്ലെങ്കിൽ ഹമാസ് പോലത്തെ സംഘടനയൊക്കെയാണ് അവരുടെ ചെകുവേരകൾ ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പോ ഇപ്പോ അത് ഒരു വശത്ത്. വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിസം കേരളത്തിലെ ഏറ്റവും കൂടുതൽ പറ്റിക്കുന്നത് ഹിന്ദുക്കളാണ്, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും. ഈ സംരംഭകത്വം അതിനകത്ത് ഓണ്ടർപ്രണർഷിപ്പ്, അതെ, ഓണ്ടർപ്രണർഷിപ്പില് എന്തൊക്കെ പറഞ്ഞാലും ഹിന്ദുക്കൾക്ക് ഇല്ല എന്നല്ല. ഇന്ത്യയിലുടനീളം നോക്കാൻ ഹിന്ദുക്കൾ തന്നെയാണ് ഈ മേഖലയിലൊക്കെ, സ്റ്റോക്ക് മാർക്കറ്റ് അതിലൊക്കെ കുറച്ചുകൂടി മുന്നോട്ടാണ്. പക്ഷെ കേരളത്തിന്റെ കാര്യത്തിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇത് ചെയ്യുന്നുണ്ട്. മതപരമായ കാരണങ്ങളായാലും ഇപ്പോ ഇറച്ചി കച്ചവടം അല്ലെങ്കിൽ പല കച്ചവടങ്ങളിൽ നിന്ന് ഹിന്ദുക്കൾ വിട്ടു നിൽക്കുന്നു. ഇതൊക്കെ ഹിന്ദുക്കൾ ശ്രദ്ധിക്കുന്നതാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിസം കാരണം പല കുട്ടികളുടെയും മനസ്സിലൊരു ധാരണ പണം ഉണ്ടാക്കുന്നത് പാപമാണെന്ന ധാരണയുണ്ട്. അതായത് പണം കൂടുതൽ ഉണ്ടാവുന്നത് എന്തോ ഒരു തെറ്റാണെന്നുള്ളത്.
ഇത് കാരണമാണ് പല പിള്ളേരും ഈ കേരളത്തിലെ ചില കമ്പനികളിൽ അവരുടെ ജീവിതം വഴിതരക്കും. ഞാൻ ഭയങ്കര മറച്ചു എന്നെല്ലാം പറയുന്നത്. പക്ഷെ ഈ പുറത്തോട്ട് പോകുന്നതിന്റെ ഒരു കാരണം അതാണ്. പിന്നെ വിദ്യാഭ്യാസത്തിൽ അവർ പലപ്പോഴും പുറകോട്ട് പോകുന്നതിന്റെ ഒരു കാരണം അതാണ്. വീണ്ടും കമ്മ്യൂണിസം കാരണം മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ശ്രമിക്കുന്ന ഒരാളെ നിരുത്സാഹപ്പെടുത്താനുള്ള എല്ലാ വഴിയും അവർ നോക്കും. മുസ്ലിങ്ങളടക്കം നിങ്ങൾ നോക്കാം, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അടക്കം അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ അധികം കൊണ്ട് ഇടാറില്ല. അവർ കൂടുതലും അവരുടെ പൈസ എടുത്ത് കറക്റ്റ് വിദേശത്തോ തമിഴ്നാട്ടിലൊക്കെ കൊണ്ട് സ്ഥലം വാങ്ങുന്നവരും നിക്ഷേപം നടത്തുന്ന ആളുകളെയും കാണാം. ഞാൻ ഹിന്ദുക്കളെ മാത്രം എടുത്തു പറയുന്നതല്ല. പക്ഷെ ഹിന്ദുക്കൾക്കിടയിൽ ഈ ഒരു പ്രവണത പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനം കൊണ്ട് വന്നിട്ടുണ്ട്. അതായത് ഒരുപാട് പണം ഉണ്ടാക്കുന്നത് ഭയങ്കര തെറ്റാണ്. പക്ഷെ നേരെ തിരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാർക്കൊക്കെ നല്ല പണം ഉണ്ട്. അവരുടെ കുട്ടികളൊക്കെ വിദേശത്താണ് പഠിക്കുന്നത്. അത് ഹിന്ദുക്കൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി വെക്കും. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ഇവർക്ക് വേണ്ടി തല്ലാനും ചാവാനുള്ള ഗുണ്ടകളാക്കി മാറ്റരുത്. ഇവർക്ക് അതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹിന്ദുക്കളോട് ചോദിച്ച ഏറ്റവും വലിയ ദ്രോഹം. ഇന്ന് ജസി കമ്മ്യൂണിസ്റ്റുകാരുടെ മണ്ടയ്ക്കാണല്ലോ, എന്ത് പറ്റി? അതല്ലേ, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇവര് എന്റെ ഉള്ളിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഉറങ്ങി കിടക്കുന്നുണ്ട്. വിദ്യാഭ്യാസം, കേരളത്തിലെ സാമ്പത്തിക അവസ്ഥ, എല്ലാത്തിനും ഇവർക്ക് സ്വാധീനമുണ്ട്. ഈ സ്വാധീനം കൊണ്ടാണ് ഇവിടെ ആൾക്കാരെ ഗുണം പിടിക്കാത്തത്. ഇപ്പൊ ഗവൺമെന്റ് ഉദ്യോഗം പൊതുവെ ഹിന്ദു വിഭാഗത്തിനിടയിൽ, ഞാൻ വീണ്ടും പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, ഹിന്ദുക്കൾക്കിടയിൽ സ്റ്റാറ്റസിന്റെ ഒരു സിമ്പിളായിട്ട് അവര് ഗവൺമെന്റ് ജോലി കാണുന്നു. മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പ്രൈവറ്റ് ജോലികളിലും പ്രൈവറ്റ് സംരംഭത്തിലുമാണ് കൂടുതൽ നിങ്ങൾ തേടേണ്ടത്. കാരണം നിങ്ങളുടെ ചെറിയ പ്രായത്തിൽ നിങ്ങൾ അതിന്റെ പിന്നാലെ പോകുന്ന അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടാവും. നിങ്ങൾ ഗവൺമെന്റ് ജോലിയുടെ പിന്നാലൊക്കെ പോയി ഇപ്പോ ഹിന്ദുക്കൾ പലപ്പോഴും, ഞാൻ പറഞ്ഞ ഈ നിങ്ങൾ പിൻവാതിൽ നിയമനങ്ങളെ കുറിച്ച് നമ്മൾ കേരളത്തിൽ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ പലപ്പോഴും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നതിന്റെ ഒരു കാരണം, ഞാൻ വീണ്ടും അത് എന്റെ ഒരു അഭിപ്രായമായിരിക്കാം, പക്ഷെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടിയുടെ ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തസ്തിക കിട്ടും. അത് താൽക്കാലിക തസ്തിക ആയിരിക്കും. അത് ജീവിതകാലം മുഴുവൻ ആ തസ്തികയിൽ ഒരു സ്ഥിരം ജോലി എന്നുള്ള ഒരു സ്ഥിരം ജോലി എന്നുള്ള ഒരു രീതിയിൽ പോവാം. അതുകൊണ്ട് തന്നെ പിന്നെ പുള്ളി പാർട്ടിയുടെ അടിമയാണ്. പാർട്ടിക്ക് വേണ്ടി എന്ത് ചെയ്യും? പാർട്ടിക്ക് വേണ്ടി പുള്ളി എല്ലായിടത്തും ഉണ്ടാവും, പാർട്ടിയെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ കുടുംബത്തിലെ ആൾക്കാരും അല്ല, അത് നമ്മൾ എപ്പോഴും പറയണ്ട, ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ മാനിപ്പുലേഷൻ, അത് മതങ്ങളുടെ പൊതുവായിട്ടുള്ള ഒരു രീതിയാണ് ഈ മാനിപ്പുലേഷൻ ടാക്ടിക്സ്. അതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കിറ്റ് കിട്ടിയവർ മിണ്ടരുത് എന്ന് പറയുന്ന ഒരു സംഭവം. ഈ കിറ്റ് പൊളിറ്റിക്സ് എന്നൊക്കെ നമ്മൾ പറയുന്നതിന്റെ പ്രധാനമായിട്ട് അതിൽ വർക്ക്ഔട്ട് ആവുന്നത് ഈ സാധനമാണ്. നമ്മളെ ഉമ്മമാരടക്കം അച്ഛന്മാരടക്കം ചെയ്യുന്ന കാര്യമാണത്. എന്താണ് 10 മാസം ചുമന്നതിന്റെ കണക്ക് പറഞ്ഞുകൊണ്ട് നമ്മളെ കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യാനും ചെയ്യാതിരിക്കാനും നമ്മൾ പ്രേരിപ്പിക്കുന്ന ആ പരിപാടി, അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ആ കണക്ക് പറച്ചിൽ എന്ന് പറയുന്നത് ഒരു തെറ്റായ ഒരു സംഗതിയാണ്. അതൊരു മാനിപ്പുലേഷനാണ്. അതൊരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു ട്രെയ്റ്റിന്റെ ഭാഗമാണ്. അത് ദൈവങ്ങൾ നാർസിസ്റ്റിക് ആണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നിനക്ക് ഞാൻ കണ്ണ് തന്നില്ലേ, കൈ തന്നില്ല, അതുകൊണ്ട് നീ എൻ്റെ മുന്നിൽ മുട്ടുകുത്തു എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. ബിക്കോസ് ദൈവം ഈസ് നാർസിസ്റ്റിക്. അവിടെ ആ ഒരു മാനിപ്പുലേഷൻ വരുന്നതിന്റെ കാരണം അതാണ്. അത് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നു, അത് മാതാപിതാക്കൾ ചെയ്യുന്നു, പാർട്ട്നേഴ്സ് തമ്മിൽ ചെയ്യുന്നു, എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യമാണ്. സോ അത് നമ്മൾ എപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. നിങ്ങളൊരാൾക്കൊരു സഹായമോ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ സാധനം അതവിടെ തീർന്നു. അതിന്റെ പേരിൽ ഒരു മുതലെടുപ്പ് നിങ്ങൾ ലക്ഷ്യം വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അത് നിങ്ങളെ തന്നെയാണ് പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കുക. പറഞ്ഞു. അതെ, അപ്പൊ ഞാൻ അതുകൂടെ ഇടയിൽ നിഗരയിലേക്ക് പോകും. ഞാൻ പറയുന്നത് ഇവർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തോട് ചെയ്തിട്ടുള്ള ദ്രോഹത്തിൽ ചില്ലറല്ല. അപ്പൊ ഏറ്റവും കൂടുതൽ ഇത് തിക്തഫലം അനുഭവിക്കുന്നത് ഹിന്ദുക്കൾ തന്നെയാണ്. ഹിന്ദുക്കൾ ഇതുപോലെ അവര് ഗവൺമെന്റ് ജോലി തീർച്ചയായിട്ടും അവർക്കൊരു സ്രോതസ്സായിട്ട് അവർ കരുതുന്നത് അതൊരു സ്ഥിരം ജോലി എന്നുള്ളതായിരിക്കും. പക്ഷെ അത് എന്റെ ഒരു അഭിപ്രായത്തിൽ വടക്കേന്ത്യയിലെ ഹിന്ദുക്കളെ കണ്ടുപിടിക്കുക. അവര് പ്രൈവറ്റൈസേഷൻ എത്രത്തോളം പോയി അംബാനിയും അദാനിയും ഉണ്ടാവണമെങ്കിൽ ഗവൺമെന്റ് ജോലിക്ക് പിന്നാലെ പോയി കഴിഞ്ഞാൽ നടക്കുമോ? ഇല്ല. നിങ്ങൾ ഈ പ്രൈവറ്റ് ജോലിയിലാണ് കൂടുതൽ എക്സ്പോഷർ. നിങ്ങൾ കൂടുതൽ ട്രെൻഡുകളും പുതിയ എന്താ പറയാ ലേറ്റസ്റ്റ് ടെക്നോളജി പഠിക്കണമെങ്കിൽ പ്രൈവറ്റ് ജോലി പോകണം. നമ്മൾ ആസ് എ പേഴ്സൺ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ പോലും സാധ്യത കൂടുതലാണ് പ്രൈവറ്റിൽ. അതെ. അപ്പോ പിന്നെ നിങ്ങൾ സംരംഭകത്വം ഞാൻ പറഞ്ഞോളാം. സംരംഭകത്വത്തിലേക്ക് എന്റെ നാക്കോടിക്കത്തോടെ സംരംഭകത്വത്തിലേക്ക് നിങ്ങൾ പോകണമെങ്കിൽ അത് സംഭവമല്ല. സാധാരണ സരസ്വതിയാണ് വിളയാടാറ്, ഇന്ന് മുഹമ്മദാണ് വിളയാടുന്നത്. അതുകൊണ്ടാണ് നിരക്ഷരനായ മുഹമ്മദാണല്ലോ. അപ്പോ ഓൺടർപ്രണർഷിപ്പിന്റെ നിങ്ങൾക്ക് നേടണമെങ്കിൽ നിങ്ങൾ ഒരു മേഖലയുമായി ഒരുപാട് കാലം എക്സ്പീരിയൻസ്, ഒരു 10 വർഷം 12 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്താ നടക്കുന്നത് അറിയാൻ പറ്റും. അതിനൊരു സർക്കാർ ജോലി നിങ്ങൾ ചോദിച്ചാൽ നടക്കില്ല. ഇതൊക്കെ നിരവധി കാരണങ്ങൾ കൊണ്ട് തന്നെ കേരളത്തിലെ സാമ്പത്തിക രംഗം എത്രത്തോളം മോശമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 20 വർഷം ഒരു വലിച്ചു അതേ പോയോ? സന്തോഷമായല്ലോ.
സന്തോഷമായല്ലോ. നിഖില പോയപ്പോ സന്തോഷമായല്ലോ. ആറ്റൊന്ന് മറ്റൊരു നിഖിലയെ കിട്ടിയതാണ്. നിഖില പ്ലീസ് മടങ്ങി വരൂ, പ്ലീസ് പോകരുത്. അതൊന്ന് ഞാൻ പറഞ്ഞ ആവേശം കൂടി പറയുന്നതാണ്. ജസീം മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അതെ ഞാൻ അപ്പൊ ആ വിഷയത്തിൽ ഞാൻ തുടരുകയാണെങ്കിൽ ഇതൊക്കെ പരിഹരിച്ച് ഇതൊക്കെ പരിഹരിച്ചിട്ട് പോയോ പണി പണിയില്ല. ഹനുമാനാണ്. സുലൈമാൻ കാ പറയൂ. അസ്സലാമു അലൈക്കും. കേൾക്കാൻ പറ്റുന്നുണ്ടോ? അസ്സലായി ഞാൻ വലക്കും. കേൾക്കാം, പറയൂ. അസ്സലായി ഞങ്ങൾ വലക്കും. ഓക്കെ, എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാല് ഞാനും പണ്ട്, അതായത് ഒരു 2 വർഷം മുമ്പ് ഞാനും നിങ്ങളെ പോലെ തെറ്റായ വഴിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളെപ്പോലെ തന്നെ മുസ്ലിങ്ങളായിരുന്നോ? ഞങ്ങളെപ്പോലെ? ഞാൻ മുസ്ലിമാണ് ഇപ്പോഴും. അല്ല, മുസ്ലിം ഞങ്ങള് മുസ്ലിം അല്ല. ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ പ്ലീസ്. ഓക്കെ, അങ്ങനെ ഞാനൊരു 50% മതം വിട്ട നിലയിലായിരുന്നു. 50% കാഫിർ, ഒരു 50% മതം വിട്ട നിലയിലായിരുന്നു. 50% ഒരു കാഫിറായിരുന്നു. മതത്തിനെ കുറിച്ചും അള്ളാഹിനെ കുറിച്ചും കുറച്ച് സംശയങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഞാനൊന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്നതിന് പകരം ഇസ്ലാമിനെ കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കാൻ തീരുമാനിച്ചു. ഖുർആൻ അർത്ഥമായിട്ട് വായിക്കാൻ തീരുമാനിച്ചു. അൽഹംദുലില്ലാ, അങ്ങനെ ഞാൻ ഖുർആനൊക്കെ വായിച്ചു തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതെന്ത് മണ്ടത്തരോ അപരാധത്തിനെ എഴുതി വെച്ചേക്കണെന്ന്. അതോടുകൂടി 100% മതം ഞാൻ വിട്ട്. ഇപ്പൊ 100% കാഫിർ. ആളെ കോഴിയാക്കണം. അതെ, കഥയുടെ തുടക്കം കേട്ടപ്പോ ഞങ്ങൾക്ക് തെറ്റിദ്ധരിച്ചു. അപ്പൊ എനിക്ക് നിലവിലെ മതവിശ്വാസികളോട് പറയാനുള്ളതെന്ന് വെച്ചാല്, ചെറുതായിട്ടെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും മതത്തിനെ കുറിച്ച് തോന്നുകയാണെങ്കിൽ ദയവായി ഖുർആനെ പറ്റിയും മതത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കാതിരിക്കുക. കൂടുതൽ പഠിക്കാതിരുന്ന 100% കാഫിറാവും, നരകത്തിലെ പിറകുള്ളിയാവും. അതാണ് പറയാനുള്ളത്. നമ്മള് ബാസിലിനോട് എന്താ പറയാനുള്ളത്? അൺമാസ്കിംഗ് ആനമയിൽ ഒട്ടകം, അവരോട് എന്താ പറയാനുള്ളത്? ഞാൻ ഈ ഒരു കാഫിറായി തുടങ്ങിയപ്പോ എനിക്ക് ആ ഒരു ടൈമില് നിങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഈ അൺമാസ്കിസം, ആരിഫ് ഹുസൈൻ, നിങ്ങളൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ ആ ടൈമിൽ എനിക്ക് ചിലവരൊക്കെ ഞാൻ ഇങ്ങനെ കാഫിറായി തുടങ്ങി കണ്ടപ്പോ ഈ അൺമാസ്കിസം അവരെ ചാനലൊക്കെ റെഫർ ചെയ്യാൻ തുടങ്ങി. അവരെ റെഫർ ചെയ്തതോടുകൂടിയാണ് ഞാൻ പിന്നെ കൂടുതൽ കാഫിറായി തുടങ്ങി. സന്തോഷമായല്ലോ. ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെനിക്ക് നിങ്ങളെ പോലുള്ള എത്തിസ്റ്റുള്ള ആർഗ്യുമെന്റ്സ് എന്നെ കാണിച്ചു തരുന്നു. ഞാൻ അവരുടെ വീഡിയോ കാണുമ്പോ എത്തിസ്റ്റുള്ള ആർഗ്യുമെന്റ്സ് ഞാൻ കാണുന്നത്. അവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ കാണുന്നത് ഞങ്ങളുടെ ബിൽ ബോർഡ്സ് ആയിട്ടാണ്. ഞങ്ങൾ വെക്കുന്ന ആർഗ്യുമെന്റ്സ് വിശ്വാസികളുടെ അടുത്തേക്ക് ഏറ്റവും കൂടുതൽ പെനട്രേറ്റ് ചെയ്യുന്നത് അവരിലൂടെയാണ്. ഞങ്ങളുടെ പരസ്യം കൊടുക്കുന്ന ഏരിയ ആണത്. ഇപ്പൊ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോയ ഇപ്പൊ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം നോക്കിയാൽ തന്നെ അതിനകത്തൊരു 10% മുസ്ലിങ്ങളുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ 10% മുസ്ലിങ്ങളിലേക്ക് എത്തും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ സാധനം ആരിഫിന്റെ നുണ പിടിച്ച് വരൂ നമുക്ക് പൊളിച്ചെടുക്കാം എന്നും പറഞ്ഞിട്ട് അവരെ ചാനലിൽ കൊണ്ടുപോയിടുമ്പോൾ അവരുടെ ചാനലിൽ കാണുന്നത് ഓൾമോസ്റ്റ് 100% അല്ലെങ്കിൽ പോട്ടെ 99% മുസ്ലിങ്ങളല്ലേ. മണ്ടന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു നമ്മൾ തെറ്റ് പറഞ്ഞ അർത്ഥമല്ല, ഹൃദയം കൊണ്ട് ചിന്തിച്ച എങ്ങനെ ഇരിക്കും. ശരി, എന്തായാലും ഞാൻ ഏർപ്പാടാക്കിയ ആ സമയത്ത് തന്നെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇതേപോലെ പച്ചയ്ക്ക് പറഞ്ഞ് അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കമ്മിറ്റി ഓഫീസിൽ വന്നാൽ മതി, ഞാൻ ഫണ്ട് കൈമാറുന്നതായിരിക്കും. ഓക്കെ, 10,000 രൂപ കൈപ്പറ്റേണ്ടതാണ്. ഓക്കെ, അപ്പൊ കാണാം. താങ്ക് യു സുലൈമാൻ. അസ്സലാമു അലൈക്കും. ഈ ബാസിൽ ഈ പാപങ്ങളൊക്കെ ഇവിടെ കൊണ്ട് തീർക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. പടച്ചോൻ പറയാ എന്നോടൊന്ന് മിണ്ടാണ്ടിരിക്കാൻ. ഉണ്ണിക്കോട്ട പറയൂ. ഉണ്ണിക്കോട്ടൻ ഈസ് അവർ ഷോ സ്റ്റോപ്പർ ടുഡേ. പറയൂ ഉണ്ണി. പറയൂ കേൾക്കാവോ? പറയൂ.
ഉണ്ണി ഹലോ മോനെ പറയടാ, പറയൂ ഉണ്ണി. കേൾക്കാവോ? എനിക്ക് കേൾക്കുന്നില്ല, നിങ്ങൾക്ക് കേൾക്കാവോ? എല്ലാം കേൾക്കാം. ഞങ്ങൾക്ക് കേൾക്കാം, അയ്യോ നിങ്ങൾക്ക് കേൾക്കുന്നില്ല. എന്ത് കഷ്ടമാണെന്നറിയില്ല, എനിക്ക് കേൾക്കുന്നില്ല. ഒന്ന് 1 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാവോ? ഓക്കെ, ശരി, വേറെ വഴിയില്ലല്ലോ. എന്റെ സംസാരം കാരണം സ്ഥലം വിട്ട ആ വ്യക്തികളൊക്കെ തിരിച്ചു വരണമെന്ന് അപേക്ഷിക്കുന്നു. ഞാൻ അതെ, ആ നിഖില സംരംഭകത്വത്തിൽ നിഖില അതെ അതെ നിഖില പ്ലീസ് തിരിച്ചു വരൂ നിഖില. ജസീം ഇവിടെ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അതെ, വീണ്ടും മാപ്പ്. ഇന്ന് മാപ്പിന്റെ ദിവസമാണ്. ഹലോ ഹലോ ഉണ്ണി കേക്കാം ഉണ്ണി. ഉണ്ണിയേ കേൾക്കാവോ? ഉണ്ണിയേ ഉണ്ടാവും. ഹല ക്ലിയർ ആണോ? ഇങ്ങനെയൊക്കെ ഹല പറ. ഉണ്ണി പോയി, കേൾക്കാവോ? രക്ഷയില്ല. ഉണ്ണി ഒന്ന് പുറത്തിറങ്ങിയിട്ട് വരൂ. കിക്ക് ഫ്രം സ്റ്റുഡിയോ. യെസ്, ഇന്ന് ഏതായാലും കുറച്ച് നേരത്തെ അവസാനിപ്പിക്കുകയാണ്. കുറച്ച് നേരത്തെ കിടന്ന് ഉറങ്ങി എഴുന്നേക്കാന്ന് വിചാരിക്കുകയാണ്. ഡോക്ടർ എന്നോട് പറഞ്ഞിരിക്കുകയാണ് നേരത്തെ കിടന്ന് ഉറങ്ങണം. അത് നല്ലതാ. വളരെ നല്ല വെള്ളിയാഴ്ച കാര്യം. നേരത്തെ ഉറങ്ങി കഴിഞ്ഞാല് ബർക്കത്ത. അതെ. സോ ഉണ്ണിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു 2 minutes കൂടി പറയൂ ഉണ്ണി, കേൾക്കാം. ഉണ്ണിക്ക് കേൾക്കാവോ? ഇപ്പോഴും ക്ലിയർ ആണോ? സോറി. കേൾക്കാം, പറയൂ. ഞങ്ങളുടെ വോയിസ് കേൾക്കാവോ? കേൾക്കാവോ? വോയിസ് കേൾക്കാം, പക്ഷെ അത് അങ്ങോട്ട് സിങ്ക് ആവുന്നില്ല. ഒത്തിരി ലേറ്റ് ആയിട്ടാണ് കേൾക്കുന്നത്. എനിക്കറിയില്ല എപ്പോഴും നിങ്ങൾ ഇതിലാണോ എന്നുള്ളത്. നിങ്ങൾ 7ാം ആകാശത്താണോ? 1ാം ആകാശത്തേക്ക് വരൂ. അവിടെ അല്ല, പക്ഷെ ഇപ്പൊ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യം പറയാം. ഇപ്പൊ ഒരു ഉണ്ണി അങ്ങ് പറഞ്ഞോ, ഞങ്ങൾ ഒന്നും മിണ്ടുന്നില്ല, കേട്ടിരുന്നോളാം. വേഗം പറഞ്ഞോളൂ. റെഡി, 1 2 3 സ്റ്റാർട്ട്. അപ്പൊ ആദ്യത്തെ കാര്യം, അരിഫ് ബ്രോയുടെ വീഡിയോസ് ഒത്തിരി കാണാറുണ്ട്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ വളരെ സൂക്ഷിക്കുക, എന്തും സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണ് ഉള്ളത്. പിന്നെ എന്താ പറയുന്നത്, കുറച്ച് എക്സ്പീരിയൻസസ് എനിക്ക് ഉണ്ടായിരുന്നു. അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ടും കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയത്. പറഞ്ഞോളൂ, പ്ലീസ് ഗോ ഓൺ. വേഗാവട്ടെ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിപ്പോ ആരിഫിനോടെ വീഡിയോ ഫസ്റ്റ് കാണുന്നതന്നെ മറ്റേ ഇറാനിലൊരു ഇഷ്യൂ. എനിക്ക് പണ്ടേ ക്ഷമ കൂടുതലാന്ന് നാട്ടുകാർ പറയാറുണ്ട്. ഇത് ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് അത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടാറ്. എന്റെ പൊന്നുണ്ണി, ഓക്കെ, എന്നാ വിട്ടേക്ക് ബ്രോ, കുഴപ്പമില്ല. കാരണം എനിക്കും ഇത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല, കാരണം ഒത്തിരി ലേറ്റ് ആയിട്ടാണ് വരുന്നത്. ഉണ്ണി അടുത്ത ദിവസം വരട്ടെ, അതാ നല്ലത്. ഒന്ന് ക്ലിയർ ആയിട്ട് വരൂ. ഓക്കെ, അപ്പൊ എന്തായാലും ഉണ്ണി എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണ്. ഉണ്ണിയോടൊപ്പം നമുക്ക് ഓൾ ഐസ് ഓൺ ഉണ്ണി. ഓക്കെ, അടുത്ത ദിവസം ഉണ്ണി ആദ്യം തന്നെ കയറി വരണം. അപ്പൊ അതാണ് കഥ. സോ എനിവേ, ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെ അങ്ങ് അവസാനിപ്പിക്കാന്ന് വിചാരിച്ചു. അധികം ആരും ഇല്ല. സോ ജസീം പറയാൻ വന്ന പല കാര്യങ്ങളും പറയുന്നതിൻ്റെ ഇടയിൽ നിഖില പോകുന്നത് പോലെ പല ആളുകൾ പോകുന്നത് മുൻകൂട്ടി കണ്ട് ഞാൻ ഇടപെട്ടിട്ടുണ്ട്. എന്തെങ്കിലും പറയാൻ ബാക്കിയുണ്ടെങ്കിൽ പറഞ്ഞോളൂ, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആ സംരംഭകത്വം എന്നുള്ള വാക്കൊരു 10 തവണ പറഞ്ഞ്. സംരംഭകത്വം പറഞ്ഞ് ഒന്നുകൂടി പറ. സംരംഭകത്വം അങ്ങനെ പറ. അപ്പോ ഞാനത് പറഞ്ഞത് വീണ്ടും, ഞാൻ ആ പോയിന്റ് പറഞ്ഞത്, കേരളത്തിന്റെ അവസ്ഥ ഇങ്ങനെ ആക്കിയെങ്കിൽ ആ ഇടത് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് വിദ്യാഭ്യാസത്തിൽ സാമ്പത്തിക പങ്കുണ്ടെന്ന് പറയാൻ വേണ്ടി പറഞ്ഞാണ് പോയിന്റ്. അത് അതിന്റെ ഏറ്റവും വലിയ തിക്തഫലം അനുഭവിക്കുന്ന ഭൂരിപക്ഷ സമുദായമാണോ എന്നുള്ളതാണ് സത്യം. മറ്റ് 2 സമുദായങ്ങളും അവർക്ക് ഓണ്ടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ സംരംഭങ്ങൾ എന്നുള്ള വിഷയത്തിൽ അവർ കുറച്ചുകൂടി ഫോർവേഡാണ്. അത് ഞാനൊരു ഗവൺമെന്റ് ജോലി സ്റ്റാറ്റസ് ആയി കാണുന്ന ഒരു കാര്യം ദയവ് ചെയ്ത് ഹിന്ദുക്കൾ മാറ്റിവെക്കാം. നിങ്ങൾക്ക് ഒരു ആളെ ഗവൺമെന്റ് ജോലിക്ക് വിട്ടാൽ തെറ്റില്ല, പക്ഷെ എല്ലാ പിള്ളേരും അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ അവർ ഒരുപാട് കാലം, ഇപ്പോ ഞാൻ പറയുന്നില്ല, ഇപ്പൊ ഈ നീറ്റ് പോലത്തെ പരീക്ഷകളിൽ ഒക്കെ എത്രയോ പണം ചെലവിട്ട്, അല്ലെങ്കിൽ UPSC മറ്റേ IAS പരീക്ഷകളിൽ ഒരുപാട്
ആ കുട്ടി എത്ര നേരം കാത്തിരുന്നാണ്? അയ്യോ അപ്പൊ ഈ ഞാൻ പറഞ്ഞു തീർക്കാം. പാപൊക്കെ നീ എവിടെ കൊണ്ട് കഴുകും? എങ്കിലും ഒന്നും കൂടി ട്രൈ ചെയ്യും, ചിലപ്പോ കിട്ടിയേക്കാം. ഇന്ന് വെള്ളിയാഴ്ച അതുകൊണ്ട്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ പോലെ ഈ IAS ഇപ്പൊ ഞാൻ പറഞ്ഞ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയും നമ്മുടെ എന്താണ് എനിക്കൊന്ന് എക്കണോമിക് അഡ്വൈസർ ആണ് മുമ്പ് ഇതിന് മുമ്പ് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഒന്ന് പറഞ്ഞു, എന്ത് ഈ നിങ്ങളുടെ യുവത്വം, അതായത് ഒരു 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ UPSC IAS പരീക്ഷകൾക്ക് ജീവിതം ഒഴിഞ്ഞു വെക്കരുത്. നിങ്ങൾക്ക് ഒരു അറ്റംപ്റ്റോ 2 അറ്റംപ്റ്റോ പോവാം. അത് ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ പാരലായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് ജോലി ഉള്ളത് നല്ലതാണ് എന്നും, എന്നാൽ മാത്രമേ ഈ കുട്ടികളുടെ അവരുടെ എന്താ പറയുക വ്യക്തിപരമായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് നടക്കുകയെന്നും അതുമൂലം മാത്രമേ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണം ഉണ്ടാവുന്നുള്ളൂ. കുറെ പിള്ളേര് ഈ പരീക്ഷ വിദ്യാർത്ഥികളായിട്ട് അല്ലെങ്കിൽ എന്താ പറയാ പരീക്ഷ തൊഴിലാളികളായിട്ട് മറ്റേ RC പറയുന്ന പോലെ മാറിയിട്ടുണ്ട്. ഇപ്പൊ നോർത്തിലൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ. കാരണം ഗവൺമെന്റ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത് സ്ഥിരമാണെന്നുള്ളൊരു ധാരണയുണ്ട്, ശരിയാണ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ആ ഒരു ട്രേഡ് പഠിക്കണമെങ്കിൽ അതിനേക്കാൾ മികച്ച അവസരം പ്രൈവറ്റ് മേഖലയിലുണ്ട്. ചിലപ്പോൾ കയറുമ്പോൾ ശമ്പളം കുറവായിരിക്കും, ഇങ്ങനത്തെ സ്ഥിരത ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കും. അതിന്റെ ഒരു അഡ്വൈസ് ആയിട്ട് കേട്ട് മനസ്സിലാക്കിയാൽ മതി. കാരണം ഇങ്ങനെ നിങ്ങൾക്ക് മുന്നേറാൻ പറ്റും. മറ്റു രാജ്യങ്ങളിലൊക്കെ അവിടുത്തെ സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും മികച്ചത് അവിടുത്തെ പ്രൈവറ്റ് ജോലിയിലാണ്. പ്രൈവറ്റ് ജോലിയാണ് നിങ്ങൾക്ക് ശമ്പളവും കൂടുതൽ കിട്ടുക. അപ്പോൾ സ്ഥിരത മാത്രം നോക്കിയിട്ട് ഒരിക്കലും നമ്മൾ ഇങ്ങനെ പിന്നോക്കം നിൽക്കരുത് എന്നാണ് ഞാൻ ഓക്കെ, സന്തോഷായി. പറഞ്ഞ സംരംഭകത്വം ഇനി ഇത് ക്ലിപ്പായി മാറും. മുസ്ലിങ്ങൾക്ക് മലയാളം അറിയില്ലല്ലോ. അതെ അതെ, ഈ ഒരു ലിങ്ക് ഒരിക്കൽ കൂടി ഇട്ടിട്ടുണ്ട് നിഖിലയ്ക്ക് വേണ്ടി മാത്രം. വേറെ ആര് വന്നാലും എടുക്കില്ല, നിഖില മാത്രം. ഓൺലി ഫോർ നിഖില. ഓൾ ഐസ് ഓൺ നിഖില. വരൂ. ഉണ്ണിയുടെ കാര്യം ഇന്ന് രക്ഷയില്ല, ഉണ്ണി പോയി. അതെ, ഇനി ജസീം എങ്ങാനും പോയി വല്ല കടുങ്കയും ചെയ്ത് കഴിഞ്ഞാൽ പണിയായി. ഞാനെങ്ങനെ ഇസ്ലാമിലേക്ക് തിരിച്ചു പോയാലോ, പെട്ടെന്ന് ഓടിക്കറി വരും. അശോകൻ ഹായ്, ഒരു ഹായ് പറയുന്നുണ്ട്. സോ നിഖില ഡിവൈസ് കണക്റ്റഡ് അല്ല കേട്ടോ, അത് കണക്ട് ചെയ്താലാണ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ വന്നിട്ടുണ്ട് ബാക്ക് ഓഫീസിൽ, ഒന്ന് ഇത് കണക്ട് ചെയ്യണം. ഓക്കെ, ഡിവൈസ് കണക്ട് ആവുന്നില്ല. വந்தாச்சு. ഹായ്. ഹോ സന്തോഷായി. Hello. Hello, Arif. Hello, Jassim. You guys are doing a great job. Okay. So, എനിക്കൊരു suggestion പറയാനാണ്. I don't know if it already is out there. പക്ഷേ why don't you guys എന്താ പറയുക ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തൂടെ? ലൈക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഖുറാനിലെയും ഹദീസിലെയും ഒക്കെ ഇങ്ങനത്തെ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന വേഴ്സസ് അതൊക്കെ include ചെയ്തിട്ട് you can dedicate each chapter to like a chapter to each verse and explain why it is wrong, why it doesn't fit within the brackets of humanity. Adokke which you can make it available in different regional languages, right? അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇത് ബാൻഡ് ആകുമായിരിക്കാം, okay, India, but still many people will get to know about this and they will try to know more about it. And നിങ്ങളെ കുറിച്ച് അറിയാത്ത കുറെ പേരും across India, maybe across the world, ചിലപ്പം കൂടുതൽ ഇതിനെ കുറിച്ച് അന്വേഷിക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് കുറച്ചും കൂടി അവയർനെസ് അതിൽ നിന്ന് വരും. കാരണം ഇപ്പം ഐ എം നോട്ട് എ റിലീജിയസ് പേഴ്സൺ, ഐ എം എ ബോൺ ഹിന്ദു, ബട്ട് എന്നെ പോലെയുള്ള ആൾക്കാരും ഇപ്പൊ ഒരു ഹിന്ദു ആക്ടിവിസ്റ്റിലേക്ക് വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇപ്പം റീസെന്റ് ആണെങ്കിലും ഇപ്പം രാഹുൽ ഗാന്ധി ഇപ്പം ലോക്സഭയില് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞില്ലേ, ലൈക്ക് ദോസ് ഹു കോൾ ദെംസെൽവ്സ് ഹിന്ദുസ് ആർ പ്രൊമോട്ടിംഗ് വയലൻസ് എന്ന് പറഞ്ഞ എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നല്ലോ. ഐ മീൻ അത് പിന്നെ പുള്ളി പറഞ്ഞു ഹി വാസ് ജസ്റ്റ് മെൻഷനിങ് പീപ്പിൾ ഇൻ BJP ആൻഡ് RSS. പക്ഷെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇഫ് യു ലുക്ക് അതൊരു ജനറലൈസ് സ്റ്റേറ്റ്മെന്റ് പോലെയായിരുന്നു. ആൻഡ് ആ ഒരു ഹിന്ദുസ് എന്നുള്ളതിന് ഇഫ് യു റീപ്ലേസ് ഇറ്റ് വിത്ത് മുസ്ലിംസ്, അതെന്തായിരിക്കും സിറ്റുവേഷൻ ഉണ്ടായിരിക്കുക ഇന്ത്യയില്? കുറെ പേര് അതിന്റെ അഗെയിൻസ്റ്റ് അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാകുമായിരുന്നു. ആൻഡ് ഞാൻ ഇപ്പം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫ്രീ തിങ്കേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിൽ ഞാൻ റീസെന്റ് ജോയിൻ ചെയ്തത്. അപ്പൊ അതില് കണ്ട ഒരു വീഡിയോ ആണ്, സംബഡി ഇൻ മുസ്ലിം ലീഗ്, ഒരു പ്രോമിനന്റ് ലീഡർ ആണെന്ന് തോന്നുന്നു, മറ്റേ പിണറായി വിജയന്റെ മോളുടെ
കല്യാണത്തിന് ഹി വാസ് ഇക്വേറ്റിംഗ് ഇറ്റ് ടു വ്യഭിചാരം, റൈറ്റ്? അപ്പൊ അത് നേരെ മറിച്ച് ഇതൊരു പിന്നെ ഒരു RSSന്റെയോ ഒരു VHPന്റെയോ ഒരു BJPന്റെയോ ലീഡർ അല്ലെങ്കിൽ ലീവ് ഓൾ ദീസ് റിലീജിയസ് പാർട്ടീസ്, പക്ഷെ ഏതെങ്കിലും ഒരു നോർമൽ ഹിന്ദുവാ പറഞ്ഞതെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ എ മാറ്റർ ഓഫ് നാഷണൽ ഡിബേറ്റ്. ഇപ്പൊ ബർക്ക ദത്തും രാജ്ദീപ് സർദസായും ഒക്കെ ഇരുന്ന് ഡിബേറ്റ് ചെയ്യുന്നുണ്ടാകുമായിരുന്നു അതിനെ കുറിച്ചിട്ട്. ബട്ട് ഇതൊരു മുസ്ലിം ലീഗിന്റെ നേതാവ് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം ഇറ്റ് ഡിഡ് നോട്ട് ഗെറ്റ് എ ലോട്ട് ഓഫ് ലൈവ് ലൈറ്റ്, റൈറ്റ്? അപ്പം ഇതിപ്പോ ഒരു ഇപ്പം അത് മാത്രല്ല, ഇപ്പം അയോധ്യയിൽ നോക്കിക്കഴിഞ്ഞാൽ വൈ ഡിഡ് BJP ലൂസ്? ബിക്കോസ് ഒപ്പോസിഷൻ പ്ലേഡ് കാസ്റ്റ് പൊളിറ്റിക്സ്. അത് ഈ ഹിന്ദുസ് തന്നെയാണ് ഈ സിറ്റുവേഷൻ ഇങ്ങനെ ആക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഹിന്ദുസ് ആർ സോ ഡിവൈഡഡ് എമംഗ് ദെംസെൽസ്. ഇപ്പം ഇപ്പൊ ഈ ഒരു ആക്ടിവിസത്തിന് പാരലൽ ആയിട്ട് ഒരു ആന്റി കാസ്റ്റ് ആക്ടിവിസവും വരണം. ഓക്കെ, ഇപ്പൊ എത്ര പ്രോഗ്രസീവ് ആണെന്ന് പറഞ്ഞാലും among the minds of many Hindus, okay, അത് ഇപ്പോഴും കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ്സ് ഡീപ്ലി റൂട്ടഡ്. അത് മാറണമെങ്കിൽ we have to do a lot of work. അത് I don't see it changing in the near future unless and until somebody really takes up some എന്താ പറയാ serious action. അത് മാറിക്കഴിഞ്ഞാലേ ഇവിടെ ആ ഒരു ഹിന്ദുസിന്റെ യൂണിറ്റി വരുള്ളൂ. ഇപ്പൊ എന്ത് ഹിന്ദുവിനെ പറഞ്ഞാലും ഓക്കെ നെവർ മൈൻഡ് എന്നുള്ള സിറ്റുവേഷൻ ഈ ഒരു ഇതാണ് മെയിൻ റീസൺ വൈ ഹിന്ദുസ് ആർ ഡിവൈഡഡ്. ഇപ്പം ബാക്കി ഇപ്പൊ ഒരു മൈനോറിറ്റി പൊളിറ്റിക്സ് കാണിച്ച് വിജയിക്കുന്നതിന്റെ ഒക്കെ ഒരു മെയിൻ റീസൺ ഇതാ. ഇപ്പം മൈനോറിറ്റി അപ്പീസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ദേ ആർ ഹേർട്ടിംഗ് ദ ഫീലിംഗ്സ് ഓഫ് ദ മെജോറിറ്റി, റൈറ്റ്? വിച്ച് ഇസ് നോട്ട് റൈറ്റ്. റൈറ്റ്. ഓക്കെ, ഇവിടെ ബുക്കിന്റെ കാര്യം പറഞ്ഞതിൽ നിന്ന് ആദ്യം ഒന്ന് പറയാം. സോ ഈ പറഞ്ഞ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ കുറച്ച് നേരത്തെ മുന്നേ എന്താണ് നമ്മളൊരു സുഹൃത്ത് ടെലഗ്രാം വഴി നമുക്കൊരു ഐഡിയ വെക്കുകയും നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ഒന്ന് ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ബുക്കല്ല, ഒരു ഓൺലൈൻ ടൂള്, ഒരു വെബ്സൈറ്റ് പോലെ. സോ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് എന്ത് സാധനം നിങ്ങൾ സെർച്ച് ചെയ്താൽ അതിനൊരു യൂണിഫൈഡ് ഒരു ലൊക്കേഷനിൽ കിട്ടാൻ പറ്റുന്ന രീതിയിൽ ഒരു ഗ്ലോബൽ സെർച്ച് കൊണ്ടുവരുന്ന രീതിയിൽ അതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എ വണ്ടർഫുൾ ഒരു റീസോഴ്സ്. പ്രത്യേകിച്ച് പല കാര്യങ്ങളും ഇവർ മുക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പോൾ sunna.com അല്ലെങ്കിൽ Quran.com എന്നൊക്കെ പറയുന്ന സൈറ്റിൽ പോയി കഴിഞ്ഞാൽ പണ്ടുള്ള അർത്ഥമൊന്നുമല്ല ഇപ്പോൾ ഉള്ളത്. പല വാക്കുകൾ അവർ മാറ്റുന്നു, പല ഹദീസുകൾ ഡിലീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു വിഷയമുണ്ട്. ബ്രാക്കറ്റുകളുടെ എണ്ണം കൂടുന്നു, അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് ഹാൻഡിൽ ചെയ്യാനുള്ള ഉദ്ദേശം തന്നെയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഈ എന്താണ് എക്സ്ട്രീമിസം പ്രൊമോട്ട് ചെയ്യുന്ന വേഴ്സസ് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്താൽ നമുക്കത് കിട്ടണം. 26 വേഴ്സസ് ഏതാണെന്നൊക്കെ ഉള്ളത് ആ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ മേ ബി അത് വരും. അത് വന്നു കഴിയുമ്പോൾ പിന്നെ അതിനെ നമുക്ക് അഡാപ്റ്റ് ചെയ്തിട്ട് ബുക്കോ ഹാൻഡ് ഔട്ട്സോ ഫ്ലയേഴ്സോ എന്ത് വേണേലും നമുക്ക് ഉണ്ടാക്കാം. സോ നോ പ്രോബ്ലം. വേണ്ടത് ഒരു കോർ ഒരു റെപ്പോസിറ്ററി ആണ് നമുക്ക് ആദ്യം വേണ്ടത്. സോ വി ആർ ബിൽഡിംഗ് ദാറ്റ്. എനിവേ, അത് പറഞ്ഞത് നന്ദി. പിന്നെ ബാക്കി പറഞ്ഞ കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതാണ്. ഈ പറഞ്ഞ വിഷയങ്ങൾ ജസീമിന് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ ശ്രമിക്കാം. സോറി. അപ്പോ നിഖില നേരത്തെ ആദ്യം പറഞ്ഞ പോയിന്റ് ബുക്കിന്റെ കാര്യത്തിൽ ഒരുപാട് കണ്ടന്റ് ഉണ്ട് കേട്ടോ. നിഖിലക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കഥകളെ പറ്റിയിട്ട് തന്നെ ഈ മുസ്ലിം സോഴ്സസിൽ എഴുതിയ കാര്യങ്ങളെ കുറിച്ച് റെഡിറ്റിൽ r/xmuslim എന്ന് ഗൂഗിളിൽ അടിച്ചാൽ നിങ്ങൾക്ക് റെഡിറ്റ് ബെസ്റ്റ് സോഴ്സ് ആണ്. ഒരുപാട് കണ്ടന്റ് ഉണ്ടാകും, കോൺട്രവേഴ്ഷ്യൽ ആയതും അല്ലാത്തതായതും. അവരുടെ ഒരു പ്രത്യേക സബ്റെഡിറ്റ് ആണ് r/xmuslim. ഇനി അതല്ലാതെയാണെങ്കിൽ വിക്കി ഇസ്ലാം ഉണ്ട്, അല്ലെങ്കിൽ മറ്റു സോഴ്സുകളുണ്ട്. ഇനി നിങ്ങൾക്ക് അതും വേണ്ടെങ്കിൽ sunna.com ഉണ്ട്. sunna.com എന്നുള്ളത് സമയം എടുത്തിട്ട് ഇങ്ങനെ പരതി നോക്കണം എന്നുള്ളൂ. അതിനകത്ത് ഇവരുടെ സോഴ്സ് ആണ്, പക്ഷെ നിരവധി കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒന്നും കൂടി നിഖില താല്പര്യം ഉണ്ടെങ്കിൽ പഠിക്കേണ്ട ഒരു കാര്യം, ഇവര് പറയുന്ന ഈ കഥകളൊക്കെ ഉണ്ടല്ലോ, ഇത് അറേബ്യയുടെ ആക്ച്വൽ ഹിസ്റ്ററിയുമായി ബന്ധമില്ല. ഇവർ പറയുന്ന ഈ മുഹമ്മദ് എന്ന ആളെ കുറിച്ച് ചരിത്രകാരന്മാർക്ക് തേർഡ് പാർട്ടിയിൽ നിന്ന് ഒരു അറ്റസ്റ്റേഷനും ഇല്ല, അല്ലെങ്കിൽ ഒരു സോഴ്സിൽ നിന്നും ഇങ്ങനെ ഒരാളുടെ ബയോഗ്രഫിയെ കുറിച്ച് അറിവില്ല. ഈ മുഹമ്മദ് മരിച്ചു എന്ന് പറയുന്ന വർഷം കഴിഞ്ഞ് 2 നൂറ്റാണ്ടോളം അല്ലെങ്കിൽ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് എഴുതിയ കഥകൾക്ക് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ചരിത്രവുമായിട്ട് ബന്ധമില്ലെന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ചരിത്രം പറയുന്നത്. എന്ന് മാത്രമല്ല 4-ാം നൂറ്റാണ്ടിന് ശേഷം മുഹമ്മദ് ഇല്ലാതാക്കി എന്ന് പറയുന്ന ബഹുദൈവ വിശ്വാസം ഹിന്ദുക്കളുടെ പോലെ ഉണ്ടായിരുന്ന മതം, ആ മതം അറേബ്യയിൽ എവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ചരിത്രമായിട്ട് ഇവരുടെ കഥകൾക്ക് ബന്ധമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വിമർശിക്കുമ്പോഴും നമ്മൾ കഥകളെയാണ് വിമർശിക്കുന്നത്. നമ്മളിപ്പോ ഹാരി പോട്ടറെയാണ് വിമർശിക്കുന്നത്, അല്ലാതെ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ വ്യക്തിയാണോ ഇയാളെ എന്നുള്ളത് ഇപ്പോഴും തെളിവുകൾ വളരെ കുറവാണ്. ഇനി ഞാൻ ഒരു വിഷയം കൂടി പറഞ്ഞിട്ട് വേണമെങ്കിൽ നിഖിലയ്ക്ക് വേണമെങ്കിൽ കൗണ്ടർ പറയാം. ഞാൻ അവസാനം പറഞ്ഞ ആ കാര്യം, ഈ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവന തീർച്ചയായിട്ടും ഇത് തന്നെയാണ് പ്രശ്നം.
അവിടെ മുസ്ലിം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ സ്വയം മുസ്ലിം എന്ന് വിളിക്കുന്നവർ വയലന്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നേരെ തിരിച്ച് ഇവിടെ എന്താണ് സംഭവിക്കാൻ നമുക്കറിയാം. രാഹുൽ ഗാന്ധി പിന്നെ കോൺഗ്രസിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതാണ് സത്യം. പിന്നെ കോൺഗ്രസിൽ നമ്മൾ നൂപുർ ശർമ്മക്ക് എന്താണ് സംഭവിച്ചത് അതുപോലെ ആയിരിക്കും രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ. രാഹുൽ ഗാന്ധിനെ ചിലപ്പോൾ സോണിയാഗാന്ധിനെ അതിന്റെ പേരിൽ അത് ചവിട്ടി പുറത്താക്കി എന്നൊക്കെ വരും. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ എല്ലാവരോടും പറയാണ്, നിങ്ങൾ വിചാരിക്കുന്ന ഇത് ഈക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. RSSനെയും മറ്റ് മുസ്ലിം എക്സ്ട്രീം സംഘടനകളെയും നിങ്ങൾക്ക് ഈക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. RSS ഒരിക്കലും അങ്ങനെ സംഘടിതമായിട്ട് ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല. ഇനി എന്തൊക്കെ നിങ്ങൾ വർഗീയത പറഞ്ഞാലും എന്തൊക്കെ വർഗീയത അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയം BJP എന്നുള്ള ഒരു പാർട്ടിയാണ്. BJP തന്നെ RSSുമായിട്ട് ഒത്തുപോകാത്ത ഏരിയകളുണ്ട്. പ്രധാനമായിട്ട് സോഷ്യലിസം, നാഷണലിസം, പ്രൈവറ്റൈസേഷൻ ഒക്കെ BJP കൊണ്ടുവരുമ്പോൾ അതിനെ എതിർക്കുന്ന മഞ്ചുകൾ RSSന്റെ പോഷക സംഘടനകളായിട്ടുണ്ട്. അപ്പോ അവരൊരു എന്താ പറയാ ഇതുപോലെ എക്സ്ട്രീം ആണെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവര് എവിടെ വരെ എക്സ്ട്രീം ആണെന്നുള്ളതാണ്. അവരുടെ എക്സ്ട്രീമിസത്തിൽ ആയുധങ്ങളില്ല. അവരുടെ എക്സ്ട്രീമിസം ചിലപ്പോൾ പള്ളി അല്ലെങ്കിൽ ഈ പള്ളിക്കെതിരെ കേസ് കൊടുക്കുക, അതിന് ഫണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ക്യാമ്പയിൻ ട്വിറ്ററിലും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ വാട്സപ്പിൽ ചിലപ്പോൾ ഫേക്ക് ന്യൂസ് ആയിരിക്കും, എന്നാലും അതിന്റെ ക്യാമ്പയിൻ അത് ഏറ്റെടുക്കുക. പിന്നെ BJPക്ക് വേണ്ടി കാഡർ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന കാഡറാണ് RSS. അതൊഴിച്ചാൽ അവർ എക്സ്ട്രീം ആണെന്ന് പറയുന്നതിൽ യാതൊരു സംഘത്വമില്ല. മുസ്ലിം സംഘടനകൾ അപേക്ഷിച്ചിട്ട് എക്സ്ട്രീം അല്ല. നമ്മുടെ നാട്ടില് PFI നിങ്ങൾ എടുത്താൽ മതി. നിങ്ങൾ RSSന്റെ വെട്ടും കുത്തൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നിരുന്നു. പക്ഷെ RSS ആധികാരികമായിട്ട് അവരുടെ ഈ കേരളത്തിലെയും ബംഗാളിൽ എനിക്കറിയില്ല, കേരളത്തിലെ അവസ്ഥ ഒഴിച്ചാൽ ഈ വെട്ടും കുത്തിലൊന്നും അവർ വിശ്വസിക്കുന്ന ആളുകളല്ല. ഇനി PFI നിങ്ങൾ നേരെ മറ്റേ പാർട്ടി ആയിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, അവര് വെട്ടും കുത്തിലും വിശ്വസിക്കുന്ന ആളുകളാണ്. അവര് നിങ്ങൾക്കറിയാം ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള 2 കേസാണ്. അതെ, രഞ്ജിത്ത് ശ്രീനിവാസൻ ഒരു പ്രശ്നത്തിനും പോവാതെയാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ അവർ കൊന്നത്. അപ്പോ ആ സമയം വീണ്ടും അവിടെ RSS കേരളത്തിൽ വെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും നമ്മൾ ഇല്ലാന്ന് പറയുന്നില്ല. കേരളത്തിൽ അവർ CPM തമ്മിൽ വെട്ടിയിട്ടുണ്ട്, UDFന്റെ ആൾക്കാർ അങ്ങോട്ട് വെട്ടിയിട്ടുണ്ട്, അവിടുന്ന് NDFകാർ ഈ PFIയുടെ പൂർവ്വ സംഘടനയായിട്ടുള്ള NDFകാർ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇവർ വെട്ടിയിട്ടുണ്ട്. ഞാൻ അത് ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ RSSന്റെ എന്താ പറയാ നേതൃത്വമൊന്നും ഇങ്ങനെ വയലൻസിൽ വിശ്വസിക്കുന്ന ആളുകളല്ല. ഇത് ഒരിക്കലും നമുക്ക് ഇപ്പൊ രാഹുൽ ഗാന്ധി എന്തൊക്കെ പറഞ്ഞാലും ഈ 2 കാര്യങ്ങൾ ഈക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഡിസ്പ്രപ്പോർഷനേറ്റ് വയലൻസ് ആണ്. ഇവിടെ വർഗീയത ഉണ്ട്, പക്ഷെ അത് ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതല്ല പലപ്പോഴും. വീണ്ടും കേരളം ഒരു എക്സെപ്ഷൻ ആണ്. കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോ എനിക്ക് തോന്നുന്നു ഏതോ ഒരു മീറ്റിംഗ് ഒക്കെ കൂടി ഇവർ പരിഹരിച്ചിട്ടുണ്ട്. നല്ല കാര്യം. കുറെ കാലമായിട്ട് ഇതൊന്നും കേൾക്കാനില്ല, നല്ലത് എന്ന് നമുക്ക് കരുതാം. ഇനിയിപ്പോ അത് തിരിച്ചു വരുമെന്ന് അറിയില്ല, പക്ഷെ കുറെ കാലമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോ ആവശ്യത്തിൽ അത്രേ പറയാനുള്ളത്. രണ്ടും ഒന്നല്ല. വീണ്ടും വർഗീയത ഇപ്പൊ ഹിന്ദുക്കൾ സ്വയം അവർക്കിടയിലുള്ള എക്സ്ട്രീമിസത്തെ എതിർക്കുന്നൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ രാഹുൽ ഗാന്ധി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലതിനല്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതൊരു BJP ഒന്ന് തരം താഴ്ത്താൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അല്ലാതെ ഒരു സതുദ്ദേശത്തിൽ ചെയ്യുകയാണെങ്കിൽ മറ്റിടത്തും ചെയ്യണം. അവര് ഈ 2 മതങ്ങളെയും വെവ്വേറെ കാണുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതൊഴിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രീമിസത്തെ എതിർക്കുന്ന നല്ലതാണ്. ഹിന്ദുക്കൾക്കും എന്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ത്യയുടെ ഭാവിക്കും ഒരുപാട് മതപരമായിട്ട് പോകുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയും വിദ്യാഭ്യാസവും നമ്മുടെ സമൂഹത്തിന്റെ മുന്നോട്ട് പോകിലും ഹിന്ദുക്കൾ നന്നാവും നല്ലതാണ്. പക്ഷെ മറ്റുള്ളവർ നന്നായിട്ടില്ലെങ്കിലും അത് വീണ്ടും ധ്രുവീകരണം ഉണ്ടാകും. ഇപ്പൊ നിഖില പറഞ്ഞ പോലെ നാളെ നിഖിലയും ഏത്തിസ്റ്റ് ആയിട്ടും RSSന് വേണ്ടി കൂടി പിടിക്കേണ്ട അവസ്ഥ വരും. അത് നമ്മൾ മാറ്റണമെങ്കിൽ 2 കൂട്ടരും അടങ്ങണം. അത് ഒരു കൂട്ടർ അടങ്ങുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. എന്തായാലും നിഖിലയ്ക്ക് സമാധാനം എന്ന് വിചാരിക്കുന്നു. അല്ല, ഞാൻ മറ്റേ വെബ്സൈറ്റ്സ് കോട്ട് ചെയ്തുള്ള റിസോഴ്സസ് ആയിട്ട് ഞാൻ അതിപ്പോ നമ്മളെ പോലെ കുറച്ച് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഇപ്പൊ എല്ലാവർക്കും അവൈലബിൾ ആണ് ഇന്റർനെറ്റും എല്ലാം. പക്ഷെ എന്നാലും ഈ ഭയങ്കര സാധാരണക്കാരില്ലേ, ഇപ്പൊ മറ്റേ എഡ്യൂക്കേറ്റഡ് ആയിട്ടില്ലാത്ത വളരെ സാധാരണ ജോലി ചെയ്യുന്ന ആൾക്കാർ, അവർക്കൊന്നും ഇതൊന്നും അത്ര പിന്നെ അവൈലബിൾ ആയിരിക്കണമെന്നില്ല ഇപ്പോഴും ഇന്ത്യയിൽ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം പല ഡിഫറെന്റ് റീജിയണൽ ലാംഗ്വേജസിൽ ഇറക്കി കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ബി ഹെൽപ്ഫുൾ എന്ന് ഞാൻ പറഞ്ഞത് അതാണ്. ഓക്കെ, നമുക്ക് പ്ലാൻ ചെയ്യാം. ഈ സാധനം കോർ ആ ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ അതിനെ ഏത് രൂപത്തിലും അഡാപ്റ്റ് ചെയ്യാം. ബുക്കാവാം, ഫ്ലയേഴ്സ്, എന്തോ ആവാം. ബട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഈ സാധനമാണ്. സോ അതാണ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത്. ആർക്കും ഉപയോഗിക്കാം കേട്ടോ ആ ഡീറ്റെയിൽസ്. ആർക്കും അത് പ്രിന്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ജോയിൻ ചെയ്തതിന് വളരെ നന്ദി. ആദ്യമായിട്ടാണോ ജോയിൻ ചെയ്യുന്നത്? അല്ല, ഞാൻ ഇതിന്റെ മുന്നേ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വന്നിട്ടുണ്ട്. ഓക്കെ. എനിവേ, കീപ് കമ്മിങ്. ഇത് കുറെ ആളുകൾക്ക് പ്രചോദനമാണ്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ.
ഒരാളും കൂടി വന്നിട്ടുണ്ട്, നിമി. സ്ത്രീ ജനങ്ങൾ വരുമ്പോൾ നമ്മളൊന്ന് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ്. യെസ്, പെട്ടെന്ന് പറഞ്ഞോളൂ നിമി. പെട്ടെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പറയാം. ഞാൻ ജസ്റ്റ് ഒരു കാര്യം ഇപ്പൊ മുന്നേ കേട്ടതുകൊണ്ടൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിട്ട് ചോദിച്ചത്. അതായത് RSS PFI ആയിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പൊ പക്ഷെ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ ഇപ്പോഴും ഓരോ വീഡിയോസ് ഒക്കെ കാണാറുണ്ടല്ലോ. അതായത് ഇപ്പോ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും ഒക്കെ നേരെയൊക്കെ ഷൗട്ട് ചെയ്യുന്നതും അങ്ങനത്തെ ഓരോ വീഡിയോസ്, പള്ളികൾക്കെതിരെ വരുന്ന. അപ്പൊ അതൊക്കെ ഇതല്ലേ? ഇപ്പൊ അതിന്റെ മേലുള്ള ആൾക്കാരല്ല ഇത് താഴെയുള്ള വർക്കേഴ്സ് ആണെന്ന് പറഞ്ഞാലും അങ്ങനെയും ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പൊ അക്രമം അവര് ചെയ്യുന്നുണ്ട്, വാളെടുക്കുന്നുണ്ടെന്നല്ലേ എന്റെ അർത്ഥം? തീർച്ചയായിട്ടും അക്രമം അവരെടുക്കുന്നുണ്ട്. അത് RSS ആണോ? ഹിന്ദുക്കളെയാണോ ഉദ്ദേശിക്കുന്നെങ്കിൽ ഓക്കെ, ഹിന്ദുക്കളാണ്. ഹിന്ദുക്കളിൽ പെട്ട എക്സ്ട്രീമിസ്റ്റുകളാണ്, ഒരു സംശയമില്ല. പക്ഷെ നമ്മൾ പാർട്ടിയുടെ പേര് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ പേര് പറയുമ്പോൾ അത് കൺഫർമേഷൻ ഇല്ല. അതിന്റെ ഉള്ളിൽ പെടുന്നതല്ലേ എല്ലാം? അതല്ല, അതാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത്. അതായത് ഈ സംഘപരിവാർ സംഘടനകളിൽ പെടാത്ത എന്നാൽ തീവ്രമായ ഹിന്ദുത്വ ബോധം കൊണ്ട് നടക്കുന്ന തീവ്ര സംഘടനകളുണ്ട്. സനാതൻ സംസ്ഥ, പിന്നെ പിന്നെ ഹനുമാൻ സേന, ശ്രീരാമസേന, ഇങ്ങനെയൊക്കെ പറയുന്ന ചില സംഘടനകളുണ്ട്. ഇത് സംഘപരിവാർ സംഘടനകളല്ല, പക്ഷെ അവർ തീവ്ര ഹിന്ദുത്വ സംഘടനകളാണെന്ന് മാത്രമല്ല, അവർ സംഘപരിവാർ സംഘടനകളുമായിട്ട് ചേർന്ന് നിൽക്കുന്നുമില്ല, അവരെതിരാണ്. കാരണം എന്താണ്? അവർക്ക് തീവ്രത പോരാ എന്ന് പറഞ്ഞിട്ട്. ഐസിസും താലിബാനും എങ്ങനെയാണോ തമ്മിൽ ഇടിച്ചു നിൽക്കുന്നത്, അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അതായത് ട്രാഡുകളെന്നും റായിത്തകളെന്നും വിളിക്കുന്ന രണ്ട് രീതിയുണ്ട്. ട്രാഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ട്രഡീഷണലിസ്റ്റുകൾ, അവർ ഭയങ്കരമായ തീവ്രത കൊണ്ട് നടക്കുന്ന ആളുകളാണ്. ഹിന്ദു വികാരം, മതബോധം, അത്തരം എല്ലാ സാധനങ്ങളും അവർ ഭയങ്കര അഗ്രസീവാണ്. റായിത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, അത് മയപ്പെടണം, അത് നമ്മൾ ഇൻക്ലൂസീവ് ആകണം എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടം ആളുകളാണ്. ആ ഒരു വ്യത്യാസമുണ്ട്. സോ പക്ഷെ ഇത് ക്ലാരിഫൈ ചെയ്യേണ്ട ബാധ്യത അത് RSSനുണ്ട്. അവരത് ചെയ്യുന്നില്ല. ഇത് ഞാൻ നേരിട്ട് RSS, കാരണം നമുക്ക് കിട്ടുന്ന വീഡിയോസ് ഒക്കെ ഇത് RSS ആണ്, BJP ആണെന്നൊക്കെ പറഞ്ഞു തന്നെയാ വരുന്നത്. ഞാന് ഇത് നേരിട്ട് അവരോട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങള് ആരെന്ത് കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ RSS ആണെന്ന് പറയും, എന്നാ RSS അല്ല. അപ്പൊ നിങ്ങൾ ഇത് എന്താ ക്ലാരിഫൈ ചെയ്യാത്തെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞത്, ഇത് ക്ലാരിഫൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതിനെ നേരം കാണുള്ളൂ എന്നാണ് അവര് പറഞ്ഞത്. കാരണം അത് കൺട്രോൾ ചെയ്യാനും പറ്റത്തില്ല. നമ്മൾ വിചാരിക്കണ പോലെ RSS അത്ര വലിയ സംഭവമല്ല. അതാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഈ അവരെന്തോ വലിയ അധോലോകമാണെന്ന് നമുക്കൊരു ധാരണ ഉണ്ട്, അവർക്ക് ആ ധാരണ ഇല്ല. അതാണ് അതിൽ ഏറ്റവും വലിയ പ്രശ്നം. നിമ്മി ക്രിസ്ത്യാനിയാണോ? ഞാൻ ജസ്റ്റ് ചോദിക്കുന്നു. അതെ, അല്ല അത് നിമ്മി എന്നുള്ള പേര് ഓക്കെ, അത് കേട്ട ഞാൻ പറയാൻ കാരണം അതല്ല. ഓക്കെ, ഈ ക്രൈസ്തവർക്കെതിരെ ഒരു സംഭവം ഉണ്ട് വടക്കേന്ത്യയില്. അത് ക്രൈസ്തവർക്കെതിരെ ഉള്ളതിനൊരു കാരണം ക്രൈസ്തവരുടെ മാത്രം കുറ്റമല്ല, പക്ഷെ സെമിറ്റിക് മതത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഈ മിഷനറി പ്രവർത്തനം. അത് മുസ്ലിങ്ങൾക്കുണ്ട്. ഇവിടുത്തെ കൺവേർഷൻ ഹിന്ദുക്കൾക്കിടയിൽ വടക്കേന്ത്യയില് കോൺഗ്രസ്സുകാരനാണെങ്കിലും ഈ പ്രശ്നം ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾ ഈ RSSകാരനാണെന്ന് വിചാരിക്കണ്ട. അവിടുത്തെ കോൺഗ്രസ്സുകാർക്കും ഇത് ഇഷ്ടമുള്ള കാര്യമല്ല. പല സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് കൂട്ടമതം മാറ്റം. ഇപ്പൊ മിഷനറികളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസമായിട്ട് മതം മാറ്റുന്ന ഒരു പ്രശ്നമുണ്ട്. അത് എല്ലാവരും പരസ്പരം അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ മാസമായിട്ട് നിങ്ങൾ മതം മാറ്റുമ്പോൾ അതിന് പിന്നിൽ പണം വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഹിന്ദുക്കളെ മതം മാറ്റുമ്പോൾ ഹിന്ദുക്കൾക്ക് ഇങ്ങോട്ടില്ല. ഹിന്ദുക്കൾ ഇങ്ങനെ ഈ കൂട്ടമതം മാറ്റത്തിൽ അവർ വലിയ താല്പര്യമില്ലാത്ത ആൾക്കാർ. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അങ്ങോട്ടൊരു ഫ്ലോ ഉണ്ടാവുമ്പോൾ അവിടെ സ്പർദ്ധയുണ്ട്. ഇപ്പൊ ഒഡീഷയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള അക്രമം ഉണ്ടായിട്ടുണ്ടാവും. ഒഡീഷയിൽ RSS ഒന്നും ആയിരുന്നില്ല. അവിടെ RSS ചിലപ്പോൾ എനിക്ക് കൂടെ നിന്നുണ്ടാവും. ഒഡീഷയിൽ ഭയങ്കര അക്രമം നടന്നിട്ട് എന്താണ് കത്തിച്ചിട്ടൊക്കെ ഉണ്ട്. ഒരു പക്ഷെ എനിക്ക് അറിയായിരിക്കും, ഒഡീഷയിലെ കഥകൾ ഭയങ്കര ഭീകരമാണ്. അവിടെ കന്യാസ്ത്രീകളൊക്കെ. അപ്പോ അത് RSSന്റെ കുറ്റമാണെന്ന് കരുതരുത്. അത് അവിടുത്തെ ഹിന്ദു മറ്റു ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം വർഗീയതയുടെ ഭാഗമായിട്ടുള്ള സംഭവമാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലൊക്കെ അത്യാവശ്യമൊക്കെ സ്പർദ്ധയുണ്ട് അവിടെ ഇവിടെയൊക്കെ. അവര് പിന്നെ പുറത്തു വരുമ്പോ കുട്ടപ്പന്മാരെ നടക്കുന്നു എന്നുള്ളതല്ല. മതബോധം തിരക്ക് പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നം രാഷ്ട്രീയമായിട്ട് അതിനെ കറക്റ്റ് ചെയ്യേണ്ട ബാധ്യത RSSനെ പോലെയുള്ള സംഘടനകൾക്കുണ്ട്, BJPക്കുണ്ട്. അവരത് ചെയ്യുന്നില്ല. അതാണ് അതിലൊരു ഒമിഷൻ ആണ് അവരവിടെ നടക്കുന്നത്. അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഇപ്പൊ തൃശ്ശൂര് BJP ജയിച്ചു. അപ്പൊ ആൾക്കാർ പറയുന്നത്, അതായത് ഇപ്പൊ
കുറെ ക്രിസ്ത്യൻസ് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വോട്ട് ചെയ്തവർക്കെതിരെ മറ്റുള്ളവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ വോട്ട് ചെയ്തോ, നോർത്ത് ഇന്ത്യയിലെ ക്രിസ്ത്യൻസിന്റെ അവസ്ഥ നിങ്ങൾക്ക് വരുമ്പോഴേ ഇവിടുത്തെ സംഖ്യകൾ പഠിക്കൂ എന്നുള്ള അത് ശരിയല്ല കേട്ടോ. ഡയലോഗാണ് അത് കേൾക്കുന്നത്. അല്ല, ആ ഡയലോഗ് പറയുന്നത് ശരിയല്ല. കാരണം സുരേഷ് ഗോപി ഒരിക്കലും അങ്ങനെ കാര്യങ്ങളൊന്നും പ്രോത്സാഹിപ്പിച്ചിട്ടോ. സുരേഷ് ഗോപി എന്താ ചെയ്തത്? സുരേഷ് ഗോപി പള്ളിക്ക് കുരിശ് പണിത്തു കൊടുത്തു. മിനിമം ഒരു കുരിശെങ്കിലും കിട്ടിയില്ലേ? അല്ല, ഞാൻ പറയുമ്പോ അത് അപ്പൊ സുരേഷ് ഗോപിയെ കുറിച്ച് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ RSSന് വടക്കേന്ത്യയിലുള്ള അതേ സമീപനമല്ല കേരളത്തില്. അവര് പിന്നെ സിഎയിൽ ക്രിസ്ത്യാനികൾ ഉൾപ്പെടുത്തി പറയുന്നവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പോ ഗവൺമെന്റ് ഇപ്പൊ ഇതിന് മൗന സമ്മതം കൊടുക്കുകയാണ്. അതായത് ആക്രമിക്കുന്ന ഉപദ്രവിച്ചോട്ടെ അങ്ങനത്തെ ഒരു ഇതാണ് അത്. അപ്പൊ ഇവിടെയും അധികാരം വന്നു കഴിയുമ്പോ ഇവിടെയും അതേ അവസ്ഥ തന്നെയാവും. ഇപ്പൊ ആദ്യം ഒരു തുടക്കത്തിലെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ നല്ല പിള്ളേർ നിൽക്കുന്ന, അത് കഴിയുമ്പം സീൻ മാറും. അങ്ങനത്തെ ഒരു അങ്ങനത്തെ ആളുകളുണ്ട്. നിമ്മി പറഞ്ഞ പോലെ ചിന്തിക്കുന്ന ആളുകൾ RSSനകത്തുണ്ട്. പക്ഷെ RSS പലപ്പോഴും ഇപ്പൊ നിങ്ങൾ ഈ RSSന്റെ സർസംഘാലക് മറ്റേ നമ്മുടെ മോഹൻ ഭാഗവത് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഓരോ പാർട്ടിന്റെ എന്താ പറയുക കോമഡി സമ്മേളനങ്ങളുണ്ട്, ഏതാണെന്ന് നമുക്കറിയില്ല. പക്ഷെ സംഘപരിവാറിന്റെ സമ്മേളനങ്ങളിൽ പുള്ളി കുറെ പ്രസ്താവനകൾ നടക്കുന്നത് അത് ദൂരദർശനിലൊക്കെ അതില് അവരിറക്കുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ട്. ഇയാളുടെ അഭിപ്രായം മാറിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു ഇപ്പൊ BJP അധികാരത്തിൽ വന്ന ഒരു 10 വർഷമൊക്കെ ആയിരുന്നു. ആ ഘട്ടത്തിനിടയിൽ നടന്ന സമ്മേളനങ്ങളിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം മാറിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എല്ലാവരുമായിട്ട് നമ്മൾ സൗഹൃദത്തിൽ പോകണം. പിന്നെ മോദി എനിക്ക് തോന്നുന്നു ക്രിസ്തുമസ് സമയത്തൊക്കെ എന്തൊക്കെ ഈസ്റ്റർ പുള്ളി ആശംസകളൊക്കെ നേരുന്നു. അപ്പോ അതൊക്കെ ഒരു മാറ്റമാണ്. കാരണം ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഇത് മോദിയുടെ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിന് ചേർന്നതല്ല. കാരണം വടക്കേന്ത്യയില് ക്രൈസ്തവ മതം മാറ്റം ഇപ്പൊ നിങ്ങളൊരു പക്ഷെ കോടതി വിധി കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ അടുത്ത് വന്ന ന്യൂസാണ്. കോടതി പറഞ്ഞു ഈ മതം മാറ്റം ഹിന്ദുക്കളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രസ്താവന നിങ്ങൾ കേട്ടെന്നറിയാം. അപ്പോ അതിനകത്ത് പ്രതിയായിട്ടുള്ള ആള് ഒരു ക്രൈസ്തവ മതം മാറ്റത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള. അപ്പൊ ഈ ഒരു സ്പർദ്ധയുണ്ട്. പ്രശ്നം ഞാൻ വീണ്ടും പറയുന്നു, ഹിന്ദു വിഭാഗത്തിലുള്ള ആളുകൾ ഈ മതം മാറ്റത്തിന് വലിയ താല്പര്യമുള്ളവരാണ്. അപ്പൊ അവരെന്താ ചിന്തിക്കുന്നത്? ഞങ്ങളെ ആൾക്കാരെ കൂട്ടമായിട്ട് മതം മാറ്റുന്നു. ഞങ്ങളുടെ ആദിവാസികളെ, ഞങ്ങളുടെ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളെ, ഇവരും ദളിത് വിഭാഗങ്ങളെ ജാതി പറഞ്ഞ് മതം മാറ്റുന്നു. അതുകൊണ്ട് മുന്നോക്കക്കാർക്ക് സ്പർദ്ധ ഉണ്ടാവുന്നുണ്ട്. കാരണം അവർക്ക് ജാതി ഇത് ഉണ്ടെങ്കിലും അവർ ഈ മതം മാറ്റം കാരണം ആളുകൾ കൊഴിഞ്ഞു പോകുന്നത് ഗോത്രമാണല്ലോ എല്ലാവരും. അപ്പൊ അവർക്കത് പ്രശ്നമായിട്ട് മാറും. ഇതിൽ ക്രിസ്ത്യാനികൾ അക്രമമൊന്നും ചെയ്തിട്ടല്ല. പക്ഷെ വീണ്ടും ഈ മതം മാറ്റം ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. വീണ്ടും അത് നമ്മൾ ചിന്തിക്കണം. കാരണം ഈ മതമാറ്റത്തിന് വേണ്ടി പണം, ഒരുപാട് പ്രേരണ, ചില ജോലി കൊടുക്കാന്ന് പറഞ്ഞിട്ട് കുറെ പ്രശ്നമുണ്ട്. ഇത് വെറും മതം സ്വമേധയാ തിരിച്ചറിഞ്ഞ് മതം മാറി വരുന്നതല്ല. ഇതിപ്പോ മുസ്ലിങ്ങളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. നിങ്ങൾ പെൺകുട്ടികളെ മതം മാറ്റത്തിന്റെ പേരിൽ കുടുക്കിയിട്ട് കല്യാണം കഴിപ്പിച്ചു വിടുന്നു. ആ പരിപാടി നടത്തിയിട്ട് നമ്മൾ പറയുമ്പോൾ ഇതേ ഐഡിയ തന്നെയാണ്. ഈ മതം മാറ്റം ഹിന്ദുക്കളുടെ ഭാഗത്ത് നിന്ന് അവർ ഇതേപോലെ ഒരു പരിപാടി ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ അങ്ങോട്ട് ചെയ്യുമ്പോൾ വീണ്ടും അതിന് പിന്നിൽ പണവും പ്രലോഭനങ്ങളും ഉണ്ടാവുമ്പോൾ ഇങ്ങനത്തെ സ്പർദ്ധ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് പേര് ആക്രമിക്കാനൊന്നും പാടില്ല. പക്ഷെ കേസിന് പോവാം. അത് പലപ്പോഴും പോകുന്നുണ്ട് ഇപ്പോ. പിന്നെ എന്റെ ഒരു അഭിപ്രായത്തില് ക്രൈസ്തവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ക്രിസ്തു മതം മനസ്സിലാക്കി മതം മാറ്റി വരുന്നത് ഓക്കെ. പക്ഷെ നിങ്ങൾ കൂടുതൽ പണം ഒഴുക്കി സഭയുടെ നേതൃത്വത്തിൽ ഇതുപോലെ മാസമായിട്ട് മതം മാറ്റുമ്പോൾ അത് മറ്റൊരു പ്രശ്നമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതിപ്പോ മാറുന്നുണ്ട്. പലപ്പോഴും വിധികളോ പലപ്പോഴും ആളുകൾക്ക് ഈ പ്രശ്നം കാരണം തന്നെ BJPക്ക് വോട്ട് ചെയ്യുന്നവരുണ്ട്. അതായത് BJPയിലേക്ക് ഈ പ്രശ്നം കൊണ്ട് വോട്ട് വെക്കുന്നത്. ഇപ്പൊ ഇവിടെ മാത്രമല്ല, കർണാടകത്തില് ബാംഗ്ലൂരോ അവിടെ അടുത്തോ എന്തോ ഒരു കുന്നിന്റെ മുകളിൽ ഒരു കുരിശ് എടുത്ത് മാറ്റി വെക്കുന്നുണ്ടായി. അപ്പോ രണ്ടു ഭാഗത്തും ഉണ്ട്. എന്റെ ഒരു അഭിപ്രായത്തില് ക്രൈസ്തവർ ഒരു ചെറിയ മൈനോറിറ്റിയാണ്. ക്രൈസ്തവർക്ക് മതം മാറ്റിയത് കൊണ്ട് വലിയൊരു മെജോറിറ്റി ഒന്നും ആവാൻ പറ്റില്ല. പക്ഷെ ഇതൊരു മതസ്പർദ്ധയുടെ വിഷയമാണ്. മതം മാറ്റണോ എന്നുള്ളത് ക്രൈസ്തവർ അവര് ശ്രമിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ തന്നെ പല ഗ്രൂപ്പുകളുണ്ട്. ഇപ്പൊ യഹോവ സാക്ഷികൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയാണ്. അവരൊക്കെ ഇപ്പോഴും നമ്മളുടെ വീട്ടിൽ വന്നിട്ട് ഇപ്പൊ നമ്മളെ തന്നെ, ഞാൻ ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ വേറൊരു വിഭാഗമാണ്. അപ്പൊ നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്ത് അതിലേക്ക് ആക്കാൻ നോക്കാറുണ്ട്. ഞാൻ ആർസിയാണ്, റോമൻ കാത്തലിക്. അപ്പൊ ഞങ്ങളെ തന്നെ ഇവര് പറഞ്ഞിട്ടായത് ഞങ്ങള് തെറ്റാണ്, ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് തെറ്റാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരുടെ രീതിയിലേക്ക് ആക്കാൻ നോക്കാറുണ്ട്. അപ്പൊ ക്രിസ്ത്യാനിറ്റിയുടെ ഉള്ളിൽ തന്നെ ഒരു ജാതി മാറ്റാനുള്ള ശ്രമങ്ങൾ പോലും ഉണ്ട്. സോ അതെ, ശരിയാണ്. സോ വി നീഡ് ടു തിങ്ക് അബൌട്ട് ഈ പറയുന്ന ജാതി വിഭാഗങ്ങൾ, മതം മാറ്റം. അതെ അതെ, ജാതി ഹിന്ദുക്കളുടെ ഇടയിൽ മാത്രമല്ല ക്രിസ്ത്യൻസിന്റെ ഇടയിൽ അത് മാറ്റിയെടുത്താലേ പറ്റുള്ളൂ. അതിൽ അടിസ്ഥാനം മതം തന്നെയാണ്, മതബോധം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ മതത്തിനെ എതിർക്കേണ്ടി വരുന്നത്. ഓക്കെ.
അപ്പൊ പിന്നെ എനിവേ ഒരു താങ്ക് കാര്യം യു. കൂടി ആ ഒറ്റ മിനിറ്റ്, നിമ്മി പോകുന്നതിന് മുന്നേ ഈ മണിപ്പൂർ വിഷയത്തിലൊക്കെ നിമ്മി കേൾക്കുന്ന കഥകളൊക്കെ എപ്പോഴും അതെ ശരിയായിരിക്കണമെന്നില്ല. അപ്പൊ ഒന്ന് ഫാക്ട് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. കാരണം അങ്ങനെ ഒരു പ്രോപ്പഗാൻഡ് ഇപ്പൊ ക്രിസ്ത്യാനികൾക്ക് ഇടയിലൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. അതെ അതെ ആർ എസ് എസ് അതുണ്ട്. അവിടെ മണിപ്പൂരിലേക്ക് അവിടെ ആർ എസ് എസ് തന്നെ ഗവൺമെന്റ് പ്രശ്നം, തിരിഞ്ഞു അത് വേറെ നോക്കുന്നില്ല, വിഷയമാണ്. മനഃപൂർവ്വം അതെ, മരിച്ചോട്ടെ നോർത്തിരിക്കുക, അങ്ങനെയൊക്കെയുള്ള Yeah, ഇത് yeah. കാണുന്നുണ്ട്. Okay. സി ഒരു വർഷത്തെ പ്രൊപ്പഗാൻഡ് നടക്കുന്നുണ്ട്. നിങ്ങൾ ന്യൂസ് ഉം. ഒക്കെ നോക്കി സത്യം മനസ്സിലാക്കിയെടുക്കാൻ ഉള്ള സമയം കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രമേ അല്ല, സത്യം മനസ്സിലാവൂ. ചിലപ്പോ ന്യൂസിലാണെങ്കിലും പല രീതികളിലാണല്ലോ വരുന്നത്. Yeah. ഇപ്പൊ ന്യൂസിൽ തന്നെ നമുക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒറ്റ ഏത് വഴിയുള്ളൂ അതിന്റെ വിശ്വസിക്കാന്നുള്ള അതിന്റെ ക്ലാരിറ്റി കിട്ടാൻ ഒറ്റ വഴിയുള്ളൂ. നിങ്ങൾ ഏതെങ്കിലും മണിപ്പൂരിയെ കണ്ടെത്തുക, അവരോട് നേരിട്ട് ചോദിക്കുക. ആ, ഞാൻ അത് ചോദിച്ചിട്ടുണ്ട്. ഞാന് ആരുഷിന് അടുത്ത ഞാനിപ്പോ തവണ ഇന്നാള് ഒരു മണിപ്പൂരിനെ ഇന്റർവ്യൂ കൊണ്ടുവരുമോ? ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ രണ്ടുപേരോട് ചോദിച്ചു. ഇവരൊന്നും അങ്ങനെ വലിയ ശീലമല്ല. ഒന്നാമത് ഇംഗ്ലീഷ് അവർക്ക് വലിയ പാടാണ്. ആ അതെ അതെ അതാണ് അതൊരു പ്രശ്നം. അപ്പോൾ ഞാൻ കണക്ട് ചെയ്തത് ഒരു ഊബർ ഉം, വിളിച്ചപ്പോൾ അതിന്റെ ഡ്രൈവർ മണിപ്പൂരി പയ്യനായിരുന്നു. ഉം, അവനോട് ഞാൻ ചോദിച്ചു എന്താണ് കാര്യം. ഉം. അവൻ മുസ്ലിമുമാണ്. അപ്പോൾ ഓ മുസ്ലിമായിട്ടുള്ള മണിപ്പൂരിയാണ്. അവനോട് കാര്യം ആ ചോദിച്ചപ്പോൾ അവൻ കാര്യം പറഞ്ഞു. ഇതില് മതമല്ല അവിടുത്തെ വിഷയം. ഈ കുക്കി ഉം, മെയ്തൈ വിഷയം എന്ന് പറയുന്നത് അത് ചില്ലറ വിഷയമല്ല അവിടെ. അത് ഇവിടെ ഉം, പറയുന്നതിന് പകരം അത് മതമാണ് എന്ന് പറഞ്ഞു വരുത്തി ഇത് ആളുകൾ കൊണ്ടുപോകുന്നതിന് കൈ കണക്കില്ലെന്നേ. അതാണ് അതിന്റെ പ്രശ്നം. ഓക്കെ അപ്പോൾ ഓക്കെ. നിങ്ങൾ ഒരാളെ കണ്ടുപിടിക്കുക, നേരിട്ട് ചോദിക്കുക, വേറെ വഴിയൊന്നുമില്ല. എനിക്ക് എന്റെ ഓഫീസ് ലോറീസ് എന്നൊക്കെ ഉള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. കുറച്ചും കൂടി ഒന്ന് മണിപ്പൂർ ആഞ്ഞുപിടി, ഒരു എനിക്കറിയില്ല. മണിപ്പൂരിയെ കിട്ടും. യാ നിങ്ങളൊരു വല വിരിക്കുക, താങ്ക് എന്നിട്ട് അതിൽ ചൂണ്ടയിട്ടിരിക്കും, അപ്പോൾ ഒരു മണിപ്പൂരി കൊത്തും. ഓക്കെ ഓക്കെ നോക്കട്ടെ. അപ്പോൾ നടക്കട്ടെ. യെസ്, ശരി ബൈ. ഓക്കെ, ഗുഡ് നൈറ്റ്. ബൈ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇന്നത്തേക്കുള്ളതായി കഴിഞ്ഞല്ലേ? കഴിഞ്ഞു ഞാൻ കഴിഞ്ഞു കഴിഞ്ഞു. ഡിബേറ്റ് ഹൈജാക്ക് ചെയ്തിരുന്നല്ലേ? ഞാൻ ഇടക്ക് കയറി ഒരുപാട് സംസാരിച്ച് ഒരിക്കലുമില്ല, വിമർശിച്ചിട്ടുണ്ട്. ഒരിക്കലുമില്ല. ചുടുവിന് അല്ല, അത് ഇതാണ് ഒരു അത് സംഭവം. മറ്റേത് അതുകൊണ്ട് നല്ലതാണ്, നമുക്ക് പണി കുറവാണ്. മറ്റേത് ഞാനിപ്പോ എഡിറ്റ് ചെയ്ത് കയറ്റുന്നേക്കാൾ ആദ്യത്തിന്റെ ആ ചിലവ് ഇത് കട്ട് ചെയ്തിട്ട് കേട്ടോ, ഇതൊക്കെ കട്ട് ചെയ്തെടുക്കുക. ഞാൻ പറയുന്നത് ഇത് സത്യം പറഞ്ഞാൽ കട്ട് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് എല്ലാം കഷ്ണം കഷ്ണമാക്കി നമുക്ക് മുറിച്ച് തന്നാൽ ഞങ്ങൾ അത് ഇട്ട് കാശാക്കിക്കോളാം. ഇത് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലൊക്കെ ഹെൽപ്പ് ചെയ്യുക. വീഡിയോ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് കട്ട് ചെയ്ത് ഓരോ ആളുകൾ പറഞ്ഞത്, ഇത് നിബിൻ പറഞ്ഞത്, ഇത് അഖില പറഞ്ഞത്, ഇത് മറ്റേ ജോജോ പറഞ്ഞത്, ഇത് നസീഫ് പറഞ്ഞത്, അങ്ങനെ ഓരോ ആളുകൾ പറഞ്ഞത് നിങ്ങളൊന്ന് ഇട്ടിട്ട് തന്നാൽ ജാസിമിന്റെ വിലയേറിയ വാക്കുകൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ഇറക്കാം. അപ്പോൾ അതൊക്കെ ചെയ്ത് അതെന്തായാലും വേണം. അത് ഒരു കാരണവശാലും മാറ്റരുത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ചെയ്ത് നമ്മളൊന്ന് ഉഷാറാക്കി എടുക്കുക. സോ എല്ലാവരും കൂടി വിചാരിച്ചാൽ നടക്കും. വേറൊരു കാര്യമുണ്ട്. ഇതിപ്പോ മലയാളത്തിലായതുകൊണ്ടാണ് ഈ പ്രശ്നം. ഇംഗ്ലീഷിലായിരുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ ഫെസിലിറ്റി ഉണ്ട്. ഈ എന്താണ് ചാപ്റ്റേഴ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് കിട്ടും. ഈ ലാംഗ്വേജ് ബാരിയറിന്റെ ഒരു പ്രശ്നമാണത്. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ വരുമെന്ന് വിചാരിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ മാപ്പ് ഇന്ന് ബാസിൽ വന്നില്ല. നമ്മൾ ലിങ്ക് ഇട്ടിട്ട് കുറേ നേരം കാത്തിരുന്നു. ബാസിൽ മുങ്ങി സംവാദത്തിൽ നിന്ന് ഒളിച്ചോടി. ബാസിൽ വന്നില്ല. പിന്നെ എൻ്റെ അണ്ണാക്കിൽ ഞങ്ങളുടെ അണ്ണാക്കിൽ, പ്രത്യേകിച്ച് എൻ്റെ അണ്ണാക്കിൽ പിരിവെട്ടിക്കാനുള്ള ആ അവസരം ബാസിൽ മുതലാക്കിയില്ല. പിന്നെ സംവാദത്തിൽ നിന്ന് മുങ്ങി. പിന്നെ ഞാൻ മാപ്പ് പറഞ്ഞു കേട്ടോ. നോണയൊക്കെ ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. അതൊക്കെ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെ യെസ്, വീണ്ടും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാം. നാളെ എസൻസിന്റെ ന്യൂറോൺസ് ചാനലിൽ ഒരു ചർച്ചയുണ്ട്. അത് നമ്മളുടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമ്മളുടെ ഇന്ത്യ ഹിന്ദു രാഷ്ട്രവാദവും അതുപോലെ തന്നെ മതരാഷ്ട്രവാദം, അത് ശൈലജ ടീച്ചർ. യെസ്, അപ്പോൾ അത് സംബന്ധിച്ചിട്ടൊരു ചർച്ച ഉണ്ട്. അപ്പോൾ അത് കഴിയുന്നത്ര ആളുകൾ പങ്കെടുക്കുക. അഹമ്മദ് മാഷാണ് നമ്മളുടെ അതിഥിയായിട്ട് വരുന്നത്. സോ ലൈവാണ്, ന്യൂറോൺസിന്റെ ചാനലിലാണ്. അപ്പോൾ അത് നമുക്ക് പങ്കെടുക്കാവുന്ന ഒരു സാധനമാണ്. അതിൻ്റെ ഒരു ഒരു ഇമേജ് ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. എനിക്കൊന്ന് മറ്റന്നാൾ ഒരു പരിപാടി ഉണ്ടല്ലേ ഉച്ചയ്ക്കെങ്ങാണ്ട്? മറ്റന്നാൾ ഇവിടെ ഓഫ്ലൈൻ പരിപാടിയാണ്. അതിവിടെ നമ്മളുടെ എറണാകുളത്ത് വെച്ചിട്ടാണ്. സോ അത് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. ഞാൻ ആ ഇമേജ് ഒന്ന് ജസ്റ്റ് കാണിച്ചേക്കാം. ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ.
ഇതുകൂടി കണ്ടിട്ട് നമുക്കിത് അങ്ങോട്ട് അവസാനിപ്പിക്കാം. ഇതാണ് പരിപാടിയുടെ, കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇത് എസൻസ് ഗ്ലോബലിന്റെ ചാനലിൽ കൈറ്റ് സീരീസ് എന്ന് പറഞ്ഞിട്ട്, അതാണ് അതിൻ്റെ പേര്, കൈറ്റ് സീരീസ്. ഇതിൻ്റെ 2ാമത്തെ എപ്പിസോഡാണ്. നാളെ രാത്രി 8 മണിക്ക്. ഓക്കെ, എന്ന് വെച്ചാൽ ഇന്നായി, 2 മണിയായല്ലോ. ഹിന്ദു രാഷ്ട്രവാദം, മുസ്ലിം രാഷ്ട്രവാദം, ശൈലജ ടീച്ചർ പറഞ്ഞതിൽ തെറ്റുണ്ടോ എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഞാനുണ്ട്, നമ്മളുടെ ടോമി സെബാസ്റ്റ്യനുണ്ട്, അഹമ്മദ് മാഷുമായിട്ടാണ് ചർച്ച. ശൈലജ ടീച്ചറുടെ ആ സ്റ്റേറ്റ്മെൻ്റാണ് ഇതിൻ്റെ തുടക്കം. സോ എസൻസ് ഗ്ലോബലിൻ്റെ യൂട്യൂബ് ചാനലാണ്, അപ്പോൾ നിങ്ങൾക്കത് ഉപയോഗിക്കാം. നമ്മളുടെ യൂട്യൂബ് ടെലഗ്രാം ഗ്രൂപ്പിൽ ഇത് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് അത് ഫോളോ ചെയ്യാം. സോ എന്നാൽ പിന്നെ ഇന്നത്തെ പരിപാടി നമുക്കിവിടെ തൽക്കാലം ഒന്ന് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഒന്നുമില്ല, പേടിക്കണ്ട, വീട്ടില്ല. നമ്മുടെ എറണാകുളത്ത് നടന്ന പരിപാടി എല്ലാവരും പൊതുവിൽ രവീന്ദ്രൻ സിയെ കുറിച്ച് പറയുന്ന ഒരു ആരോപണമുണ്ട്. പുള്ളി ഹിന്ദു മതത്തെ വിമർശിക്കുന്നില്ല എന്നുള്ളത്. ഗീതയുമായി ബന്ധപ്പെട്ട പ്രഭാഷണമാണ്. അപ്പൊ ഒന്ന് പോയി കണ്ട് സഹകരിക്കാം. എറണാകുളത്തുള്ള അതെ, ഹിന്ദു മതത്തിനെ വിമർശിക്കുകയാണ് ഗീത. എന്താണ്, വല്ലാത്ത ഗീത എന്നോ അങ്ങനെ കണ്ടാണ് അതിന്റെ പേര്, ചക്രഗീത. അതന്നെ, ചക്രഗീത. അപ്പോൾ ചക്രഗീത അടുത്ത ദിവസം ഉണ്ട്. അപ്പോൾ ഇനി ഇസ്ലാമിനെ മാത്രം വിമർശിച്ചെന്നുള്ള പരാതിയുള്ള ആളുകൾ ഒന്ന് വേഗം ചെന്ന് അത് ഒന്ന് കണ്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. ബാക്കി അടുത്ത ദിവസം നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്. പിന്നെ താങ്ക് യു ജസീം. അപ്പോൾ കാണാം, ബൈ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.